Good morning students. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ന് നടന്ന ZEOTS-ന്റെ ഡിസ്കഷനാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലീനിയർ സ്പീഡ് ഓഫ് സ്പെറിക്കൽ ഷെൽ ആഫ്റ്റർ റോളിംഗ് ഡൗൺ ഇൻ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് വെർട്ടിക്കൽ ഹൈറ്റ് h ഫ്രം റെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു h ഹൈറ്റ് മുകളിൽ നിന്ന് ഇൻക്ലൈൻ ചെയ്ത് പോന്നാൽ താഴെ എത്തുമ്പോൾ ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കാനല്ലേ ചോദ്യം. ലീനിയർ സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല പഠിച്ചില്ലായിരുന്നോ? റൂട്ട് ഓഫ് എന്താ പഠിച്ചേ? 2gh/1 പ്ലസ് k²/r² എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. താഴെ എത്തുമ്പോൾ ഉള്ള ഒരു ഇൻക്ലൈൻഡ് സർഫസിലൂടെ ബോഡി റോൾ ചെയ്ത് പോന്നാൽ താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല 2gh/1 പ്ലസ് k²/r². സ്പെറിക്കൽ ഷെല്ലെന്ന് പറഞ്ഞത്. ഷെല്ലെന്ന് പറയുമ്പോൾ ഹോളോ സ്പിയർ പോലെ എടുക്കാം. അപ്പോൾ കെയുടെ വാല്യൂ എന്തായിരിക്കും? കെയുടെ വാല്യൂ പറയൂ. കെയുടെ വാല്യൂ √2/3r എന്നാണ്. ഓക്കെ, സ്പെറിക്കൽ ഷെല്ല് ആണെങ്കിൽ കെയുടെ വാല്യൂ √2/3r ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 2gh/1 പ്ലസ് ഇതിൻ്റെ k²/r² എടുക്കുമ്പോൾ 2/3 എന്ന് വരും. അപ്പോൾ എന്നാ കിട്ടും? ആൻസർ √6gh/5 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഓപ്ഷൻ എ സെലക്ട് ചെയ്യുക, ഓപ്ഷൻ 3 സെലക്ട് ചെയ്യുക. അടുത്ത ഇലക്ട്രിക് മോട്ടോർ ഡ്രിൽ റേറ്റഡ് 350 വാട്ട് ഹാസ് എഫിഷ്യൻസി ഓഫ് 35% എന്ന് പറഞ്ഞത്. ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുന്നു. അങ്ങനെ ടോർക്ക് പ്രൊഡ്യൂസഡ് ഈ ഇറ്റ് ഈസ് വർക്കിംഗ് എന്ന് കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്യുമ്പോൾ ആ മെഷീൻ ഇങ്ങനെ കറന്ന് കറങ്ങുമല്ലേ അല്ലേ? ആ ഡ്രില്ലിംഗ് മെഷീൻ ഇങ്ങനെ കറന്ന് കറങ്ങിയല്ലേ ഇത് തുളഞ്ഞകത്തേക്ക് കയറി പോകുന്നത്. അങ്ങനെ തുളഞ്ഞു പോകുന്ന ടോർക്ക് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പവർ തന്നിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോർക്ക് ഡോട്ട് ഒമേഗ എന്നല്ല പഠിച്ചത്, അല്ലെങ്കിൽ ടോർക്ക് ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. P = ടോ ഒമേഗ. ഓക്കെ, പവറിൻ്റെ സ്ഥാനത്ത് 350 വാട്ട്. പക്ഷേ എഫിഷ്യൻസി 35% ഉള്ളൂ. അപ്പോൾ എത്രയാണ് പവർ? അവിടെ കിട്ടുന്ന പവർ 350യുടെ 35% എന്ന് പറഞ്ഞാൽ 35/100 അവിടെ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ. ഓക്കെ, ടോയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? ടോർക്കല്ലേ കണ്ടുപിടിക്കണ്ടേ. ഒമേഗയുടെ സ്ഥാനത്ത് 2πf എന്ന് എഴുതാം. ഫ്രീക്വൻസി തന്നേക്കുന്നതുകൊണ്ട് 2πf. ഓക്കെ, ഫ്രീക്വൻസി എത്രയാണ് തന്നിരിക്കുന്നത്? ഫ്രീക്വൻസി 3000 RPM എന്ന് തന്നിരിക്കുന്നത്. RPM-നെ RPS ആക്കണം. അപ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം വേണ്ടേ? അപ്പോൾ എത്ര കിട്ടും? 50 RPS എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്നാ വരും? ഇത് സോൾവ് ചെയ്യുക. 0 കട്ട് ചെയ്തു. അപ്പോൾ 35 × 35 / 10 ടോർക്ക് ഇൻറ്റു 2ൻ്റെ സ്ഥാനത്ത് 22/7 × ഫ്രീക്വൻസിയുടെ സ്ഥാനത്ത് 50. ഓക്കെ, ഇതിൽ നിന്ന് ടോർക്ക് റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ 0.39 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3, ടോർക്ക് 0.39 ന്യൂട്ടൺ മീറ്റർ. ടേണിംഗ് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ടാൻജൻറ്റ്. ടേണിംഗ് എഫക്റ്റിന് കാരണമായ കമ്പോണൻ്റ് എന്താണെന്ന് ചോദ്യം. ആരായിരിക്കും? നമ്മൾ പഠിച്ചായിരുന്നു ടോർക്കിൻ്റെ കാര്യത്തിൽ. ടോർക്ക് എക്സേർട്ട് ചെയ്താലല്ലേ ഇപ്പോൾ O എന്ന ഒറിജിനിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ P ഇരിക്കുന്നു. ആ Pയിൽ O ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്ന പൊസിഷൻ വെക്ടർ R വരച്ചു. ഓക്കെ, ഇനി ടോർക്ക് എക്സേർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ എന്താ ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കണം അല്ലേ? ഈ P എന്ന പാർട്ടിക്കിളിലേക്ക് ഒരു ഫോഴ്സ് ഇങ്ങനെ എക്സേർട്ട് ചെയ്യണം. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ഫോഴ്സ് F കിട്ടുമ്പോൾ ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് ടേൺ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ റിസോൾവ് ചെയ്യാലോ. ഈ ആംഗിൾ തീറ്റയാണ്, ഓപ്പോസിറ്റ് ആംഗിൾ അത് തന്നെയല്ലേ. അപ്പോൾ എഫിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന കമ്പോണൻ്റ് ആരാ? F cos θ. ഇതിൻ്റെ പെർപെൻഡിക്കുലറായിട്ടൊരു കമ്പോണൻ്റ് ഇങ്ങോട്ട് വരുമല്ലോ. അതാരാ? ഇത് F cos θ. പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആരാ? F sin θ. അപ്പോൾ ഈ പാർട്ടിക്കിൾ, ഈ ഇരിക്കുന്ന പാർട്ടിക്കിളിനെ ഇങ്ങോട്ട് ടേൺ ചെയ്യിക്കുന്ന കമ്പോണൻ്റാണ് F sin θ. ആ F sin θനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, F cos θ ടാൻജൻഷ്യലാണ് അല്ലേ? ടാൻജൻഷ്യലാണ്. F cos θ ആണ് ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ് F sin θ ആണ് ഇതിനിങ്ങനെ ടേണിംഗ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. പഠിച്ചിട്ടല്ലേ? ടോർക്ക് ടോ ഈസിക്കൽ RF sin θ. F sin θ അല്ലേ ടോർക്ക് അല്ലെങ്കിൽ ടേണിങ്ങിന് കാരണം. F sin θ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് കമ്പോണൻ്റ് എന്ന് എഴുതണം. ഓപ്ഷൻ 3 സെലക്ട് ചെയ്യുക. Y = mgl/πr²L ഫോർമുല വുഡ് ഗീവ് y if mg is doubled. Y എന്താണെന്ന് എഴുതിയോ? Y എന്ത് തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? Y ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് മെറ്റീരിയൽ ആണ് അല്ലേ? യങ്സ് മോഡൽസ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും, മാറില്ല. അതിൻ്റെ ലെന്തിനെയോ ഏരിയനോ മാസിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. നേച്ചർ ഓഫ് മെറ്റീരിയൽ. അപ്പം വെയിറ്റ് mg മാറിയെന്നോർത്തുകൊണ്ട് മെറ്റീരിയൽ മാറുന്നില്ല, മെറ്റീരിയൽ മാറാത്തതുകൊണ്ട് Y മാറുന്നില്ല. അപ്പോൾ Y എപ്പോഴും ആ മെറ്റീരിയൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വീണ്ടും Y മാറുന്നില്ല. 3y എന്ന് എഴുതണം. ഓക്കെ, Y only depends on nature of material. അപ്പോൾ Y ഇൻഡിപെൻഡൻ്റ് ഓഫ് വെയിറ്റ്, ലെന്ത്, കേട്ടോ, ലെന്തൊക്കെയാണ്. അടുത്ത ഈ എക്സ് ലോങ്ങിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വയർ ഓ യങ്സ് മോഡൽസ് Y, ദെൻ എനർജി സ്റ്റോർഡ് പെർ മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം കണ്ടുപിടിക്കാനാണ്. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയത്തെയാണ് എനർജി ഡെൻസിറ്റി എന്ന് വിളിക്കുക. ഫോർമുല ½ എന്താ? സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ എന്നാ. ശരിയല്ലേ?
വൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എഴുതാം, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് എഴുതാം അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് എഴുതാമെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിൻ തന്നിട്ടുണ്ട് എക്സ് എന്ന്. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താ എഴുതാം, വൈ ഹാഫ് ഇൻറ്റു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റീഅറേഞ്ച് ചെയ്താൽ വൈ ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു ഒരു സ്ട്രെയിനോട് വരുമ്പോൾ സ്ട്രെയിൻ സ്ക്വയർ എന്നായി. ശരിയല്ലേ. സ്ട്രെയിൻ്റെ സ്ഥാനത്ത് എന്താ എഴുതാം, ഹാഫ് വൈ ഇൻറ്റു സ്ട്രെയിനാണ് ഇവിടെ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്, എക്സ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാഫ് വൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ആൻസർ ഹാഫ് വൈ എക്സ് സ്ക്വയർ, ഓപ്ഷൻ 4. അടുത്തത് എന്താ പറയുന്നത്, എക്സസ് പ്രഷർ ഇൻസൈഡ് എ സോപ്പ് ബൗൾ ഈസ് ട്വൈസ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് എ സെക്കൻഡ് സോപ്പ് ബൗൾ എന്ന് പറയുന്നു. ഓക്കെ, ഒരു സോപ്പ് ബൗളിൻ്റെ അകത്തുള്ള എക്സസ് പ്രഷറിനെ അതിൻ്റെ റേഡിയസ് R1 ആണെങ്കിൽ P1 എന്ന് വിളിക്കാമെങ്കിൽ മറ്റൊരു സോപ്പ് ബൗളിൻ്റെ അതിൻ്റെ റേഡിയസ് R2 ആണെങ്കിൽ അതിൻ്റെ എക്സസ് പ്രഷർ P2 എന്ന് വിളിക്കാമെങ്കിൽ എന്ത് പറയുന്നു, ആദ്യത്തെ ആളുടെ എക്സസ് പ്രഷർ P1 എന്ന് പറയുന്നത് ട്വൈസ് ദ എക്സസ് പ്രഷർ ട്വൈസ് ദ രണ്ടാമത്തെ ആളുടെ എക്സസ് പ്രഷറാണെന്ന് പറയുന്നത്. ട്വൈസ് ദ എക്സസ് പ്രഷർ ഓഫ് സെക്കൻഡ് ബബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ചോദ്യം എന്താ, വോളിയം ഓഫ് ദ ഫസ്റ്റ് ബബിൾ ഈസ് n ടൈംസ് ദ വോളിയം ഓഫ് ദ സെക്കൻഡ് ബബിൾ ആണെങ്കിൽ ഫസ്റ്റ് ബബിളിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഫസ്റ്റ് ബബിളിൻ്റെ വോളിയം V1 ആണെങ്കിൽ അത് n ടൈംസ് സെക്കൻഡ് ബബിളിൻ്റെ വോളിയം ആണെങ്കിൽ ആ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് എക്സസ് പ്രഷറിൻ്റെ ഫോർമുല അറിയാം, എന്താ 4s/R1 ഇവിടെ എഴുതാം, ഇവിടെ എഴുതാം 2 ഇൻറ്റു 4s/R2 എന്നല്ല എഴുതണ്ടേ. അപ്പം R1 ഈസിക്കൽ ടു അല്ലെങ്കിൽ എന്താ റീഅറേഞ്ച് ചെയ്യുമ്പോൾ R2 ഈസിക്കൽ എന്തെന്ന് കിട്ടി, 2R1 എന്ന് കിട്ടി. ഓക്കെ, വോളിയത്തിൻ്റെ കാര്യം എങ്ങനെ എഴുതാം, വോളിയം V1 ഈസിക്കൽ 4/3 സ്പെറിക്കൽ ഷേപ്പ് അല്ലേ, ബബിൾ എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പ് ആകുമ്പോൾ 4/3 πR1³ എന്ന് എഴുതാം. n ഇൻറ്റു ഇവിടെ എഴുതുമ്പോൾ 4/3 πR2³ എന്ന് എഴുതണ്ടേ. 4/3 പൈ കട്ട് ചെയ്യാം. അപ്പോൾ R1³ ഈസിക്കൽ ടു n ഇൻറ്റു R2ൻ്റെ സ്ഥാനത്ത് 2R1. ഓക്കെ, അപ്പോൾ 2R1 ദ ഹോൾ ക്യൂബ് എന്ന് കൊടുക്കണം ഇവിടെ അല്ലേ. R2ൻ്റെ സ്ഥാനത്ത് 2R1 കൊടുത്താൽ 2R1 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8R1³ എന്നായി. R1³ പോയാൽ 1 ഈസിക്കൽ n ഇൻറ്റു 8. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 1/8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.125. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 സെലക്ട് ചെയ്യുക. അടുത്ത ദർ ഈസ് എ ഹോളോ ഏരിയ എ, ബോട്ടം ഓഫ് സിലിണ്ടറിക്കൽ വെസൽ, വാട്ടർ ഈസ് ഫിൽഡ് അപ് ടു എ ഹൈറ്റ് h ആൻഡ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഇൻ t സെക്കൻഡ്. വാട്ടർ ഇസ് ഫിൽഡ് ടു എ ഹൈറ്റ് 4h, ഇറ്റ് വിൽ ഫ്ലോ ഔട്ട് ഇൻ ടൈം ഈക്വൽ ടു എന്ന് ചോദ്യം. അപ്പം എന്താ പറയുന്നു, ഒരു വെസലാന്ന് നോക്കുക, ഈ വെസലിൻ്റെ താഴെ h എന്ന ഹൈറ്റാണ്, ഇവിടുത്തെ ഏരിയ എ ആണെങ്കിൽ ഇവിടെ ഒരു ഹോൾ ഇട്ടാൽ ഇതിലൂടെ വെള്ളം ഇങ്ങനെ ലീക്ക് ചെയ്ത് വെളിയിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഈ ടാങ്കിലെ ഹൈറ്റ് h ഹൈറ്റിലാണ് ഇപ്പോൾ വെള്ളം കിടക്കുന്നതെങ്കിൽ ഇതിലൂടെ ഈ വെള്ളം വെളിയിലേക്ക് പോയി കംപ്ലീറ്റ് തീരാനെടുക്കുന്ന സമയമാണ് t എങ്കിൽ ആ ടിയും h നമ്മളുടെ ഫോർമുല പഠിച്ചിട്ടില്ലേ, T ഈസിക്കൽ ടു A/A ഇൻറ്റു √2h/g എന്നാണ് കേട്ടോ. ഈ വെസലിൻ്റെ മുകൾ ഭാഗത്തെ ഏരിയ സ്മോൾ a എന്ന് പറയുന്നത് ഈ ഹോളിൻ്റെ ഏരിയ ആണെങ്കിൽ h വാട്ടറിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ ഈ വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവനും തീരാനെടുക്കുന്ന ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ A/A ഇൻറ്റു √2h/g എന്നാണ്. അപ്പോൾ ടിയും h കൂടെ നമ്മൾ എങ്ങനെയാണ്, T പ്രപ്പോർഷണൽ √h എന്നായി. അപ്പോൾ h എന്ന ഹൈറ്റ് ഉള്ള ലിക്വിഡ് ഫ്ലോ ഔട്ട് ചെയ്യാൻ എടുത്ത സമയം t ആണെങ്കിൽ 4hൻ്റെ കാര്യം വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ എഴുതാം, T' ഈസിക്കൽ ടു, അപ്പം hൻ്റെ സ്ഥാനത്ത് 4h എന്ന് എഴുതാം. ഓക്കെ, രണ്ട് ഡിവൈഡ് ചെയ്യുക, T'/T എടുത്താൽ √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ T' എന്ത് കിട്ടും, 2 ഇൻറ്റു T എന്ന് എഴുതാം. ആൻസർ ഓപ്ഷൻ 3 2 ഇൻറ്റു T എന്ന് എഴുതാം. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓൺ ഇൻക്രീസിങ് ദ പ്രഷർ ഓഫ് ഗ്യാസ് ബൈ 5% അല്ലേ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ പ്രഷർ 5% വർദ്ധിച്ചാൽ വോളിയം എത്ര കുറയുമെന്നാണ് ചോദ്യം. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വരുമ്പോഴത്തേനും പ്രഷറും വോളിയം തമ്മിലുള്ള റിലേഷൻ എന്താ, P പ്രപ്പോർഷണൽ 1/V ആയിരിക്കും എന്ന് പറഞ്ഞാൽ V പ്രപ്പോർഷണൽ ടു 1/P എന്ന് എഴുതാലോ അല്ലേ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആകുമ്പോൾ P പ്രപ്പോർഷണൽ 1/V അല്ലേ, ശരിയല്ലേ. അപ്പോൾ V പ്രപ്പോർഷണൽ 1/P ആയിരിക്കും. അപ്പോൾ പുതിയ വോളിയം V' എന്ന് വിളിക്കുകയാണെങ്കിൽ V' പ്രപ്പോർഷണൽ 1/P' എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ചോദ്യം. എന്താ വോളിയം വിൽ ഡിക്രീസ് ബൈ, വോളിയം എത്ര % കുറയുമെന്നാണ് ചോദ്യം. അപ്പം പ്രഷർ കുറയുമ്പോൾ വോളിയത്തിനുണ്ടാകുന്ന കുറവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എന്താ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 നടത്താൽ പോരെ. പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചേഞ്ച് ഇൻ വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, 1/P മൈനസ് 1/P'/1/P' ഇൻറ്റു 100 എന്ന് എഴുതാം. ഓക്കെ, P' സ്ഥാനത്ത് എന്ത് എഴുതാം, പുതിയ പ്രഷർ എങ്ങനെയാണ്, ആദ്യത്തെ പ്രഷറിൽ നിന്ന് 5% കുറയുമെന്ന് പറഞ്ഞാൽ 0.05P കുറഞ്ഞു അല്ലേ. പിയിൽ നിന്ന് 0.05 5% എന്ന് പറഞ്ഞാൽ 5/100 കുറയുന്നില്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്നാ കിട്ടും,
1 നിന്ന് 0.05 കുറച്ചാൽ 0.99 അല്ലേ 995 എന്നല്ലേ വരിക 0.95 എന്ന് വരും അല്ലേ 95p എന്ന് എഴുതാം 0.95 പ്ലസ് 0.05 എന്ന് എടുത്തു കഴിഞ്ഞാൽ 1 എന്നല്ലേ കിട്ടുക ഓക്കെ അപ്പോൾ അത് ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ 1/p മൈനസ് പി ഡാഷിൻ്റെ സ്ഥാനത്ത് 0.95p ഡിവൈഡ് ബൈ 1/0.95p എന്നായി ഇൻറ്റു 100 ഓക്കെ ബാക്കി ഇവിടെ എഴുതാമെങ്കിൽ പി എല്ലാം കട്ടായി പോയല്ലോ അപ്പോൾ 1 മൈനസ് 1/0.95 ഡിവൈഡ് ബൈ 1/0.95 ഇവിടെ എഴുതിയപ്പോൾ ഒരു കാര്യമുണ്ട് എന്താ ചേഞ്ച് ചെയ്ത് 1/p മൈനസ് 1/p ഡാഷ് ബൈ വി എഴുതുമ്പോൾ എന്താ 1/p എന്ന് എഴുതണ്ടേ ഓക്കെ ഇപ്പോൾ ഇവിടെ എഴുതിയപ്പോഴും അതിനനുസരിച്ച് മാറ്റമുണ്ട് എങ്ങനെ എഴുതണം ഇൻറ്റു 100 1/p മൈനസ് 1/0.95 ഓക്കെ പ്രഷർ ഇൻക്രീസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മാറ്റം വരുത്തണം ഡിക്രീസ് ചെയ്യാന്നാണ് ഞാൻ എടുത്തത് ഇൻക്രീസ് ചെയ്യാന്നല്ലേ പറയുന്നത് അപ്പോൾ പുതിയ പ്രഷർ പിയുടെ കൂടെ 5% ഇൻക്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഡിക്രീസ് എന്ന് പറഞ്ഞത് എടുത്തത് ഇൻക്രീസ് ആണ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എത്ര എഴുതണം 0.5% കൂടാന്ന് പറഞ്ഞാൽ 0.05p കൂടി എന്നല്ലേ അർത്ഥം അപ്പോൾ 1.05p എന്ന് എഴുതണം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ എന്നാ വരും 1/p പി ഡാഷിൻ്റെ സ്ഥാനത്ത് 1/0.05p ഡിവൈഡ് ബൈ 1/p ഇൻറ്റു 100 ഈ 1/p എല്ലാം കട്ട് ചെയ്ത് കളയാം അപ്പോൾ എന്നാ വരും 1 മൈനസ് 1/1.05 ഇൻറ്റു 100 സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 4.76% കിട്ടും ഓപ്ഷൻ 4 അടുത്ത 9 നോക്കിയേ ഫ്ലാറ്റ് പ്ലേറ്റോ ഏരിയ 10 cm² ഈസ് സെപ്പറേറ്റ് ഫ്രം എ ലാർജ് പ്ലേറ്റോ ഏരിയ ഗ്ലിസറിൻ 1 mm തിക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് glycerin 20 poise force required to keep the plate moving with velocity 1 cm/s എന്നാണ് ഇപ്പോൾ 2 പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു ഗ്ലിസറിൻ്റെ ഒരു ലെയർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഈ പ്ലേറ്റുകളെ എന്ത് ചെയ്യണം ഫോഴ്സ് റിക്വയർഡ് ടു കീപ് ദ പ്ലേറ്റ് മൂവിങ് വിത്ത് വെലോസിറ്റി 1 cm/s മൂവ് ചെയ്യിക്കാൻ ആവശ്യമായ ഫോഴ്സ് ആ ഫോഴ്സ് അപ്പോൾ വിസ്കസ് ഫോഴ്സിന് തുല്യമല്ലേ എന്താ ഫോർമുല ഈറ്റ എ ഇൻറ്റു dv/dx എന്നെടുത്താൽ പോരെ ഈറ്റ എന്നിട്ടില്ലേ 20 പോയിസ് ഏരിയ എത്ര ഏരിയ പ്ലേറ്റ് 10 cm² എല്ലാം യൂണിറ്റ് മാറ്റേണ്ട കാരണം നമുക്ക് CGS-ലല്ലേ വേണ്ടേ dv/dx എത്ര dv വെലോസിറ്റി 1 dx ഈ 2 പ്ലേറ്റുകൾ ഈ 2 ലെയറുകൾ തമ്മിലുള്ള അകലം 1 മില്ലിമീറ്റർ 1 മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കണം അപ്പോൾ 0.1 സെൻറ്റിമീറ്റർ ആയി മില്ലിമീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുക 0.1 സെൻറ്റിമീറ്റർ അപ്പോൾ ആൻസർ 2000 ഡൈന്ന് കിട്ടും എല്ലാം CGS തന്നെ ചെയ്യുക അപ്പോൾ ആൻസറും CGS-ലല്ലേ കിട്ടുക The surface energy of a drop of water or radius r is proportional to surface energy ഫോർമുല എന്തായിരുന്നു സർഫസ് എനർജി ഈസ് ഇക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ഏരിയ എന്നല്ല പഠിച്ചത് ഡ്രോപ്പിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ സർഫസ് ഏരിയ 4πr² അല്ലേ അപ്പോൾ സർഫസ് എനർജി ഈ പ്രപ്പോർഷണൽ ടു എന്തെന്നായി r² ഈ പ്രപ്പോർഷണൽ ടു r² എന്നുള്ള ഓപ്ഷൻ 2 എടുക്കണം ഓക്കെ അടുത്ത എന്താ 2 identical rectangular rod or metals are welded end to end are shown in figure 10 joule of heat through rod in 2 minutes ഉണ്ടോ ഇവിടെ ആദ്യത്തെ ഫിഗർ നോക്കുക 10 joule ഹീറ്റ് പോകാൻ 2 മിനിറ്റ് എടുത്തെങ്കിൽ ഹൗ ലോങ് വുഡ് ടേക്ക് ടു 30 joule of heat to flow through the rod if they are welded as shown in figure 2 ഇവിടെ 10 ജൂള് പോകാൻ 2 മിനിറ്റ് എടുത്തെങ്കിൽ ഈ കേസിൽ 30 ജൂള് പോകാൻ എത്ര ടൈം എടുക്കുമെന്നാണ് ചോദ്യം അപ്പോൾ കടന്നു ഒരു ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ഹൈ ടെമ്പറേച്ചറിന് ലോ ടെമ്പറേച്ചറിലേക്ക് കടന്നു പോകുന്ന ഹീറ്റ് എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുല Q ഈക്വൽ എന്താ പഠിച്ചത് KA ഇൻറ്റു T1 മൈനസ് T2 ഇൻറ്റു T/L എന്നാണ് പഠിച്ചത് ശരിയല്ലേ ഇവിടെ എങ്ങനെയാണ് 2 കേസിലും T1 മൈനസ് T2 സെയിം അല്ലേ എന്നൊക്കെ T1 മൈനസ് T2 സെയിം ആണ് അതോടൊപ്പം തന്നെ രണ്ടും ഒരേ മെറ്റീരിയൽ ഐഡൻറ്റിക്കൽ ബ്ലോക്ക് ആയതുകൊണ്ട് Kയും സെയിം ആയിരിക്കും അപ്പോൾ എന്തൊക്കെ സെയിമാണ് T1 മൈനസ് T2 Kയും സെയിം ആണ് അപ്പോൾ Q ആദ്യത്തെ കേസിൽ എങ്ങനെ എഴുതാം 10 എന്ന് പറയുന്നത് അല്ലേ 10 ഈസ് ഈക്വൽ ടു പറ K ഇൻറ്റു എയുടെ സ്ഥാനത്ത് ഏരിയ ക്രോസ് സെക്ഷൻ ഒരു പ്ലേറ്റിൻ്റെ വരുള്ളൂ എ എന്ന് എഴുതാം എ ഇൻറ്റു T1 മൈനസ് T2 അത് അതേപോലെ തന്നെ എഴുതിയേക്കാം 100 മൈനസ് 0 ആണ് ഇൻറ്റു T അതിനടുത്ത സമയം T 3 മിനിറ്റ് അല്ലേ 2 മിനിറ്റ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇൻറ്റു 2 ഡിവൈഡ് ബൈ ലെന്ത് എത്രയാണ് ഒരു പ്ലേറ്റിൻ്റെ ലെന്ത് L അടുത്ത പ്ലേറ്റിൻ്റെ ലെന്ത് L ആണ് ഹീറ്റ് സഞ്ചരിക്കുന്ന ദൂരം 2L ആണ് 2L എന്ന് എഴുതാം ഓക്കെ ഇക്വേഷൻ അപ്പം ഈ 2ഉം 2ഉം വെട്ടിപ്പൊക്കോളും അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി അടുത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യണം 30 ജൂൾ ഹീറ്റാണ് പോകണ്ടേ അപ്പോൾ Qൻ്റെ സ്ഥാനത്ത് 30 ഈസ് ഈക്വൽ ടു Kക്ക് മാറ്റിയില്ല എ എഴുതുമ്പോൾ എന്ത് ചെയ്യണം 2 പ്ലേറ്റുകൾ മുകളിൽ വെച്ചിരിക്കുക
അപ്പോൾ ഒരാളുടെ എ രണ്ടാമത്തെ ആളുടെ എ അല്ലേ. അപ്പോൾ എ പ്ലസ് എ എന്ത് വരും? 2a ഇൻറ്റു T1 മൈനസ് T2. അതിനടുത്ത ടൈം കണ്ടുപിടിക്കണം. നീളം എല്ലേ ഉള്ളൂ, നീളം ഈ ഒരു എല്ലേ ഉള്ളൂ. അപ്പോൾ എല്ല്. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാമെങ്കിൽ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുക. രണ്ടും ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുക. 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? 30/10 എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിലോ KAT എല്ലാം കട്ട് ചെയ്ത് പോയി. 2 ഇൻറ്റു T എന്നല്ലേ വരിക? 0 വെട്ടിപ്പോയി. അപ്പോൾ T ഈസ് ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞാൽ 1.5 മിനിറ്റ് ആയിരിക്കും. ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുക. 1.5 മിനിറ്റ്. ഈ ഫോർമുല എടുത്താൽ മതി. 2 ഇക്വേഷൻ ഉണ്ടാക്കി സോൾവ് ചെയ്യുക. ഓക്കെ, കെയുടെ പേരാണ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് വിളിക്കുക. ദ സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദ സൺ വിച്ച് ഹാസ് മാക്സിമം എനർജി എമിഷൻ നടക്കുന്ന വേവ് ലെന്ത് 500 നാനോമീറ്റർ ആണെങ്കിൽ അപ്പോഴത്തെ ടെമ്പറേച്ചർ 6000 കെൽവിൻ ആണെങ്കിൽ 400 നാനോമീറ്റർ വരുമ്പോഴുള്ള മാക്സിമം എനർജി എമിഷൻ്റെ നടക്കുമ്പോൾ 400 നാനോമീറ്റർ വേവ് ലെന്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദ്യം. മാക്സിമം എനർജിക്ക് നേരെയുള്ള വേവ് ലെന്തും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എന്താ പഠിച്ചേ? വീൻസ് ഡിസ്പ്ലേസ്മെൻ്റ് ലോ പഠിച്ചു കൊടുക്കുന്നില്ലേ? വീൻസ് ഡിസ്പ്ലേസ്മെൻ്റ് ലോ എന്താ പറയുന്നത്? മാക്സിമം എനർജിക്ക് നേരെ വരുന്ന വേവ് ലെന്തും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ലാംഡ പ്രപ്പോർഷൻ ടു 1/T എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ T പ്രപ്പോർഷൻ ടു 1/λ എന്ന് എഴുതാമെങ്കിൽ T2/T1 എന്ന് എഴുതാമെങ്കിൽ റേഷ്യോ എഴുതാമെങ്കിൽ λ1/λ2 എന്ന് എഴുതാം. അപ്പോൾ T2/T1ൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ ടെമ്പറേച്ചർ 6000 കെൽവിൻ. ഓക്കെ, λ1 ആദ്യത്തെ വേവ് ലെന്ത് 500 നാനോമീറ്റർ ബൈ 400 നാനോമീറ്റർ. 0 കട്ട് ചെയ്തു. അപ്പോൾ T2 രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്ര ഇടും? 5 ഇൻറ്റു 600 0/4 3 2 കട്ട് ചെയ്യുമ്പോൾ എത്ര ഇടും? 7500 കെൽവിൻ കിട്ടും. ഓക്കെ, ഓപ്ഷൻ 3 സെലക്ട് ചെയ്യുക. വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എടുക്കുക. അടുത്ത എന്ത് പറയുന്നു? ദ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് കോപ്പറിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് KC എന്ന് വിളിക്കാം അല്ലേ. ആ KC എന്ന് വിളിക്കാവുന്ന സാധനം എന്താന്ന് പറയുന്നത്? 9 ടൈംസ് സ്റ്റീലിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ചോദ്യം. ടെമ്പറേച്ചർ അറ്റ് ദ ജംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്, ഈ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം ഈ 100 നിന്ന് 0 ഹീറ്റ് ഒഴുകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന ഹീറ്റ് കറണ്ട് H1 ആണെങ്കിൽ ആ ഹീറ്റ് തന്നെയല്ലേ ഇതിൽ ഒഴുകുന്നത്? H2 എന്ന് വിളിക്കാമല്ലോ. ഈ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ T എന്ന് വിളിക്കാമെങ്കിൽ നമുക്കറിയാം കോപ്പറിലൂടെ ഒഴുകിയ ഹീറ്റല്ലേ സ്റ്റീലിലേക്കും കയറുക. അപ്പോൾ H1 ഈസിൽ H2 എന്ന് എഴുതാം അല്ലേ. ഈ പാസ് ചെയ്യുന്ന ഹീറ്റ് തന്നെയല്ലേ രണ്ടാമത്തെ സ്റ്റീലിലൂടെ ഒഴുകി പോകുന്നത്. ഇപ്പോൾ ഹീറ്റ് കറണ്ട് രണ്ടിലും സെയിം അല്ലേ, സീരീസ് അല്ലേ. H1 ഈസിൽ H2. H1ൻ്റെ നേരെ എന്താ എഴുതാം? ഫോർമുല പറ. KC ഇൻറ്റു A ഇൻറ്റു Hൻ്റെ ഫോർമുല ഇതാണ്. Hൻ്റെ ഫോർമുല KA ഇൻറ്റു T1 മൈനസ് T2/L എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. ആ ഫോർമുല എടുക്കുക. അപ്പോൾ KC A എഴുതി. T1 മൈനസ് T2 എഴുതുമ്പോൾ 100 നിന്ന് Tയിലേക്കാണ് കോപ്പറിൽ ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പോൾ 100 മൈനസ് T ഡിവൈഡ് ബൈ ലെന്ത് 18 സെൻറ്റിമീറ്റർ. H2 എഴുതുമ്പോൾ രണ്ടാമത്തെ ആളുടെ എഴുതണം. അപ്പോൾ KS എന്ന് എഴുതണം. സ്റ്റീലിൻ്റെ KS. ഏരിയ ക്രോസ് സെക്ഷൻ രണ്ടും ഒരേപോലെ, ഇതിൻ്റെ ഒരേപോലെയാണ്. അപ്പോൾ A ഇൻറ്റു അത് T നിന്ന് 0ലേക്ക് പോകുന്നു. T മൈനസ് 0 ബൈ അവിടെ ലെന്ത് എഴുതുമ്പോൾ എത്രയാണ്? 6 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 6ഉം 18 കൂടി വെട്ടാം. 3 എന്ന് എഴുതാം. KCയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? 9KS എന്ന്. അപ്പോൾ ഇവിടെ എയും വെട്ടിക്കളയാം. അപ്പോൾ ഈ KCയുടെ സ്ഥാനത്ത് 9 എന്ന് എഴുതാം അല്ലേ. 9KS. ആ കേസ് ഈ കേസ് വെട്ടിപ്പോവും. അപ്പോൾ 9 ഇൻറ്റു 100 മൈനസ് T ബൈ 3 ഈസ് ഈക്വൽ ടു T9. ശരിയല്ലേ? 3യും ഇതുകൂടി ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 300 മൈനസ് 3T ഈസ് ഈക്വൽ ടു T. അപ്പോൾ 300 ഈസ് ഈക്വൽ ടു 4T. ഇപ്പോൾ T എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300/4. ആൻസർ 75 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുക. എ സ്പ്രിംഗ്ലിംഗ് ഓഫ് വാട്ടർ റെഡ്യൂസസ് സ്ലൈറ്റ്ലി ദ ടെമ്പറേച്ചർ ഓഫ് ക്ലോസ്ഡ് റൂം ബിക്കോസ് ക്ലോസ്ഡ് റൂമിലേക്ക് വാട്ടർ സ്പ്രിംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് കുറയുമെന്നറിയാം അല്ലേ. ആ ടെമ്പറേച്ചർ കുറയാൻ റീസൺ എന്താണെന്ന് ചോദിക്കാം. ഈ വാട്ടർ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് പോകുമ്പോൾ തന്നെ വാട്ടറിൻ്റെ ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എത്രയാണ്? ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്ന വാല്യൂ പഠിച്ചിട്ടില്ലേ? LV എന്ന് പറയും. 540 കലോറി പെർ ഗ്രാമാണ്. അപ്പോൾ ഈ ഡ്രോപ്പായിട്ട് പോകുന്ന ഈ വാട്ടർ അവർ വേപ്പറാകാൻ വേപ്പറായി തീരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എയറിൽ നിന്നുള്ള അല്ലേ, നമ്മുടെ റൂമിൽ നിന്നുള്ള ഓരോ ഗ്രാം വാട്ടറും വേപ്പറാണെങ്കിൽ 540 കലോറി അബ്സോർവ് ചെയ്യണം. അപ്പം റൂമിൽ നിന്ന് 540 കലോറി ഈ ഡ്രോപ്പുകൾ അബ്സോർവ് ചെയ്യും.
അപ്പോൾ റൂമിലുള്ള ഹീറ്റ് ഈ ഡ്രോപ്പ് അബ്സോർവ് ചെയ്ത് അവർ വേപ്പറായി പോകാൻ ശ്രമിക്കും, വേപ്പറായിട്ട് മാറും. അങ്ങനെ വേപ്പറായിട്ട് മാറുമ്പോൾ ഈ 540 കലോറി റൂമിൽ നിന്ന് ഹീറ്റ് അങ്ങ് എടുക്കും, അബ്സോർവ് ചെയ്യും. അങ്ങനെ അബ്സോർവ് ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യപ്പെടും? താന്നങ്ങ് പോകും, തണുപ്പനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് റീസൺ ഈ വാല്യൂ കൂടുതലായതുകൊണ്ടാണ്. ലേറ്റൻ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ലാർജ് വാല്യൂയിൽ 540 അല്ലേ നോക്കി. അപ്പോൾ അത്രയും ചൂട് ഓരോ ഗ്രാം വാട്ടർ ഡ്രോപ്പും 540 കലോറി അബ്സോർവ് ചെയ്ത് വേപ്പറാകാൻ പോകുന്നു. അപ്പോൾ 540 കലോറി ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയുന്നു. അങ്ങനെ ഓപ്ഷൻ 3 സെലക്ട് ചെയ്യാം. അടുത്ത എന്താ പറയുക? റെഫ്രിജറേറ്റർ ഈസ് ടു മെയിൻറ്റെയിൻ ഈറ്റബിൾസ് കെപ്റ്റ് ഇൻസൈഡ് അറ്റ് 9 ഡിഗ്രി സെൽഷ്യസ്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ കണ്ടുപിടിക്കാനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല പഠിച്ചില്ലായിരുന്നു? T2 ബൈ എന്തെന്നായിരുന്നു? T1 മൈനസ് T2 അല്ലേ? T2 എന്താണ്? T2 ആണ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ. സിങ്കാണ് ഇൻസൈഡ് ഫ്രീസർ കമ്പാർട്ട്മെൻറ്റ്, ഫ്രിഡ്ജിൻ്റെ ഇൻസൈഡുള്ള ഭാഗത്തെ ഫ്രീസർ കമ്പാർട്ട്മെൻറ്റ് ടെമ്പറേച്ചറാണ് T2. അത് എത്രയാണ്? 9 ഡിഗ്രി എന്നാണ് പറയുന്നത്. നമ്മളിതെല്ലാം കെൽവിനിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ 9ലെ കെൽവിനിലേക്ക് മാറ്റാൻ 273 കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ എന്നാ കിട്ടും? 282 കെൽവിനായി. ഓക്കെ, അപ്പോൾ ഇവിടെ T2ൻ്റെ സ്ഥാനത്ത് 282 ബൈ T1 മൈനസ് T2 36 മൈനസ് 9 എത്ര കിട്ടും? T1 മൈനസ് ടെമ്പറേച്ചർ ഡിഫറൻസാണ്. ഡിഫറൻസ് സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും സെയിം അല്ലേ? അപ്പോൾ 36 മൈനസ് 9 എത്രയായിരിക്കും? 27 എഴുതാമല്ലേ അല്ലേ? അപ്പോൾ 2288 ബൈ 27 എന്ന് പറഞ്ഞാൽ 10.4 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ആൻസർ 10.4 എന്ന് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കി. 1 മോൾ ഓഫ് മോണാറ്റോമിക് ഗ്യാസ് ഈസ് മിക്സ്ഡ് വിത്ത് 3 മോൾ ഓഫ് ഡയാറ്റോമിക് ഗ്യാസ്. വാട്ട് ഈസ് ദ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് മിക്സ്ചർ ഓഫ് ടു കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് അല്ലേ? രണ്ട് ഡിഫറൻറ്റ് ഗ്യാസുകൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റൻറ്റ് വോളിയത്തിൻ്റെ മിക്സറിൻ്റെ CV കണ്ടുപിടിക്കാനാണ് പറയുന്നത്. മിക്സറിൻ്റെ CV കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല എന്തായിരുന്നു? N1 CV1 പ്ലസ് N2 CV2 ബൈ N1 പ്ലസ് N2 എന്നല്ലേ? 1 എന്ന് ഉദ്ദേശിക്കുന്ന ആദ്യത്തെ മോളിക്കൂളിൻ്റെ കാര്യം, 2 ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ മോളിക്കൂളിൻ്റെ കാര്യം. അപ്പോൾ മിക്സറിൻ്റെ CV കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് N1. ആദ്യത്തെ ആളാരെ? മോണാറ്റോമിക് ഗ്യാസ്. അപ്പോൾ N1 1 മോൾ മോണാറ്റോമിക് ഗ്യാസാണ്. അപ്പോൾ 1 N1 1 ആയി. മോണാറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ CV എത്ര? 3/2R എന്ന് എഴുതാം അല്ലേ? CVയുടെ വാല്യൂ 3/2R. എത്ര മോൾ ഡയാറ്റോമിക് ഗ്യാസാണ് ഉപയോഗിക്കുന്ന മിക്സ് ചെയ്യുന്ന? 3 മോൾ. അപ്പോൾ N2ന് 3. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ CVയുടെ വാല്യൂ 5/2R അല്ലേ? ബൈ 1 പ്ലസ് 3 എത്ര കിട്ടും? 3/3R പ്ലസ് 5 × 3 എത്ര കിട്ടും? 18R/2. 18R/2 എന്ന് പറയുമ്പോൾ എത്രയായി? 9/2 എന്ന് എഴുതാമല്ലേ? 9R. ഓക്കെ, മോളി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 3 18 18/2 9 9R ഡിവൈഡ് ബൈ 1 പ്ലസ് 3 4 അല്ലേ? അപ്പോൾ ആൻസർ 9R/4 ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാം. A sample of diatomic gas heated at constant pressure. If an amount of 280 joule of heat is supplied to gas, ratio of work done by gas and change in energy എന്ന് എഴുതിയാം. Ratio of work done by gas and change in energy. Ratio of work done divided by change in energy ചോദിക്കുന്നത് അല്ലേ? വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല എന്താ? NR ഡെൽറ്റാ ടി. ചേഞ്ച് ഇൻ എനർജിയുടെ ഫോർമുല NCV ഡെൽറ്റാ ടി എന്നല്ലേ പഠിച്ചത്? NCV ഡെൽറ്റാ ടി. അപ്പോൾ എന്തോരും ഇവിടെ? ഡെൽറ്റാ ടി എന്നും എല്ലാം കട്ടുപോകുമ്പോൾ R/CV എന്നായി. ഇത് ഏത് ഗ്യാസാണ് നോക്കുക? CV. ഡയാറ്റോമിക് ഗ്യാസാണ്. ഡയാറ്റോമിക് ഗ്യാസിൻ്റെ CV എത്രയാണ്? 5/2R എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ W/ΔU ഈസ് ഈക്വൽ ടു R ഡിവൈഡ് ബൈ 5/2R. R കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2/5. അപ്പോൾ ആൻസർ 2/5 എന്ന് പറയുമ്പോൾ 2:5 ഓപ്ഷൻ 2. The wheel of moving vehicles are made hollow in the middle and thick at the periphery because സൈക്കിൾ വീല് കണ്ടിട്ടില്ലേ? സൈക്കിൾ വീലിൽ നടുക്ക് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഇവിടെ ഈ റിമ്മേലല്ലേ മാസ് ഇരിക്കുന്നത്? റിമ്മേ മാസ് ബാക്കി ഇങ്ങനെ കമ്പി ഇങ്ങനെയാണ് ചെയ്തിരിക്കുകയല്ലേ? ഇവിടെ മാസ് കുറവാണ്. ഇവിടെ കണ്ടോ റിമ്മേലാണ് കൂടുതൽ മാസ് ഉള്ളത്. ഓക്കെ, ഈ റിമ്മിനല്ലേ ഇരുമ്പിൻ്റെ റിമ്മാണ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് മാസ് കൂടുതൽ. എന്തുകൊണ്ടാണ് അവിടെ മാസ് കൂടുതൽ വെച്ചിരിക്കുന്ന ചോദ്യം. അങ്ങനെ ഇതുപോലെ ആറാന്ന് വെച്ചോ. കൂടുതൽ ദൂരത്തിൽ മാസ് വെച്ചാൽ എന്ത് സംഭവിക്കും? I=mr² എന്ന് പഠിച്ചിട്ടില്ലേ? മൊമെൻ്റ് ഇനേർഷ്യ അല്ലേ? അപ്പം R എന്ന ദൂരത്തിൽ കൂടെ ഏറ്റവും അകലത്തിൽ മാസ് വെക്കുമ്പോഴാണ് R അല്ലേ? ഈ മാസ് ഏറ്റവും കൂടുതൽ അകലത്തിലിരിക്കുമ്പോഴാണ് I വലുതായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്? മൊമെൻ്റ് ഇനേർഷ്യ കൂട്ടാൻ വേണ്ടിയാണ് ദൂരെ കൊണ്ടുപോയി മാസ് വെക്കുന്നത്. അടുത്ത് മാസ് വെച്ച് കഴിഞ്ഞാൽ അടുത്തിങ്ങനെ മാസ് വെച്ച് കഴിഞ്ഞാൽ R കുറഞ്ഞിരിക്കും. ദൂരെ മാസ് വെക്കുമ്പോൾ ആ ദൂരെയുള്ള മാസിലേക്കുള്ള ദൂരം R കൂടും. അപ്പോൾ I കൂടും. അങ്ങനെ മൊമെൻ്റ് ഇനേർഷ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ആൻസർ ഓപ്ഷൻ 4, it increase the moment of inertia of the tire. Two rods each of mass m and length are joined at the center of from cross. The moment of inertia of these cross about an axis passing through common center of the rod and perpendicular to the plane formed by them എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, രണ്ട് റോഡുകൾ എങ്ങനെ വെച്ചിരിക്കുന്നു, രണ്ട് ഒരേപോലത്തെ റോഡുകൾ ക്രോസ് ആയിട്ട് വെച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ആക്സിസ് ഇതിൻ്റെ കൃത്യ സെൻറ്ററിലൂടെ ഈ പേന വെച്ചിരിക്കുന്നതാണ് ആക്സിസ് കേട്ടോ. ഈ പേന വെച്ചെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ നടുക്കുക. ഈ റോഡിൻ്റെയും സെൻറ്ററിലൂടെയാണ് ആക്സിസ് കടന്നു പോകുന്നത്, ഈ റോഡിൻ്റെയും സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മൊമെൻ്റ് ഇനർഷ്യ ചോദിക്കുമ്പോൾ രണ്ടുപേരുടെ അടുത്ത് ആഡ് ചെയ്യണം, വേണ്ടേ? രണ്ട് റോഡിൻ്റെ കൂടെ അടുത്ത് ആഡ് ചെയ്യണം, I1 + I2. ഓക്കെ, I1 ആദ്യത്തെ റോഡിൻ്റെ സെൻറ്ററിലൂടെ രണ്ടാമത്തെ റോഡ്, ഇത് പേനയാണ് ആക്സിസ് എങ്കിൽ നോക്കിയേ, പേന ആക്സിസ് ആകുമ്പോൾ ആദ്യത്തെ റോഡിൻ്റെ സെൻറ്ററിലൂടെ രണ്ടാമത്തെ റോഡിൻ്റെ സെൻറ്ററിലൂടെ ആകുമ്പോൾ സെൻറ്ററിലൂടെയുള്ള സെൻട്രൽ മാസിലൂടെ കടന്നു പോകുമ്പോഴുള്ള മൊമെൻ്റ് ഇനർഷ്യയുടെ ഫോർമുല mL²/12. രണ്ടാമത്തെ ആൾക്കും അതേപോലെ തന്നെയല്ലേ, mL²/12. അപ്പോൾ ആൻസർ എന്ത് കിട്ടും, mL²/6. ആൻസർ ഇവിടെ സ്മോൾ എൽ എന്ന് എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ആൻസർ mL²/6 ഓപ്ഷൻ 2. ക്യാപിറ്റൽ എല്ലിൻ്റെ സ്ഥലത്ത് സ്മോൾ എൽ എന്ന് കൊടുത്താൽ മതി. അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, എ തിൻ സർക്കുലർ റിംഗ് ഓഫ് മാസ് m and a radius r is rotating about its axis with a constant angular velocity omega. Four objects each of mass m are kept gently opposite end of two perpendicular diameters of the ring. Angular velocity of the ring കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതൊരു റിംഗ് ആണെങ്കിൽ, ഒരു സർക്കുലർ റിംഗ് അതിൻ്റെ സെൻട്രൽ ആക്സിൽ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഒമേഗ എന്ന സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം 4 മാസുകൾ അല്ലേ, ഐഡൻറ്റിക്കലായിട്ടുള്ള 4 മാസുകൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റുകളിൽ വെക്കുന്നു കണ്ടോ. ഒരാളെ ഇവിടെ വെച്ചെങ്കിൽ ഒരാൾ ഇവിടെ വെക്കുന്നു, ഒരാൾ അവിടെ വെക്കുന്നു, അതിന് നേരെ ഡയമെട്രിക്കൽ ഓപ്പോസിറ്റ് പോയിന്റ് വെക്കുമ്പോൾ ഈ ഒമേഗ എന്നുള്ളത് omega-2 ആയി മാറുവാണെങ്കിൽ omega-2 കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ മാസ് വെക്കുന്നതിന് മുമ്പുള്ള മൊമെൻറ്റം I1 omega-1 = മാസ് വെച്ച് കഴിയുമ്പോൾ I2 omega-2 എന്ന് എഴുതാലോ. ഇവിടെയൊക്കെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലല്ലോ, ആ ബോഡി സ്വയമേ നിന്ന് കറങ്ങുന്നില്ല, അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല. അപ്പോൾ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കൺസേർഡ് ആണ്. ആംഗുലർ മൊമെൻറ്റം കൺസേർഡ് ആകുമ്പോൾ I1 omega-1 = I2 omega-2 എന്ന് എഴുതാമല്ലേ. I1 എഴുതുമ്പോൾ ഈ മാസ് വെക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ്, ആ റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിങ്ങിൻ്റെ മൊമെൻറ്റ് ഇനർഷ്യ എഴുതണം mr². റിങ്ങിൻ്റെ മൊമെൻറ്റ് ഇനർഷ്യ mr² അല്ലേ, omega-1ൻ്റെ സ്ഥാനത്ത് ഒമേഗ. I2 എഴുതുമ്പോൾ റിങ്ങിൻ്റെ പ്ലസ് തീർന്നില്ല, I2 വരുമ്പോൾ തന്നെ ഈ 4 മാസ് വെച്ചിരിക്കുക. 4 മാസം സെൻറ്ററിൽ നിന്ന് ഇത് കറങ്ങുന്ന ആക്സിൽ നിന്ന് 6 എന്ന അകലത്തിലാണ് ഈ 4 മാസം ഇരിക്കുന്നത്. അപ്പോൾ 4 പേരുടെ കൂടി ചേരുമ്പോൾ എത്രയായി, 4mr² × omega-2 എന്ന് എഴുതണം. അപ്പോൾ r² കോമൺ ആയിട്ടുള്ള കട്ട് ചെയ്യാം. അപ്പോൾ m omega = എന്തായി, m + 4m × omega-2. അപ്പോൾ omega-2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, m omega/m + 4m എന്ന് എഴുതാം. അപ്പോൾ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാം. ഓക്കെ, a thin rod of length L suspended from a one end rotated with n rotations per second. Rotational kinetic energy of the rod എന്ന് വയ്ക്കുന്നത്. a thin rod of length L അല്ലേ, ഒരു തിൻ റോഡ് എടുത്തു, ആ തിൻ റോഡ് സസ്പെൻഡ് ഫ്രം വൺ എൻഡ്, ഒരു എൻഡ് അല്ലേ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഒരു എൻഡിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റഡ് വിത്ത് n റൊട്ടേഷൻ പെർ സെക്കൻഡ് ആണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ശരിയല്ല, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല ½ I⍵² എന്നാണ്. ഈ റോഡ് ഒരെൻഡിൽ നിന്നാണ് കറങ്ങുന്നത്, ഒരെൻഡിൽ നിന്ന് കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഇനർഷ്യ പഠിച്ചായിരുന്നല്ലോ. എന്താ പഠിച്ചത്, ഒരെൻഡിൽ നിന്ന് കറങ്ങുമ്പോഴുള്ള മൊമെൻ്റ് ഇനർഷ്യ അറിയൂ, mL²/3 എന്നല്ലേ, mL²/3. ഒമേഗയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf, എഫ് ഫ്രീക്വൻസി ഇവിടെ n എന്നാണ് പറയുന്നത്, n റൊട്ടേഷൻസ് പെർ സെക്കൻഡ് എന്നാണ്. ഈ റോഡ് ഈ എൻഡിൽ നിന്ന് ഒരു സെക്കൻഡ് n പ്രാവശ്യം കറങ്ങുന്നു, അപ്പോൾ 2πn എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, 4π², ഒമേഗ² അല്ലേ, 4π² n². ഇവിടെ ക്യാപിറ്റൽ എന്ന റോഡിൻ്റെ നീളം ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാ കിട്ടും, 2/3 mL²π² n² എന്നായില്ലേ. ഓക്കെ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ I⍵² ചെയ്താൽ മതി. ഇവിടെ I എഴുതുമ്പോൾ എന്താ, ഈ ഒരു എൻഡിൽ നിന്ന് കറങ്ങുന്നുണ്ട്, mL²/3 ആണ് മൊമെൻ്റ് ഇനർഷ്യ. ഓപ്ഷൻ 3. അടുത്ത എന്താ പറയുന്നത്, there are two identical small hole of area cross section on the opposite side of a tank containing liquid density ρ. The difference in height between hole is h. The tank is resting on a smooth horizontal surface which we will ask to apply on the tank, keep it in equilibrium എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ
ഈ ലിക്വിഡ് ഈ ദൂരം ഞാൻ x1 എന്ന് വിളിക്കാമെങ്കിൽ ഈ ദൂരം എനിക്ക് എന്ത് വിളിക്കാം S2 എന്ന് വിളിക്കാമെങ്കിൽ അപ്പോൾ S2 - x1 ആണ് h എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ x എന്ന ഈ ഡെപ്തിലൂടെ ലിക്വിഡ് വെളിയിലേക്ക് പോകുന്ന വെലോസിറ്റി v1, ഇതിലെ പോകുന്ന വെലോസിറ്റി v2 ആണെങ്കിൽ ഒരു h എന്ന ഡെപ്തിലൂടെ ലിക്വിഡ് വെളിയിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി ഫോർമുല പഠിച്ചിട്ടുണ്ട് √2gh എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2gx എന്ന് എഴുതാം. v2 എഴുതുമ്പോൾ എന്ത് എഴുതണം √2gx1 എന്ന് എഴുതാം. v2 എഴുതുമ്പോൾ 2gx2 എന്ന് എഴുതണം അല്ലേ. ഒരു ഹോളുണ്ട്, ആ ഹോളിലൂടെ വെളിയിലേക്ക് വന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റിയാണ് √2gh. ടോറിസെല്ലീസ് തിയറം പഠിച്ച് ഓർക്കുന്നില്ലേ? അപ്പോൾ x1 എന്ന താഴ്ചയിലാണെങ്കിൽ v1 √2gx1, s2 എന്ന താഴ്ച വരുമ്പം v2 √2gx2 എന്ന് എഴുതാം. അപ്പോൾ h എന്ന് പറയുന്ന ഈ ഹൈറ്റ് S2 - x1 എന്ന് എഴുതാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം ഇങ്ങനെ വെളിയിലേക്ക് പോകുമ്പോൾ ഒരു ആക്ഷൻ വരും, അപ്പോൾ തിരിച്ച് റിയാക്ഷൻ ഉണ്ടാവും. ഈ വെള്ളം അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഒരു ആക്ഷൻ ഉണ്ട്, അപ്പോൾ തിരിച്ച് റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷൻ മൂലം ആ രണ്ട് റിയാക്ഷൻ ഈക്വൽ അല്ലെങ്കിൽ വലുത് ഏതാണ് അങ്ങോട്ട് അങ്ങ് നീങ്ങിപ്പോകും. ആ നീങ്ങിപ്പോകാതെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണോ അതിന് തുല്യമായ ഒരു ബലം കൊടുക്കണ്ടേ, അത് ഇക്വിലിബ്രിയത്തിൽ അനങ്ങായിരിക്കണമെങ്കിൽ. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കണം. ഒരു പൈപ്പിലൂടെ വെളിയിലേക്ക് വരുമ്പോൾ ലിക്വിഡ് വെളിയിലേക്ക് വരുമ്പോൾ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഡെൻസിറ്റി വെച്ചുള്ള ഫോർമുല പഠിച്ചിട്ടില്ലേ? F = ρv² എന്ന് പഠിച്ചിട്ടില്ലേ അല്ലേ? പണ്ട് പഠിച്ച F = ρv². F = ma എന്നാണ്, ശരിയല്ലേ? മാസിൻ്റെ സ്ഥാനത്ത് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ A ഇൻറ്റു എസ് എന്ന് എഴുതി. AS എന്ന് പറഞ്ഞാൽ വോളിയം എങ്ങോട്ടോ, ഏരിയ ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ ആക്സലറേഷൻ്റെ സ്ഥാനത്ത് വെലോസിറ്റി ബൈ ടൈം. S/Tയുടെ സ്ഥാനത്ത് എന്താ എഴുതാം? ദൂരം ബൈ T v അല്ലേ? അപ്പം Fൻ്റെ സ്ഥാനത്ത് ρv² എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ F1 എന്ന് വിളിക്കാമെങ്കിൽ ആ F1 അപ്പോൾ നമുക്ക് എന്താ എഴുതാം? F1 = ρa. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എഴുതണം, അത് ഇതാണ്, ഇതിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ എന്തായി? 2gx1 എന്ന് എഴുതാം. F2 എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ρa v2² എന്ന് പറയുമ്പോൾ 2gx2 എന്ന് എഴുതാം. അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ അനുഭവപ്പെട്ട ഫോഴ്സ് F1, ഇവിടെ അനുഭവപ്പെട്ട ഫോഴ്സ് F2 ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഇവിടെ വെള്ളം ഇങ്ങോട്ട് വരുമ്പോൾ ആക്ഷൻ, അപ്പം റിയാക്ഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യും. ഇവിടെ വെള്ളം അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആക്ഷൻ, അപ്പം റിയാക്ഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അതാണ് F1 റിയാക്ഷനാണ് ആ F1 F2 എന്ന് പറയുന്നത്. ഓക്കെ, ആ F1 F2 F2 ആയിരിക്കും വലുത് അല്ലേ? അപ്പം F2 വലുതായതുകൊണ്ട് ആ F2ൻ്റെ ഡയറക്ഷൻ നീങ്ങിപ്പോകും. അങ്ങനെ നീങ്ങിപ്പോകുമ്പോൾ ആ ബ്ലോക്കിൽ അനുഭവപ്പെടുന്ന ആ സിസ്റ്റത്തിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് ചോദിച്ചാൽ വലുതിന് ചേർത്ത് കുറയ്ക്കുകയല്ലേ? F2 - F1 എന്ന് എടുക്കണം അല്ലേ? അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താ ഒരു കോമൺ ആയിട്ട് 2ρag കോമൺ ആണ്. ബ്രാക്കറ്റിൽ എന്താ എഴുതാം? S2 - x1 എഴുതാം. S2 - x1 എന്താ? 2ρag ഇൻറ്റു S2 - x1 ആണ് ഈ ദൂരം h. അപ്പോൾ അവിടെ h എന്ന് എഴുതാം. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ ഇതല്ലേ നെറ്റ് ഫോഴ്സ്. അപ്പോൾ ഈ ബ്ലോക്ക് ഇവിടെ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കണമെങ്കിൽ ഇവിടെ കൊടുക്കേണ്ട ബലം എത്രയാണ്? ഇവിടുത്തെ നെറ്റ് ഫോഴ്സിന് തുല്യമായ ബലം കൊടുത്ത് എങ്ങോട്ടാണോ നീങ്ങുന്നത് അതിന് ഓപ്പോസിറ്റ് ബലം കൊടുത്ത് പിടിച്ചു നിർത്തണം. അപ്പോൾ ഈ നെറ്റ് ഫോഴ്സിന് തുല്യമായ ബലം കൊടുത്താലേ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 3, ഈ വാല്യൂവിന് തുല്യമായ ബലമാണ് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ കൊടുക്കേണ്ടത്. ഓക്കെ, at what speed the velocity head of water is equal to pressure head of 40 cm of mercury എന്ന് പറയുന്നത്. വെലോസിറ്റി ഹെഡും പ്രഷർ ഹെഡും ഈക്വലായിട്ട് വരണമെങ്കിൽ ഏത് വെലോസിറ്റി സ്പീഡ് വരണം എന്നാണ് ചോദ്യം. വെലോസിറ്റി ഹെഡിൻ്റെ ഫോർമുല എന്താ? v²/2g എന്നല്ലേ പഠിച്ചത് അല്ലേ? പ്രഷർ ഹെഡിൻ്റെ ഫോർമുല p/ρg എന്നല്ലേ പഠിച്ചത്? p/ρg. അങ്ങനെയാണ് ഇവിടെ എന്ത് കണ്ടുപിടിക്കാനാണ് ചോദ്യം? നിങ്ങൾ പഠിച്ചില്ലായിരുന്നോ? നമ്മൾ p പ്ലസ് ബർണോളിസ് തിയറം പഠിച്ചാൽ v² + ρgh ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പഠിച്ചു. എല്ലാത്തിനെയും ρg കൊണ്ട് ഡിവൈഡ് ചെയ്തേ. അപ്പോൾ p/ρg = v²/2g എന്നല്ല വരിക, പ്ലസ് h ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. ഇതിനെയാണ് പ്രഷർ ഹെഡ് എന്ന് വിളിക്കുക. ഇയാളെയാണ് എന്ത് വിളിക്കുക? വെലോസിറ്റി ഹെഡ് എന്ന് വിളിക്കുക. ഓക്കെ, അങ്ങനെയാണ് പ്രഷർ ഹെഡും വെലോസിറ്റി ഹെഡും ഈക്വലായിട്ട് വരാമെന്നാണ് ഇവിടെ പ്ലസ് കേട്ടോ. ഈ രണ്ട് വാല്യൂ ഈക്വലായിട്ട് വരാൻ ഏത് വേഗത വരണമെന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടും കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ജിയും ജിയും വെട്ടിക്കളയാം. അപ്പോൾ v² എന്ത് കിട്ടും? 2p/ρ എന്നായി അല്ലേ? അപ്പോൾ v എന്തായി? √2p/ρ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു പ്രഷർ എത്രയാണെന്ന് പറഞ്ഞത്? 40 cm ഹൈറ്റുള്ള മെർക്കുറിയുടെ പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് എഴുതണം? പിയുടെ സ്ഥാനത്ത് h(ρg) എന്നെടുക്കാം. 40 cm പറഞ്ഞാൽ 0.40 മീറ്റർ അല്ലേ? റോ എത്ര? ഡെൻസിറ്റിയുടെ മെർക്കുറിയുടെ ഡെൻസിറ്റിയോട് പ്രഷറിനോട് തുല്യമെന്ന് പറഞ്ഞാൽ 40 cm ഹൈറ്റുള്ള മെർക്കുറിയുടെ പ്രഷറിനോട് തുല്യം. അപ്പോൾ റോയുടെ സ്ഥാനത്ത് 13.6 × 10³ എന്ന് എഴുതണം. മെർക്കുറിയുടെ
മെർക്കുറിയുടെ ഡെൻസിറ്റി എഴുതണം ഇവിടെ 13.6 × 10�3 ജിക്ക് 10 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്നാ ഇവിടെ 0.4 × 13.6 × 10⁴ എന്നായി ബൈ റോ. വാട്ടർ അല്ലേ മൂവ് ചെയ്യുന്നത്, വാട്ടറിൻ്റെ ഡെൻസിറ്റി 10⁻³ ഓക്കെ. ഇനി സോൾവ് ചെയ്യുക. 13.6 4 × 8 കൂടെ എടുക്കുമ്പോൾ 100 അടുത്തല്ലേ വരിക. അപ്പോൾ ആൻസർ 10 കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. 10.32 m/s എന്ന് കിട്ടും. ഓപ്ഷൻ 1 സെലക്ട് ചെയ്യാം. If oxygen O2 has √2 mean square velocity of c m/s. √2 mean square velocity ഫോർമുല പഠിച്ചിട്ടുണ്ട്. √ എന്താ പഠിച്ചത് 3RT/m എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. √2 mean square velocity c = √3RT/m എന്നാണ് പഠിച്ചെങ്കിൽ ഓക്സിജൻ്റെ √2 mean square velocity c ആണെങ്കിൽ ഹൈഡ്രജൻ്റെ √2 mean square velocity എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതണം ഫോർമുല? നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 3R രണ്ടുപേർക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ സി എന്ന് പറയുന്ന ആൾ പ്രപ്പോർഷൻ 1/√m എന്ന് എഴുതാം അല്ലേ? കാരണം 3R ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ടെമ്പറേച്ചറും സെയിം ടെമ്പറേച്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സി പ്രപ്പോർഷൻ 1/√m ആണെങ്കിൽ നമുക്ക് ആരുടെ ഹൈഡ്രജൻ്റെ അല്ലേ വേണ്ടേ? അപ്പോൾ CH എന്ന് വിളിക്കാം, ഓക്സിജൻ്റെ CO എന്ന് വിളിക്കാമെങ്കിൽ എങ്ങനെ എഴുതണം? √MO/mh എന്ന് എഴുതണ്ടേ? വേണ്ടേ? റെസിപ്രോക്കൽ അല്ലേ, അപ്പോൾ തിരിച്ചെഴുതണ്ടേ? ഇവിടെ CH ഹൈഡ്രജൻ്റെ CH ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്സിജൻ്റെ RMS വെലോസിറ്റി C എന്ന് പറയുന്നുണ്ട്, അപ്പോൾ C എന്ന് കൊടുത്തു. MO ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32, ഹൈഡ്രജൻ്റെ ആകുമ്പം 2. അപ്പോൾ എന്നാ കിട്ടി? √16 എന്ന് കിട്ടി. √16 എന്ന് പറഞ്ഞാൽ 4 അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ്റെ RMS വെലോസിറ്റി അപ്പോൾ 4c എന്ന് എഴുതാമല്ലേ? C ഇങ്ങോട്ട് കൊണ്ടുവരിക, 4c. ഓപ്ഷൻ 3 കിട്ടി. The color of star is an indication of its. സ്റ്റാറിൻ്റെ കളറ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് എന്ത് ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാമെന്ന് ചോദ്യം. പല സ്റ്റാറും പല ടെമ്പറേച്ചറിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ കേട്ടിട്ടുണ്ട് അല്ലേ? വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞാൽ ലാംഡ പ്രപ്പോർഷനിൽ 1/t എന്നല്ലേ? അപ്പം ടെമ്പറേച്ചർ മാറുമ്പോൾ വേവ് ലെന്ത് മാറും അല്ലേ? അതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ്റെ വേവ് ലെന്ത് മാറും. ടെമ്പറേച്ചർ മാറുമ്പം വേവ് ലെന്ത് മാറും. വേവ് ലെന്ത് മാറുമ്പം പല കളറുകളായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. വേവ് ലെന്ത് ഓരോ കളറിനും ഓരോ വേവ് ലെന്ത് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ അനുസരിച്ച് വേവ് ലെന്തിന് മാറ്റം വരുന്നു. അപ്പം പല ടെമ്പറേച്ചറുള്ള സ്റ്റാറിനും പല കളറുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 സെലക്ട് ചെയ്യുക. A system is taken along the path A and B are shown. If the amount of heat given in this process are QA, QB and a change in energy are delta UA and delta UB respectively, then please ഒരു സിസ്റ്റം പോകുന്ന 2 പാത്തുകൾ വന്നിരിക്കുക. I നിന്ന് Fലേക്ക് പോകുന്നു, ഇവിടെ I നിന്ന് Fലേക്ക് പോകുന്നു. രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും ഒരേപോലെയാണ്. A എന്ന പാത്തിൻ്റെ ഇനീഷ്യൽ പോയിന്റും B എന്ന പാത്തിൻ്റെ ഇനീഷ്യൽ പോയിന്റും സെയിം ആണ്. രണ്ടുപേരുടെ ഫൈനൽ പോയിന്റ് സെയിം ആണ് അല്ലേ? അപ്പോൾ എനർജി ചേഞ്ച് എങ്ങനെയാണ്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഫൈനൽ പോയിന്റ് ആൻഡ് ഇനീഷ്യൽ പോയിന്റ് ആണ്. പാത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും നോക്കുക, രണ്ടുപേർക്കും ഒരേപോലെ ആയതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് രണ്ടുപേർക്കും സെയിം ആയിരിക്കും. കാരണം ഫൈനൽ പോയിന്റിൽ ടെമ്പറേച്ചർ T2 ആണ്, ഇനീഷ്യൽ പോയിന്റിൽ ടെമ്പറേച്ചർ T1 ആണെങ്കിൽ എയ്ക്കും T2 - T1 ആയിരിക്കും, ബിക്കും T2 - T1 ആയിരിക്കും. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് എയ്ക്കും ബിക്കും ഒരേപോലെ, ടെമ്പറേച്ചർ ചേഞ്ച് ഒരേപോലെ ആണെങ്കിൽ ഇൻറ്റേർണൽ ചേഞ്ച് രണ്ടുപേർക്കും ഒരേപോലെ. അങ്ങനെയല്ലേ? ഇൻറ്റേർണൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ എന്നല്ല പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെ ഇനീഷ്യൽ ഫൈനൽ പോയിന്റ് ഒരേപോലെ ആയതുകൊണ്ട് ഇൻറ്റേർണൽ ചേഞ്ച് രണ്ട് കേസിലും ഒരേപോലെ. അപ്പം ഹീറ്റിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? ഫസ്റ്റ് ലോ അനുസരിച്ച് Q = എന്തെന്നാണ് പഠിച്ചിരിക്കുന്നത്? ΔU + W എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഈ ΔU എന്ന് പറയുന്ന രണ്ടുപേർക്കും സെയിമാണ്. അപ്പോൾ Q എന്ന് പറയുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും? വർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ΔU രണ്ടുപേർക്കും സെയിമാണെന്ന് ആദ്യം എഴുതി വെച്ചിരിക്കുക. അപ്പം Q എന്ന് പറയുന്ന ആൾ ഡിപ്പെൻഡ്സ് ഓൺ വർക്ക് ഡൺ ആയിരിക്കും. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ആരാ? ഏരിയ ആയിരിക്കും അല്ലേ? വർക്ക് ഡൺ ഏരിയ ആയിരിക്കും. അപ്പോൾ ഏരിയ കൂടുതൽ ആർക്കാണ് ഈ കൂടുതൽ? ഏരിയ കൂടുതൽ എയ്ക്കാണ്. ഏരിയ എയ്ക്കല്ലേ കൂടുതൽ? ഏരിയ A > ഏരിയ B എന്ന് എഴുതാമല്ലേ? എയ്ക്ക് ആകുമ്പോൾ ഇത്ര ഏരിയ വരും, ഇത്രയും വരും കണ്ടോ. ബിക്ക് ആകുമ്പോൾ ഇതിൻ്റെ ഇത്ര ഏരിയ വരുള്ളൂ, ഇത്രയേ ബിക്ക് വരുള്ളൂ. ഓക്കെ, ഇതിൻ്റെ താഴോട്ടുള്ള ഏരിയ വരുള്ളൂ. എയ്ക്ക് ആകുമ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള
ഇതുണ്ടോ, ബിക്ക് ഇത്രയേ വരുള്ളൂ ഏരിയ, ബിക്കിയുടെ ഏരിയ ഇത്രയേ ഉള്ളൂ. പക്ഷേ എ ആകുമ്പോൾ ഇതും കൂടി ഞാൻ കയറി വരും. അപ്പോൾ ഏരിയ കൂടുതൽ ആർക്കാം? എയ്ക്കല്ലേ. ഏരിയ കൂടുമ്പോൾ ആര് കൂടും? ഹീറ്റ് കൂടിയല്ലേ. അപ്പോൾ എന്ത് എഴുതണം? ക്യു എ ഗ്രേറ്റർ ദാൻ ക്യു ബി എന്ന് എഴുതണം. ആൻസർ ഓപ്ഷൻ 4 സെലക്ട് ചെയ്യുക. 27 നോക്കിയാൽ വിച്ച് ഓഫ് ദ പോയിന്റ് ഈസ് ലൈക്ലി പൊസിഷൻ ഓഫ് സെൻട്രോമാസ് ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ. താഴെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, എയർ എ എയർ, ബി എയറാണ്, സി രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന എയറും സാൻഡും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്, ഡി സാൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ സെൻട്രോമാസിൻ്റെ പൊസിഷൻ എവിടെ വരുമെന്ന് ചോദ്യം. സെൻട്രോമാസ് ഇപ്പോൾ ഇവിടെ മാസ് കുറവും ഇവിടെ മാസ് കൂടുതലുമാണ്, സാൻഡിനല്ലേ മാസ് കൂടുതലും. അപ്പോൾ സെൻട്രോമാസ് എപ്പോഴും ആരുടെ അടുത്തേക്ക് ലൈ ചെയ്യുന്ന പഠിച്ചിരിക്കുന്നത്? സെൻട്രോമാസ് ഈസ് ലൈ നിയർ ടു ദ മാസീവ് പാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയാം. സിസ്റ്റത്തിൻ്റെ മാസീവ് പാർട്ടിനോട് അടുത്തായിരിക്കും, അതിനോട് ചേർന്നായിരിക്കും ആരിയ്ക്കുക? സെൻട്രോമാസ് ഇരിക്കുക. അപ്പോൾ ഇവിടെ ഏതാ മാസീവ് റീജിയൻ? ഏതാ? സാൻഡല്ലേ. അപ്പോൾ എവിടെ വരും? സാൻഡിൻ്റെ ഉള്ളിലായിരിക്കും സെൻട്രോമാസ് വരിക, അവിടെ മാസ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ആൻസർ ഏതാ? സെൻട്രോമാസിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഓപ്ഷൻ ഡിയിലായിരിക്കും, മാസീവ് റീജിയൻ അടുത്ത്. അപ്പോൾ ഡി അല്ലേ മാസീവ് പാർട്ടി കിടക്കുന്ന പോയിന്റ്. അപ്പോൾ ഡി എന്ന് എഴുതുക. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് ഡിമാൻഡ്സ്. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് എന്താ പറയുന്നത് ചോദ്യം. നമുക്കറിയാം ടോർക്ക് ടോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി എൽ ബൈ ഡി ടി എന്നല്ലേ പഠിച്ചത്. ടോർക്ക് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം. അങ്ങനെയാണെങ്കിൽ ഈ ടോ ഈസിക്കൽ ടു 0, ടോർക്ക് 0 ആണെങ്കിൽ ഡി എൽ ബൈ ഡി ടി എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലേ. ഇത് 0 ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് 0 അല്ലേ. അപ്പോൾ ടോർക്ക് 0 ആകുമ്പോൾ ഡി എൽ ബൈ ഡി ടി 0 ആയിരിക്കും. ഡി എൽ ബൈ ഡി ടി 0 എന്ന് പറഞ്ഞാൽ എൽ ഈസ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കൺസേർഡ് ആകണമെങ്കിൽ ആര് 0 ആയിരിക്കണം? എക്സ്റ്റേണൽ ടോർക്ക് 0 ആകണം. ഓക്കെ. അപ്പോൾ ആൻസർ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം എന്ന് പറഞ്ഞാൽ എൽ കോൺസ്റ്റൻ്റ് ആകണമെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം മസ്റ്റ് ബി എന്തായിരിക്കണം? ടോ ഈസിക്കൽ ടു 0 ആയിരിക്കണം. ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ റോഡ് ഓഫ് പി ക്യു, ഒരു റോഡ് തന്നിരിക്കുക, പി ക്യു എന്ന് വിളിക്കാം. ഓക്കെ. പി ക്യു ലെന്ത് എല്, ലെന്ത് എൽ എന്ന് തന്നിരിക്കുന്നു. പിന്നെ എന്താ തന്നിരിക്കുന്നത്? മാസ് എം, എൽ ഈസ് ഹാങ്ങിങ് അറ്റ് 1 എൻഡ്. ഒരു എൻഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് അല്ലേ. ക്യു എന്ന എൻഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. റോഡ് ഈസ് കെപ്റ്റ് ഹൊറിസോണ്ടലി ബൈ മാസ്ലെസ് സ്ട്രിങ് അറ്റ് പോയിന്റ് ക്യു ആർ ഷോൺ ഇൻ ഫിഗർ. വെൻ സ്ട്രിങ് ഈസ് കട്ട്, ഈ സ്ട്രിങ് കട്ട് ചെയ്താൽ വെൻ ഈറ്റ്സ്, ഈ സ്ട്രിങ്ങേൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുക അല്ലേ. ഇനി എന്ത് ചെയ്യുന്ന പറയുന്നത്? അപ്പോൾ ഈ സ്ട്രിങ്ങേൽ ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഹാങ് ചെയ്ത് പിടിച്ചിരിക്കുക. അപ്പോൾ ഈ സ്ട്രിങ് കട്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ റോഡ് ഇതിങ്ങനെ ഇങ്ങോട്ടിങ്ങനെ പോരിയല്ലേ, ഇതിങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ താന്ന് ഇങ്ങോട്ട് പോരും. ഇങ്ങോട്ട് പോരാൻ കാരണം എന്താ? ഇതിൻ്റെ വെയിറ്റ് ഇങ്ങനെ താഴോട്ട് ആക്ട് ചെയ്യുന്നു. വെയിറ്റ് എപ്പോഴും എന്താ? റിജിഡ് ബോഡി ആകുമ്പോൾ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? കൃത്യം സെൻട്രോമാസിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ഈ റോഡ് ഇങ്ങനെ ടേൺ ചെയ്ത് ഇങ്ങോട്ട് പോരുന്നു. ആ ടേൺ ചെയ്ത് പോരുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഡെവലപ്പ് ചെയ്ത് ടോർക്ക് ഉണ്ടായി അല്ലേ. ആ ടോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഐ ആൽഫ എന്ന് എഴുതാം. ടോർക്ക് ഈസിക്കൽ ഐ ആൽഫ. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ആംഗുലർ ആക്സലറേഷൻ ആൽഫ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ടോർക്ക് എങ്ങനെ ഉണ്ടാകുന്നത്? ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ എങ്ങനെ എഴുതാം? എം ജി ഇൻറ്റു എൽ ബൈ 2 എന്ന് എഴുതണ്ടേ. വെയിറ്റ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെയല്ലേ വെയിറ്റ്, ഈ പോയിന്റ് നിന്നല്ലേ ഇതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോരുന്നത്. അപ്പോൾ ഈ പോയിന്റ് നിന്നാണ് ഇത് കറങ്ങി ഇങ്ങനെ പോരുന്നത്. അപ്പോൾ ഈ ദൂരം എൽ ബൈ 2 എന്ന് എഴുതണം. ഈസിക്കൽ ഐയുടെ സ്ഥാനത്ത് ഒരു എൻഡിൽ നിന്നാണ് ചേഞ്ച് ചെയ്യുമ്പോൾ മൊമെൻ്റ് ഇനർഷ്യ എം എൽ സ്ക്വയർ ബൈ 3 എന്ന് എഴുതാം, ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. എമ്മും വെട്ടിക്കളയാം, ഓരോ എല്ലും വെട്ടിക്കളയാം. അപ്പോൾ ആൽഫ എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്തേ. 3/2 ജി ബൈ എന്ത് വരും? എല്ല് താഴോട്ട് വരികയല്ലേ, ജി ബൈ എൽ. ഇനീഷ്യൽ ആംഗുലർ ആക്സലറേഷൻ 3g/2l എന്ന് എഴുതാം. ഓപ്ഷൻ 3 സെലക്ട് ചെയ്യാം. A solid cylinder rolls without slipping down an inclined plane at an angle 30 degree with horizontal. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു സോളിഡ് സ്പിയർ ഇങ്ങനെ റോൾ ചെയ്ത് പോരുവാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടറായി വയ്ക്കുന്നത് അല്ലേ, സോളിഡ് സിലിണ്ടറാണ്. സിലിണ്ടർ താഴോട്ട് വരുമ്പോൾ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല ഇൻക്ലൈൻഡ് സർഫസിലൂടെ താഴോട്ട് വരുമ്പോൾ ആക്സലറേഷൻ g sin theta by 1 plus k² എന്നാണ്. ഓക്കെ. കെ എത്ര ഇവിടെ? സിലിണ്ടർ ആവാം കെ ഡിസ്കിനോട് തുല്യം എന്നല്ലേ പഠിച്ചേ, k r/√2. അപ്പോൾ k²/r² എന്ന് പറഞ്ഞാൽ എന്തായി? k²/r² 1/2 എന്നായില്ലേ. അപ്പോൾ എന്ത് എഴുതാൻ? ജി സൈൻ തീറ്റ 30 ഡിഗ്രി അല്ലേ, ഈ ആംഗിൾ 30 ഡിഗ്രി എന്നാണ് പറയുന്നത് അല്ലേ, ബൈ 1 + 1/2. അപ്പോൾ ജി ഇൻറ്റു g/2 ഇൻറ്റു അല്ലേ
sin 30 1/2 കിട്ടും. ഓക്കെ, അപ്പോൾ g/2 ഇൻറ്റു ആൻസർ എന്താ വരിക 3/2, 2 ഇൻറ്റു മൾട്ടിപ്പോയി, അപ്പോൾ ആൻസർ g/3 എന്ന് കിട്ടി. ഓപ്ഷൻ 2 സെലക്ട് ചെയ്യും, g/3. അടുത്ത 31 എന്താ പറയുന്നത്, ആംഗുലർ മൊമെൻറ്റം ഓഫ് എ ബോഡി ഇൻക്രീസ് ബൈ 40%. ആംഗുലർ മൊമെൻറ്റം 40% കൂടുവാണെങ്കിൽ കൈനറ്റിക് എനർജി റൊട്ടേഷൻ എത്ര പെർസെൻറ്റേജ് വർദ്ധിക്കുന്ന ചോദ്യം അല്ലേ. കൈനറ്റിക് എനർജി റൊട്ടേഷൻ പഠിച്ചാൽ E = എന്ന് എഴുതാമെങ്കിൽ L²/2I എന്നല്ലേ പഠിച്ചത്. അപ്പോൾ കൈനറ്റിക് എനർജി ആംഗുലർ മൊമെൻറ്റം തമ്മിൽ E പ്രപ്പോർഷൻ L² എന്ന് എഴുതാം. ഓക്കെ, 40% കൂടുമ്പോൾ എനർജീനെ E' എന്ന് വിളിക്കാമെങ്കിൽ പ്രപ്പോർഷൻ അന്നേരത്തെ മൊമെൻറ്റത്തെ L' എന്ന് വിളിക്കാമെങ്കിൽ L'² എന്ന് എഴുതാം. പെർസെൻറ്റേജ് ഇൻക്രീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫോർമുല എന്താ, ചേഞ്ച് ഇൻ വാല്യൂ ബൈ ആദ്യത്തെ വാല്യൂ ഇൻറ്റു 100 എന്ന് എടുക്കണ്ടേ. ഓക്കെ, ചേഞ്ച് ഇൻ വാല്യൂ ബൈ ഒറിജിനൽ വാല്യൂ ഇൻറ്റു 100. അപ്പോൾ E' നേരെ നിങ്ങൾക്ക് എന്താ എഴുതാം, L'² മൈനസ് Eക്ക് നേരെ L²/L² ഇൻറ്റു 100 എന്ന് എഴുതാം. ശരിയല്ലേ. L' എങ്ങനെ എഴുതണം, ആദ്യത്തെ ആംഗുലർ മൊമെൻറ്റം L ആണെങ്കിൽ അതിൻ്റെ കൂടെ 40% കൂടുക എന്ന് പറഞ്ഞാൽ 0.4 L കൂടി എന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ എത്ര L ആയി മാറും, 1.4 L ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുക 1.4 L² മൈനസ് L²/L² ഇൻറ്റു 100. 1.4 എന്ന് പറഞ്ഞാൽ 1.96 മൈനസ് 1 ഇൻറ്റു 100 എന്ന് എഴുതാൻ മേലെ. ശരിയല്ലേ, L² എല്ലാം ക്യാൻസലായി പോയില്ലേ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 96% എന്നല്ലേ കിട്ടുക. 1.96 മൈനസ് 1.96 ഇൻറ്റു 100 എടുക്കുമ്പോൾ 96%. ഓപ്ഷൻ 3. The center of mass of a system of particle does not depends on. Center of mass of system does not depends on എന്താണ്, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെളിയിൽ നിന്ന് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് അല്ലേ. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താലേ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷന് മാറ്റം വരുള്ളൂ. ഈ സിസ്റ്റത്തിലിരിക്കുന്ന പാർട്ടികൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലേ, ആക്ടിങ് ബിറ്റ്വീൻ ദ പാർട്ടികൾ, അതെന്താണ്, ഇൻറ്റേർണൽ ഫോഴ്സാണ്. ആ ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്തുണ്ടാകില്ല, മാറ്റം ഉണ്ടാകില്ല. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ഓഫ് പാർട്ടിക്കൽ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇവർ പാർട്ടിക്കിൾ തമ്മിലുള്ള ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ആണെങ്കിൽ ഓക്കെ എഴുതാം. എ സ്പെറിക്കൽ ഹോളോ സ്പിയർ ഈസ് മെയ്ഡ് ഇൻ എ ലെഡ് സ്പിയർ ഓർ റേഡിയസ് ആർ സച്ച് ദാറ്റ് ഇറ്റ് സർഫസ് ടച്ച് ദ ഔട്ട്സൈഡ് സർഫസ് ലെഡ് സ്പിയർ ആൻഡ് പാസസ് ത്രൂ ദ സെൻറ്റർ. വാട്ട് ഈസ് ദ ഷിഫ്റ്റ് സെൻറ്റർ ഓഫ് മാസ് ലെഡ് സ്പിയർ ഡ്യൂ ടു ഹോളോയിങ് എന്ന് ചോദ്യം. ഇവിടെ പറയുന്നത് ഇവിടെ ഒരു സ്പെറിക്കൽ ഹോളോ ലെഡ് സ്പിയർ വന്നിരിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് പറയുന്നു, ഇവിടെ ഇത്രയും ടച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തെടുത്ത് കട്ട് ചെയ്ത് മാറ്റി, R/2 റേഡിയസ് ഉള്ള ഇത്രയും റീജനെ കട്ട് ചെയ്ത് മാറ്റിയാൽ പണ്ട് സെൻട്രൽ മാസ് കൃത്യം നടുക്കിയിരിക്കും അല്ലേ. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇത്രയും ഭാഗം മാറിക്കഴിഞ്ഞാൽ ഈ സെൻട്രൽ മാസ് അപ്പോൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യല്ലേ, മാസ് കൂടിയ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ഷിഫ്റ്റ് ചെയ്യുന്ന ദൂരത്തെ എക്സ് എന്ന് വിളിക്കാമെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ ചോദ്യം. വാട്ട് ഈസ് ദ ഷിഫ്റ്റ് ഓഫ് സെൻട്രൽ മാസ്, ഇവിടെ ഇരുന്ന സെൻട്രൽ മാസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ആ ഷിഫ്റ്റ് ചെയ്ത ദൂരം എക്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്, X = CB³ / AQ - BQ എന്ന് എടുത്താൽ മതി. സി എന്ന് പറഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ സ്പിയറിൻ്റെ വലിയ സ്പിയറിൻ്റെ റേഡിയസ്, ബി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് മാറ്റിയ സ്പിയറിൻ്റെ റേഡിയസ്. കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗമല്ലേ ഷെയ്ഡ് കൊടുത്ത റീജിയനെ കട്ട് ചെയ്യുന്നത്, അതിൻ്റെ റേഡിയസാണ് ബി. സി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ തൊട്ട് നേരത്തെ സെൻറ്റർ തൊട്ട് കണ്ടോ, വലിയ സ്പിയറിൻ്റെ സെൻറ്റർ തൊട്ട് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ദൂരമാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സി ആരായിരിക്കും, ഈ ദൂരമാണ് സി, ഇത്രയും ദൂരമാണ് സി. ആ സി അപ്പോൾ എത്രയാണ് പറ, ഈ ദൂരം എന്ന് പറഞ്ഞാൽ R/2 അല്ലേ, ഇത്രയും ദൂരം, ഇത് കംപ്ലീറ്റ് റേഡിയസ് അല്ലേ 6. അപ്പോൾ എത്ര വരും, ഇത് 6 അല്ലേ വരിക, ഇത്രയും ദൂരം 6 അല്ലേ വരുന്നതെന്നേക്ക്, അല്ല 6 അല്ല R/2 അല്ലേ, ഇത്രയും ദൂരമാണ് 6 എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെത്ര വരും, R/2 അല്ലേ വരിക. അപ്പോൾ ഇവിടെ സിയുടെ സ്ഥാനത്ത് R/2 എന്ന് കൊടുക്കണം വേണ്ടേ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം, ഇവിടുന്ന് ഇങ്ങോട്ട് R/2 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും R/2 അല്ലേ. ഓക്കെ, അപ്പോൾ സി R/2 ആയി. ബി എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയ കട്ട് ചെയ്ത് മാറ്റിയ സ്പിയറിൻ്റെ റേഡിയസ് എത്ര, R/2 അല്ലേ. അപ്പോൾ R/2 എ എന്ന് പറഞ്ഞത് വലിയ സ്പിയറിൻ്റെ റേഡിയസ്, വലിയ സ്പിയറിൻ്റെ റേഡിയസ് ആണ് 6 അല്ലേ. അപ്പോൾ R³ - R/3 പിന്നെ ഒരു R³ R⁴ / 8 × 2 16 എന്ന് വരും. ഇവിടെ എന്ത് വരും, R³ - R³/8 എന്ന് കിട്ടി. പിന്നെ കിട്ടും ആൻസർ R⁴ / 16 / എന്ന് കിട്ടുന്നു 7 R³/8 എന്നായി അല്ലേ. എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക, 8 കൂടി മുകളിലേക്ക് പോട്ടെ, അപ്പോൾ എന്നാ കിട്ടും R/14 എന്നാകിയല്ലേ. ആൻസർ R/14 എഴുതാം.
കട്ട് ചെയ്യുക. 6 ക്യൂബ് കൊണ്ട് കട്ട് ചെയ്ത് ഒരാറല്ലേ പിന്നെ വരുള്ളൂ. ഓപ്ഷൻ 2. ഇപ്പോൾ എന്താ പറയുക, ദ മൊമെൻ്റ് ഇനേർഷ്യ മീറ്റർ സ്റ്റിക്ക് ഓഫ് മാസ് 300 ഗ്രാം. മീറ്റർ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളമുള്ള ഒരു സ്റ്റിക്ക് എടുത്തു. ഓക്കെ, മീറ്റർ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നീളം 1 മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആയിരിക്കും. മാസ് തന്നിട്ടുണ്ട്. എബൌട്ട് ആൻ ആക്സിസ് റൈറ്റ് ആംഗിൾസ് ടു ദ സ്റ്റിക്ക് ആൻഡ് ലൊക്കേറ്റഡ് 30 സെൻറ്റിമീറ്റർ മാർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ റൈറ്റ് ആംഗിളായിട്ട് അല്ലേ, ഇതിന് റൈറ്റ് ആംഗിളായിട്ട് 30 സെൻറ്റിമീറ്റർ എന്ന മാർക്കിലൂടെ ഒരു ആക്സിസ് കടന്നു പോകുന്നു. ഓക്കെ, 30 സെൻറ്റിമീറ്ററിലൂടെ ഒരു ആക്സിസ് കടന്നു പോയാൽ അവിടുത്തെ മൊമെൻ്റ് ഇനർഷ്യ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ മാസ് എവിടെയായിരിക്കും? യൂണിഫോം സ്റ്റിക്കല്ലേ, കൃത്യം 50 സെൻറ്റിമീറ്റർ ആയിരിക്കും സെൻട്രൽ മാസ്. അതിലെ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം. ICM എന്ന് വിളിക്കാമെങ്കിൽ അതെന്താ, ml²/12 എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ പോകുന്ന കണ്ടുപിടിക്കാമല്ലോ. ഇതിലെ പോകുന്ന കണ്ടുപിടിക്കാൻ ഈ ദൂരം അറിഞ്ഞാൽ പോലെ. 50 - 30 എന്ന് പറഞ്ഞാൽ എത്ര? 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. ഈ പുതിയ ആക്സിൽ കണ്ടുപിടിക്കാൻ പാരലാക്സ് തിയറം എന്താ പഠിച്ചിരിക്കുന്നത്? I=ICM + MA² എന്നാണ് പഠിച്ചിരിക്കുന്നത്. ICM-ൻ്റെ സ്ഥാനത്ത് സെൻട്രൽ മാസിലൂടെയുള്ള വാല്യൂ എത്രയാ? ml²/12 + MA² എന്ന് എഴുതാം. M എത്രയാ മാസ്? 300 ഗ്രാം. ഓക്കെ, 300 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.3 കിലോഗ്രാം. L എത്രയാ? ലെന്ത്, റോഡിൻ്റെ നീളം, അതാണ് L. എത്രയാണ് വരിക ലെന്ത്? 1 മീറ്റർ. അപ്പോൾ 1² / 12 + 0.3 × A എന്ത് എഴുതണം? A ഈ ഏത് ആക്സിസിലേക്കുള്ള ദൂരം, സെൻട്രൽ മാസിലൂടെ കടന്നു വന്ന ആക്സിസിൽ നിന്ന് പുതിയ ആക്സിസിലേക്കുള്ള ദൂരമാണ് A. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 0.2 മീറ്ററായി. ഇപ്പോൾ 0.2² ഓക്കെ, 0.3/12 + 0.3 × 0.04 എന്ന് കിട്ടും. സോൾവ് ചെയ്ത ആൻസർ എത്ര കിട്ടും? 3.7 × 10. ഇവിടെ മാസ് മാറ്റണ്ട, കാരണം ഓപ്ഷൻ നോക്കി. ഇപ്പോൾ നോക്കുക, CGC തന്നെ ചെയ്താൽ മതി കേട്ടോ. മാസ് അപ്പം കണ്ടോ, ആൻസർ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയറില്ല. അപ്പം മാസിന് 300 എന്ന് കൊടുക്കുക. 300 ഗ്രാം. ലെന്ത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 100² / 12 പ്ലസ് മാസ് 300 ഗ്രാം × A 20 സെൻറ്റിമീറ്റർ. 20² ഓക്കെ, കാരണം ആൻസർ ഗ്രാം സെൻറ്റിമീറ്റർ സ്ക്വയറില്ല. അപ്പോൾ യൂണിറ്റ് മാറ്റണ്ട. ഇതിങ്ങി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 3.7 × 10⁵ എന്ന് കിട്ടും ആൻസർ. ഓപ്ഷൻ 3 സെലക്ട് ചെയ്യാം. A wheel is subjected to uniform angular acceleration about its axis. Initially its angular velocity is 0. ഒരു വീല് കറങ്ങുമ്പോൾ ആദ്യത്തെ ആംഗുലർ വെലോസിറ്റി 0 എന്ന് പറയുന്നു. ഫസ്റ്റ് 2 സെക്കൻഡ് ഇറ്റ് റൊട്ടേറ്റ്സ് ടു ആൻ ആംഗിൾ θ1. ആദ്യത്തെ 2 സെക്കൻഡോട് θ1 എന്ന ആംഗിൾ കറങ്ങുന്നു. ഇൻ ദ നെക്സ്റ്റ് 2 സെക്കൻഡ് ഇറ്റ് റൊട്ടേറ്റ്സ് ടു ആൻ ആംഗിൾ θ2 എന്ന് പറഞ്ഞാൽ അടുത്ത 2 സെക്കൻഡിൽ θ2 ആണ് തിരിഞ്ഞെങ്കിൽ റേഷ്യോ θ2/θ1 കണ്ടുപിടിക്കാനാണ്. അപ്പോൾ തീറ്റയുടെ ഫോർമുല നമുക്കറിയാം. θ = ω0t പ്ലസ് 1/2 ആൽഫ t² എന്നല്ലേ പഠിച്ചത്. അപ്പം θ1 എങ്ങനെ കണ്ടുപിടിക്കാം? θ1 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? θ1 = ഇനീഷ്യലി റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 + 1/2 ആൽഫ 2² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ θ1 = കട്ട് ചെയ്താൽ 2 ആൽഫ എന്ന് എഴുതി വെക്കാം. ഇനി എന്ത് പറയുന്നു? ആദ്യത്തെ 2 സെക്കൻഡ് കൊണ്ട് θ1ഉം അടുത്ത 2 സെക്കൻഡോട് θ2ഉം തിരിയുന്നു. അപ്പം മൊത്തം തിരിഞ്ഞ ആംഗിൾ എത്രയാണ്? അടുത്ത് എഴുതുമ്പോൾ തീറ്റയുടെ സ്ഥാനത്ത് θ1 + θ2 എന്ന് എഴുതി. ആദ്യത്തെ 2 സെക്കൻഡിൽ θ1 തിരിഞ്ഞു. ഓക്കെ, അടുത്ത 2 സെക്കൻഡിൽ പ്ലസ് θ2 കൂടി തിരിയുന്നു. അപ്പോൾ θ1 + θ2 തിരിയാൻ എടുത്ത സമയം എത്രയാണ്? 4 എന്ന് കൊടുക്കണ്ടേ? ഇവിടെ 4 എന്ന് കൊടുക്കണം വേണ്ടേ? അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന ഇതെല്ലാം ഇനീഷ്യൽ സ്റ്റേജ് തൊട്ടാണ് നോക്കുന്നത്. ഇത് 0 + 1/2 ആൽഫ × 4² എന്ന് എഴുതണം. ഇതുകൊണ്ട് 4 എടുത്തത്. θ1 തിരിയാൻ 2 പ്ലസ് θ2 തിരിയാൻ 2. അപ്പോൾ മൊത്തം 2 + 2 4 സെക്കൻഡ് എടുത്തു. അപ്പം തിരിഞ്ഞ ആംഗിൾ θ1 + θ2 തിരിയാൻ തുടക്കത്തിൽ നിന്ന് 4 സെക്കൻഡ് എടുത്തെങ്കിൽ θ1 + θ2 നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? 4 അല്ല 4² ആകുമ്പോഴത്തേനും എത്ര കിട്ടും? 2 + 2 4² 16/2. അപ്പോൾ 8 ആൽഫ എന്ന് എഴുതാം. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്തേ. θ1 + θ2/θ1 എന്ന് പറയുമ്പോൾ 8/2 4 എന്ന് കിട്ടി. ഇങ്ങനെയാണെങ്കിൽ θ1 + θ2 = 4θ1 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ 3θ1 = θ2. അപ്പോൾ θ2/θ1 എന്ന് പറഞ്ഞാൽ ആൻസർ = എന്തായി? 3 എന്ന് എഴുതാം.
ആദ്യത്തെ ചെയ്യുമ്പോൾ 2 സെക്കൻഡ് എടുക്കണം. അടുത്ത് രണ്ടാമത് കൊടുക്കുമ്പോൾ 2 + 2 θ1 + θ2. ആദ്യം 2 സെക്കൻഡ് കൊണ്ട് θ1 തിരിഞ്ഞു, വീണ്ടും ഒരു 2 സെക്കൻഡ് എടുക്കുമ്പോൾ θ2 തിരിയും. അപ്പോൾ ടോട്ടൽ തിരിഞ്ഞ ആംഗിൾ എത്ര? θ1 + θ2. സമയം 4 എടുത്ത് രണ്ടാമത്തെ എഴുതണം. A fan is moving around its axis. What will be the motion regarded as? എന്തായിരിക്കും? ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങളുടെ ഫാന് ഇത് റോഡ് നിന്നുകൊണ്ട് 3 ലീഫുകൾ ഇങ്ങനെയുണ്ടല്ലേ, ആ 3 ലീഫുകൾ ഇങ്ങനെ ഒരു ആക്സിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയില്ലേ ഈ ലീഫുകൾ. അപ്പോൾ എന്താ ഇങ്ങനെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ എന്തായിരിക്കും അവിടെ? റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ. ആൻസർ പ്യുവർ റൊട്ടേഷൻ. റോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റോളിംഗ് എന്ന് പറഞ്ഞാൽ സൈക്കിളിൻ്റെ ബസ്സിൻ്റെയൊക്കെ ടയർ ചെയ്യുന്നത് കറങ്ങുക മാത്രമല്ല, കറങ്ങുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ കറങ്ങി മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിനെ റോളിംഗ് എന്ന് പറയും. തെന്നി അങ്ങ് പോവുകയാണെങ്കിൽ സ്കിഡിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതെന്താ? പ്യുവർ റൊട്ടേഷൻ മാത്രമേ ഉള്ളൂ, നിൽക്കുന്നിടത്ത് നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത തിക്ക് റോപ്പ് ഓർ റബ്ബർ ഓർ ഡെൻസിറ്റി 1.5 × 10³ kg/m3, യങ്സ് മോഡുലസ് 5 × 10⁶, 8 മീറ്റർ ലെന്ത്, ഹാങ് ഫ്രം ദ സീലിംഗ് ഓഫ് എ റൂം. ഇൻക്രീസ് ലെന്ത് ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്ന് എഴുതിയാം അല്ലേ. ഒരു റബ്ബർ അല്ലെങ്കിൽ ഒരു റോഡ് ഇങ്ങനെ കിടക്കുവാണ്. ആ റോഡിൻ്റെ നീളം L, മാസ് M ആണെങ്കിൽ ഇതിൻ്റെ തന്നെ വെയിറ്റ് കൊണ്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർദ്ധിക്കുന്ന നീളം എത്രയാണെന്നാണ് ചോദ്യം. ഇലോങ്ങേഷൻ ഓഫ് വയർ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് എന്നല്ലേ ചോദിച്ചിരുന്നത്. ഇറ്റ്സ് ഓൺ വെയിറ്റ്, അതിൻ്റെ തന്നെ വെയിറ്റ് കൊണ്ട് കൂടുന്ന നീളം എത്രയാണെന്ന് ചോദ്യം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? യങ്സ് മോഡുലസിൻ്റെ ഫോർമുല എന്താ? Y = F അല്ലേ, F/A × L/Δl എന്നല്ലേ പഠിച്ചിരിക്കുന്നത്. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ Δl അല്ലേ. Δl എന്ന് പറഞ്ഞാൽ F/A × L/2 എന്ന് എഴുതണം. എല്ലിൻ്റെ സ്ഥാനത്ത് L/2 എന്ന് എഴുതാൻ പോവാം. കാരണം അതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് സെൻട്രോമാസിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രോമാസിൽ ആക്ട് ചെയ്യുമ്പോൾ വയറിൻ്റെ നീളം L ആണെങ്കിൽ സെൻട്രോമാസിലേക്കുള്ള ദൂരം എടുക്കണം. അവിടെയല്ലേ വെയിറ്റ് അനുഭവപ്പെടുന്നത്, സെൻട്രോമാസിലെ വെയിറ്റ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള ദൂരം ആയതുകൊണ്ട് എല്ലിൻ്റെ സ്ഥാനത്ത് L/2 എന്ന് എഴുതി. Δl ഇങ്ങോട്ട് കൊണ്ടുവന്നു. എഫിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ തന്നെ വെയിറ്റ് ആയതുകൊണ്ട് mg എന്ന് എഴുതാം അല്ലേ. അപ്പോൾ mg/A × L/2 എന്ന് എടുക്കണം. ഇനി മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡെൻസിറ്റി × വോളിയം എന്നാണ് അല്ലേ. വോളിയത്തിൻ്റെ സ്ഥാനത്ത് ഏരിയ ക്രോസ് സെക്ഷൻ × ലെന്ത് എന്ന് എഴുതാലോ. വയറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ A ആണെങ്കിൽ ലെന്ത് L ആണെങ്കിൽ വോളിയം എന്താ? AL എന്നല്ലേ. അതിവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ഇടുക. അപ്പോൾ ρAL × G × L/2A എന്നല്ലേ. താഴെ A × കൊണ്ട്, അപ്പോൾ A യും വെട്ടി പോവും. അപ്പോൾ ആൻസർ ρGL²/2 എന്ന് എടുക്കണം. ഇതാണ് ഇലോങ്ങേഷൻ ഓഫ് വയർ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല. റോ അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ടല്ലോ 1.5 × 10⁻³ G 10. ലെന്ത് എത്രയാണ്? ഈ വയറിൻ്റെ നീളം ലെന്ത് ഇവിടെ 8 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 8 എന്ന് കൊടുക്കുക. 8²/2. ഇത് സോൾവ് ചെയ്യുമ്പം കിട്ടുന്ന ആൻസറാണ് എത്ര? 9.6 × 10⁻² മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ 1 സെലക്ട് ചെയ്യുക. ഓക്കെ, എ വയർ A ആൻഡ് B ആർ മെയ്ഡ് ഫ്രം ദ സെയിം മെറ്റീരിയൽ. ഇപ്പോൾ 2 പേര് ഒരേ മെറ്റീരിയലാണ് അല്ലേ. ഒരേ മെറ്റീരിയൽ ആകുമ്പോൾ Y സെയിം ആയിരിക്കും. ഓക്കെ, A ഹാസ് ട്വൈസ് ദ ഡയമീറ്റർ ആൻഡ് എയുടെ റേഡിയസ് എങ്ങനെയാണ്? എയുടെ റേഡിയസ് എന്ന് പറയുന്നത് ട്വൈസ് ദ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഡബിൾ. ഡയമീറ്റർ ഡബിൾ ആകാൻ കാരണം റേഡിയസ് ഡബിൾ ആയതുകൊണ്ടല്ലേ. 2/B എന്ന് എഴുതാം. ആൻഡ് ലെന്തോ A എന്ന് പറയുന്നത് എയുടെ ലെന്ത് എങ്ങനെയാണെന്ന് പറയുന്നു? 3 ടൈംസ് ലെന്തോ B എന്ന് പറയാം. 3 ടൈംസ് ലെന്തോ B ആണെങ്കിൽ ഇഫ് ദ ഇലാസ്റ്റിക് ലിമിറ്റ്സ് ആർ നോട്ട് റീച്ചഡ് ഇവൻ ഈച്ച് ഈസ് സ്ട്രെച്ചഡ് ബൈ സെയിം ടെൻഷൻ. രണ്ട് സ്ട്രെച്ച് ചെയ്യുന്ന ഒരേ ടെൻഷൻ എന്ന് പറഞ്ഞാൽ F സെയിം ആയിരിക്കും. റേഷ്യോ എനർജി സ്റ്റോർഡ് ഇൻ A/B എന്ന ചോദ്യം. അങ്ങനെയാണെങ്കിൽ എനർജി സ്റ്റോർഡ് ഇൻ A/B ആണ് ചോദിക്കുന്നത് അല്ലേ. എയിലും ബിയിലും സ്റ്റോർ ചെയ്ത എനർജിയുടെ റേഷ്യോ വയ്ക്കുന്നത്. അപ്പോൾ എനർജിയുടെ ഫോർമുല U = ½ Y × എന്തൊക്കെ 6 L പറഞ്ഞു അല്ലേ. Y × എന്തെഴുതാം? YF ഒക്കെ വരുന്ന ഫോർമുല എടുക്കാം. അപ്പോൾ എന്തെഴുതാം? ½ U = പഠിച്ചിട്ടില്ല എനർജിയുടെ ഫോർമുല ½. പറയൂ. Y × സ്ട്രെസ് സ്ക്വയർ അല്ലേ. Y × അങ്ങനെയല്ല, ഇതല്ല. ½ സ്ട്രെസ് × സ്ട്രെയിൻ × വോളിയം എന്നല്ലേ പഠിച്ചിരിക്കുന്നത് എനർജിയുടെ ഫോർമുല. വോളിയം സ്ക്വയർ. ഇതെങ്ങനെ എഴുതാൻ പറ്റും? ½ സ്ട്രെസ്, ഇവിടെയും കൂടി സ്ട്രെയിൻ എന്ത് എഴുതാം? Y = സ്ട്രെസ്/സ്ട്രെയിൻ ആണെങ്കിൽ ഓക്കെ, സ്ട്രെയിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? സ്ട്രെസ്/Y എന്ന് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? സ്ട്രെസ്
സ്ക്വയർ ഡിവൈഡ് ബൈ വൈ ഇൻറ്റു വോളിയത്തിൻ്റെ സ്ഥാനത്ത് എ ഇൻറ്റു എൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്താ വരും? ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്നല്ല, എഫ് ബൈ എ ഹോൾ സ്ക്വയർ വൈ ഇൻറ്റു എ ഇൻറ്റു എൽ. ഓരോ എ വെട്ടിക്കളയാം. അപ്പോൾ യു എന്ന് പറയുന്ന ആൾ പ്രപ്പോർഷൻ എന്ത് വരും? എഫും വൈയും സെയിമാണ് ഇവിടെ, റേഡിയസ് മാറുന്നതുകൊണ്ട് ഏരിയ മാറും. അപ്പോൾ എൽ ബൈ എ എന്ന് എഴുതാം അല്ലേ? എൽ ബൈ എ, എഫും വൈ സെയിം ആയതുകൊണ്ട് കളഞ്ഞു. പ്രപ്പോർഷൻ ടു എൽ ബൈ എയുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? ആർ സ്ക്വയർ എന്ന് എഴുതാമല്ലേ? എ എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എന്നല്ലേ? പൈ കളയാം, പ്രപ്പോർഷനോട് പൈ കളഞ്ഞു. അപ്പോൾ ആർ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണ് നിങ്ങൾക്കിവിടെ യു എ ബൈ യു ബി എടുക്കുമ്പോൾ എങ്ങനെ എഴുതണം? എൽ എ ബൈ എൽ ബി ഇൻറ്റു തിരിച്ചു വരും ആർ ബി ബൈ ആർ എ ഹോൾ സ്ക്വയർ എന്നായി. ശരിയല്ലേ? എൽ എ ബൈ എൽ ബി എന്ന് പറയുമ്പോൾ എന്താ എഴുതാം? എൽ എ ബൈ എൽ ബി ആണ് 3 അല്ലേ? 3 ഇൻറ്റു ആർ ബി ബൈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നോക്കി, ആർ ബി ബൈ ആർ എടുത്താൽ 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതണ്ടേ? അപ്പോൾ ആൻസർ 3/4, 3:4. ഓപ്ഷൻ 2 സെലക്ട് ചെയ്യാം. എൽ എ ബൈ എൽ ബി ഇവിടെ നോക്കും, എൽ എ ബൈ എൽ ബി 3, ആർ ബി ബൈ ആർ എ, ആർ ബി ബൈ ആർ എ എടുക്കുമ്പോൾ 1/2 വരും. അപ്പോൾ 1/2 ഇട്ട് കൊടുത്തു. ഓക്കെ, ഓപ്ഷൻ 2 എടുക്കുക. അപ്പോൾ ഈ ഫോർമുല എങ്ങനെയാക്കി മാറ്റണം? എന്നാൽ കാരണം എന്താ, ഒരേ മെറ്റീരിയൽ വൈ യു എഫും വരുന്ന ഫോർമുല, വൈ യു എഫ് എ ഒക്കെ വരുന്ന ഫോർമുല എടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി എഴുതിയത്. എ സിലിണ്ടറിക്കൽ ഡ്രം ഓപ്പൺ അറ്റ് ദ ടോപ്പ് കണ്ടെയ്ൻസ് 15 ലിറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ഒരു ഡ്രമ്മുണ്ട്, ആ ഡ്രമ്മിനകത്ത് ഇങ്ങനെ വെള്ളം ഇരിക്കുവാണ് അല്ലേ? വെള്ളം ഇരിക്കുന്നു, താഴെ ഒരു ഓപ്പണിംഗ് അറ്റ് ദ ബോട്ടം, ബോട്ടത്തിലൊരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, ഓപ്പണിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇനി പറയുന്നത് എന്താ? സ്മോൾ ഓപ്പണിംഗ് അറ്റ് ദ ബോട്ടം, 5 ലിറ്റർ ഓഫ് വാട്ടർ കംസ് ഔട്ട് ടൈം T1, നെക്സ്റ്റ് 5 ലിറ്റർ ഫർദർ T2 ആൻഡ് ലാസ്റ്റ് 5 ലിറ്റർ ടൈം T3. ആദ്യത്തെ 5 ലിറ്റർ പോകാനെടുത്ത ടൈമാണ് T1, അടുത്ത 5 ലിറ്റർ പോകാനെടുത്ത ടൈമാണ് T2, മൂന്നാമത്തെ 5 ലിറ്റർ പോകാനെടുത്ത ടൈം T3 ആണെങ്കിൽ ഇതിലേതായിരിക്കും ടൈം ഏതാ കുറവും കൂടുതലെന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം 15 ലിറ്റർ കിടക്കുമ്പോൾ തന്നെ ഈ ഹൈറ്റ് കൂടുതലായിരിക്കും അല്ലേ? ഹൈറ്റ് കൂടുമ്പോൾ ഇതിലൂടെ വെളിയിലേക്ക് വന്ന വെള്ളത്തിൻ്റെ വേഗത പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2gh എന്നാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വെലോസിറ്റി വെള്ളം വെളിയിലേക്ക് പോകുന്ന കൂടുതൽ അളവിൽ വെള്ളം വെളിയിലേക്ക് പോകും. അപ്പം ആദ്യ സമയത്ത് ഈ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് വെലോസിറ്റി കൂടിയിരിക്കും തുടക്കത്തിൽ. അല്ലെങ്കിൽ ഈ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പ്രപ്പോർഷണൽ ടു √h ആയിരിക്കും. അപ്പോൾ ആദ്യം 15 ലിറ്റർ വരുമ്പോഴത്തേനും കൂടുതൽ ഹൈറ്റിലായിരിക്കും വെള്ളം കിടക്കുക. അപ്പോൾ ഹൈറ്റ് കൂടുതലായി, അപ്പോൾ വെലോസിറ്റി കൂടുതലായി. അപ്പോൾ ആദ്യം പെട്ടെന്ന് വെള്ളം അങ്ങ് പോകും. അപ്പോൾ 5 ലിറ്റർ പെട്ടെന്ന് അങ്ങ് പോകും. അപ്പോൾ T1 ഏറ്റവും ചെറുതായിരിക്കും. പിന്നെ 5 ലിറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ് അങ്ങ് കുറയും, എച്ച് കുറയും. എച്ച് കുറഞ്ഞാൽ വെലോസിറ്റി കുറയും, പോകുന്ന വെള്ളത്തിൻ്റെ അളവ് വെലോസിറ്റി വേഗത കുറയും. അപ്പോൾ കൂടുതൽ സമയം എടുത്തല്ലേ വെള്ളം ബാക്കി 5 ലിറ്റർ പോകുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ സമയമായിരിക്കും T2. അതിനെ കഴിഞ്ഞ് കൂടുതൽ സമയമല്ലേ, അങ്ങനെയാണ് T3 വരിക, വീണ്ടും ഹൈറ്റ് കുറയല്ലേ. അപ്പോൾ ചെറിയ സമയം ഏതാ? T1, അതിൽ കൂടുതൽ സമയം T2, അത് കഴിഞ്ഞ് T3, ഈ ഓർഡർ വരും. ഓപ്ഷൻ 1 സെലക്ട് ചെയ്യാം. ദ RMS സ്പീഡ് ഓഫ് മോളിക്കുലർ ഗ്യാസ് ഇൻ എ വെസൽ ഈസ് 400 മീറ്റർ പെർ സെക്കൻഡ്. ഒരു വെസലിനകത്തുള്ള RMS സ്പീഡിൻ്റെ ഫോർമുല നമുക്കറിയാം. എന്തായിരുന്നു? √3RT/m എന്നാണ്. ഓക്കെ, ഈ ഹാഫ് ഓഫ് ദ ഗ്യാസ് ലീക്ക് ഔട്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റാണ്. ഇതിൻ്റെ അകത്തുനിന്ന് പകുതി, ഹാഫ് ഓഫ് ദ ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ RMS വെലോസിറ്റി എന്താവുമെന്നാണ് ചോദ്യം. RMS വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ മാറുന്നില്ല. എം എന്ന് പറഞ്ഞാൽ മോളിക്കുലർ മാസാണ്. ഇപ്പോൾ ഇതൊരു ഹൈഡ്രജൻ ആണെങ്കിൽ എന്ന് വെച്ചോ, ഹൈഡ്രജൻ ഗ്യാസ് ആണെങ്കിൽ ഹൈഡ്രജൻ്റെ പകുതി പോയാലും മോളിക്കുലർ മാസ് എന്ത് തന്നെയാണ്? നേരത്തെ മോളിക്കുലർ മാസ് എത്രയാണോ അത് തന്നെയല്ലേ. അപ്പോൾ എമ്മും മാറുന്നില്ല. പകുതി ഗ്യാസ് പോയെന്ന് ഓർത്തുകൊണ്ട് മാസ് ഓഫ് ഗ്യാസ് കുറയുന്നു, പക്ഷേ മോളിക്കുലർ മാസാണ് ഈ എം. ആ മോളിക്കുലർ മാസ് മാറുന്നില്ല, മോളാർ മാസ് മാറാത്തതുകൊണ്ട് T-യും എമ്മും ഇവിടെ മാറുന്നില്ല. അപ്പോൾ RMS വെലോസിറ്റിയും മാറാതെ നിൽക്കും, പഴയ പോലെ സെയിം ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ 400 ആണെങ്കിൽ വീണ്ടും ലീക്കായാലും 400 തന്നെ, കാരണം T-യും എമ്മും മാറുന്നില്ല. അടുത്തെന്താ? ഡ്യൂറിങ് ദ എക്സ്പെരിമെൻറ്റ് ഐഡിയൽ ഗ്യാസ് ഈസ് ഫൗണ്ട് ടു ഒബേ ആൻ അഡീഷണൽ ലോ. ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഒരു അഡീഷണൽ ലോ തന്നിരിക്കുക. എന്താ തന്നിരിക്കുന്നത്? V²P ഈസ് എ കോൺസ്റ്റൻ്റ് ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ഈസ് ഇനീഷ്യലി ടെമ്പറേച്ചർ T, വോളിയം V, when it aspires to a volume 2V. ആ വോളിയം T എന്ന ടെമ്പറേച്ചർ ഇരിക്കുമ്പോൾ വോളിയം V ആണ്. 2Vയിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ എത്രയായി തീരുന്ന ചോദ്യം. അപ്പോൾ ഒരു അഡീഷണൽ ലോ ഐഡിയൽ ഗ്യാസിനകത്ത് ഒന്ന് V²P ഈസ് എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV ഈസ് എ nRT എന്നാണ് അല്ലേ? അപ്പം P എന്ന് പറഞ്ഞാൽ ആരാ? nRT/V എന്നാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് എഴുതാം? v² ഇൻറ്റു പിയുടെ സ്ഥാനത്ത് ടി ബൈ NR കോൺസ്റ്റൻ്റ് അല്ലേ, പോട്ടെ, ടി ബൈ വി എന്ന് എഴുതി, ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. അപ്പം വി വെട്ടിയുമ്പോൾ ടി ഇൻറ്റു വി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? T1 V1 ഈസിക്കൽ ടു T2 V2 എന്ന് എഴുതാം. ആദ്യത്തെ ടെമ്പറേച്ചർ T, വോളിയം V. രണ്ടാമത്തെ ടെമ്പറേച്ചർ T2 കണ്ടുപിടിക്കണം. വോളിയം എത്രയായി തീരുന്നു? V2 എന്നുള്ള 2V ആയി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ V എന്നുള്ള 2V ആയി തീരും. അപ്പോൾ V2 2V എന്ന് കൊടുത്തു. വിയും വെട്ടിപ്പോയി. അപ്പോൾ T2 എന്നാ കിട്ടും? T/2. ആൻസർ ഓപ്ഷൻ 4, T/2 എന്ന് എഴുതണം. സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ഈസ് 0.072 ന്യൂട്ടൺ മീറ്റർ റേസ്ഡ് -1. എക്സസ് പ്രഷർ ഇൻസൈഡ് എ വാട്ടർ ഡ്രോപ്പ് ഡയമീറ്റർ 1.2. ഒരു വാട്ടർ ഡ്രോപ്പിൻ്റെ അല്ലേ, ഒരു ഡ്രോപ്പിൻ്റെ ഉള്ളിലെ എക്സസ് പ്രഷർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ പഠിച്ചാൽ? ഡ്രോപ്പ് ആണെങ്കിൽ 2S/R എന്നല്ലേ, 2 ഇൻറ്റു സർഫസ് ടെൻഷൻ 0.072. ആരാ? റേഡിയസ്. ഡയമീറ്റർ വന്നിരിക്കുക ഡ്രോപ്പിൻ്റെ. അപ്പോൾ റേഡിയസ് അപ്പോൾ ഇതിൻ്റെ പകുതിയല്ലേ, 1.2ൻ്റെ പകുതി 0.6 മില്ലിമീറ്ററിനെ മീറ്റർ ആകുമ്പോൾ 10⁻³ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 240 ന്യൂട്ടൺ മീറ്റർ റേസ്ഡ് -1 എഴുതാം. In a capillary tube experiment, a vertical 30 cm capillary tube is dipped in a water. The water rises to a height of 10 cm due to capillary action. അല്ലേ, 30 cm capillary ട്യൂബിൽ വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോൾ ട്യൂബിലൂടെ എത്ര കിട്ടി? മൊത്തം 30 cm ആണ് കേട്ടോ. 10 cm വെള്ളം കയറിയെങ്കിൽ ദിസ് എക്സ്പെരിമെൻറ്റ് ഈസ് കണ്ടക്ടഡ് ഇൻ എ ഫ്രീലി ഫാളിങ് എലിവേറ്റർ. ഫ്രീലി ഫാൾ ചെയ്യുമ്പോൾ ഈ ഹൈറ്റ് എത്രയായി തീരുമെന്ന് ചോദ്യം. ക്യാപ്പിലറി ഹൈറ്റിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ട് 2S ഡിവൈഡ് ബൈ എന്താ പഠിച്ചത്? 2S ഡിവൈഡ് ബൈ 2S cos θ ഡിവൈഡ് ബൈ R ρg എന്നാണ്. അപ്പോൾ എന്താ ഈ എക്സ്പെരിമെൻ്റ് നടത്തുന്നത്? ഫ്രീലി ഫാളിങ് എലിവേറ്ററാണ്. ഫ്രീലി ഫാൾ ചെയ്യുമ്പോൾ ഈ എലിവേറ്റർ ഇങ്ങനെ താഴോട്ട് ഫ്രീലി ഫാൾ ചെയ്യുമ്പം ജിയുടെ വാല്യൂ എത്രയാണ്? ജി എഫക്റ്റീവ് ജി വാല്യൂ എത്രയാണ്? ഫ്രീലി ഫാൾ ചെയ്യുമ്പം എഫക്റ്റീവ് ജി വാല്യൂ 0 അല്ലേ. ഫ്രീലി ഫാൾ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ജി 0 ആയി. ജി 0 ആകുമ്പോൾ എച്ച് എന്താവും? ഇൻഫിനിറ്റി എന്നാവും. അപ്പോൾ ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഈ ലിക്വിഡ് കയറി ഇങ്ങനെ പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൈപ്പില്ല എന്ന് പറഞ്ഞാൽ ഈ തിയറി അനുസരിച്ച് ഇൻഫിനിറ്റിയിലേക്ക് പോകണം. പക്ഷേ നമുക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൈപ്പില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ വന്നങ്ങ് നിൽക്കും. കാരണം എന്താ? ഒരിക്കലും ക്യാപ്പിലറി ട്യൂബിൽ ഓവർഫ്ലോ ഇല്ല. ഇൻസഫിഷ്യൻ്റ് ലെന്ത് വന്നെന്ന് ഓർത്തുകൊണ്ട് ഇത് ഇൻഫിനിറ്റി നീളം വരെ കയറി പോകണ്ട. ഇൻസഫിഷ്യൻ്റ് നീളമാണെങ്കിലും ഓവർഫ്ലോ ഒരിക്കലും ഉണ്ടാകില്ല. ഇവിടെ വന്നിട്ട് ഈ ലിക്വിഡ് എന്ത് ചെയ്യും? ഈ ലിക്വിഡിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറിന് ഫ്ലാറ്റനാക്കി അവിടെ അങ്ങ് നിൽക്കും. ഓക്കെ, ഓവർഫ്ലോ ഇല്ല, ഇങ്ങനെ കയറി അങ്ങ് നിൽക്കും, അവിടെ ചെന്നങ്ങ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ആൻസർ എന്ത് ചെയ്യണം? 10 സെൻറ്റിമീറ്ററിലായിരുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്, അത് കയറി ടോപ്പിൽ വന്നങ്ങ് നിൽക്കും. ഓക്കെ, ടോപ്പിൽ വന്നിട്ട് ഓവർഫ്ലോ ഉണ്ടാക്കില്ല. കാരണം എന്താ? ഈ മുകളിലത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ അതിന് ഈ എച്ച് റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായിരിക്കും? H × R ഈസ് എ കോൺസ്റ്റൻ്റ് എന്നാണ് കേട്ടോ. എച്ച് എന്ന് പറയുന്നത് H/R കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്തായി മാറും? ഫ്ലാറ്റിനായിട്ട് അവിടെ അങ്ങ് നിൽക്കും. അപ്പോൾ ആൻസർ ആ മോളിൽ പോയി നിൽക്കുകയുള്ളൂ. അപ്പോൾ ആൻസർ 30 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഇൻസഫിഷ്യൻ്റ് ലെന്ത് ആണെങ്കിലും ലിക്വിഡിന് എന്തില്ല? ഓവർഫ്ലോ ഇല്ല. ഓക്കെ, H ഇൻഫിനിറ്റി ആകുമ്പോൾ R 0 ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. സ്മോൾ ലിക്വിഡ് ഡ്രോപ്സ് അസീൻ സ്പെറിക്കൽ ഷേപ്പ് ബിക്കോസ് സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടാകാൻ കാരണം എന്താ? ഇങ്ങനെ ഒരു ലിക്വിഡ് ഡ്രോപ്പ് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? ഇതിൻ്റെ അകത്ത് സർഫസ് ടെൻഷൻ ഉണ്ട്. ആ സർഫസ് ടെൻഷൻ മൂലം ഇതിൻ്റെ ഏരിയ എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ഇതിൻ്റെ ഏരിയ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുമല്ലേ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസ് ടെൻഷൻ ആക്ടിങ് ഓൺ ദ സർഫസ് ഓഫ് ലിക്വിഡ് സെയിം ആസ് ലൈക്ക് സ്ട്രെച്ചഡ് മെംബ്രെയിൻ എന്ന് പഠിച്ചത്. സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ പ്രവർത്തിച്ചാൽ അവിടുത്തെ ഏരിയ കുറച്ച് ചെറുതാക്കി നിൽക്കാൻ ശ്രമിക്കുന്നു. ഏരിയ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഏരിയ ഏറ്റവും ചെറിയ ഏരിയയിൽ നിൽക്കണമെങ്കിൽ ഏത് ഷേപ്പ് വേണം? സ്പെറിക്കൽ ഷേപ്പ് വേണം. അതാണ് അതിൻ്റെ ആൻസർ. Liquid tends to have minimum surface area due to surface tension. In vertical gas capillary tube open at both ends contains some water. Which of the following shape may be taken by the water in the tube എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇങ്ങനെയാണ് ട്യൂബ്, ക്യാപ്പിലറി ട്യൂബ് ലിക്വിഡ് ഇരിക്കുക. ആദ്യത്തെ ഫിഗറിൽ ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ആലോചിക്കുക, ഇങ്ങനെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് താഴോട്ടുണ്ട്. ആ വെയിറ്റ് മൂലം താഴോട്ട് പോരുന്ന ആ വെയിറ്റിനെ പിടിച്ചു നിർത്താൻ ഒരു നെറ്റ് ഫോഴ്സ് മുകളിലേക്ക് വരണം. ശരിയല്ലേ? അതെങ്ങനെയാണ്? ഇവിടെ ഫോഴ്സ് എങ്ങനെ കിട്ടുക? സർഫസ് ടെൻഷൻ മൂലം ഒരു നെറ്റ് ഫോഴ്സ് മുകളിലേക്ക് കിട്ടണം. ഇവിടെ സർഫസ് ടെൻഷൻ ഇവിടെ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെയല്ലേ വരിക? ഇവിടെ ഇങ്ങനെയാണ് സർഫസ് ടെൻഷൻ വരിക. അപ്പോൾ മുകളിലേക്ക് ഫോഴ്സ് ഇല്ല. അപ്പോൾ ഈ ലിക്വിഡിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷേ രണ്ടാമത്തെ ഫിഗർ ശ്രദ്ധിച്ച് നോക്കിയാൽ രണ്ടാമത്തെ ഫിഗർ ഇങ്ങനെയല്ലേ? ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനെയും വെയിറ്റ്, ലിക്വിഡിൻ്റെ വെയിറ്റ് താഴോട്ടാണ്. ഇവിടുന്ന് ടാൻജൻറ്റ് വരച്ചു. ഉണ്ടോ? ഇവിടുന്ന് ടാൻജൻറ്റ് വരച്ചു. ഇവിടുന്ന് ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ
ഈ ടാൻജൻ്റാണ് സർഫസ് ടെൻഷൻ മുതലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഇതിനെ റിസോൾവ് ചെയ്താൽ ഇവിടുന്ന് ടാൻജൻറ്റ് വരച്ചാൽ ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പം ഈ ഇതുണ്ട്, ഈ ടാൻജൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും, ഈ ടാൻജൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ മുകളിലേക്ക് ഒരു ബലം കിട്ടും. അതുപോലെ ഇവിടെയും ടാൻജൻറ്റ് വരയ്ക്കുക. അതെ, ഇവിടെയും ടാൻജൻറ്റ് ഇത് കണ്ടോ, ലിക്വിഡിൻ്റെ സർഫസിലൂടെ ടാൻജൻറ്റ് വരച്ചാൽ ഇതിനെ ഇങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്താൽ ഈ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് മുകളിലേക്ക് വരും, ഈ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് മുകളിലേക്ക് വരും. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ബലം മുകളിലേക്ക്, ഇവിടുത്തെ ബലവും മുകളിലേക്ക് വരും. അപ്പോൾ എന്താ, രണ്ട് ബലം മുകളിലേക്ക് വരുമ്പോൾ mg താഴോട്ട് ഇരിക്കുമ്പോൾ ഈ എഫും ഈ എഫ് കൂടി മുകളിലേക്ക് പ്രവർത്തിച്ച് ഒരു നെറ്റ് ഫോഴ്സ് മുകളിലേക്ക് ഉണ്ടാക്കി ഈ നെറ്റ് ഫോഴ്സ് ഈ mgനെ ബാലൻസ് ചെയ്യും. ലിക്വിഡിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ അവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഏത് ഷേപ്പിലേക്ക് മാറും? ഈ ഒരു ഷേപ്പിലേക്ക് മാറും. ഓപ്ഷൻ 2. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്ത് പറ്റി? ഇവിടെ വരുമ്പോൾ ടാൻജൻറ്റ് എടുക്കുമ്പോൾ ഇങ്ങനെ ടാൻജൻറ്റ് എടുക്കുമ്പോൾ റിസൾട്ടൻ്റ് ഇങ്ങോട്ടാണ് വരിക. ഇവിടെ അതുപോലെ എടുക്കുമ്പോഴത്തേനും ടാൻജൻറ്റ് താഴോട്ട് വന്നില്ലേ നോക്കി. ഇവിടെ വരുമ്പോഴത്തേന് ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ രണ്ട് സർഫസ് ടെൻഷൻ പോലുള്ള ഫോഴ്സ് ക്യാൻസലായി അങ്ങ് പോകും. ഇവിടെ വരുമ്പോഴത്തേന് എന്തായി? ഇങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ എഫ് ഇങ്ങോട്ടായി, ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് ഇങ്ങോട്ടായി, അവിടെ എഫും ക്യാൻസലായി പോകും. അപ്പോൾ ഈ വെയിറ്റിനെ പിടിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ കേസിൽ മാത്രമേ വെയിറ്റിനെ പിടിച്ച് നിർത്താൻ സർഫസ് ടെൻഷൻ്റെ കമ്പോണൻറ്റ് മുകളിലേക്ക് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ലിക്വിഡിൻ്റെ ഷേപ്പ് ഏതായിരിക്കും? ഓപ്ഷൻ 2 സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ 45 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ZEOTS-ൻ്റെ ഡിസ്കഷനാണ്. നിങ്ങളെല്ലാവരും ZEOTS എഴുതിയിട്ടുണ്ടാകും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. എല്ലാവർക്കും നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഫ് സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ്, ഇഫ് സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് zirconium phosphate ZR3PO4 4 times is denoted by KSP and its molar solubility is denoted by S, then which of the following relation between S and KSP is correct? Zirconium phosphate ഒരു പെക്കുലിയർ എക്സാമ്പിളാണ്. നമ്മളെ NCERT ടെക്സ്റ്റിലുള്ള ഒരു പെക്കുലിയർ എക്സാമ്പിളാണ്. ZR3PO4 4 times ഇതാണ്. ഇത് സോലബിൾ ആകുമ്പോൾ സിർക്കോണിയത്തിൻ്റെ താഴെ 3, അപ്പോൾ 3 സിർക്കോണിയം അയോൺ, ദറ്റ് ഈസ് അതിൻ്റെ ചാർജ് ഫോസ്ഫേറ്റിൻ്റെ താഴെ ഇരിക്കുന്ന 4+, പ്ലസ് PO4ന് താഴെ 4 ഇരിപ്പുണ്ട്, അപ്പോൾ 4 ഫോസ്ഫേറ്റ് PO4 അതിൻ്റെ ചാർജ് 3-. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് അയോൺസായിട്ട് സോലബിൾ ആകുന്നത്. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ സോലബിലിറ്റി S മോൾസ് പെർ ലിറ്റർ എന്ന് എടുക്കുന്നു. S മോൾസ് പെർ ലിറ്റർ. ഇങ്ങനെ ഇതിൻ്റെ സോലബിലിറ്റി S മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ 3S മോൾസ് പെർ ലിറ്റർ സിർക്കോണിയം 4+ ഉണ്ടാകും, 4S മോൾ പെർ ലിറ്റർ ഫോസ്ഫേറ്റ് അയോൺ ഉണ്ടാകും. അതെന്താണെന്ന് പറഞ്ഞാൽ 1 മോൾ സിർക്കോണിയം ഫോസ്ഫേറ്റ് ഡിസൊല്യൂഷൻ ആകുമ്പം 3 മോൾ സിർക്കോണിയം 4+ഉം 4 മോൾ PO4 3- ഉണ്ടാകും. അപ്പോൾ S മോൾസ് പെർ ലിറ്റർ സോലബിൾ ആകുകയാണെങ്കിൽ അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ 3S മോൾസ് പെർ ലിറ്റർ സിർക്കോണിയം 4+ഉം 4S മോൾസ് പെർ ലിറ്റർ ഫോസ്ഫേറ്റ് അയോൺ ഉണ്ടാകും. ഇനി ഇതിൻ്റെ KSPയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ KSP equal to molar concentration of zirconium 4+ the whole raised to 3 into molar concentration of PO4 3- in its saturated solution raised to 4. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ KSP equal to സിർക്കോണിയം 4+ൻ്റെ കോൺസെൻട്രേഷൻ 3S ആണ്, അപ്പോൾ 3S³ ഇൻറ്റു PO4 3- കോൺസെൻട്രേഷൻ 4S, 4 raised to 4. അപ്പോൾ നോക്കുകയാണെങ്കിൽ KSP equal to 3³ 27 S³ ഇൻറ്റു 4 raised to 4 4 16 64 256 S raised to 4 വരും. അപ്പോൾ ഇത് രണ്ടും ഗുണിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ 6912 S raised to 7 എന്ന് വരും. ഇതാണ് KSPയും എസും തമ്മിലുള്ള റിലേഷൻ. നമുക്കിവിടെ S എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ S raised to 7 equal to KSP divided by 6912. S equal to KSP divided by 6912 the whole raised to 1/7. ഇതാണ് ആൻസർ. So second option is the correct answer. Second option is the correct answer. അപ്പോൾ ഇതാണ്
സിർക്കോണിയം ഫോസ്ഫേറ്റ് ഒരു പെക്കുലിയർ എക്സാമ്പിളാണ്. NCERT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഫോർമുലയും പഠിക്കണം. ഇവിടെ ഫോർമുല തന്നിട്ടുണ്ട്, സിർക്കോണിയം ഫോസ്ഫേറ്റ് എന്നായിരിക്കും തരുന്നത്. മാറി. ഓക്കെ, നെക്സ്റ്റ് വൺ. For the following gaseous equilibria X, Y and Z at 300 Kelvin, X 2SO2 plus O2 reversible 2SO3, Y PCl5 reversible PCl3 plus Cl2, Z 2HI reversible H2 plus I2. Ratio of Kp and Kc in the increasing order. നമുക്കറിയാം, if delta n greater than 0 then Kp greater than Kc ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെയും പറയാൻ പറ്റും, Kp by Kc greater than 1 ആണ്. Kp by Kc greater than 1 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എൻ ലെസ് ദാൻ 0 ആണെങ്കിൽ Kp by Kc ലെസ് ദാൻ 1 ആയിരിക്കും. ഡെൽറ്റ എൻ ഈക്വൽ ടു 0 ആണെങ്കിൽ Kp ഈക്വൽ ടു Kc ആണല്ലോ, അപ്പോൾ Kp by Kc ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് Kp by Kcയുടെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പം അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റിയാക്ഷനിൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 2 മോൾ ഗേഷ്യസ് പ്രോഡക്റ്റും 3 മോൾ ഗേഷ്യസ് റിയാക്റ്റൻറ്റും അല്ലേ. അപ്പോൾ -1 ഡെൽറ്റ എൻ ലെസ് ദാൻ 0 ആണ്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ 2 മോൾ ഗേഷ്യസ് പ്രോഡക്റ്റും 1 മോൾ ഗേഷ്യസ് റിയാക്റ്റൻ, അപ്പം ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 2 - 1 1. മൂന്നാമത്തേൽ 2 മോൾ ഗേഷ്യസ് പ്രോഡക്റ്റും 2 മോൾ തന്നെ ഗേഷ്യസ് റിയാക്റ്റൻറ്റും, അപ്പോൾ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആണ്. സോ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് വരുന്നത് Y ആണ്. അപ്പോൾ Yക്കാണ് ഏറ്റവും എന്തോന്ന് Kp by Kcയുടെ വാല്യൂ കൂടുതൽ. അടുത്തത് ആർക്കാണെന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ Kp ഈക്വൽ ടു Kc ആണ്. അപ്പം Kp by Kc 1. ഇനി -1 വരുമ്പോൾ Kp ലെസ് ദാൻ Kc, ദാറ്റ് ഈസ് X. സോ ദ കറക്റ്റ് ആൻസർ ഈസ്, ഞാൻ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്നേ ഉള്ളൂ, നമുക്ക് ഇൻക്രീസിങ് ഓർഡർ X, Y, Z, Y ഇതാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ റിയാക്ഷൻ. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതൊരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം ആണ്. നോക്കിയാൽ അറിയാം, 2Ag2O സോളിഡാണ്, റിവേഴ്സിബിൾ 4Ag സോളിഡാണ്, പ്ലസ് O2 ഗ്യാസ്. ഇങ്ങനെ ഒരു ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയത്തിൽ, ഒരു സോളിഡ് ഇക്വിലിബ്രിയത്തിൽ ഇൻവോൾവ് ചെയ്യുമ്പം അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ എഴുതുമ്പം അത് എഴുതാറില്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പാർഷ്യൽ പ്രഷറിനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ Kpയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ Kp ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഇത് മാത്രം എഴുതിയാൽ മതി. ഇതും സോളിഡാണ്, ഇതും സോളിഡാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഈസ് ഈക്വൽ ടു Kp, അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്, Kpക്ക് ഈക്വൽ ആണ്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, when propine is treated with aqueous sulfuric acid in presence of mercury sulfate, the product is. Propine ഒരു ആൽക്കൈൻ, CH3C ട്രിപ്പിൾ ബോണ്ട് CH. ഇതെടുത്തിട്ട് നമ്മൾ aqueous sulfuric ആസിഡും മെർക്കുറി സൾഫേറ്റ് HgSO4 ഇതിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യും. മേജർ പ്രോഡക്റ്റ് എന്താണ്? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വാട്ടർ അഡീഷനാണ് നടക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഇതിൽ ഈ 2 മോളിക്യൂൾ വാട്ടർ അഡീഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ആദ്യം ഒരു വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട്, രണ്ടാമത്തെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സിംഗിൾ ബോണ്ട്. ഇനി ഇവിടെ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു അൺസിമെട്രിക്കൽ റിയേജൻ. അപ്പോൾ മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ചായിരിക്കും അഡീഷൻ നടക്കുന്നത്. മാർക്കോണിക് ഓഫ് അഡീഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ മാർക്കോണിക് ഓഫ് അഡീഷൻ എഴുതുമ്പോൾ നോക്കിയേ, നെഗറ്റീവ് പാർട്ട് ഏറ്റവും കുറച്ച് ഹൈഡ്രജനുള്ള കാർബണിൽ ചേരും, പോസിറ്റീവ് പാർട്ട് ഇവിടെ. ഇനി വീണ്ടും ഒരു മോളിക്യൂൾ വാട്ടർ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു കാർബണിൽ തന്നെ 2 OH വരും അല്ലേ. ഒരു കാർബണിൽ ഒന്നിൽ കൂടുതൽ OH ഉണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അവിടെ ഇരുന്ന് എന്തോന്ന് പോകുമെന്ന് പറഞ്ഞാൽ വാട്ടർ പോകും. അപ്പോൾ OHും Hും കൂടെ ചേർന്ന് വാട്ടർ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി പ്രോഡക്റ്റ് നോക്കിയേ, CH3CO സിംഗിൾ ബോണ്ട്, ഇവിടെ CHൻ്റെ കൂടെ 2 ഹൈഡ്രജൻ കൂടെ ചേരുമ്പം CH3 ആകും. ദാറ്റ് ഈസ് നമുക്ക് പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ ആണ് പ്രോഡക്റ്റ്. പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ ആണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് അസറ്റോൺ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ റിയാക്ഷൻ നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഇതിങ്ങനെയാണ് നടക്കുന്നത്. CH3C ട്രിപ്പിൾ ബോണ്ട് CH,
ഇതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഒരു മോളിക്യൂൾ വാട്ടർ അഡീഷൻ ആകും. ഒരു മോളിക്യൂൾ വാട്ടർ അഡീഷൻ ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്, OH മൈനസ് H+. അപ്പോൾ ഒരു ഈനോൾ ഫോം ഉണ്ടാകും, ഒരു ഈനോൾ ഫോം CH3 COH ഡബിൾ ബോണ്ട് CH2, ഇങ്ങനെ ഒരു ഈനോൾ ഫോം ഉണ്ടാകും. ഈനോൾ ഫോം അൺസ്റ്റേബിൾ ആണ്. ഇത് ഐസോമറൈസേഷൻ അല്ലെങ്കിൽ ടോട്ടോമറൈസേഷനായി എന്തോന്നായിട്ട് മാറും എന്ന് പറഞ്ഞാൽ കീറ്റോ ഫോം ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് എഴുതണം, ഈ H ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടും ഹൈഡ്രജനും അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷൻ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ അസറ്റോണായിട്ട് മാറും. ഇതാണ് യഥാർത്ഥത്തിൽ റിയാക്ഷൻ. ഒരു മോളിക്യൂൾ വാട്ടർ അഡീഷൻ ആകത്തുള്ളൂ, ടോട്ടോമറൈസേഷൻ അല്ലെങ്കിൽ ഐസോമറൈസേഷൻ എന്ന് പറയും. നമുക്ക് പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ മാർക്കോണിക് ഓഫ് റൂൾ അനുസരിച്ച് 2 വാട്ടർ അഡീഷൻ ചെയ്യാൻ, ഒരു കാർബണിൽ ഒന്നിൽ കൂടുതൽ OH വരും, അതിൽ നിന്ന് ഒരു വാട്ടർ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. The volume of water added to 100 ml basic solution to change its pH from 10 to 9. ഒരു ബേസിക് സൊല്യൂഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ബേസിക് സൊല്യൂഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബേസിക് സൊല്യൂഷൻ ആകുമ്പം അതിലിരിക്കുന്നത് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ബേസ് ആകുമ്പോൾ OH മൈനസ് ആണല്ലോ പ്രീഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് pHൻ്റെ വാല്യൂ 10 to 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 to 9. ഈ pHൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ H3O+ൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് അതിൽ മേജറായിട്ടിരിക്കുന്നത് എന്തോന്നാണെന്ന് പറഞ്ഞാൽ OH മൈനസ് ബേസിക് സൊല്യൂഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഈ pHനെ POH ആയിട്ട് മാറ്റാം. നമുക്കറിയാം pHും POHും ചേർന്നാൽ 14 ആണ്. 25 ഡിഗ്രി സെൽഷ്യസ് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ മാത്രമേ അങ്ങനത്തെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ POH ആകുമ്പം ഇവിടെ 10 ആകുമ്പം 4, ഇവിടെ 5. അപ്പോൾ POH 4 ൽ 5 ആക്കുന്നു. അതിന് പകരമാണ് POH 10 ൽ 9 ആക്കുന്നു എന്ന് പറയുന്നത്. ഇനി POH 4 തൊട്ട് 5 വരെ ആണെങ്കിൽ അതിലുള്ള OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് എഴുതാൻ പറ്റും. OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ POH ആണ്. അപ്പോൾ POH 4 ആണെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁴. ഇനി POH 5 ആണെങ്കിൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻⁵. അപ്പോൾ നോക്കുകയാണെങ്കിൽ ബേസിക് സൊല്യൂഷനിലിരിക്കുന്ന OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ മാറണം, 10⁻⁴ to 10⁻⁵. നമ്മൾ ഡയലൂഷൻ്റെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാകും, V1M1 = V2M2. V1, the volume of water added to 100 ml of basic solution. 100 ആണ് V1. M1 initial molarity 10⁻⁴. V2 കണ്ടുപിടിക്കണം. M2 final molarity 10⁻⁵. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ V2 = 100 × 10⁻⁴ ഡിവൈഡഡ് ബൈ 10⁻⁵. അപ്പോൾ 10⁻⁵ മുകളിലോട്ട് വരുമ്പോൾ 10⁻+5 ഒരു 10 ബാക്കി വരും, ദാറ്റ് ഈസ് 1000 എന്ന് വരും. ഈ 1000 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയമാണ്. നമുക്ക് വോളിയം ഓഫ് വാട്ടർ ആഡഡ് ആണ് വേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ ആഡഡ് = 1000 മൈനസ് ഇനീഷ്യലായിട്ട് 100 ml ഉണ്ടായിരുന്നു. 100, that is 900 ml. That is the answer, 900 ml. So the correct answer is 900 ml. Fourth option is the correct. Next one. A 0.2 molar solution of formic acid is 3.2% ionized. Its ionization constant is. ഒരു വീക്ക് ആസിഡിൻ്റെ അയണൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണ്, Ka = C⁴². അപ്പോൾ Ka = C 0.2 മോളാർ. ആൽഫ 3.2% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ 3.2 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് ഈസ് 3.2 × 10⁻². അപ്പോൾ 3.2 × 10⁻²². 0.2 × 3.2 സ്ക്വയർ. $10.24 × 10⁻⁴. 0.2 × 10⁻24. 2.048 × 10⁻⁴. That is approximately 2.1 × 10⁻⁴. So the correct answer is second option. Okay. Next one. Heating a mixture of sodium benzoate or benzoic acid and soda lime gives.
heating a mixture of sodium benzoate or benzoic acid അല്ലെങ്കിൽ benzoic acid. And soda lime NaOH കാൽഷ്യം ഓക്സൈഡും കൂടെ ചേർന്ന മിക്സർ. ഇത് വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ ഡീകാർബോക്സിലേഷൻ ആയിരിക്കും നടക്കുന്നത്. Na2CO3 നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ബെൻസീൻ ആയിരിക്കും കിട്ടുന്നത്. ബെൻസോയിക് ആസിഡ് ആയാലും ആദ്യം NaOH റിയാക്ട് ചെയ്ത് അതൊന്നും ഉണ്ടായിക്കോളും, സോഡിയം സോൾട്ട് ഉണ്ടായിക്കോളും. ആ സോഡിയം സോൾട്ട് ആയിരിക്കും ഫർദറായിട്ട് സോഡ ലൈമുമായിട്ട് ഡീകാർബോക്സിലേഷൻ ആകുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബെൻസീൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one. For the manufacture of ammonia by Haber's process, N2 plus 3H2 reversible 2NH3 delta H equal to minus 22 kilocalories. The favorable conditions are. നമുക്ക് കണ്ടീഷൻസ് ടെമ്പറേച്ചറും പ്രഷറുമാണ് തന്നിരിക്കുന്നത്. ടെമ്പറേച്ചറും പ്രഷറും ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്. N2 plus 3H2 reversible 2NH3 ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് -22 കിലോ കാലറീസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ നോക്കുവാണെങ്കിൽ ലോ ടെമ്പറേച്ചറാണ് ഫേവർ ചെയ്യുന്നത്. ഇനി പ്രഷർ കൊണ്ടുള്ള എഫക്റ്റ് നോക്കണം. മാനുഫാക്ചർ ഓഫ് അമോണിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യണം. അതാണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് മോൾസ് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ 3 + 1 4, റൈറ്റ് സൈഡ് നമ്പർ ഓഫ് മോൾസ് നോക്കുമ്പോൾ 2. അപ്പം ഫോർവേഡ് ഡയറക്ഷനിൽ ചെല്ലുമ്പം നമ്പർ ഓഫ് മോൾസ് എന്തോന്ന് ചെയ്യുന്നു? കുറയുന്നു. എപ്പോഴും നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രഷർ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ഓഫ് പ്രഷർ ഫേവേഴ്സ് ദോസ് റിയാക്ഷൻ വിച്ച് ആർ അക്കമ്പനീഡ് ബൈ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് മോൾസ്. അതാണ് ലേഷാർലെ പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോർവേഡ് ഡയറക്ഷനാണ് മാനുഫാക്ചർ ഓഫ് അമോണിയ. ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? കുറയുന്നു. നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഡയറക്ഷനിലോട്ട് റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രഷർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യണം. സോ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറുമാണ്. ഹൈ പ്രഷർ ആൻഡ് ലോ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും തീരെ ലോ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ അവിടെ എന്താണ് റേറ്റ് കുറയും. അത് കാരണം ഒപ്റ്റിമം ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന റിയാക്ഷൻ വെച്ചിട്ട് ലേഷാർലെ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ് കണ്ടീഷൻ അത്രയും മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻ ആകുമ്പോൾ ലോ ടെമ്പറേച്ചറാണ് ഫേവർ ചെയ്യുന്നത് ലേഷാർലെ പ്രിൻസിപ്പിൾ അനുസരിച്ച്. പിന്നെ ഫോർവേഡ് ഡയറക്ഷനിൽ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ആണ് ആകുന്നത്. നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ആണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. Next one. The equilibrium constant Kc for the reaction N2 plus O2 gives 2NO is at equilibrium constant. അവിടെ ഒരു റിവേഴ്സിബിൾ വരണം. രണ്ടിതിലും റിവേഴ്സിബിൾ വരണം. അതിൽ റിവേഴ്സിബിൾ വന്നിട്ടില്ല. നമുക്ക് രണ്ട് റിയാക്ഷൻ തന്നിരിക്കുന്നു. ഒന്ന് ഇതാണ് N2 plus O2 റിവേഴ്സിബിൾ 2NO. അതിൻ്റെ വാല്യൂ 4 × 10⁻⁻⁴. നമുക്ക് ഏത് റിയാക്ഷനാണ് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ NO റിവേഴ്സിബിൾ ഹാഫ് N2 പ്ലസ് ഹാഫ് O2ൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റിയാക്ഷനിൽ NO പ്രോഡക്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ റിയാക്ഷനിൽ NO എവിടെയാണ് ഇരിക്കുന്നത്? റിയാക്റ്റൻറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റിയാക്ഷനെ റിവേഴ്സ് ചെയ്യണം. റിയാക്ഷനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തോന്ന് എടുക്കണം? റെസിപ്രോക്കൽ എടുക്കണം. ഇനി ഈ NOയുടെ കോഎഫിഷ്യൻ്റ് ആദ്യത്തേൽ 2 ആണ്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതിൽ എത്രയാണ്? 1 ആണ്. അപ്പോൾ ആ റിയാക്ഷനെ 2 കൊണ്ട് എന്തോന്നും ചെയ്തിട്ടുണ്ട്? ഡിവൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷനെ റിവേഴ്സ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് റെസിപ്രോക്കൽ എടുക്കണം. റിയാക്ഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്തോന്ന് എടുക്കണം? സ്ക്വയർ എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ ഇതാണ്. ഇതിൻ്റെ വാല്യൂ ആണ് ആൻസർ. ദാറ്റ് ഈസ് 1/2 × 10⁻⁻² എന്ന് വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1/2 0.5 × 10² എന്ന് വരും. ദാറ്റ് ഈസ് 50 എന്ന് വരും. 50. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ 50. നെക്സ്റ്റ് വൺ. The solubility product of barium chromate is 2.4 × 10⁻⁻10 molarity square, mole per liter the whole square. The maximum concentration of barium nitrate possible without precipitation in a
6 into 10 raised to minus 4 molar K2CrO4 solution. ബേരിയം ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് BaCrO4. ഇതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ Ba2+ഉം CrO4 2- ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ KSPയുടെ എക്സ്പ്രഷൻ ഇതാണ്. KSP ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു CrO4 2-. ഇതാണ്. ഇനി നമുക്കിവിടെ രണ്ട് സൊല്യൂഷൻ തന്നിരിക്കുന്നു. ഒന്ന് ബേരിയം നൈട്രേറ്റും മറ്റൊന്ന് പൊട്ടാസ്യം ക്രോമേറ്റ്. പൊട്ടാസ്യം ക്രോമേറ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. ബേരിയം നൈട്രേറ്റ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. മാക്സിമം കോൺസെൻട്രേഷൻ ആയിരിക്കണം, പോസിബിൾ വിത്തൗട്ട് പ്രിസിപ്പിറ്റേഷൻ കൂടാതെ മാക്സിമം കോൺസെൻട്രേഷൻ വരണമെങ്കിൽ അത് ജസ്റ്റ് സാച്ചുറേറ്റഡ് മാത്രമായിരിക്കണം. എപ്പോഴും അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെ എക്സീഡ് ചെയ്യുമ്പോഴാണ് പ്രിസിപ്പിറ്റേഷൻ വരുന്നത്. അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാളും കുറവാണെങ്കിൽ പ്രിസിപ്പിറ്റേഷൻ ഇല്ല, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിന് ഈക്വൽ ആകുമ്പോൾ അത് ജസ്റ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ, നോ പ്രിസിപ്പിറ്റേറ്റ് ആയിരിക്കും, മാക്സിമം കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ബേരിയം നൈട്രേറ്റ്. ഈ ബേരിയം നൈട്രേറ്റ് സൊല്യൂഷൻ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ഇത് അയണൈസ് ആകുമ്പോൾ ഒരു ബേരിയം 2+ ഉണ്ടാകത്തുള്ളൂ, പിന്നെ 2 NO3- ഉണ്ടാകും. നമ്മൾ NO3- കാര്യമാക്കേണ്ട, ബേരിയം 2+ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇനി പൊട്ടാസ്യം ക്രോമേറ്റ് K2CrO4 അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുമ്പം അതിൽ നിന്ന് 2 K+ ഉണ്ടാകും, പക്ഷേ CrO4 2- ഒരെണ്ണേ ഉണ്ടാകത്തുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ CrO4 2- കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പൊട്ടാസ്യം ക്രോമേറ്റിൻ്റെ കോൺസെൻട്രേഷൻ തന്നെ. ഇവിടെ 6 into 10 raised to minus 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 6 into 10 raised to minus 4. ഇനി ബേരിയം 2+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് KSPയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2.4 into 10 raised to minus 10. KSPയുടെ വാല്യൂ ഈക്വൽ ടു ബേരിയം 2+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം ഇൻറ്റു CrO4 2- കോൺസെൻട്രേഷൻ പൊട്ടാസ്യം ക്രോമേറ്റ് ചെയ്യുന്നു 6 into 10 raised to minus 4. അപ്പോൾ ഇതിലിരുന്ന് ബേരിയം 2+ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുമ്പോൾ ബേരിയം 2+ കോൺസെൻട്രേഷൻ ഈക്വൽ ടു 2.4 into 10 raised to minus 10 ഡിവൈഡഡ് ബൈ 6 into 10 raised to minus 4. That is 0.4 into 10 raised to minus 10 അപ്പം മൈനസ് 6 എന്ന് വരും. 6 അല്ലേ. 4 into that is 0.4 ഇല്ല, 4 into 10 raised to minus 7. അത് തന്നെ ആൻസർ. 4 into 10 raised to minus 7. 4 into 10 raised to minus 7 mol per liter. അത് തന്നെയായിരിക്കും ബേരിയം നൈട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബേരിയം നൈട്രേറ്റ് ചെയ്യുന്ന ഒരു ബേരിയം 2+ വരുന്നുള്ളൂ. അപ്പോൾ ബേരിയം 2+ൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയായിരിക്കും ബേരിയം നൈട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ജസ്റ്റ് സാച്ചുറേറ്റഡ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ KSPയുടെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മാക്സിമം കോൺസെൻട്രേഷൻ എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോസിബിൾ വിത്തൗട്ട് പ്രിസിപ്പിറ്റേഷൻ കൂടാതെ മാക്സിമം കോൺസെൻട്രേഷൻ. അപ്പോൾ ജസ്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം. ഇല്ലാതെ ഇപ്പോൾ മാക്സിമം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് കോൺസെൻട്രേഷൻ വരാം പ്രിസിപ്പിറ്റേഷൻ ഇല്ലാതെ. പക്ഷേ അങ്ങനെയല്ല, മാക്സിമം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കണം. അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെ എക്സീഡ് ചെയ്യുമ്പോൾ പ്രിസിപ്പിറ്റേഷൻ അടയും. അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കുറവാണെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്. അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിന് ഈക്വൽ ആണെങ്കിലാണ് ജസ്റ്റ് സാച്ചുറേറ്റഡ്, നോ പ്രിസിപ്പിറ്റേറ്റ് ഇവിടെ കാണത്തില്ല. അപ്പോൾ സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4 into 10 raised to minus 7 molar. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 11. For the reaction PCl5 gas plus Cl2 gas, reversible PCl5 gas, the value of Kc at 250 degrees Celsius is 26 mol per liter. The value of Kp at this temperature will be. The relation between Kp and Kc is Kp equal to Kc into RT raised to delta N. ഇവിടെ Kcയുടെ വാല്യൂ തന്നിട്ടുണ്ട് 26 mol per liter. 26. ആറിൻ്റെ വാല്യൂ 0.0821. ടെമ്പറേച്ചർ 250 ഡിഗ്രി സെൽഷ്യസ്. 250 കെൽവിനിലാക്കുമ്പം 523. ഡെൽറ്റ എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് 1. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് 1. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ഷൻ 2. അപ്പോൾ 1 minus 2 that is minus 1. അപ്പോൾ Kp ഈക്വൽ ടു 26 ഡിവൈഡഡ് ബൈ 0.0821 ഇൻറ്റു 523. ഇതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 0.61 atmosphere raised to minus 1 എന്ന് കിട്ടും. 0.61 atmosphere raised to minus 1
So the first option is the correct answer. First option is the correct answer. Next one. The pH of 0.1 molar solution of the following salts increases in the order. നമുക്കൊരു 4 സോൾട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ പി എച്ചിൻ്റെ വാല്യൂ നോക്കണം. ഫസ്റ്റ് ഓൺ NaCl. NaCl എന്ന് പറഞ്ഞാൽ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. അങ്ങനെ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിൻ്റെ ഈ സോൾട്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾ, അവിടെ ഹൈഡ്രോളിസിസ് നടക്കത്തില്ല, ജസ്റ്റ് അയണൈസേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. റിസൾട്ടിങ് സൊല്യൂഷൻ ന്യൂട്രലാണ്. അപ്പോൾ pH 7 ആണ്. pH 7 ആണ്. അടുത്തത് NH4Cl. ഞാൻ ആദ്യത്തെ ഓപ്ഷനിൽ ഇരുന്ന് സോൾട്ടുകൾ എന്താണെന്ന് എഴുതുന്നു, നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ NH4Cl അതാണെങ്കിൽ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ദാറ്റ് ഈസ് HCl ആൻഡ് വീക്ക് ബേസ് ദാറ്റ് ഈസ് NH4OH. ഇങ്ങനെ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് വരുമ്പോൾ അസിഡിക് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. അസിഡിക് ക്യാരക്ടർ ആകുമ്പോൾ pH <7 ആയിരിക്കും. തേർഡ് വൺ NaCN. NaCN എന്ന് പറഞ്ഞാൽ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് HCN, ഹൈഡ്രജൻ സയനൈഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡ്, ആൻഡ് സ്ട്രോങ് ബേസ് NaOH. NaOH എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ബേസും ചേർന്നുണ്ടാകുന്ന സോൾട്ടാണ്. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ബേസിക് ക്യാരക്ടർ ആയിരിക്കും കാണിക്കുന്നത്. ബേസിക് ക്യാരക്ടർ ആണെങ്കിൽ pH <7 ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ HCl. HCl ഒരു ആസിഡാണ്. അപ്പോൾ ആസിഡ് ആകുമ്പം pH നോക്കുകയാണെങ്കിൽ വളരെ 7നെക്കാളും എന്തോന്നായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ pHൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറയുന്നത് അല്ലേ, ഇൻക്രീസസ് ഇൻ ദ pH. അപ്പോൾ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ HCl ആണ് ആദ്യം വരിക, pH ഏറ്റവും കുറവ് വരിക. അടുത്തത് NH4Cl വരും, അടുത്തത് NaCl വരും, ഏറ്റവും കൂടുതൽ ആരായിരിക്കും എന്ന് പറഞ്ഞാൽ NaCN. So the correct order is HCl, NH4Cl, NaCl, NaCN. Second option is the correct answer. Second option. Next one. Converting normal hexane into benzene in the form of chromium oxide on alumina support is an example for. Convert normal hexane CH3 CH2 4 times CH3 normal hexane into benzene in the presence of chromium oxide Cr2O3 one alumina supported over alumina benzene ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ. എന്തോന്ന് റിയാക്ഷൻ എക്സാമ്പിളാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആരോമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അലിഫാറ്റിക്കിനെ ആരോമാറ്റിക് ആയിട്ട് മാറ്റുന്ന ഒരു റൂട്ടാണ്. ഇവിടെ Cr2O3 മോളിബ്ഡിനം ട്രൈ ഓക്സൈഡ് വനേഡിയം ബെൻഡോക്സൈഡ് ഇതിൻ്റെ പ്രസൻസിൽ 773 കെൽവിൻ ടെമ്പറേച്ചറിൽ 10 to 20 അറ്റ്മോസ്ഫറിക് പ്രഷറിൽ. അപ്പോൾ അത്രയും ഇതൊക്കെ ചെയ്യുമ്പം അവിടെ നോക്കുകയാണെങ്കിൽ ഡീഹൈഡ്രോജനേഷൻ നടക്കും, സൈക്ലൈസേഷൻ നടക്കും, ഹയർ മെമ്പേഴ്സിൽ ഐസോമറൈസേഷൻ നടക്കും. ഡീഹൈഡ്രോജനേഷൻ നടക്കും, സൈക്ലൈസേഷൻ നടക്കും, ഹയർ മെമ്പേഴ്സിൽ എന്തോന്ന് നടക്കും, ഐസോമറൈസേഷൻ നടക്കും. ഇവിടെ ഐസോമറൈസേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ നടന്നിട്ട് അലിഫാറ്റിക് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആരോമറ്റൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ആരോമറ്റൈസേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ മറ്റൊരു പേരും വിളിക്കും, റിഫോമിംഗ് എന്നും പറയും. റിഫോമിംഗ് ആരോമറ്റൈസേഷൻ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്തോന്ന്, റിഫോമിംഗ് എന്ന് പറയുന്നത്. റിഫോമിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ. 2 moles of PCl5 were heated at 327 degrees Celsius in a closed 2-liter vessel, and when equilibrium was achieved, PCl5 was found to be 40% dissociated into PCl3 and Cl2. The equilibrium constant Kc for this reaction is PCl5 decomposition. PCl5 decomposition ആകുമ്പോൾ PCl3 plus Cl2 ആയിട്ട് മാറും. ഇവിടെ ഇനിഷ്യലി 2 moles of PCl5 എടുക്കും. ഇനീഷ്യലി 2 moles of PCl5. PCl3 ഇല്ല, Cl2 ഇല്ല. ഇനി ഇതെല്ലാം നമ്മൾ 2 ലിറ്റർ വെസലിലാണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വെൻ ഇക്വിലിബ്രിയം വാസ് അച്ചീവ്ഡ് PCl5 വാസ് ഫൗണ്ട് ടു ബി 40% ഡിസോസിയേറ്റഡ്. അറ്റ് ഇക്വിലിബ്രിയത്തിൽ 40% PCl5 ഡിസോസിയേഷൻ ആകും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 എടുക്കുന്നത്, 2ൻ്റെ 40%, that is 0.8. അപ്പോൾ 0.8 ഇതിൽ നിന്ന് റിയാക്ട് ചെയ്യും. 0.8 മോൾ PCl5 0.8 മോൾ റിയാക്ട് ചെയ്യുമ്പം PCl3 0.8 മോൾ ഉണ്ടാകും, Cl2 0.8 മോൾ ഉണ്ടാകും. അതെന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്.
According to this balanced chemical equation, 1 mole PCl5 on decomposition, we get 1 mole PCl3 and 1 mole Cl2. അപ്പോൾ 0.8 mole PCl5 on decomposition, we get 0.8 mole PCl3 and 0.8 mole Cl2. ഇനി ഇക്വിലിബ്രിയത്തിൽ PCl5 ബാലൻസ് എത്ര ഇരിക്കും എന്ന് പറഞ്ഞാൽ 2 മൈനസ് 0.8, രണ്ടിടത്ത് 0.8 റിയാക്ട് ചെയ്തു, ദാറ്റ് ഈസ് 1.2. ഇതാണെങ്കിൽ നേരത്തെ ഇല്ലായിരുന്നു 0.8 ഫോം ചെയ്തു, അപ്പോൾ 0.8. ഇത് നേരത്തെ Cl2 നേരത്തെ ഇല്ലായിരുന്നു 0.8 ഇക്വിലിബ്രിയത്തിൽ ഫോം ചെയ്ത് 0.8. ഇതെല്ലാം 2 ലിറ്റർ വെസലിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ആണ്. അപ്പോൾ 0.6, ഇവിടെ 0.8 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 0.4. ഇത് 0.8 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 0.4. അപ്പോൾ ഇതാണ് മോളാർ കോൺസെൻട്രേഷൻ. ഇനി കെ സിയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ കെ സി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് PCl3 അറ്റ് ഇക്വിലിബ്രിയം ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl2 അറ്റ് ഇക്വിലിബ്രിയം ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് PCl5 അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ PCl3 അറ്റ് ഇക്വിലിബ്രിയം എത്രയാണെന്ന് പറഞ്ഞാൽ 0.4 ആണ്, Cl2 അറ്റ് ഇക്വിലിബ്രിയം 0.4 ആണ്, ഡിവൈഡഡ് ബൈ PCl5 അറ്റ് ഇക്വിലിബ്രിയം 0.6 ആണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ 0.267 എന്ന് വരും, 0.267. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, 0.267. നെക്സ്റ്റ് വൺ ഈസ് അറേഞ്ച് ദ കറക്റ്റ് സീക്വൻസ് ഫോർ മെക്കാനിസം ഓഫ് ക്ലോറിനേഷൻ ഓഫ് മീഥേൻ. മീഥേൻ്റെ ക്ലോറിനേഷൻ്റെ മെക്കാനിസത്തിൻ്റെ കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാം. നോക്കുകയാണെങ്കിൽ മീഥേൻ്റെ ക്ലോറിനേഷൻ നിങ്ങൾക്കറിയാം, ഇതൊരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഏതൊരു ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വന്നാലും 3 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. ഇനീഷ്യേഷൻ സ്റ്റെപ്പ്, പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, ദെൻ ടെർമിനേഷൻ സ്റ്റെപ്പ്. ടെർമിനേഷൻ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ആദ്യത്തെ റിയാക്ഷൻ മീഥേൻ ഒരു ഫ്രീ റാഡിക്കലുമായിട്ട് ചേർന്നിട്ട് മീഥേൽ ഫ്രീ റാഡിക്കലും HCl ആയിട്ട് ഉണ്ടാകുന്നു. അവിടെ റിയാക്റ്റൻ്റായിട്ട് ഒരു ഫ്രീ റാഡിക്കലുണ്ട്, പ്രോഡക്റ്റായിട്ടും ഒരു ഫ്രീ റാഡിക്കലുണ്ടല്ലേ. അങ്ങനെ വരുന്ന റിയാക്ഷൻ എപ്പോഴും പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് ആയിരിക്കും. പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് വരണം ഫ്രീ റാഡിക്കൽ, പ്രോഡക്റ്റ് വരണം ഫ്രീ റാഡിക്കൽ. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഒരിക്കലും സ്റ്റോപ്പ് ആവത്തില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റെപ്പ് പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയും. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ റിയാക്റ്റൻ്റ് ക്ലോറിൻ മോളിക്യൂളാണ്, അത് HNO വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം എന്തോന്ന് കിട്ടുന്നു, ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നു. അതാണ് ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തെ റിയാക്ഷനാണ്, അതാണ് ഇനീഷ്യേറ്റിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ നോക്കിയേ, അവിടെയും റിയാക്റ്റൻ്റ് ഒരു ഫ്രീ റാഡിക്കലുണ്ട്, പ്രോഡക്റ്റും ഒരു ഫ്രീ റാഡിക്കലുണ്ട്. അതും എന്തോന്നാണെന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പാണ്. അപ്പോൾ ഇത് രണ്ടും പ്രൊപ്പഗേറ്റിംഗ് ആണ്, ഇതും പ്രൊപ്പഗേറ്റിംഗ് ഇതും പ്രൊപ്പഗേറ്റിംഗ് ആണ്. അതിൽ ഏറ്റവും ആദ്യം നടക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പിൽ ക്ലോറിൻ ഫ്രീ റാഡിക്കലല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ റിയാക്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ റിയാക്ഷനല്ലേ ആദ്യത്തെ റിയാക്ഷനിലെ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ വരുന്നത്. ഇതും പ്രൊപ്പഗേറ്റിംഗ് ആണെങ്കിലും ഇതിൽ മീഥേൽ ഫ്രീ റാഡിക്കലല്ലേ വരുന്നത്. അപ്പം ഈ പ്രൊപ്പഗേഷനിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് വൺ റിയാക്ഷനാണ്. മീഥേൻ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കലുമായിട്ട് ചേർന്നിട്ട് മീഥേൽ ഫ്രീ റാഡിക്കലും HCl ഉണ്ടാകുന്നത്. ഇനി ഈ മീഥേൽ ഫ്രീ റാഡിക്കൽ ഒരു റിയാക്റ്റൻ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് ആണല്ലോ അടുത്ത സ്റ്റെപ്പിൽ റിയാക്റ്റൻ്റായിട്ട് വരുന്നത്. മീഥേൽ ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ക്ലോറിൻ മോളിക്യൂളുമായിട്ട് ചേർന്നിട്ട് മീഥേൽ ക്ലോറൈഡും ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റിൽ വരണം ഫ്രീ റാഡിക്കൽ, പ്രോഡക്റ്റിൽ വരണം ഫ്രീ റാഡിക്കൽ. അതാണ് എന്തോന്ന് പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നാലാമത് വന്നിരിക്കുന്നത് നോക്കട്ടെ, 2 ഫ്രീ റാഡിക്കൽ ചേർന്നിട്ട് ക്ലോറിൻ മോളിക്യൂളായിട്ട് മാറുന്നു. അതാണ് ടെർമിനേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 2 ഫ്രീ റാഡിക്കൽ കണ്ടുമുട്ടുമ്പം അവിടെ പ്രോഡക്റ്റ് ഒരിക്കലും ഫ്രീ റാഡിക്കൽ ഉണ്ടായില്ലെങ്കിൽ അവിടെ റിയാക്ഷൻ അതോടെ തീരും. അപ്പോൾ ഇതാണ് ടെർമിനേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ റിയാക്ഷനാണ് ആദ്യം നടക്കുന്നത്. അടുത്തത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റിയാക്ഷനാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ റിയാക്ഷനാണ്. നാലാമത്തെ. ഇതാണ് ഓർഡർ 2, 1, 3, 4. 2, 1, 3 and 4. That is first option is the correct answer. First option ആണ് കറക്റ്റ് ആൻസർ. അപ്പം എപ്പോഴും ഈ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റനിൽ ഒരെണ്ണം ഫ്രീ റാഡിക്കലായിരിക്കും, പ്രോഡക്റ്റിലും ഒരെണ്ണം ഫ്രീ റാഡിക്കലായിരിക്കും. ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മോളിക്യൂൾ ഇരുന്ന് എന്തോന്ന് ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നത്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 ഫ്രീ റാഡിക്കൽ ചേർന്നിട്ട് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. ഇവിടെ ടെർമിനേഷനിൽ ഒരു ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് വേറെ 2 റിയാക്ഷൻ കൂടെ ഉണ്ട്. 2 CH3 ഫ്രീ റാഡിക്കൽ ചേർന്നിട്ട് ഇങ്ങനെ മീഥേൻ ഉണ്ടാകുന്നവർ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പ് ഉണ്ട്. ഇത് കാരണമാണ് മീഥേൻ്റെ ക്ലോറിനേഷനിൽ ഈഥേൻ ഒരു ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടാനുള്ള സാധ്യത. ഇനി മീഥേൽ ഫ്രീ റാഡിക്കലും ക്ലോറിൻ ഫ്രീ റാഡിക്കലും ചേർന്നിട്ട് മീഥേൽ ക്ലോറൈഡ് ഉണ്ടാകുന്ന ഒരു ടെർമിനേറ്റിംഗ് സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമുക്കതൊന്നും തന്നിട്ടില്ല, ഒറ്റ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മെക്കാനിസമായിട്ടുള്ള
ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് 1 mole of nitrogen is mixed with 3 moles of hydrogen in a liter container. If 50% of nitrogen is converted into ammonia by the reaction, N2 plus 3H2 reversible to NH3, then the total number of moles of gas at equilibrium are N2 plus 3H2 reversible to NH3. ഇനീഷ്യലായിട്ട് നമ്മളിവിടെ 1 mole നൈട്രജൻ 3 mole ഹൈഡ്രജനും മിക്സ് ചെയ്യും, അമോണിയ ഇല്ല. അറ്റ് ഇക്വിലിബ്രിയം 50% ഓഫ് നൈട്രജൻ ഈസ് കൺവെർട്ടഡ് ടു അമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. 50% എന്ന് പറയുമ്പോൾ ഒരെണ്ണം എടുത്തിരിക്കുന്നു, അതിന് 50% 0.5. അപ്പം 0.5 നൈട്രജൻ റിയാക്ട് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഹൈഡ്രജൻ എത്ര റിയാക്ട് ചെയ്യും, അമോണിയ എത്ര ഫോം ചെയ്യുന്നത് കണ്ടുപിടിക്കണം. ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ 1, ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ 3, ഇതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ 2. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ 1 mole നൈട്രജൻ റിയാക്ട് ചെയ്താൽ 3 mole ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. അപ്പോൾ 0.5 നൈട്രജൻ റിയാക്ട് ചെയ്താൽ അതിൻ്റെ 3 ഇരട്ടി ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. ഇതിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 1.5 ഹൈഡ്രജൻ റിയാക്ട് ചെയ്യും. അതാണ് എന്ന് പറഞ്ഞാൽ ഒരു നൈട്രജന് 3 ഹൈഡ്രജൻ റിയാക്ട് ചെയ്യണം. അപ്പോൾ 0.5 നൈട്രജന് അതിൻ്റെ 3 ഇരട്ടി 0.15. ഇനി 1 mole നൈട്രജൻ റിയാക്ട് ചെയ്താൽ 2 mole അമോണിയ ഉണ്ടാകുന്നു. അപ്പോൾ 0.5 mole റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര, അതിൻ്റെ ഇരട്ടി, ദറ്റ് ഈസ് 1 mole, 0.5 ഇരട്ടി 1 mole അമോണിയ ഫോം ചെയ്യും. ഇത് മൈനസ് എഴുതിക്കുന്നത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് കുറയുന്നു, ഇത് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഇക്വിലിബ്രിയത്തിൽ നൈട്രജൻ എത്ര ബാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1 minus 0.5, ദറ്റ് ഈസ് 0.5. ഹൈഡ്രജൻ എത്ര ബാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 3 minus 1.5, ദറ്റ് ഈസ് 1.5. ഇത് നേരത്തെ 0 1 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ ഇതിൻ്റെ സം അത്രയേ ഉള്ളൂ. ദറ്റ് ഈസ് 0.5 into 1.5, 2 plus 1, that is 3. Total number of moles at equilibrium. So the correct answer is third option, 3. Next one. A mixture of ethyl iodide and normal propyl iodide is subjected to Woods reaction. The hydrocarbon which will not be formed is. നമ്മൾ രണ്ട് ഇതെടുക്കുന്നു, ethyl iodide CH3 CH2I and normal propyl iodide. Normal propyl iodide subjected to Woods reaction. Sodium in presence of either വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നു, Woods reaction. ഏത് ഹൈഡ്രോകാർബണാണ് ഫോം ചെയ്യാത്തത്? നമ്മളിങ്ങനെ 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ട് Woods റിയാക്ഷനിൽ ട്രീറ്റ് ചെയ്യുമ്പം നമുക്ക് 3 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടാകും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഈഥൈൽ അയോഡൈഡിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ് ഇരട്ടിച്ച് നോർമൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞ ഒരെണ്ണം കിട്ടും. 2 മോളിക്യൂൾ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇതിൻ്റെ തന്നെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ചേർന്നിട്ടാണ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ചേർന്നിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 കാർബൺ അല്ലേ, അപ്പോൾ 6 കാർബണുള്ള ഹെക്സേൻ ഉണ്ടാകാം. ഹെക്സേൻ ഉണ്ടാകാം. ഇനി ഇത് രണ്ടും പരസ്പരം റിയാക്ട് ചെയ്യുമ്പോൾ 2 കാർബണും 3 കാർബണും ചേർന്നിട്ട് 5 കാർബണുള്ള പെൻറ്റേൻ ഉണ്ടാകാം. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് 3 നോർമൽ ബ്യൂട്ടൈൻ ഉണ്ടാകും, നോർമൽ ഹെക്സേൻ ഉണ്ടാകും, അതുപോലെ നോർമൽ പെൻറ്റേൻ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഫോം ചെയ്യാത്തത് നമുക്ക് തന്നിരിക്കുന്നതിൽ പ്രൊപ്പൈനാണ് ഫോം ചെയ്യാത്തത്. ബ്യൂട്ടൈൻ ഉണ്ട്, പെൻറ്റേൻ ഉണ്ട്, ഹെക്സേൻ ഉണ്ട്. അപ്പോൾ പ്രൊപ്പൈൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒബ്സർവ് ദ ഫോളോയിങ് റിയാക്ഷൻ ആൻഡ് പ്രെഡിക്റ്റ് ദ നേച്ചർ ഓഫ് എ ആൻഡ് ബി. നമുക്ക് ഒരു കോമ്പൗണ്ട് തന്നിരിക്കുന്നു, അത് HBrൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കിട്ടുന്നു. HBr ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ബി എന്നൊരു പ്രോഡക്റ്റ് കിട്ടുന്നു. 2 പ്രോഡക്റ്റും എന്താണ് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇതാണ്. ഒരു ബെൻസീൻ റിങ്ങിൽ CH ഡബിൾ ബോണ്ട് CH2, ഒരു ബെൻസീൻ റിങ്ങിൽ സ്റ്റൈറീൻ, വിനൈൽ ബെൻസീൻ എന്ന് പറയുന്നില്ലേ, അതാണ് വിനൈൽ ബെൻസീൻ. സ്റ്റൈറീനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ HBr വെച്ച് റിയാക്ട് ചെയ്യുന്നു. HBr വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ദാറ്റ് ഈസ് മാർക്കോണിക് ഓഫ് അഡീഷൻ. മാർക്കോണിക് ഓഫ് അഡീഷൻ എന്താണെന്ന് പറയുന്നത്, നെഗറ്റീവ് പാർട്ട് ഏറ്റവും കുറച്ച് ഹൈഡ്രജനുള്ള ഡബിൾ ബോണ്ടഡ് കാർബൺ. ബെൻസീൻ ഒരിക്കലും വരത്തില്ല എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ആണ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസേഷൻ ആയിരിക്കുന്ന പൈ ഇലക്ട്രോൺ ക്ലൗഡ്. അപ്പോൾ ശരിക്കും അഡീഷൻ റിയാക്ഷൻസ് ഒന്നും പെട്ടെന്ന് ആൻസർ ചെയ്യത്തില്ല. അഡീഷൻ റിയാക്ഷൻ ആൻസർ ചെയ്യും വളരെ ഡ്രാസ്റ്റിക് കണ്ടീഷനിലേക്ക് മാത്രമേ ആൻസർ ചെയ്യത്തുള്ളൂ. ഹൈഡ്രജൻ അഡീഷൻ ആകും, ക്ലോറിൻ അഡീഷൻ ആകും, അത്രയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ലാതെ വെറുതെ HBr വെച്ച് ട്രീറ്റ് ചെയ്താൽ ബെൻസീൻ റിങ്ങിൽ ഹൈഡ്രജൻ ബ്രോമൈഡ് ഒന്നും അഡീഷൻ ആകത്തില്ല. അത് അത്രയ്ക്ക് സ്റ്റേബിളാണ്.
അപ്പോൾ ഇവിടെ നെഗറ്റീവ് പാർട്ട് നോക്കുവാണെങ്കിൽ ഇവിടെയും പോസിറ്റീവ് പാർട്ട് ഇവിടെയും ചേരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കും. മാർക്കോണിക് ഓഫ് അഡീഷനാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. BR മാർക്കോണിക് ഓഫ് അഡീഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. മാർക്കോണിക് ഓഫ് അഡീഷൻ. ഇത് നമ്മൾ HBr ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യും. ഞാൻ താഴോട്ട് എഴുതി തരാം. HBr ഇൻ പ്രസൻസ് ഓഫ് HNU ഇത് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ അഡീഷനാണ്. ഫ്രീ റാഡിക്കൽ അഡീഷൻ. ഇതാണെങ്കിൽ ഇലക്ട്രോഫിലിക് അഡീഷനാണ്. ഇത് ഇലക്ട്രോഫിലിക് അഡീഷനാണ്. അതാണ് മാർക്കോണിക് ഓഫ് അഡീഷൻ ഇലക്ട്രോഫിലിക് അഡീഷൻ എക്സാമ്പിളാണ്. ഇവിടെ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കൽ ആയിരിക്കും ഉണ്ടാകുന്നത്. ഫ്രീ റാഡിക്കൽ ഉണ്ടാകുമ്പോൾ അത് മാർക്കോണിക് ഓഫ് റൂളിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും അഡീഷൻ ആകുന്നത്. മാർക്കോണിക് ഓഫ് റൂളിന് എഗൻസ്റ്റ് ആയിട്ട് അഡീഷൻ ആകുമ്പോൾ നേരെ തിരിച്ചായിരിക്കും വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രോമിനും ഇവിടെ ഹൈഡ്രജൻ. അപ്പോൾ ബ്രോമിൻ വരുമ്പോൾ ഇങ്ങനെ വേണം എഴുതേണ്ടത്. ഇവിടെ ബ്രോമിൻ എഴുതിയാൽ പോരാ. അങ്ങനെ 2 കാർബൺ ഉണ്ട്. 2 കാർബൺ എഴുതിയിട്ട് ബ്രോമിൻ എഴുതണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ A എന്ന് പറയുന്നത് ഇതാണ്, B എന്ന് പറയുന്നത് ഇതാണ്. A and B ബോത്ത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ A. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. A ഈസ് B വന്നിട്ട് ഇങ്ങനെ വേണം എഴുതേണ്ട. ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 19. The dissociation constant of two acids HA1 and HA2 are 2.88 into 10 raised to minus 4 and 1.8 into 10 raised to minus 5 respectively. The relative strength of the two weak acids. നമുക്കിവിടെ 2 വീക്ക് ആസിഡ്സ് തന്നിട്ടുണ്ട്, HA1 and HA2. ഈ 2 വീക്ക് ആസിഡിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പയർ ചെയ്യാൻ പറയുന്നു. ദറ്റ് ഈസ് α1 by α2 ഈക്വൽ ടു റൂട്ട് ഓഫ് KA1 by KA2. ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് കമ്പാരിസൺ എന്ന ഇക്വേഷൻ. ഏറ്റവും കൂടിയ 2.88 into 10 raised to minus 4 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആസിഡ് അയണൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ 1.8 into 10 raised to minus 5. 10 raised to minus 5 മുകളിലോട്ട് പോകുമ്പോൾ 10 raised to plus 5. അപ്പോൾ 10 ബാക്കി വരും. അപ്പോൾ ഇങ്ങനെ വരും 28.8 ഡിവൈഡഡ് ബൈ 1.8. പോയിന്റ് കളഞ്ഞാൽ 288 ഡിവൈഡഡ് ബൈ 18 എന്ന് വരും. ദറ്റ് ഈസ് 16 ആണ്. 4/1 എന്ന് വരും. 16ന്റെ റൂട്ട് 4/1. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4:1. Second option is the correct answer. 4:1. Next one. Question number 20. In a chemical reaction A plus B reversible 2C plus D, equilibrium constant K ആണ്. The initial concentration of B was 1.5 times of the concentration of A. But the equilibrium concentration of A and B were found to be equal. The equilibrium constant K for the aforesaid chemical reaction is. നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്. A plus 2B റിവേഴ്സിബിൾ 2C plus D. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് B വാസ് 1.5 ടൈംസ് ദാറ്റ് ഓഫ് A. അപ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എയുടെ കോൺസെൻട്രേഷൻ 1 ബിയുടെ കോൺസെൻട്രേഷൻ 1.5 എന്ന് കൺസിഡർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് 1.5 ടൈംസ് കൂടുതലാണ് 0. അറ്റ് ഇക്വിലിബ്രിയം എയിലിരുന്ന് ഒരു സർട്ടൺ ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യുന്നു. അത് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. നമ്മൾ എക്സ് നോക്കിയ എയിലിരുന്ന് എക്സ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ബിയിലിരുന്ന് 2x റിയാക്ട് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻ അങ്ങനെയാണ് വരുന്നത്. ഒരു എ റിയാക്ട് ചെയ്യുമ്പോൾ 2 ബി റിയാക്ട് ചെയ്യണം. അപ്പോൾ എക്സ് റിയാക്ട് ചെയ്യുമ്പോൾ 2x. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻ 2 ആണ്, ഇതിൻ്റെ കോഎഫിഷ്യൻ 1 ആണ്. അപ്പോൾ ഇവിടെ 2x ഫോം ചെയ്യും, ഇവിടെ എക്സ് ഫോം ചെയ്യും. അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ വെച്ച് കണ്ടുപിടിക്കാനേ ഉള്ളൂ. നമ്മൾ എത്ര റിയാക്ട് ചെയ്യുന്ന അറിയത്തില്ല. നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അപ്പോൾ ഇതിൽ 1 ആണെങ്കിൽ ഇത് 2, അപ്പോൾ എക്സ് ആണെങ്കിൽ ഇത് 2x. ഇത് 1 ആണെങ്കിൽ ഇത് 2 ഫോം ചെയ്യും. അപ്പോൾ ഇത് എക്സ് റിയാക്ട് ചെയ്താൽ ഇത് 2x. പ്രോഡക്റ്റിന് പ്ലസ് ഇട്ടിരിക്കുന്നു, റിയാക്ടിന് മൈനസ് ഇട്ടിരിക്കുന്നു. ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ എഴുതാം. ഞാൻ ജസ്റ്റ് ഇത് ഒന്നുകൂടെ ഇതാകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ട്. ഇക്വിലിബ്രിയത്തിൽ ഇത് റിയാക്ട് ചെയ്യുന്നതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇക്വിലിബ്രിയത്തിൽ ബാലൻസ് ഇരിക്കുന്നത് 1 - x ആണ്. ഇത് 1.5 - 2x ആണ്. ഇത് 0 ഉണ്ടായിരുന്നു, 2x ഫോം ചെയ്ത് 2x, ഇത് x. ഇനി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ഓഫ് A and B വെയർ ഫൗണ്ട് ടു ബി ഈക്വൽ എന്ന് പറയുന്നു. എയും ബിയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 1 - x ഈക്വൽ ടു 1.5 - 2x. ഇതാണ് ഈക്വൽ എന്ന് പറയുന്നത്. എയും ബിയും ഈക്വൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം നോക്കുകയാണെങ്കിൽ ഇത് 2x ഇങ്ങ് വരുമ്പോൾ x ആകും. 2 + 2x - x. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 0.5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പോൾ ഈ എക്സ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് 1 - 0.5 എന്ന് വരും ഇതിൻ്റെ കോൺസെൻട്രേഷൻ. ഇവിടെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം
1.5 മൈനസ് 2 ഇൻറ്റു 0.5 1 അപ്പം 0.5 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2 ഇൻറ്റു 0.5 1 എന്ന് വരും. ഇവിടെ 0.5. ഞാൻ ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ ഈ ഫോർമുല ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എല്ലാത്തിൻ്റെയും കോൺസെൻട്രേഷൻ കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ കെ സി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സി അറ്റ് ഇക്വിലിബ്രിയം സ്ക്വയർ ആണ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. അപ്പോൾ സിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1. ഡിയുടെ വാല്യൂ 0.5 സ്ക്വയർ ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. എ 0.5 ബി സ്ക്വയർ ആണ്, അത് 0.5. അപ്പോൾ 0.5 ഇൻറ്റു 0.5. അപ്പോൾ ഇങ്ങനെ ഒരു 0.5 പോയി 1 മൈനസ് 0.25 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് fourth option. Next one. Question number 21. In a buffer solution, the ratio of concentration of NH4Cl and NH4OH is 1:1. When it changes in 2:1, what will be the value of pH of buffer? ഇവിടെ തന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ബേസിക് ബഫറാണ്. അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ വീക്ക് ബേസ്. അമോണിയം ക്ലോറൈഡ് ഈസ് എ സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. ബേസിക് ബഫറിൻ്റെ പി എച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ ഹെൻഡർസൺ ഹാസൽബർഗ് ഇക്വേഷൻ ഇതാണ്. POH ഈക്വൽ ടു PKB പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ബേസ്. ഇതാണ് ഹെൻഡർസൺ ഹാസൽബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ 1:1 എന്ന് പറയുന്നു. ഇത് 2:1 ആയിട്ട് മാറ്റുമ്പോൾ പി എച്ചിന് എന്ത് സംഭവിക്കും? ഈ 1:1 എന്ന് പറയുമ്പം ഇത് രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. അപ്പോൾ log 1 0 ആകും. POH PKB തന്നെയായിരിക്കും. ഇനി 2:1 ആക്കുമ്പം സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു, ബേസിനേക്കാൾ ഇരട്ടിയാകുന്നു. അപ്പോൾ ലോഗ് ഒരു വാല്യൂ വരും, അത് PKBയുടെ കൂടെ ചേരുമ്പോൾ POHൻ്റെ വാല്യൂ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യും. POHൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. നമുക്ക് PHൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നതാണ്? PHൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 14 ഇരുന്ന് POH മൈനസ് ചെയ്യുമ്പോഴാണല്ലോ കിട്ടുന്നത്. അപ്പോൾ POH ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 14 എന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന PHൻ്റെ വാല്യൂ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യും. സോ ദ ഡിക്രീസസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഡിക്രീസ്. Next one. The concentration of F minus ion in a saturated solution of calcium fluoride is 4 into 10 raised to minus 4 molar. What will be the solubility product of calcium fluoride? കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുമ്പോൾ അത് സോലബിൾ ആയിരിക്കുന്നത് എങ്ങനെയായിരിക്കും? Ca2+ഉം 2F-. ഒരു കാൽഷ്യം ഫ്ലൂറൈഡ് അയണൈസ് ആകുമ്പോൾ ഒരു Ca2+ ഉണ്ടാകും, 2F- ഉണ്ടാകും. സപ്പോസ് ഇതിൻ്റെ സോലബിലിറ്റി S മോൾസ് പെർ ലിറ്റർ എന്ന് എടുക്കുക. S മോൾസ് പെർ ലിറ്റർ ആണെന്ന് വെച്ച് ഇതിൻ്റെ സോലബിലിറ്റി S മോൾസ് പെർ ലിറ്റർ ആണെങ്കിൽ ഇത് S മോൾസ് പെർ ലിറ്റർ ഉണ്ടാകും, ഇത് 2S മോൾ പെർ ലിറ്റർ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 1 മോൾ അയണൈസ് ആകുമ്പോൾ 2 മോൾ ഉണ്ടാകുന്നു. അപ്പം 1 മോൾ സോലബിൾ ആകുമ്പോൾ 2 മോൾ F- ഉണ്ടാകും. ഈ 2S മോൾ പെർ ലിറ്റർ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 4 into 10 raised to minus 4 മോളാർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് F- അയോൺ ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് കാൽഷ്യം ഫ്ലൂറൈഡ്. അപ്പോൾ ഇത് 2Sൻ്റെ വാല്യൂ ആണ്. എസിൻ്റെ വാല്യൂ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 2 into 10 raised to minus 4 മോളാർ. ഇനി ഈ കാൽഷ്യം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു AB2 ടൈപ്പ് സോൾട്ടാണ്. AB2 ടൈപ്പ് സോൾട്ടിന് KSPയും എസും തമ്മിലുള്ള റിലേഷൻ KSP ഈക്വൽ ടു 4S³ ആണ്. അപ്പോൾ 4 into S³ എസിൻ്റെ വാല്യൂ ഇത് ഇട്ടാൽ മതി. അപ്പോൾ 4 into 8 into 10 raised to minus 12. That is 32 into 10 raised to minus 12. That is 3.2 into 10 raised to minus 11. So the correct answer is 3.2 into 10 raised to minus 11. That is third option ആണ് correct answer. 3.2 into 10 raised to minus 11. ഇനി കാൽഷ്യം 2+ൻ്റെ കോൺസെൻട്രേഷനാണ് ഇത് തന്നിരുന്നെങ്കിൽ ഇത് എന്തോന്ന് അയനെ സോലിബിലിറ്റി അയനെ എന്ന് പറഞ്ഞാൽ ഒരു Ca2+ ഉണ്ടാകുന്നുള്ളൂ. F- കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്തോന്നാണെന്ന് പറഞ്ഞാൽ 2S ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സോലിബിലിറ്റി പകുതിയാണ്, അത് എടുത്തിട്ട് വേണം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. റേറ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ഓഫ് ആൽക്കെയിൻസ് ഇൻ ഹാലജനേഷൻ പ്രോസസ്. ഹാലജനേഷൻ പ്രോസസ്സിൽ ഹൈഡ്രജൻ്റെ റീപ്ലേസ്മെൻറ്റിൻ്റെ റേറ്റ് എന്താണ്? ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ ടെർഷ്യറി ഹൈഡ്രജൻ, അടുത്തത് സെക്കൻഡറി, അടുത്തത് പ്രൈമറി.
എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റിയെ ബേസ് ചെയ്തായിരിക്കും ഹൈഡ്രജൻ്റെ റിയാക്ടിവിറ്റി വരുന്നത്. അപ്പോൾ ടെർഷറി ഹൈഡ്രജൻ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ, അടുത്തത് സെക്കൻഡറി, പ്രൈമറി. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു Le Chatelier പ്രിൻസിപ്പിൾ ആഡിങ് ഹീറ്റ് ടു സോളിഡ് ആൻഡ് ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിൽ കോസ്. ഒരു സോളിഡും ലിക്വിഡും ഇക്വിലിബ്രിയത്തിലിരിക്കുന്നു, സോളിഡും ലിക്വിഡും സോളിഡ് ലിക്വിഡായിട്ട് മാറണമെങ്കിൽ ഹീറ്റ് ചെയ്യണം അല്ലേ, ഹീറ്റ് ചെയ്താലേ മാറത്തുള്ളൂ. അപ്പം ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും. അവിടെ നമ്മൾ Le Chatelier പ്രിൻസിപ്പിൾ അനുസരിച്ച് ഹീറ്റ് കൊടുക്കുമ്പം എൻഡോതെർമിക് റിയാക്ഷൻ ആയിരിക്കും ഫേവർ ചെയ്യുന്നത്. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. മോർ സോളിഡ് മെൽറ്റാകും, എന്നിട്ട് ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും, സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും, കുറയും. എമൗണ്ട് ഓഫ് സോളിഡ് ഡിക്രീസ്, എമൗണ്ട് ഓഫ് ലിക്വിഡ് ഡിക്രീസ്, എമൗണ്ട് ഓഫ് സോളിഡ് ഡിക്രീസ്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എമൗണ്ട് ഓഫ് സോളിഡ് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷനാണ് സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നത്. അപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മോർ സോളിഡ് എന്തോന്നായിട്ട് മാറും, ലിക്വിഡായിട്ട് മാറും. അപ്പോൾ സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയും, എമൗണ്ട് ഓഫ് സോളിഡ് ഡിക്രീസ്, ലിക്വിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. Next one, A plus 3B reversible 2C plus D. For this hypothetical reaction, initial moles of A is twice that of B. If at equilibrium, moles of B and C are equal, the percentage of B reacted is. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഇതാണ്, A plus 3B reversible 2C plus D. For this hypothetical reaction, initial moles of A is twice that of B. അപ്പോൾ എയുടെ ഇത് 2 എന്നും ബിയുടെ ഇത് 1 എന്നും എടുക്കുക. സി ഇല്ല, ഡി ഇല്ല. അവിടെ ഇനീഷ്യൽ മോൾസ് ഓഫ് എ ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. അറ്റ് ഇക്വിലിബ്രിയം ഇതിലിരുന്ന് ഒരു എക്സ് എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യണം വെച്ച്. അപ്പോൾ ഇതിലിരുന്ന് എത്ര റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3x റിയാക്ട് ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ 1 3 2 1 ഇങ്ങനെയാണ്. എ ഒരെണ്ണം റിയാക്ട് ചെയ്യുമ്പോൾ ബി 3 എണ്ണം റിയാക്ട് ചെയ്യണം. അപ്പോൾ എയിൽ നിന്ന് എക്സ് റിയാക്ട് ചെയ്യുമ്പോൾ ബിയിലിരുന്ന് 3x റിയാക്ട് ചെയ്യണം. ഇവിടെ 2x ഫോം ചെയ്യും, ഇവിടെ എക്സ് ഫോം ചെയ്യും. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ബാലൻസ് ഇരിക്കുന്നത് 2 - x ആണ്. എ ബാലൻസ് ഇരിക്കുന്നത്, ബി ബാലൻസ് ഇരിക്കുന്നത് 1 - 3x ആണ്. സി നേരത്തെ ഇല്ലായിരുന്നു 2x, ഡി നേരത്തെ ഇല്ലായിരുന്നു എക്സ്. ഇനി അവിടെ മോൾസ് ഓഫ് ഇക്വിലിബ്രിയം, മോൾസ് ഓഫ് ബി ആൻഡ് സി ആർ ഈക്വൽ, ബിയും സിയും ഈക്വൽ, 1 - 3x-ഉം 2x-ഉം ഈക്വൽ. ഇത് രണ്ടുമാണ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടുള്ളത്, ബിയും സിയും. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5x = 1, x = 1/5, 0.2. എക്സിൻ്റെ വാല്യൂ 0.2. നമുക്ക് എന്താണ് ചോദ്യം? എന്താ പെർസെൻറ്റേജ് ബി റിയാക്റ്റഡ്, ബിയുടെ എത്ര പെർസെൻറ്റേജ് റിയാക്ട് ചെയ്യുന്നു? ബിയുടെ റിയാക്ട് ചെയ്യുന്നത് 3x ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പം 0.2 ആണ് 1x. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 0.6 ആണ് റിയാക്ട് ചെയ്യുന്നത്. ഒന്നുണ്ടായിരുന്നു 0.6 റിയാക്ട് ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് ബി റിയാക്റ്റഡ്, പെർസെൻറ്റേജ് ഓഫ് ബി റിയാക്റ്റഡ് ഈക്വൽ ടു that is 60%. So the correct answer is fourth option, 60%. എന്ന് പറഞ്ഞാൽ ഒന്നാണ് എടുത്തത്, 0.6 റിയാക്ട് ചെയ്യുന്നത്. അതെങ്ങനെ? എക്സ് ഒരു x ആണ് 0.2, 3x ആണ് റിയാക്ട് ചെയ്യുന്നത് ബി. അപ്പം 0.6, that is 60%. Next one, question number 26. Which of the following can access both as Bronsted acid and Bronsted base? ബ്രോൺസ്റ്റഡ് ആസിഡായിട്ട് ആക്ട് ചെയ്യണം, H+ ഡൊണേറ്റ് ചെയ്യണം. ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണം, H+ അക്സെപ്റ്റ് ചെയ്യണം. H3PO4 അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ H+ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് രണ്ടുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. HCO3-, ദാറ്റ് ഈസ് ആൻസർ. HCO3- നോക്കുവാണെങ്കിൽ H+ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ H2CO3 ആയിട്ട് മാറും. അപ്പം ബ്രോൺസ്റ്റഡ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി H+ കളഞ്ഞു കഴിഞ്ഞാൽ അത് CO3 ആയിട്ട് മാറും. അപ്പോൾ എന്തോന്ന്? ബ്രോൺസ്റ്റഡ് ആസിഡായിട്ടും പ്രവർത്തിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. മറ്റൊന്നും വരത്തില്ല. O2- H+ ഡൊനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, CO3 H+ ഡൊനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് മാച്ചിങ് റിഗാർഡ് ദ കൺട്രോൾഡ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കെയ്ൻ ആൻഡ് കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ? നമ്മൾ ആൽക്കെയിൻ്റെ ഒരു റിയാക്ഷൻ തന്നിരിക്കുന്നു, അതിനനുസരിച്ചുള്ള കാറ്റലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാം. ഫസ്റ്റ് വൺ, മീഥേൻ എടുത്തിട്ട് ഓക്സിജൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ മെത്തനോൾ ഉണ്ടാകും. ഈ റിയാക്ഷൻ ഏത് കാറ്റലിസ്റ്റ് വെച്ചാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ 523 Kelvin ടെമ്പറേച്ചറിലും 100 atmospheric പ്രഷർ. ഇതാണ് ആ റിയാക്ഷൻ. ദാറ്റ് ഈസ് A1 തന്നെ, A1.
സെക്കൻഡ് വൺ നോക്കിക്കഴിഞ്ഞാൽ മീഥേൻ എടുത്തിട്ട് ഓക്സിജൻ്റെ കൂടെ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ കൺട്രോൾഡ് ഫോർമാൽഡിഹൈഡ് കിട്ടുന്നു. ഫോർമാൽഡിഹൈഡ് കിട്ടാൻ മോളിബ്ഡിനം ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യണം. മോളിബ്ഡിനം ഓക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യണം. അപ്പോൾ അത് B2N, A1 B2 അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ആൻസർ അങ്ങായി. A1 കിട്ടുമ്പോൾ തന്നെ ആൻസറായി. ഇനി തേർഡ് വൺ നോക്കാം. ഈഥേൻ എടുത്തിട്ട് ഓക്സിജൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അസറ്റിക് ആസിഡും വാട്ടറും ഉണ്ടാകും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മാംഗനീസ് അസറ്റേറ്റ്. അത് തന്നെ മാംഗനീസ് അസറ്റേറ്റ്. അപ്പം അത് 3N. ദ ലാസ്റ്റ് വൺ, അതിനൊരു പ്രത്യേകത ഉണ്ട്. ടെർഷ്യറി ഹൈഡ്രജനുള്ള ആൽക്കേനാണ്. അങ്ങനത്തെ ആൽക്കേൻ മാത്രമേ KMnO4 ഓക്സിഡേഷൻ ആകത്തുള്ളൂ. KMnO4 പ്രസൻസിൽ ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ ടെർഷ്യറി ആൾക്കഹോളായിട്ട് മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് ആൻസർ 4. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ തരുമെന്ന് വിചാരിക്കും. അത് എല്ലാം കറക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. 6 moles of A wire mixed with 4 moles of B in a 5 liter container. At equilibrium, the reaction mixture was found to contain 4 moles of C according to the reaction. The equilibrium constant Kc for the reaction. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. 2A plus B gives 2C plus D. അവിടെയും അത് എന്തോന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഈ റിയാക്ഷൻ എല്ലാം ഇക്വിലിബ്രിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പഠിക്കുമ്പോൾ ഇക്വിലിബ്രിയം ഉണ്ടാവണം. 6 moles of A മിക്സഡ് വിത്ത് 4 mole of B. C ഇല്ല, D ഇല്ല ഇനീഷ്യലായിട്ട്. ഇതെല്ലാം 5 liter കണ്ടെയ്നറിലാണ് ചെയ്യുന്നത്. പിന്നെ ആ കണ്ടെയ്നറിൻ്റെ ഒരു ഇത് അവിടെ പ്രശ്നം വരുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് 3 ആണ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻ്റ് 3 ആണ്. അപ്പോൾ ഡെൽറ്റാനിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ വോളിയം ഓഫ് ദ വെസൽ ഒരിക്കലും ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യത്തില്ല. അത് 5 liter ആയാലും 10 liter ആയാലും. അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട. 5 liter കണ്ടെയ്നർ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫൗണ്ട് കണ്ടെയ്ൻ 4 moles of C. ഇക്വിലിബ്രിയത്തിൽ 4 moles of C ഇരിക്കുന്നു. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം എയിലിരുന്ന് ഒരു ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യണതായിട്ട് വെച്ച് എക്സ്. ഇതിൽ എക്സ് റിയാക്ട് ചെയ്താൽ ബിയിലിരുന്ന് x/2 ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. x/2. ഇനി സി എത്ര ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ 2x ഫോം ചെയ്യും. ഡി എത്ര ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സ് ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ എത്ര എ റിയാക്ട് ചെയ്യുന്നു അതിൻ്റെ പകുതി ആയിരിക്കും ബി റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ് എന്നാണ് എടുത്തത്. x/2. എത്ര എ റിയാക്ട് ചെയ്തോ അത്രയും സി ഫോം ചെയ്യും. അപ്പോൾ ഇത് XN, ഇത് x/2. എ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ എത്ര എ റിയാക്ട് ചെയ്യുന്നോ അത്രയും ബി റിയാക്ട് ചെയ്യത്തില്ല, പകുതി റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പം എക്സ് എ റിയാക്ട് ചെയ്യുമ്പം ബിയുടെ പകുതി x/2. ഇനി എത്ര എ റിയാക്ട് ചെയ്യുന്നോ അത്രയും സി ഫോം ചെയ്യും. അപ്പോൾ -x ആകുമ്പോൾ ഇവിടെ +x. എ എത്ര റിയാക്ട് ചെയ്യുന്നോ അതിൻ്റെ പകുതി ഡി ഫോം ചെയ്യും. ഇനി ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയത്തിൽ 4 moles of C ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ 4. അപ്പോൾ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 - x ആണ് ഇവിടെ ബാലൻസ് ഇരിക്കുന്നത്. ഇവിടെ 4 - x/2 ആണ് ബാലൻസ് ഇരിക്കുന്നത്. ഇവിടെ x ആണ്, ഇവിടെ x/2. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 6 - x 2 വരും. ഇത് 4 - 4/2 അത് 2 വരും അല്ലേ. 4/2 2. ഇനി ഇത് 4, ഇത് 4/2 2. കെ സിയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ കെ സി ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് C² ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഡി ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A² ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ബി. അപ്പോൾ C² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4, ഡി എന്ന് പറഞ്ഞാൽ 2, A² 2 × 2, അടുത്തത് B 2. അപ്പോൾ 2 പോയി 2 4 എന്ന് വരും 4. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 4. Next one, question number 29. An alkene having molecular formula C9H18 on ozonolysis gives 2,2-dimethyl propanol and 2-butanol. The alkene is. നമുക്ക് ഓസോണോളിസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2,2-dimethyl propanol. പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ ഇതാണ് 3 കാർബണുള്ള ആൽഡിഹൈഡ്. അല്ലെ 2,2-dimethyl propanol എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരും. മറ്റൊരെണ്ണം 2-butanol.
2 ബ്യൂട്ടനോൾ. അപ്പോൾ ഒരു ആൽക്കീനെ ഓസോണോളൈസ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടുന്നത്. ഓസോണോളൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അപ്പുറത്തിപ്പുറത്ത് ഒരു ഇടും. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റിന് ചേർത്തിട്ട് ആൽക്കീൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ 2 കാർബണിൽ കോമ്പൗണ്ടിലിരിക്കുന്ന ഓക്സിജൻ മാറ്റിയിട്ട് അതിനിടയ്ക്ക് ഡബിൾ ബോണ്ട് ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നോക്കിയേ CH3 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 CH, അതിലേക്ക് ഡബിൾ ബോണ്ട് ഇട്ട് ഈ കാർബൺ വേണം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ഒരു CH3 താഴോട്ട് എഴുതുക അല്ലെങ്കിൽ മുകളിലോട്ട് എഴുതുക, പിന്നെ റൈറ്റിലോട്ട് CH2 CH3 എന്ന് പറഞ്ഞാൽ ഈ 2 ഓക്സിജൻ കണക്ട് ചെയ്ത് അതിനിടയ്ക്ക് ഡബിൾ ബോണ്ട് ഇടുക. അപ്പോൾ CH വരെ എഴുതി ഡബിൾ ബോണ്ട് EC, എന്നിട്ട് അതിലിരിക്കുന്ന CH3 മുകളിലോട്ടോ താഴോട്ട് എഴുതുക. ഇതാണ് ആൻസർ. ഇനി ഇവിടെ ഇതിൻ്റെ പേര് നോക്കുമ്പോൾ 1 2 3 1 2 3. അപ്പോൾ ഇവിടെ ഇരുന്നായിരിക്കും നമ്പർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടിന് എവിടെ ചെയ്താലും സെയിം നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ സൈഡ് ചെയിനും കൂടെ ലീസ്റ്റ് നമ്പർ വരത്തക്ക രീതിയിൽ. അപ്പോൾ 2,2,4 ട്രൈമീഥൈൽ ഹെക്സ് 3, 2,2,4 ട്രൈമീഥൈൽ ഹെക്സ് 3. ദാറ്റ് ഈസ് 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, if Ka equal to 10 raised to minus 5 for a weak acid, then pKb for its conjugate base would be. ഒരു ആസിഡിൻ്റെ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 raised to minus 5. എന്നാൽ അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെ pKbയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഒരു ആസിഡിനും അതിൻ്റെ കോൺജുഗേറ്റ് ബേസിൻ്റെയും അയണൈസേഷൻ കോൺസ്റ്റൻ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് Ka ഇൻറ്റു Kb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് KW, ദാറ്റ് ഈസ് 10 raised to minus 14 ആണ്. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 10 raised to minus 5. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് Kbയുടെ വാല്യൂ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ KWയുടെ വാല്യൂ ആണ്. അപ്പോൾ Kb ഈക്വൽ ടു 10 raised to minus 14 ഡിവൈഡഡ് ബൈ 10 raised to minus 5, ദാറ്റ് ഈസ് 10 raised to minus 9 എന്ന് വരും. ഇത് Kbയുടെ വാല്യൂ. നമുക്ക് pKb ആണ് വേണ്ടത്. pKb ഈക്വൽ ടു മൈനസ് ലോഗ് Kb, ദാറ്റ് ഈസ് മൈനസ് ലോഗ് 10 raised to minus 9, that is 9 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, 9 ആണ് ആൻസർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് Ka തന്നിട്ടുണ്ട്, pKb ആണ് ചോദിച്ചിട്ടുള്ളത്. Kb ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 10 raised to minus 9 എഴുതാം. പക്ഷേ pKb ആണ് ചോദിച്ചിട്ടുള്ളത്. pKb എന്ന് പറഞ്ഞാൽ 9 എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ, an alkene on heating with concentrated KMnO4 gives acetone and acetic acid. The alkene is, ഒരു ആൽക്കീനെ നമ്മൾ KMnO4 കോൺസെൻട്രേറ്റഡ് KMnO4 വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡബിൾ ബോണ്ട് പൊട്ടിയിട്ട് അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ മിക്സർ പ്രോഡക്ട്സ് ആയിട്ട് മാറും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അസറ്റോൺ ഒരെണ്ണം, CH3 CO CH3 അസറ്റോൺ. മറ്റൊന്ന് അസറ്റിക് ആസിഡ്, അസറ്റോണും അസറ്റിക് ആസിഡുമാണ് കിട്ടുന്നത്. ഇവിടെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് ഒരു ആൽക്കീൻ ഇതാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഡബിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്നതിൽ 2 ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ആയിട്ടായിരിക്കും ആ പോർഷൻ കിട്ടുന്നത്. ഡബിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്നതിൽ 1 ഹൈഡ്രജൻ 1 ആൽക്കൈൽ ഗ്രൂപ്പും ആണെങ്കിൽ അത് കാർബോക്സിലിക് ആസിഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഡബിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്നതിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ അത് കീറ്റോൺ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പം കോൺസെൻട്രേറ്റഡ് KMnO4 വെച്ച് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ ഇത്രയും പോസിബിലിറ്റിയാണ് ഉള്ളത്. ഡബിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്ന കാർബണിൽ 2 ഹൈഡ്രജൻ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും, 1 ഹൈഡ്രജൻ 1 ആൽക്കൈൽ ഗ്രൂപ്പും ആണെങ്കിൽ ആസിഡായിട്ട് കിട്ടും, 2 ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ കീറ്റോൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കിട്ടുന്ന ആൽക്കീൻ്റെ സ്ട്രക്ചർ എഴുതാൻ ഇത് രണ്ടും കണക്ട് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ CH3 C, ഈ CH3 താഴോട്ടോ മുകളിലോട്ടോ എഴുതുക. കീറ്റോൺ ആണ്, അപ്പോൾ ഡബിൾ ബോണ്ട് ലിങ്ക് ആയിരിക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ കാണത്തില്ല, ഡബിൾ ബോണ്ട്. ഇനി ഈ കാർബണുമായിട്ട് കണക്ട് ചെയ്യണം. ആസിഡാണ് കിട്ടുന്നത്. ആസിഡ് കിട്ടണമെങ്കിൽ 1 ഹൈഡ്രജൻ ഉണ്ടാവണം, പിന്നെ ഈ CH3 റൈറ്റിലോട്ട് എഴുതും, അത്രയോ. അപ്പോൾ ഇതാണ് സ്ട്രക്ചർ. CH3 എഴുതി, ഈ സിയുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന CH3 നമ്മൾ നെടുനീളത്തിൽ എഴുതാൻ പറ്റത്തില്ല, മുകളിലോട്ടോ താഴോട്ടോ എഴുതണം, താഴോട്ട് എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഈ കാർബൺ കണക്ട് ചെയ്ത് പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് റൈറ്റിലോട്ട് എഴുതി. ദാറ്റ് ഈസ് 2-methyl butadiene, അതാണ് ആൻസർ. 2-methyl butadiene, ദാറ്റ് ഈസ് second option is the correct answer, 2-methyl butadiene. Question number 32. In the following reaction, the product R is calcium carbide hydrolysis ചെയ്യും. കാൽഷ്യം കാർബൈഡ് ഹൈഡ്രോളിസ് ചെയ്യുമ്പം നമുക്ക് ഈതൈൻ അസറ്റ്ലീനാണ് കിട്ടുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അസറ്റ്ലീൻ. ഹോട്ട് അയൺ ട്യൂബ് വഴി ഇത് കടത്തി വിടുന്നു, ഹോട്ട് അയൺ ട്യൂബ്.
ഹോട്ട് അയൺ ട്യൂബ് വഴി ഈതേൻ്റെ വേപ്പേഴ്സ് കടത്തി വിടുമ്പോൾ 3 മോളിക്കൂൾ ഈതേൻ ചേർന്നിട്ട് ട്രൈമറൈസേഷനായി നമുക്ക് ബെൻസീനായിരിക്കും കിട്ടുന്നത്. ബെൻസീൻ അലിഫാറ്റിക്കിനെ ആരോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു വളരെ ബെസ്റ്റ് റൂട്ടാണ്. ഇനി ഇതിനെ CH3Cl ഇൻ പ്രസൻസ് ഓഫ് AlCl3 വെച്ച് ട്രീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഫ്രീഡൽകാഫ്സ് ആൽക്കലേഷൻ റിയാക്ഷൻ. അപ്പോൾ CH3+ എന്ന് പറഞ്ഞ് കാർബോകാറ്റയോൺ ബെൻസീൻ റിങ്ങിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ CH3 എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് ചെയിൻ വരും. ദാറ്റ് ഈസ് ടൊളുവീൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ടൊളുവീനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, what is the pH of a solution in which 25 ml of 0.1 molar NaOH is added to 25 ml of 0.08 molar HCl and final solution is diluted to 500 ml? ഇവിടെ രണ്ട് സൊല്യൂഷൻ ഇരിക്കുന്നു, NaOH ഇരിക്കുന്നു, HCl. NaCl 25, NaOH 25 ml 0.1 മോളാറും HCl അതേ 25 ml 0.08 മോളാറുമാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും മിക്സ് ചെയ്യുന്നു. ഈ NaOHും HClഉം റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇതാണ്, NaCl പ്ലസ് വാട്ടർ എന്ന് പറഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ മില്ലി ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം രണ്ടിൻ്റെയും നമ്പർ ഓഫ് മില്ലി മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് NaOH കണ്ടുപിടിക്കാം. ആരുടെ മില്ലി മോൾസ് കണ്ടുപിടിച്ചാലും ഇത്രയേ ഉള്ളൂ, തന്നിരിക്കുന്ന വോളിയം ഇൻ മില്ലി ലിറ്ററിന് മൊളാരിറ്റി കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഗുണിക്കുക, 25 × 0.1 2.5 വരും. അതാണ് നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് NaOH. ഇനി നമുക്ക് നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് HCl കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മില്ലി മോൾസ് ഓഫ് HCl. HClൻ്റെ നമ്പർ ഓഫ് മില്ലി മോൾസ് വോളിയം ഇൻ മില്ലി ലിറ്റർ ഇൻറ്റു മൊളാരിറ്റി. അപ്പോൾ നോക്കുകയാണെങ്കിൽ 25 × 8 200 വരും. 200ൽ 2 പോയിൻ്റ് വയ്ക്കുമ്പോൾ 2 എന്ന് വരും, 2. അപ്പോൾ നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് NaOH 2.5ഉം നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് HCl 2ആണ്. അപ്പോൾ HCl കംപ്ലീറ്റ് ന്യൂട്രലൈസ് ആയി പോകും, NaCl ബാക്കി ഉണ്ടാകും. എന്താണെന്ന് പറഞ്ഞാൽ 1 മോൾ NaOHന് 1 മോൾ HCl ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 മില്ലിമോൾ HClന് 2 മില്ലിമോൾ NaOH ന്യൂട്രലൈസ് ചെയ്യും, 0.5 മില്ലിമോൾ NaOH ബാക്കി ഉണ്ടാകും. അപ്പോൾ നമ്പർ ഓഫ് മില്ലിമോൾസ് ഓഫ് NaOH ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ 2.5 - 2 ദാറ്റ് ഈസ് 0.5 മില്ലിമോൾസ് ലെഫ്റ്റാണ്. ഈ മൊളാരിറ്റി ഓഫ് NaOH കണ്ടുപിടിക്കാം. മൊളാരിറ്റി ഓഫ് NaOH കണ്ടുപിടിക്കാം. മൊളാരിറ്റി ഓഫ് NaOH കണ്ടുപിടിക്കാൻ എത്ര മില്ലിമോൾസ് NaOH ലെഫ്റ്റ് ഉണ്ട് ബാക്കിയുണ്ട് 0.5 ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഇവിടെ രണ്ടും മിക്സ് ചെയ്യുന്നത് മാത്രം ഫൈനൽ സൊല്യൂഷൻ ഈസ് ഡയലൂട്ടഡ് ടു 500 ml എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 500 ml ആണ് ഇരിക്കുന്നത്. ഇത്രയും 500 ml ആണ് ഇതിരിക്കുന്നത്. സോ മൊളാരിറ്റി ഓഫ് NaOH എന്ന് പറഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 500 ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 1/1000 എന്ന് വരും. ദാറ്റ് ഈസ് 10⁻³ എന്ന് വരും. ഈ NaOHൻ്റെ മൊളാരിറ്റി ഇതെന്ന് പറഞ്ഞാൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻³ ആണ്. എന്തുകൊണ്ടാണ്? ഒരു NaOH അയണൈസ് ആകുമ്പോൾ ഒരു OH മൈനസല്ലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ NaOH സ്ട്രോങ് ബേസ് ആണ്, അതിൻ്റെ മൊളാരിറ്റി 10⁻³ എന്ന് പറഞ്ഞാൽ OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ 10⁻³ അപ്പോൾ POH കണ്ടുപിടിക്കുമ്പോൾ POH = -log OH -log 10⁻³ അപ്പോൾ 3 എന്ന് വരും. pH ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 14 - 3 ദാറ്റ് ഈസ് 11 ആണ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 11 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, NaOH ആണ് അധികം ഇരിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഇത് മൊളാരിറ്റി ഓഫ് NaOH ആണ്. അപ്പോൾ കിട്ടുന്നത് OH മൈനസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അതിൻ്റെ നെഗറ്റീവ് ലോഗരിതം എടുക്കുമ്പോൾ pH ആണ് കിട്ടുന്നത്. pHൻ്റെ വാല്യൂ POH ആണ് കിട്ടുന്നത്. pHൻ്റെ വാല്യൂ കണ്ടുപിടിക്കും 14 ഇരുന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് വേണം ആൻസർ എഴുതേണ്ടത്. നമുക്കിവിടെ pH ആണ് ക്വസ്റ്റ്യൻ. സോ 11 ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, pressure necessary to obtain 50% dissociation of PCl5 at 500 Kelvin will be equal to PCl5 dissociation PCl3 plus Cl2. 50% ഡിസോസിയേഷൻ ആകുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യമുള്ള പ്രഷർ KPയും തമ്മിൽ എങ്ങനെ റിലേഷൻ, അതാണ് നമ്മൾ ഇനീഷ്യലായിട്ട് 1 മോൾ എടുക്കുന്നു. അപ്പോൾ ഇത് 0, ഇത് 0. അറ്റ് ഇക്വിലിബ്രിയം 50% ഡിസോസിയേഷൻ ആകുന്നു. അപ്പോൾ ഇത് 0.5,
ഒന്നിൻ്റെ 50% 0.5 ആണല്ലോ. അപ്പോൾ ഇത് 1 ഇത് 1. അപ്പോൾ ഒരു PCl5 ഡിസോസിയേഷൻ ആയാൽ ഒരു PCl3 ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ 0.5 ഡിസോസിയേഷൻ ആയാൽ 0.5 ഉണ്ടാകും, ഇത് 0.5. ഇക്വിലിബ്രിയത്തിൽ ബാലൻസ് ഇരിക്കുന്നത് 1 മൈനസ് 0.5, ദാറ്റ് ഈസ് 0.5. ഇത് 0 പ്ലസ് 0.5, അപ്പോൾ 0.5. ഇത് 0 പ്ലസ് 0.5, 0.5. ഇനി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അറ്റ് ഇക്വിലിബ്രിയം PCl5 0.5 ഉണ്ട്, PCl3 0.5 ഉണ്ട്, Cl2 0.5 ഉണ്ട്, എല്ലാം കൂടെ 1.5 ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ KPയുടെ എക്സ്പ്രഷനാണ് എഴുതേണ്ടത്. KPയുടെ എക്സ്പ്രഷൻ KP ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് PCl3 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് Cl2 ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് PCl5 ആണ്. KP ഈക്വൽ ടു ഓരോന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾക്കറിയാം. മോൾ ഫ്രാക്ഷനെ ടോട്ടൽ പ്രഷർ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ PCl3യുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു ടോട്ടൽ പ്രഷർ, അതറിയത്തില്ല, ആ പ്രഷറാണ് നമുക്ക് ആവശ്യം. പാർഷ്യൽ പ്രഷർ ഓഫ് Cl2, മോൾ ഫ്രാക്ഷൻ ഓഫ് Cl2 0.5 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു ടോട്ടൽ പ്രഷർ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് PCl5, മോൾ ഫ്രാക്ഷൻ ഓഫ് PCl5 അതും 0.5 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു PN. അപ്പോൾ ഒരു 0.5, ഒരു 1.5, ഒരു P എല്ലാം പോയി. ഇനി 0.5 1.5 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 എന്ന് വരും. അപ്പോൾ P ഈക്വൽ ടു 3 kP. P ഈക്വൽ ടു 3 kP. ഇതാണ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 3 kP. 3 kP. ഇനി നിങ്ങൾക്ക് ഈ PCl5യുടെ ഡീകമ്പോസിഷൻ്റെ KPയുടെ എക്സ്പ്രഷൻ അറിയാമെങ്കിൽ KP ഈക്വൽ ടു ആൽഫ സ്ക്വയർ P ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ സ്ക്വയർ, ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. അത് നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുമ്പോൾ വരുന്നതാണ്. PCl5 സാധാരണ നമ്മൾ മിക്കവാറും ചെയ്യുന്നതാണ് ഈ KPയും KCയും ആൽഫയും തമ്മിലുള്ള റിലേഷനൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതറിയുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KP ഈക്വൽ ടു ആൽഫ സ്ക്വയർ 0.5 ആണ്, 50% ആകുമ്പോൾ ആൽഫ 0.5 ആണ്. അപ്പോൾ 0.5 സ്ക്വയർ P ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 സ്ക്വയർ. ഇത് ചെയ്താൽ അപ്പോഴേ ആൻസർ കിട്ടും. KP ഈക്വൽ ടു 0.25 P ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.25 എന്ന് വരും. അപ്പോൾ 0.75 ഇത് വരും അല്ലേ. 0.75 വരുമ്പോൾ ഇതും ക്യാൻസലായി 3 എന്ന് വരും. P ഈക്വൽ ടു 3 kP എന്ന് അപ്പോഴേ ആൻസർ വരും. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. 10 ml ഓഫ് M/200 sulfuric acid is mixed with 40 ml of M/200 sulfuric acid, the pH of the resulting solution. ഇവിടെ രണ്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെ സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നു. 10 ml M/200 സൾഫ്യൂരിക് ആസിഡും 40 ml M/200 സൾഫ്യൂരിക് ആസിഡും മിക്സ് ചെയ്യുന്നു. pH of the resulting solution. അപ്പോൾ ഇവിടെ മൊളാരിറ്റി മിക്സിങ് ചെയ്താൽ മതി. V1M1 പ്ലസ് V2M2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 എന്നാണെന്ന് പറഞ്ഞാൽ രണ്ടും സൾഫ്യൂരിക് ആസിഡാണല്ലോ, രണ്ടും സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ മൊളാരിറ്റി ഓഫ് മിക്സിങ് ചെയ്താൽ മതി. V1 10 ഇൻറ്റു 1/200 പ്ലസ് 40 ഇൻറ്റു 1/200 പ്ലസ് 10 പ്ലസ് 40 1/20 പ്ലസ് 4/20 ഡിവൈഡ് ബൈ 50. അപ്പോൾ നോക്കുകയാണെങ്കിൽ 5/20 ഡിവൈഡ് ബൈ 50, അപ്പോൾ 1/50 10 ദർ ഈസ് 1/200 എന്ന് വരും. 1/200 ദർ ഈസ് മൊളാരിറ്റി 1/2 0.5 ഇൻറ്റു 10⁻² എന്ന് വരും. 0.5 ഇൻറ്റു 10⁻². അപ്പോൾ നമ്മൾ മൊളാരിറ്റി മിക്സിങ് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡ് മൊളാരിറ്റി കണ്ടുപിടിച്ചു. നമുക്ക് pH ആണ് വേണ്ടത്. ഈ സൾഫ്യൂരിക് ആസിഡ് ഡൈബേസിക് ആസിഡാണ്. അത് അയണൈസ് ആകുമ്പോൾ 2 H+ഉം ഒരു SO4 2- ഉണ്ടാകും. അപ്പോൾ നമ്മൾ 0.5 ഇൻറ്റു 10⁻² മോളാർ സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന H+ൻ്റെ കോൺസെൻട്രേഷൻ 2 ഇൻറ്റു 0.5 ഇൻറ്റു 10⁻² ആണ്. ദാറ്റ് ഈസ് അത് 1 ഇൻറ്റു 10⁻² മോളാർ. അത് ഇരട്ടിയാണ്. ഇതിൻ്റെ pH കണ്ടുപിടിച്ചാൽ പോരാ. സൾഫ്യൂരിക് ആസിഡ് അയണൈസ് ആകുമ്പോൾ 1 മോളിൽ നിന്ന് 2 മോൾ H+ ഉണ്ടാകും. ഡൈബേസിക് ആസിഡാണ്. അപ്പോൾ ഇതാണ് അതിൽ നിന്നുണ്ടാകുന്ന H3O+ൻ്റെ കോൺസെൻട്രേഷൻ. ഇനി ഇതിൻ്റെ pH കണ്ടുപിടിച്ചാൽ മതി. pH ഈക്വൽ ടു മൈനസ് ലോഗ് 1 ഇൻറ്റു 10⁻², അപ്പോൾ 2. സോ ദ കറക്റ്റ് ആൻസർ ഈസ്
2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 36. ദ കോമ്പൗണ്ട് വിത്ത് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ഏത്? ഫസ്റ്റ് വൺ നോർമൽ ഹെക്സേൻ 6 കാർബൺ. സെക്കൻഡ് വൺ നോർമൽ പെൻറ്റേൻ. തേർഡ് വൺ 2,2-dimethyl propane. ഫോർത്ത് വൺ 2-methyl butane. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മോളാർ മാസ് ഏറ്റവും കൂടുതൽ നോർമൽ ഹെക്സേനാണ്. അപ്പോൾ അതിനാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ഐസോമറിക് ആയിട്ട് വരുന്നതിൽ ബ്രാഞ്ചിങ് കൂടുന്നവരും ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഓർഡർ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ നോർമൽ ഹെക്സേൻ, അടുത്തത് നോർമൽ പെൻറ്റേൻ, അടുത്തത് ഐസോപെൻറ്റേൻ 2-methyl butane, ഏറ്റവും കുറവ് 2,2-dimethyl propane ആയിരിക്കും. നമുക്ക് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ നോർമൽ ഹെക്സേൻ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് AgCl ഈസ് 4 × 10⁻⁻10 at 298 Kelvin. The solubility of AgCl in 0.04 molar CaCl2 will be. AgCl സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ Ag+ ഉണ്ട്, പിന്നെ Cl- ഉണ്ട്. അതിൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് Ksp = 4 × 10⁻⁻10. വാട്ടറിലാണ് അതിൻ്റെ സോലബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ സോലബിലിറ്റി പ്രോഡക്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കോമൺ അയോണുള്ള മറ്റൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസൻസിലാണ് അതിൻ്റെ സോലബിലിറ്റി ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും വാട്ടറിലാണ് ഒരു സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടിൻ്റെ സോലബിലിറ്റി മാക്സിമം ആയിരിക്കുന്നത്. കോമൺ അയോൺ സൊല്യൂഷനിൽ സോലബിലിറ്റി കുറയും. എന്ന് പറഞ്ഞാൽ കോമൺ അയോൺ എഫക്റ്റ് കാരണം കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതോറും സോലബിലിറ്റി കുറയും. ഇവിടെ CaCl2 എന്ന് പറഞ്ഞ സോൾട്ടാണ്. CaCl2 അയണൈസ് ആകുമ്പം Ca2+ഉം 2 Cl- ഉണ്ടാകും. അപ്പോൾ അവിടെ 0.04 മോളാർ കാൽഷ്യം ക്ലോറൈഡ് ആണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന Cl- കോൺസെൻട്രേഷൻ 2 × 0.04 ആണ്. ദാറ്റ് ഈസ് 0.08 മോളാർ Cl- ഉണ്ടാകും. ഒരെണ്ണത്തിൽ നിന്ന് 2 Cl- ഉണ്ടാകും. 0.04 നിന്ന് ഇരട്ടി ഉണ്ടാകും. ഇനി ഇതിൻ്റെ സോലബിലിറ്റി നമ്മൾ S മോൾസ് പെർ ലിറ്റർ എന്ന് വയ്ക്കുവാണെങ്കിൽ ഇത് S മോൾസ് പെർ ലിറ്റർ ഉണ്ടാകും, ഇതും S മോൾസ് പെർ ലിറ്റർ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു AgCl നിന്ന് ഒരു Ag+ഉം ഒരു Cl- ഉണ്ടാകും. നമ്മൾ KSPയുടെ എക്സ്പ്രഷൻ എഴുതുമ്പം AgClൻ്റെ KSPയുടെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻ ഇറ്റ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl-. KSPയുടെ വാല്യൂ വന്നിട്ടുണ്ട് 4 × 10⁻⁻10. Ag+ൻ്റെ കോൺസെൻട്രേഷൻ ഒരെണ്ണത്തിൽ Ag+ ഉള്ളൂ S. Cl- കോൺസെൻട്രേഷൻ S+ 0.08 എന്ന് എഴുതണം. എന്തുകൊണ്ടാണ് S+ 0.08 എന്ന് എഴുതണം? Cl- എന്ന് പറഞ്ഞാൽ ഇതിലുമുണ്ട്, CaCl2-ലുമുണ്ട്. Ag+ അതിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ S+ 0.08. അപ്പോൾ ഇത് ഇനി സോൾവ് ചെയ്താൽ മതി. 4 × 10⁻⁻10 = S² + 0.08 S. S തീരെ ചെറുതാണ്. അപ്പോൾ S² ഈസ് ടു സ്മോൾ. S² എന്ന് പറഞ്ഞാൽ തീരെ ചെറുതായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ 10⁻⁵ ഒക്കെ ആണെങ്കിൽ S² എന്ന് പറഞ്ഞാൽ 10⁻10. അപ്പോൾ ഇവിടെ ഈ S² നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇത് എങ്ങനെ മാറുമെന്ന് പറഞ്ഞാൽ 0.08 S = 4 × 10⁻⁻10. S = 4 × 10⁻⁻10 ഡിവൈഡഡ് ബൈ 0.08. അപ്പോൾ നോക്കുകയാണെങ്കിൽ 8 × 4 × 10⁻⁻10 divided by 8 × 10⁻². 0.5 × 10⁻8 എന്ന് വരും. ദാറ്റ് ഈസ് 5 × 10⁻⁹. ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു AB ടൈപ്പ് സോൾട്ടിൻ്റെ സോലബിലിറ്റി ഒരു കോമൺ അയോൺ സൊല്യൂഷനിൽ ചോദിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഈ KSPയുടെ വാല്യൂവിന് കോമൺ അയോൺ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കോമൺ അയോൺ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. KSPയുടെ വാല്യൂ 4 × 10⁻⁻10നെ കോമൺ അയോൺ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കോമൺ അയോൺ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യും. കോമൺ അയോൺ കോൺസെൻട്രേഷൻ ഇവിടെ 0.04 അല്ല, അതിൽ നിന്ന് 2 Cl- ഉണ്ടാകുന്ന കാരണം 0.08 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. CaCl2ൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്, കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ. വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ടെമ്പറേച്ചർ കൂടുമ്പം വാട്ടറിന് അയണൈസേഷൻ കൂടും. വാട്ടറിന് അയണൈസേഷൻ കൂടുമ്പം അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കൂടും. അപ്പം വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ.
എന്ന് പറഞ്ഞാൽ X3O+ൻ്റെയും OH- കോൺസെൻട്രേഷൻ കൂടും ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് വാട്ടറിൻ്റെ വാല്യൂ കൂടത്തേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, how much sodium acetate should be added to 0.1 molar solution of acetic acid to give a solution of pH 5.5? pKa of acetic acid is 4.5. ഈ അസറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റും വരുന്ന അസിഡിക് ബഫറിൻ്റെ ഹെൻഡർസൺ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഹെൻഡർസൺ ഇക്വേഷൻ ഇതാണ്: pH = pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ ആസിഡ്. അവിടെ പി എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5.5, പി കെയുടെ വാല്യൂ തന്നിട്ടുണ്ട് 4.5 പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം, ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ 0.1 അല്ലേ? ഓക്കെ, ഈ 4.5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 5.5 മൈനസ് 4.5 1 എന്ന് വരും. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ 0.1. 1 എന്ന് പറഞ്ഞാൽ ലോഗ് 10 എന്ന് എഴുതാം. ലോഗ് 10ൻ്റെ വാല്യൂ ആണ് 1. അപ്പോൾ ലോഗ് സോൾട്ട് ബൈ 0.1. ലോഗ് 10ൻ്റെ വാല്യൂ ആണ് 1 അറിയാം. ലോഗറിതം പോയി. സോൾട്ട് കോൺസെൻട്രേഷൻ ഈക്വൽ ടു 0.1 into 10. That is 1 molar. 1 molar. That is third option is the correct answer. Third option. Next one. The given reactions. ഒരു ആൽക്കൈൻ എടുത്തിട്ട് ഹൈഡ്രജൻ പലേഡൈസ്ഡ് ചാർക്കോൾ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുന്നു, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ വെച്ച് റെഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം പലേഡൈസ്ഡ് ചാർക്കോൾ അതാണെങ്കിൽ ലിൻലേഴ്സ് കാറ്റലിസ്റ്റ് എന്ന് പറയും. ഒരു ആൽക്കീൻ സെലക്റ്റീവായിട്ട് ആൽക്കീനായിട്ട് മാറും, സിസ് ആൽക്കീനായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം രണ്ടാമത്തത് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, അതും നിങ്ങൾക്കറിയാം. ദറ്റ് ഈസ് ബ്രിച്ച് റിയേജൻ. അപ്പോൾ ബ്രിച്ച് റിഡക്ഷനിൽ ഒരു ആൽക്കൈൻ ട്രാൻസ് ആൽക്കീനായിട്ട് മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സിസ് ആൻഡ് ട്രാൻസ് ആൽക്കീൻ എന്ന് പറയും. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ, സിസ് ആൻഡ് ട്രാൻസ് ആൽക്കീൻ. നെക്സ്റ്റ് വൺ, question number 41. Select the reactions that would result in the formation of 2-bromopropane. 2-bromopropane തരുന്ന റിയാക്ഷൻ ഏതാണ്? ഫസ്റ്റ് വൺ, CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് Br2 H nu. ഒരു ആൽഫ ഹൈഡ്രജനുള്ള ആൽക്കീൻ എടുത്തിട്ട് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡബിൾ ബോണ്ടിലല്ല ബ്രോമിൻ അഡീഷൻ ആകുന്നത്, അല്ലേലിക് പൊസിഷനുള്ള ഹൈഡ്രജന് പകരം ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആകും. അപ്പോൾ ഇതാണ് അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലൈലിക് ഹാലജനേഷൻ എന്ന് പറയും. അല്ലൈലിക് ഹാലജനേഷൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസിൽ പഠിക്കാനുള്ള റിയാക്ഷനാണ് അല്ലൈലിക് ഹാലജനേഷൻ. അപ്പോൾ അവിടെ ഒരിക്കലും ഈ ബ്രോമിൻ അഡീഷൻ അല്ല ആകുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 2-bromopropane കിട്ടത്തില്ല. രണ്ടാമത്തത് CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. HBr വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ മാർക്കോണിക് അഡീഷൻ ആയിരിക്കും നടക്കുന്നത്. നെഗറ്റീവ് പാർട്ട് ഏറ്റവും കുറച്ച് ഹൈഡ്രജനുള്ള കാർബണിൽ ചെന്ന് ചേരും. അപ്പോൾ 2-bromopropane കിട്ടും. അപ്പോൾ സോ സെക്കൻഡ് ഇതിൽ 2-bromopropane തന്നെ കിട്ടുന്നത്. അതപ്പം അത് നമ്മളെ ആൻസറാണ്. പക്ഷേ ഓപ്ഷൻ അങ്ങനെ അല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി രണ്ട് റിയാക്ഷനും കൂടെ നമ്മൾ ചെയ്യണം. തേർഡ് വൺ നോക്കിയാൽ CH3 CH2 CH3 ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യും. ഇതൊരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. പ്രൈമറി ഹൈഡ്രജൻ ഉണ്ട്, സെക്കൻഡറി ഹൈഡ്രജൻ ഉണ്ട്. പ്രൈമറി സെക്കൻഡറി രണ്ടും വരും. സെക്കൻഡറി ഹൈഡ്രജനാണ് റിയാക്ടിവിറ്റി കൂടുതലായിട്ട്. നടുക്കത്തെ കാർബണിലുള്ള ഹൈഡ്രജന് പകരമായിരിക്കും ബ്രോമിൻ വരുന്ന പ്രോഡക്റ്റ് ഏറ്റവും കൂടുതലുണ്ടാകുക. അപ്പോൾ അവിടെയും നമുക്ക് 2-bromopropane ഉണ്ടാകും. സോ ഈ തേർഡ് വൺ ഇരുന്നും കിട്ടും. ഇനി ഫോർത്ത് വൺ നോക്കുക. ഫോർത്ത് വൺ ആണെങ്കിൽ CH3 CH ഡബിൾ ബോണ്ട് CH2 ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് CCl4 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ഇവിടെ ബ്രോമിൻ ഡബിൾ ബോണ്ടിൽ അഡീഷൻ ആകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഡൈബ്രോമോ കോമ്പൗണ്ടാണ് കിട്ടുക. നമുക്ക് ഒരിക്കലും അത് ആൻസർ അല്ല. അപ്പോൾ ഈ ബ്രോമിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന ഈ രണ്ട് റിയാക്ഷൻ നമ്മൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ, ഞാൻ എല്ലാ റിയാക്ഷനും എഴുതി കിട്ടുന്നേ ഉള്ളൂ. അവിടെ ഒരിക്കലും ഒരു ബ്രോമിൻ അല്ല വരുന്നത്, ഒന്നിൽ കൂടുതൽ ബ്രോമിൻ വരും. നമുക്ക് 2-bromopropane. അപ്പോൾ ഒരിക്കലും ഫസ്റ്റ് വണ്ണും ഫോർത്ത് വണ്ണും ഒരിക്കലും ആൻസർ വരത്തില്ല. സെക്കൻഡ് വൺ, തേർഡ് വൺ പ്രത്യേകം ശ്രദ്ധിക്കണം. സബ്സ്റ്റിറ്റ്യൂഷനാണ് വരുന്നത്. ഒരു എച്ചിന് പകരം ഒരു ബ്രോമിനെ വരത്തുള്ളൂ. സോ 2 and 3 അതാണ് ആൻസർ. That is second option is the correct answer. 2 and 3. Okay, next one. Acetophenone C6H5COCH3 is prepared from the reaction of benzene with A in the presence of anhydrous AlCl3. Here A refers to benzene. ഇരുന്ന് അസറ്റോഫീനോൺ പ്രിപ്പയർ ചെയ്യണം. അസറ്റോഫീനോൺ ഇതാണ് അസറ്റോഫീനോൺ. C6H5COCH3.
AlCl3യുടെ പ്രസൻസിൽ നമുക്ക് രണ്ട് റിയേജൻറ്റ് ഉപയോഗിക്കാം. ഒന്ന് നോക്കുകയാണെങ്കിൽ CH3COCl ഉപയോഗിക്കാം, അല്ലെങ്കിൽ CH3CO twice Oയും ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് CH3COCl ആണ് തന്നിരിക്കുന്നത്. സോ ഫോർത്ത് ഓപ്ഷൻ ഫ്രീഡർകാഫ്സ് അസറ്റൈലേഷൻ റിയാക്ഷൻ. ഫ്രീഡർകാഫ്സ് അസറ്റൈലേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് CH3COCl ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, addition of HCl to 2-methyl-butene mainly gives 2-methyl-butene. 2-methyl-buteneൻ്റെ കൂടെ HCl അഡീഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് 2-methyl-butene. ഇതിൻ്റെ കൂടെ HCl അഡീഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ കൂടെ HCl അഡീഷൻ ചെയ്യുമ്പോൾ മാർക്കോണിക് അപ്പ് അഡീഷൻ ആയിരിക്കും നടക്കുന്നത്. നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡെൻഡം ഗോസ് ടു ലീസ്റ്റ് ഹൈഡ്രജനേറ്റഡ് കാർബൺ. അപ്പോൾ ഇവിടെ നെഗറ്റീവ് പാർട്ട് വരും, ഇവിടെ പോസിറ്റീവ് പാർട്ട് വരും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതായിരിക്കും. CH3 CCl CH3 സിംഗിൾ ബോണ്ട് CH2 CH3 2-chloro 2-methyl-butane. 2-chloro 2-methyl-butane. 2-chloro 2-methyl-butane. That is second option is the correct answer. 2-chloro 2-methyl-butane. Next one, the pH of the solution is increased from 3 to 6. Its H+ ion concentration is. ഒരു സൊല്യൂഷൻ്റെ pH നമ്മൾ 3-ലിരുന്ന് 6 മാറ്റും. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കുന്നു? H+ൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ pH 3 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. pH 6 എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്. 10⁻3 10⁻6 ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ കുറയുകയാണ് ചെയ്യുന്നത്. എത്ര പ്രാവശ്യം കുറയുമെന്ന് പറഞ്ഞാൽ 1000 ടൈംസ് കുറയും. 10⁻6 10⁻3 ആയിട്ട് വരുമ്പോൾ 10⁻3. That is 1/1000. 1/1000. That is reduced by 1000 times. അതാണ് ആൻസർ. reduced by 1000 times എന്ന് പറഞ്ഞാൽ pH 3 6 മാറുന്നു. അപ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ 3 എന്ന് പറഞ്ഞാൽ 10⁻3, 6 എന്ന് പറഞ്ഞാൽ 10⁻6. -3 ആണ് വലുത്, -6 ചെറുതാണ്. അപ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. എത്ര കുറയുന്നു? ഫൈനൽ ഇനീഷ്യൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/1000 വരും. അത് തന്നെ 1000 പ്രാവശ്യം കുറയും. അതാണ് നെക്സ്റ്റ് വൺ. When propionine reacts with bromine and HBr in presence of peroxide separately, then products formed are propene CH3 CH double bond CH2. ബ്രോമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. അവിടെ പെറോക്സൈഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്രോമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു. പിന്നെ HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, അതാണ് എൻ്റെ മീനിങ്. ബ്രോമിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രോമിൻ അഡീഷൻ ആകും. ദാറ്റ് ഈസ് വിസിനൽ ഡൈബ്രോമൈഡ് കിട്ടും. 1,2-dibromopropane. 1,2-dibromopropane കിട്ടും. ഇനി സെക്കൻഡ് വൺ, HBr ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ആൻറ്റി മാർക്കോണിക് ഓഫ് അഡീഷൻ CH3 CH2 Br വന്ന് ഏറ്റവും കൂടുതൽ ഹൈഡ്രജനുള്ള കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ചേരും. ഫ്രീ റാഡിക്കലായിട്ടാണ് വരുന്നത്. അപ്പം Br എന്ന് മാത്രം എഴുതിയാൽ മതി. Br ഇവിടെ H. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. CH2Br. That is 1 bromopropane. ഇപ്പോൾ 1,2-dibromopropane 1 bromopropane respectively. That is second option is the correct answer. Second option. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് COTS-ന്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ദിവസം ഞായറാഴ്ച നടന്ന COTS എക്സാമിൻ്റെ ഡിസ്കഷനാണ്. COTS-ൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഏതൊക്കെ ടോപ്പിക്കുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്? കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ഉണ്ടായിരുന്ന 45 ക്വസ്റ്റ്യൻസുകളായിരുന്നു ഡിസ്കസ് ചെയ്യാനുള്ളത്. 45 ക്വസ്റ്റ്യൻസുകളുടെ ഡീറ്റെയിൽഡ് ആൻസേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസേഴ്സ് എന്നിങ്ങനെ വരും, അതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്നത് ദ ഇനോക്കുലം ഈസ് ആഡഡ് ടു ദ ഫ്രഷ് മിൽക്ക് ഇൻ ഓർഡർ ടു കൺവേർട്ട് മിൽക്ക് ഇൻ ടു കർഡ്. ദ ടേം ഇനോക്കുലം ഹിയർ റെഫേഴ്സ് ടു. ചോദ്യം എന്താണ്? അതായത് ഇനോക്കുലം ഈസ് ആഡഡ് ടു ദ ഫ്രഷ് മിൽക്ക് ഇൻ ഓർഡർ ടു കൺവേർട്ട് മിൽക്ക് ഇൻ ടു കർഡ്.
മിൽക്കിനെ കർഡാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇനോക്കുലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇനോക്കുലം, ആഡ് ചെയ്യുന്ന ഇനോക്കുലം ഹിയർ റെഫേഴ്സ് ടു എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആക്ച്വലി എന്ത് തന്നെയാണ്, കർഡ് തന്നെയാണ്. ആ കർഡിനകത്ത്, ഇനോക്കുലത്തിനകത്ത് ഇറ്റ് കണ്ടെയ്ൻ മില്യൺസ് ഓഫ് ലാബ്. വാട്ട് ഈസ് ലാബ്? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാബ് എന്ന് പറയുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഈ ലാബുകളുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ലാബുകൾ എന്ത് ചെയ്യുന്നു, ലാക്ടോസ് ഷുഗറിനെ കൺവെർട്ട് ചെയ്തിട്ട് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റും. ആൻഡ് ദാറ്റ് ലാക്റ്റിക് ആസിഡ് വിൽ കൊയാഗുലേറ്റ് ദ മിൽക്ക്. അപ്പോൾ ആ ഇനോക്കുലത്തിനകത്ത്, സ്റ്റാർട്ടറായിട്ട് ആഡ് ചെയ്യുന്ന ഇനോക്കുലത്തിനകത്ത് എന്തുണ്ട്, മില്യൺസ് ഓഫ് ലാബ് പ്രസൻ്റ് ആണ്. എ സ്റ്റാർട്ടർ റിച്ച് ഇൻ വൈറ്റമിൻ B12, a starter rich in protein, a starter containing millions of lab, and anaerobic digester. So here the inoculum means what? A starter which containing millions of lab. So question number 1, our answer is option 3. Clear ആയല്ലോ? Okay. Next question ലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. The given figure represent a typical biogas plant. ഈ ഫിഗർ ഒരു typical biogas plant ആണ്. Select the correct option for the label ABCD. ABCD ലേബലിംഗ് കറക്റ്റായിട്ട് പറയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്? ഇൻലെറ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ് അല്ലേ? A ഈസ് ഇൻലെറ്റ്. B എന്ന് പറയുന്നത് ആരാണ്? B ഈസ് ദ ഡൈജസ്റ്റർ. ഡി എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് പൈപ്പ്, സപ്ലൈ പൈപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഔട്ട്ലെറ്റ്. അവിടെയാണ് സ്പെൻഡ് സ്ലറി കാണുന്നത്. സ്പെൻഡ് സ്ലറി, ഉപയോഗിച്ച സ്ലറി കാണുന്നത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കൗ ഡങ്ക് പ്ലസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. ഇവിടെ വെച്ചിട്ടാണ് ഗ്യാസ് ഹോൾഡർ എന്ന് വിളിക്കുന്ന ആ സംഭവം ഉള്ളത്. അപ്പോൾ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് കൊടുക്കാനുള്ളത്. ഹിയർ എ ഈസ് ദ ഇൻലെറ്റ് ഫോർ കാറ്റിൽ ഡങ്. എ എന്ന് പറയുന്നത് കാറ്റിൽ ഡങ്ങിൻ്റെ ഇൻലെറ്റ് ആണ്, ശരിയല്ലേ? യെസ്. സി ഈസ് ദി ഔട്ട്ലെറ്റ് ഫോർ റിലീസ് ഓഫ് ബയോഗ്യാസ്. സി ആണ് ഔട്ട്ലെറ്റ് ഫോർ റിലീസ് ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നത് ലേബിൾ ചെയ്തിരിക്കുന്നത് ഏതാണ്? ഡി ആണ്. അപ്പോൾ അത് തെറ്റ്. ബി ഈസ് ദ ചേംബർ വിച്ച് കണ്ടെയ്ൻ ലെഫ്റ്റ് ഓവർ സ്ലറി. ലെഫ്റ്റ് ഓവർ സ്ലറി കാണുന്ന ചേംബർ ഏതാണ്? സി ആണ്. ബിയിൽ എന്താ കാണുന്നത്? ലെഫ്റ്റ്, ദാറ്റ് ഈസ് ബയോഗ്യാസ് ഫിൽഡ് ആയിട്ടുള്ളതാണ്. ഡി ഈസ് ദ ഔട്ട്ലെറ്റ് ഫോർ സ്പെൻഡ് സ്ലറി. ഡി സ്പെൻഡ് സ്ലറിയുടെ ഔട്ട്ലെറ്റ് ആണോ? അല്ല, അത് സി ആണ്. സ്പെൻഡ് സ്ലറിയുടെ ഔട്ട്ലെറ്റ് സിയും. ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗ്യാസ് കണക്ഷൻ കൊടുക്കാനും ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ്. സീവേജിൻ്റെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് സീവേജ് ട്രീറ്റ്മെൻറ്റിന് 2 ട്രീറ്റ്മെൻറ്റാണ് അവൈലബിൾ ആവുന്നത്. പ്രൈമറി ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും അവൈലബിൾ ആണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഫിസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ എന്തുവരെ ഉപയോഗിക്കുന്നത്? മൈക്രോബുകളുടെ സഹായം തേടുന്നത്. 2 ടൈപ്പ് മൈക്രോ ഓർഗാനിസങ്ങൾ നമ്മളവിടെ സഹായിക്കുന്നു. എയറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും അനെയറോബിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസും. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ്, റിമൂവ് grit and large pieces of organic matter. This is done in primary treatment. Involve sequential filtration and sedimentation. This is also a step in primary treatment. Does not require aeration. Aeration ആവശ്യമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അവിടെ നമ്മൾ ആദ്യത്തെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൻ്റെ തുടക്കത്തിൽ എയറോബിക് ടാങ്കുകളിലായിട്ടാണ് കണ്ടീഷൻസിനെ കടത്തിവിടുന്നത്. അപ്പോൾ എയറോബിക് ടാങ്കുകളിൽ ആര് വർക്ക് ചെയ്യുന്നു? ദാറ്റ് ഈസ് ബാക്ടീരിയകൾ വർക്ക് ചെയ്യുന്നു. ഇൻവോൾവ് മൈക്രോബിയൽ ഡൈജഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. മൈക്രോബിയൽ ആക്ടിവിറ്റി കൊണ്ട് ഓർഗാനിക് മാറ്റർ ഡൈജസ്റ്റ് ചെയ്യുന്നു, അത് കറക്റ്റാണ്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 3
ആൻസർ ഓപ്ഷൻ 4. ക്ലിയർ ആയല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡാഷ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയം സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് മോഡിഫൈഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ ഫോർ റിമൂവിംഗ് ക്ലോട്ട്സ് ഫ്രം ദി ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹൂ ഹാവ് അണ്ടർഗോൺ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ലീഡിങ് ടു ഹാർട്ട് അറ്റാക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ദാറ്റ് ആക്ട് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. ക്ലോട്ട് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസുകളിലകത്തുള്ള ക്ലോട്ടുകളെ എന്ത് ചെയ്യുന്നു? ബേസ്റ്റ് ചെയ്യുന്നു, അഥവാ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് ഫ്ലോ ഈസിയാക്കി മാറ്റുന്നു. അതിനെ സഹായിക്കുന്ന ഇത് ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ആരാണ്? സ്ട്രെപ്റ്റോകൈനേസ് ആണ്. ലൈപ്പേസുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൈപ്പേസസുകൾ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻസുകളിൽ ആഡ് ചെയ്യുന്നു. എന്തായിട്ടാണ് ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്നത്? ഓയിലി സ്റ്റെയിൻ റിമൂവ് ചെയ്യാനായിട്ട്. സ്ട്രെപ്റ്റോകൈനേസ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ആണ്. സൈക്ലോസ്പോറിൻ എയുടെ യൂസേജ് എന്താണ്? അറിയാലോ, എന്തുവാ? ഇമ്മ്യൂണോ സപ്രസൻറ്റ്. ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ് ആണ്. അതേസമയം പെനിസിലിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത് ആരുടെ കണ്ടീഷനാണ്? സ്ട്രെപ്റ്റോകൈനേസ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന ഹാർട്ട് അറ്റാക്ക് വരുന്ന വ്യക്തികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് സ്ട്രെപ്റ്റോകൈനേസ് ഇഞ്ചക്ഷൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഇൻ കോളം 1 വിത്ത് ദെയർ യൂസസ് ഇൻ കോളം 2 ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ കോളം 1 കുറച്ച് മൈക്രോ ഓർഗാനിസംസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കോളത്തിൽ അതിൻ്റെ യൂസേജും കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുക. ആദ്യം ലാക്ടോബാസിലസ് അസിഡോഫിലസ്. Lactobacillus acidophilus is a lab that is helpful in conversion of milk into curd. So A is matched with 3. So we can strike out these 2 1 because A is matched with both in both 3 and 4. A matches with 1. Then Saccharomyces cerevisiae. Saccharomyces cerevisiae is usage for bread making as well as beverages making. So here വീണ്ടും സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് രണ്ടിലും B1 തന്നെയാണ്. Propionibacterium shermani. Propionibacterium shermani that is used for ripening of cheese. If the cheese are ripened by Propionibacterium shermani, there is a release of propionic acid and carbon dioxide. That carbon dioxide make holes in the Swiss cheese. So Swiss cheese are ripened using Propionibacterium shermani and camembert cheese are ripened using Penicillium camemberti and Roquefort cheese are ripened using Penicillium roqueforti. So here the Propionibacterium shermani matches with 4. So we can rightly choose the answer option 2. Then spirulina. Spirulina is a single cell protein. Single cell protein ആണ് spirulina. Single cell protein എന്ന് പറഞ്ഞാൽ ഗുഡ് പ്രോട്ടീൻ ഫുഡാണ്. ദാറ്റ് ഈസ് മൈക്രോബിയൽ ഫുഡുകളെയാണ് നമ്മൾ സ്പൈറുലിന പോലെയുള്ള സിംഗിൾ സെൽ, ക്ലോറല്ല, സ്പൈറുലിന, അതൊക്കെ സിംഗിൾ സെൽ പ്രോട്ടീൻ ആണ്. നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ദാറ്റ് ഈസ് ഇൻ ദി മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്ററിന് മുൻപ് നിങ്ങൾ പഠിക്കുന്ന സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. സോ നമുക്ക് ഇവിടുത്തെ ആൻസർ ആക്കി ഏതെടുക്കാം? ഓപ്ഷൻ 2 എടുക്കാം. ഓക്കെ, അടുത്ത read the following statement and the correct option. Select the correct option. 2 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബയോ കൺട്രോൾ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ബയോളജിക്കൽ മെത്തേഡ് ഫോർ കൺട്രോളിംഗ് പാത്തോജൻസ് ആൻഡ് പെസ്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 പറഞ്ഞിരിക്കുന്നത് ബയോ കൺട്രോൾ എന്താണെന്നാണ്. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് എന്തിനെയാണ്? ബയോളജിക്കൽ മെത്തേഡുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉപയോഗിച്ചിട്ട് പാത്തോജൻസിനെയും പെസ്റ്റുകളെയും കൺട്രോൾ ചെയ്യുന്നു. ശരിയല്ലേ? അതെ. യൂസ് ഓഫ് ബയോ കൺട്രോൾ മെഷേഴ്സ് വിൽ ഗ്രേറ്റ്ലി റെഡ്യൂസ് അവർ ഡിപ്പെൻഡൻസി ഓൺ ടോക്സിക് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. ബയോളജിക്കൽ അപ്രോച്ച് നമ്മൾ ഒരുപാട് അങ്ങ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ
കെമിക്കൽ പെസ്റ്റിസൈഡുകളെ ഉപയോഗം എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഓഫ് കോഴ്സ്, കാരണം നമുക്ക് പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ ഒരു മെത്തേഡ് മതി. അപ്പോൾ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ ബയോമെറ്റലജിക്കൽ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസുകളിലോട്ടുള്ള നമ്മുടെ ഉപയോഗം എന്ത് ചെയ്യും? കുറയും. അതും ശരിയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് പറയുന്ന ഒരു ഇത് നോക്കാം. Both statements are true and statement 2 is the correct explanation of the statement 1. Both statements are true and statement 2 is not the correct explanation of the statement 1. Statement 1 is correct and statement 2 is incorrect. Statement 1 is incorrect and statement 2 is correct. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകളിൽ രണ്ടും ശരിയാണ്. ബയോ കൺട്രോൾ എന്ന് പറയുന്നത് പാത്തോജൻസിനെയും പെസ്റ്റുകളെ ഉപയോഗിച്ചിട്ടാണ്. ഇനി യൂസ് ഓഫ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് വിൽ ഗ്രേറ്റ്ലി റെഡ്യൂസ് അവർ ഡിപ്പെൻഡൻസി ഓൺ ടോക്സിക് കെമിക്കൽസ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിലും ടു സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റ് മറ്റതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഒന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൻസർ ഏതെടുക്കാം? ഓപ്ഷൻ 2 എടുക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? Moving to the question number 7. Question number 7 പറയുന്നത് study the following statements and select the correct ones. Correct statement കണ്ടുപിടിക്കുക. Methanogens are archaebacteria which produces methane in marshy areas. നമുക്കറിയാം മെത്താനോജൻസുകൾ അനേറോബിക് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അവർ സെല്ലുലോസ് മെറ്റീരിയൽസുകളെ എന്ത് ചെയ്യും? ബ്രേക്കപ്പ് ചെയ്തിട്ട് ബയോഗ്യാസ് ദാറ്റ് ഈസ് റിച്ച് ഇൻ മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അത് ശരിയാണ്. Nostoc is a filamentous blue-green algae which fixes atmospheric nitrogen. That is, blue-green algae cyanobacteriaകളാണ്. ഇവർ കൂടുതലും നൈട്രജൻ ഫിക്സേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ശരിയാണല്ലോ. ബയോ ഫെർട്ടിലൈസേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി ടു ദ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. നോക്കൂ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലേ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു. But in the case of what biofertilizers are eco-friendly approach ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അതെ. Baculoviruses are harmful to humans. Very knowledge about the baculovirus ഉള്ളവർക്കറിയാം. It is target specific and which only attack insect pests, never attack any other organ. Non-targeted species like the humans, fishes, plants, etc. etc. So this is also wrong statement. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറക്റ്റ് വൺസ് ആണ്. അപ്പോൾ 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ക്ലിയർ ആയല്ലോ? ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 8. Which of the following statement is not correct regarding mycorrhiza? Mycorrhizaയെ കുറിച്ച് തെറ്റിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. What is mycorrhiza? Mycorrhiza is an association between ഏതൊക്കെയാണ്? Fungi and roots of higher plants. ഫഞ്ചയും ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ട്സും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെ വിളിക്കുന്ന പേരാണ് മൈക്കോറൈസ എന്ന് പറയും. ഇറ്റ് ഹെൽപ്സ് ദ പ്ലാന്റ് ടു അബ്സോർബ് ഫോസ്ഫറസ് ഫ്രം ദ സോയിൽ. ഫോസ്ഫറസിലെ അബ്സോർപ്ഷൻ നടത്തുവാൻ പ്ലാന്റ്സിന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫഞ്ചൈ വിത്ത് ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദ പ്ലാന്റ് ഇൻ ഡെവലപ്പിംഗ് റെസിസ്റ്റൻസ് ടു റൂട്ട് ബോൺ പാത്തോജൻസ്. ഓക്കെ, ഇറ്റ് ഈസ് എൻ എക്സലൻറ്റ് ബയോ കൺട്രോൾ ഏജൻറ്റ്. ഇതൊരു ബയോ കൺട്രോൾ ഏജൻ്റ് അല്ല, ഇതൊരു ബയോ ഫെർട്ടിലൈസർ ആണ്. ബയോ കൺട്രോൾ ആയിട്ട് വരുന്ന ഫംഗസ് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഫംഗസ് ആണ്. സോ ഹിയർ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് ഓപ്ഷൻ 4. ക്ലിയർ ആയല്ലോ? ഓക്കെ, എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Identify the blank spaces A, B, C, D in the table given below and correct answer കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് മൈക്രോബ് ഫംഗസ്, സയൻറ്റിഫിക് നെയിമാണ് അവിടെ എ നൽകിയിരിക്കുന്നത്. സൈക്ലോസ്പോറിൻ എന്ന പ്രോഡക്റ്റിന് നെയിമുണ്ട്, അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ടൈപ്പ് ഓഫ് മൈക്രോബ് കണ്ടുപിടിക്കണം. മൊണാസ്കസ് പർപ്യൂറിയസ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റാറ്റിൻ പ്രോഡക്റ്റ് ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ഈ ഓപ്ഷൻസ് നോക്കുന്നതിന് മുമ്പേ എ ആരായിരിക്കും? സൈക്ലോസ്പോറിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറ. ട്രൈക്കോഡെർമ പോളിസ്പോറ. ബി അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷനാണ്. ഏതുവാ? ഇമ്മ്യൂണോ സപ്രസൻറ്റ്.
സി എന്ന് പറയുന്ന മൊണാസ്കസ് പർപ്യൂരിയസ്. മൊണാസ്കസ് പർപ്യൂരിയസ് ഒരു ഫഞ്ചയാണ് അഥവാ ഈസ്റ്റ് ആണ്. ഇതിലേതെങ്കിലും ഒന്ന് വേണം. അതിൻ്റെ മെഡിക്കൽ ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് സ്റ്റാറ്റിൻസ്, കൊളസ്ട്രോൾ ലോവറിംഗ് ഏജൻറ്റ്. അപ്പോൾ എ ട്രൈക്കോഡെർമ പോളിസ്പോറം വരുന്ന ഓപ്ഷൻസുകൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് സ്ട്രൈക്ക് ചെയ്യാം, ഇത് സ്ട്രൈക്ക് ചെയ്യാം. ദെൻ ബി എന്ന് പറയുന്നത് ആസ് ആൻ ഇമ്മ്യൂണോ സപ്രസീവിൻ്റെ, സി ഈസ്റ്റ് ഓർ ഫംഗസ് ആൻഡ് ഡി ലോവറിംഗ് ബ്ലഡ് കൊളസ്ട്രോൾ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ 1. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 10 ശ്രദ്ധിക്കുക. ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ്. ഈസ്റ്റ് എന്തിൻ്റെ പ്രിപ്പറേഷനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ബ്രെഡിൻ്റെ പ്രിപ്പറേഷനും ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനും ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചേ, അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഈസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത്? അല്ല, ഒരു ബാക്ടീരിയയാണ്. ദാറ്റ് ഈസ് അസറ്റോബാക്ടർ അസറ്റൈ. കർഡിൻ്റെ പ്രിപ്പറേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലാബ്. ചീസിൻ്റെ പ്രിപ്പറേഷനിൽ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമനയുണ്ട്, പെൻസിലിയം റോക്കി ഫോർട്ട് ഉണ്ട്. അപ്പോൾ ഈതൈൽ ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റിൻ്റെ പ്രൊഡക്ഷനാണ്. ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഈതൈൽ ആൽക്കഹോൾ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. BT കോട്ടൺ ഈസ് റെസിസ്റ്റൻ്റ് ടു. BT കോട്ടൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. BT കോട്ടൺ എന്ന് പറയുന്നത് ഒരു പെസ്റ്റ് റെസിസ്റ്റൻ്റ് GM പ്ലാന്റ് ആണ്. GM പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്. BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന BT ടോക്സിൻ ജീനുകളെ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് ടിഷ്യൂ കൾച്ചറിൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ സെല്ലുകളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകളായ BT കോട്ടൺ. BT കോട്ടൺ എന്ന് പറയുന്നതിൽ നമ്മൾ പ്രത്യേകിച്ച് BT ടോക്സിൻ ജീൻ തളിക്കേണ്ട കാര്യമില്ല, സ്പോർ തളിക്കേണ്ട കാര്യമില്ല. ആ പ്ലാന്റിന് ഇറ്റ്സെൽഫായിട്ട് പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അപ്പോൾ ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ്, ഇൻസെക്റ്റ് പെസ്റ്റ്, ഡ്രൗട്ട്. BT കോട്ടൺ ഈസ് റെസിസ്റ്റൻ്റ് ടു പെസ്റ്റിസൈഡ് ആണോ? അല്ല, റെസിസ്റ്റൻ്റ് ടു ഇൻസെക്റ്റ് പെസ്റ്റ്. സോ ഹിയർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഈസ് ദ കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസ്? കൺവെൻഷണൽ ഫാമിംഗ് പ്രാക്ടീസ് എന്താണ് എന്നുള്ളതാണ്. യൂസ് ഓഫ് ബയോ കൺട്രോൾ ഏജൻറ്റ്, use of pest resistant plant, use of chemical pesticide and use of IPM. What is IPM? Integrated pest management. Here what is the conversion? Like conventional farming practice uses chemical fertilizers that often causes pollution and which harm the species. എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ ഏതെടുക്കാം? ഓപ്ഷൻ 3 നൽകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 12ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്. എ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയം സീൻ ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട് നോഡ്യൂളുകളിൽ കാണപ്പെടുന്ന സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ ആര്? നമുക്ക് നൈട്രജൻ ഫിക്സർ ഒരുപാട് പേരുണ്ടെങ്കിലും സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ എന്ന് പറയുന്നത് റൈസോബിയം ആണ്. റൈസോബിയം ഈസ് സീൻ ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്. അസോസ്പൈറിലം, അസറ്റോബാക്ടർ, ആനബീന ഓൾ ആർ ആൾസോ നൈട്രജൻ ഫിക്സേഴ്സ് ബട്ട് ദേ ആർ ഫ്രീ ലിവിംഗ്, not the symbiotic association. The only species that is symbiotically associated with the leguminous plant root are the rhizobium, and they are found in their root nodules. So for this question number 13, our answer is option option 1, that is rhizobium. അപ്പോൾ റൈസോബിയം എന്ന് പറയുന്നത് എ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയം സീൻ ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ഓക്കെ,
ഫൈൻഡ് ഔട്ട് ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മെത്താനോജൻസ്. മെത്താനോജൻസിനെ കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം. മെത്താനോ ബാക്ടീരിയം ഈസ് എ കോമൺ മെത്താനോജൻ. മെത്താനോ ബാക്ടീരിയമാണ് ഒരു കോമൺ മെത്താനോജൻ. വട്ട് ആർ മെത്താനോജൻ? മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോബുകളെയാണ് നമ്മൾ മെത്താനോജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മീത്താനോ ബാക്ടീരിയം അതിലൊരു കോമൺ എക്സാമ്പിൾ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെത്താനോജൻ ഗ്രോ എയറോബിക്കലി ഓൺ സെല്ലുലോസ് മെറ്റീരിയൽ, അതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം മെത്താനോജൻസ് ഗ്രോ ചെയ്യുന്നത് അനേറോബിക് ആയിട്ടാണ്. ദേ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് മീഥേൻ അലോങ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ. Methanogens are rich in anaerobic sludge digester during the sewage treatment. Sewage treatment ഇവർക്ക് എന്തുണ്ട്? അനേറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററുകൾ ഇവർ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഫൈൻഡ് ഔട്ട് ദി റോങ് പെയറിംഗ് ഓഫ് സോഴ്സ് ആൻഡ് പ്രോഡക്റ്റ്. റോങ് പെയറിംഗ് ഓഫ് ദ സോഴ്സും പ്രോഡക്റ്റും റോങ് ആയിട്ട്. ട്രൈക്കോഡെർമ പോളിസ്പോറം സൈക്ലോസ്പോറിൻ എ ശരിയാണ്. കണ്ടുപിടിക്കേണ്ടത് റോങ് പെയറിംഗ് ആണ്. മൊണാസ്കസ് പർപ്യൂറിയസ് സ്റ്റാറ്റിൻസ് കറക്റ്റാണ്. സ്ട്രെപ്റ്റോകോക്കസ് സ്ട്രെപ്റ്റോകൈനേസ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം സ്ട്രെപ്റ്റോമൈസിൻ. സ്ട്രെപ്റ്റോമൈസിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോമൈസസ് ഗ്രൈസിയസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. സോ ഹിയർ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടൈലിക്കം സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് തെറ്റാണ്. Clostridium butylicum is used in the production of butyric acid. So the answer is option 4. Clear? Question number 16 ശ്രദ്ധിക്കുക. What is not true about biological control? ബയോളജിക്കൽ കൺട്രോളിനെ കുറിച്ച് തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിങ് പെസ്റ്റ് യൂസിങ് ദെയർ പ്രിഡേറ്റേഴ്സ് ആൻഡ് പാരസൈറ്റ്സ്. ദാറ്റ് ഈസ് അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് അവരുടെ പ്രിഡേറ്റർ, നാച്ചുറൽ പ്രിഡേഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം. It reduces the density of the target species over several years. It helps to eradicate pest species and may lead to the extinction of the pest species. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ബയോളജിക്കൽ കൺട്രോളിനകത്ത് ഫാർമേഴ്സ് ഒരു പ്രത്യേക രീതി കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരുടെ പെസ്റ്റുകളെ ഫുള്ളായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്ത് മാനേജബിൾ ലെവലിൽ കൊണ്ടുപോകുമെന്നാണ് പഠിച്ചത്. ഫുള്ളി ഇറാഡിക്കേഷൻ ഈസ് നോട്ട് അറ്റ് ആൾ possible. So for this question number 16 our answer is option 4. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോട്ട് ട്രൂ ആണ്. അത് നോട്ട് ട്രൂ എന്ന് പറയുന്ന ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഗോബർ ഈസ് റിച്ച് ഇൻ. ഗോബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗോബർ എന്ന് പറയുന്നത് ആരാണ്? ദാറ്റ് ഈസ് ദി ബയോഗ്യാസ്. കൗഡങ്ങിൽ നിന്ന് കിട്ടുന്ന ബയോഗ്യാസിനെ നമ്മൾ ഗോബർ എന്ന് വിളിക്കുന്നത്. ഗോബർ ഏതിൽ റിച്ച് ആണ്? മെത്തനോ ബാക്ടീരിയം, സ്യൂഡോമോണാസ്, റൈസോബിയം, ഓസിലറ്റോറിയ. ഇറ്റ് ഈസ് റിച്ച് ഇൻ gobar gas is rich in methanobacterium. So the right answer for this question number 17 is option 1. Clear ആയല്ലോ? Okay. Consider the following statements. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് how many of the above statement are true. എത്ര എണ്ണം അതിൽ ശരിയായിട്ടുണ്ട് എന്നുള്ളതാണ്. The primary treatment of sewage is not a microbial process. Primary treatment ഒരു microbial process അല്ല. ശരി തന്നെയാണ്. The primary effluent in sewage treatment is initially passed into large anaerobic sludge digester. ഫൈനലായിട്ടാണ് നമ്മൾ സ്ലഡ്ജ് ഡൈജസ്റ്ററിലോട്ട് കൊടുക്കുന്നത്. ഇനിഷ്യലി അവരെ കൊടുക്കുന്നത് എയറോബിക് ഡൈജസ്റ്ററിലോട്ടാണ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് ഇൻവോൾവ് എയറോബിക് ബാക്ടീരിയ ഉള്ളി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അവിടെ എയറോബിക്കും ഉണ്ട് അനേറോബിക്കും ഉണ്ട്. ഡൈജഷൻ ഓഫ് സെല്ലുലോസ് ഇൻ ഹ്യൂമൻ ടേക്സ് പ്ലേസ് ബൈ ബാക്ടീരിയൽ ആക്ഷൻ. ഡൈജഷൻ ഓഫ് സെല്ലുലോസ്, സെല്ലുലോസ് എന്ന് പറയുന്നത് ഡൈജസ്റ്റ് ചെയ്യുവാൻ ബാക്ടീരിയൽ ആക്ഷൻ നമ്മുടെ ബോഡിയിൽ ഇല്ല. ദ ഗ്രേറ്റർ ദ BOD ഓഫ് വേസ്റ്റ് വാട്ടർ മോർ ഓഫ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. ഒരു വാട്ടറിൻ്റെ BOD കൂടുതലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പൊല്യൂഷൻ പവറും കൂടുതലാണ്.
കാരണം BOD കൂടുതൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓർഗാനിക് മാറ്ററുകൾ എന്ത് ചെയ്യപ്പെട്ടു, ഡീകമ്പോസ് ചെയ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ പൊല്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര സ്റ്റേറ്റ്മെൻറ്റുകളാണ് ട്രൂ ആയിട്ടുള്ളത്? 2 സ്റ്റേറ്റ്മെൻറ്റുകൾ. സോ അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. Statins block cholesterol synthesis by liver cells by a mechanism called. സ്റ്റാറ്റിൻസുകൾ എങ്ങനെയാണ് കൊളസ്ട്രോൾ സിന്തസിസ് മെക്കാനിസം ചെയ്യുന്നത്? സ്റ്റാറ്റിൻസുകൾ കൊളസ്ട്രോൾ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഏത് വഴിയാണ്? ദാറ്റ് ഈസ് ത്രൂ ദി കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. സ്റ്റാറ്റിൻ ഡു കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ വിത്ത് ആൻ എൻസൈം വിച്ച് ഹെൽപ്സ് ടു ലോവർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ദി കൊളസ്ട്രോൾ ദാറ്റ് ഈസ് കോൾഡ് HMG-CoA reductase. What is the full form of HMG? Hydroxy methyl glutaryl. ഹൈഡ്രോക്സി മീഥൈൽ ഗ്ലൂട്ടാറിൽ എന്ന് പറയുന്ന അതിൻ്റെ കമ്പോണൻ്റൽ ആസ്പെക്റ്റ് വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? സ്റ്റാറ്റിൻസ് ബ്ലോക്ക് ദി കൊളസ്ട്രോൾ സിന്തസിസ്. So statin block cholesterol synthesis by liver cells by a mechanism called competitive inhibition. So answer is option 2. A fungus used as biocontrol agent for the control in plant disease. പ്ലാന്റുകളുടെ ഡിസീസുകളെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോബിയൽ ഫംഗസുകൾ ആരാണ്? നമുക്ക് നോക്കുന്ന സമയത്ത് ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ ആൻസർ. കാരണം ട്രൈക്കോഡെർമയുടെ വിരിഡെ എന്ന് പറയുന്ന സ്പീഷീസുകളിൽ നിന്നാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. മൊണാസ്കസ്, ദീസ് ആർ യൂസ്ഡ് നോട്ട് ഫോർ ദി മൈക്രോബിയൽ കൺട്രോൾ, ദേ ആർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റിൻസ് വിച്ച് ആർ കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. Aspergillus species are used for making citric acid, a sweet enhancer as well as a preservative. Glomus is a biofertilizer. So what is the right choice? Option 1, that is trichoderma. Clear? Next one. Some questions are from the chapter chemical coordination. Microbes to relate ചെയ്യുന്ന questions completed ആയി. Question number 21 എന്ന് പറയുന്നത്, in which of the following pair the hormone and its primary action is mismatched? ആദ്യത്തെ ANF നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അതൊരു വാസോ ഡൈലേറ്റർ ആണ്. കറക്റ്റ്. PTH എന്ന് പറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോൺ ബ്ലഡിലെ കാൽഷ്യം ലെവൽ കൂട്ടുന്ന ഹോർമോണാണ്. സോ മീനിങ് ദാറ്റ് ഹൈപ്പർ കാൽസ്യമിക് ആണ്, റൈസസ് ബ്ലഡ് കാൽഷ്യം ലെവൽസ്. വാസോപ്രസിൻ റൈസസ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷറിനെ റൈസ് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ആ പേര് തന്നെയുണ്ട്. വാസോ മീനിങ് ബ്ലഡ് വെസൽസ്, പ്രസ് ചെയ്യുക എന്ന് വെച്ചാൽ കൺസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് വെസൽസുകൾ കൺസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ BP എന്ത് ചെയ്യും? കൂടും. കറക്റ്റ്. അഡ്രിനാലിൻ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനസിസ്. ദാറ്റ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അഡ്രിനാലിൻ ചെയ്യപ്പെടുന്നത് ഗ്ലൈക്കോജനോലൈസിസിനെയാണ് എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോജനെ ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്താക്കി മാറ്റുക? ഗ്ലൂക്കോസ് ആക്കി മാറ്റുക. ഗ്ലൈക്കോജനസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻസുലിൻ ഹോർമോണാണ്, അല്ലാതെ അഡ്രിനാലിൻ അല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലിയർ ആയോ? വിച്ച് ഈസ് നോട്ട് എ പെപ്റ്റൈഡ് ഓർ പോളിപെപ്റ്റൈഡ് ഹോർമോൺ. താഴെ നൽകിയിരിക്കുന്നതിൽ പെപ്റ്റൈഡ് അഥവാ പോളിപെപ്റ്റൈഡ് ഹോർമോൺ അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ FSH, സെക്കൻഡ് വൺ ACTH, തേർഡ് വൺ ADH ആൻഡ് T4. T4 എന്ന് പറയുന്നത് is not a peptide one, it is an iodothyronine. So here fourth statement is the not a peptide one. So answer is option 4. Deficiency of aldosterone leads to എന്താണ്? ആൽഡോസ്റ്റിറോണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ആൽഡോസ്റ്റിറോൺ ഡെഫിഷ്യൻ്റ് ആയി എന്ന് പറഞ്ഞാൽ ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നില്ല എന്നാണ്. ബോഡിയിൽ സോൾട്ട് റീറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് ആൽഡോസ്റ്റിറോൺ.
പ്രൊഡക്ഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആകുന്നു എന്നുള്ളതാണ്. കാരണം യൂറിനകത്ത് സോൾട്ട് റീറ്റെയിൻ ചെയ്യും, അപ്പോൾ യൂറിൻ എന്താവും? കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഇൻക്രീസ്ഡ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയത്തിൻ്റെ ഇൻക്രീസ്ഡ് റീനൽ എക്സ്ക്രീഷൻ സംഭവിക്കുന്നു. വാട്ട് ഈസ് ഇൻക്രീസ്ഡ് റീനൽ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്രീഷൻ ഓഫ് സോഡിയം കിഡ്നി വഴി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? റിലീസ് ഔട്ട് ആകുന്നുണ്ട്. ദെൻ ഇൻക്രീസസ് ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവലും ആൽഡോസ്റ്റിറോണും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇൻക്രീസ്ഡ് ഇൻ ബ്ലഡ് സോഡിയം ലെവൽ, ബ്ലഡിലെ സോഡിയം ലെവൽ കൂടുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ബ്ലഡിലെ സോഡിയം ലെവൽ കൂടുക എന്നുള്ളത് ആൽഡോസ്റ്റിറോണിൻ്റെ ഫങ്ഷനാണോ? അല്ല. സോൾട്ട് റീറ്റൈനിങ് ഹോർമോൺ ആണ് ആര്? ആൽഡോസ്റ്റിറോൺ. അപ്പോൾ ആൽഡോസ്റ്റിറോണിൻ്റെ ഡെഫിഷ്യൻസി ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ബ്ലഡിൽ സോഡിയത്തിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ആക്കി എടുക്കാൻ കഴിയുന്നത് ഏതാണ്? ഇൻക്രീസ്ഡ് റീനൽ എക്സ്ക്രീഷൻ ഓഫ് ദ സോഡിയത്തിൻ്റെ റീനൽ എക്സ്ക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2. ക്ലിയർ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ബൈൻഡ് വിത്ത് ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ? ഇടാ, ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ അതൊരു അയഡോ തൈറോണിനോ സ്റ്റിറോയിഡോ ആയിരിക്കണം. എപ്പിനെഫ്രിൻ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ഇൻട്രാസെല്ലുലാർ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ അവരെന്തായിരിക്കണം? ലിപ്പിഡ് സോളുബിൾ ആയിരിക്കണം. ഇവർ വാട്ടർ സോളുബിൾ ആണ്. പ്രൊജസ്റ്ററോൺ സ്റ്റിറോയിഡ് ആണ്, സോ ഇറ്റ് ഈസ് എ ലിപ്പിഡ് സോളുബിൾ ആണ്. ഇൻസുലിനും ഓക്സിറ്റോസിനും വാട്ടർ സോളുബിൾ ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ലിപ്പിഡ് സോളുബിൾ ഹോർമോൺ പ്രൊജസ്റ്ററോണേ ഉള്ളൂ. സോ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന ആൻസറും പ്രൊജസ്റ്ററോൺ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദി കോളം ഇൻ ഐറ്റം 1 വിത്ത് ദോസ് ഇൻ ഐറ്റം 2. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്ന് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഡീറ്റെയിൽ ആണ്. മെലാറ്റോണിൻ എന്ന് പറയുമ്പോൾ ഇതിലേത് എഴുതാം? സ്ലീപ്പ് സൈക്കിൾസ് നമുക്ക് എഴുതേണ്ടി വരും. തൈറോക്സിൻ റെഗുലേറ്റ് ബേസൽ മെറ്റബോളിക് റേറ്റ്. PTH എന്താണ്? ബോൺ റിസോർപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു. കോർട്ടിസോൾ സ്റ്റിമുലേറ്റ് ഏതിനെയാണ്? ഗ്ലൂക്കോനിയോജനസിസ്. ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ഗ്ലൈക്കോജനോലൈസിസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും, ഗ്ലൂക്കോനിയോജനസിസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് എഴുതാനുള്ളത് 1D, then 2 is matched with A, 3 is matched with E, 4 is matched with B, and 5 is matched with F. So the answer is option 4. Okay, next, secretion of which hormone increases when there is an increase in plasma osmolarity? പ്ലാസ്മയുടെ ഓസ്മോളാരിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ഏതിൻ്റെ അളവ് കൂടുതലാണ്? സോൾട്ടിൻ്റെ അളവ് കൂടുതലാണ് എന്നാണ്. സോൾട്ടിൻ്റെ അളവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വെള്ളത്തിൻ്റെ അളവ് യൂറിനിൽ കുറവാണ്, ബോഡിയിൽ കുറവാണ്. വെള്ളത്തിൻ്റെ അളവ് ബോഡിയിൽ കുറവാണ് എങ്കിൽ ആരുടെ റിലീസ് നടക്കുന്നു? ഓസ്മോ റിസപ്റ്റേഴ്സ് ആക്റ്റീവായിട്ട് ADHൻ്റെ റിലീസ് നടക്കുന്നു. സോ ആൻസർ ഈസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുന്ന ആൻസർ. ഏതാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ കൊടുത്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 26ൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്, ADH, ദാറ്റ് ഈസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് അസുഖവും അപ്പുറത്ത് അതിൻ്റെ ഹോർമോണുമാണ്. അക്രോമെഗാലിയും ആരുമായിട്ട് റിലേറ്റഡ് ആണ്? അക്രോമെഗാലി ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട് ലൈഫാണ്. ബൈലിൻ്റെ റിലീസിന് കാരണമാകുന്ന ഹോർമോൺ എന്ന് പറയുന്നത് CCK ആണ്. ഓവുലേഷൻ ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. പാർട്യൂലേഷനെ സഹായിക്കുന്നത് ഓക്സിറ്റോസിൻ ആണ്. ലിബിഡോ റിലേറ്റഡ് ടു ആൻഡ്രോജൻ ആണ്. സോ ഹിയർ മാച്ച് ചെയ്യാൻ കഴിയുന്നത് 4th മാച്ചാണ്, ദറ്റ് ഈസ് 1C, 2E, 3A, 4B and 5D. So answer is option 4. Okay, high level of TSH in blood indicate that. ബ്ലഡിൽ
TSHൻ്റെ അളവ് കൂടുതലാണ് എങ്കിൽ അർത്ഥം എന്താണ്? തൈറോയിഡ് ഈസ് നോട്ട് പ്രൊഡ്യൂസിങ് സഫിഷ്യൻ്റ് ലെവൽ ഓഫ് തൈറോക്സിൻ എന്നാണ്. അതെന്തുമായിട്ട് റിലേറ്റഡ് ആണ്? TSHൻ്റെ പ്രൊഡക്ഷൻ കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? TSH ബ്ലഡിൽ തന്നെ നിൽക്കുന്നു, അതിൻ്റെ ടാർഗറ്റ് സെല്ലുകളെ ആക്ട് ചെയ്യുന്നില്ല എന്നല്ലേ? ടാർഗറ്റ് സെല്ലുകളായ തൈറോയ്ഡ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ തൈറോയിഡിൽ നിന്ന് സഫീഷ്യൻ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ തൈറോയ്ഡ് ഫങ്ഷണൽ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ TSH ലെവൽ നോക്കിയാൽ മതി. TSH ലെവൽ കൂടുതലാണെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷണൽ അല്ല, TSH ലെവൽ കുറവാണെങ്കിൽ തൈറോയ്ഡ് ഫങ്ഷണൽ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ നൽകിയിട്ടുണ്ട്. ബീറ്റാ സെൽസ് ഓഫ് പാൻക്രിയാസ് സെക്രീറ്റ് എ ഹൈപ്പർഗ്ലൈസീമിക് ഹോർമോൺ. ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്ലൂക്കഗോൺ ആണ്, അത് ഹൈപ്പോഗ്ലൈസീമിക് ആണ്. പ്രൊജസ്റ്ററോൺ സ്റ്റിമുലേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് മാമറി ആൽവിയോളെ. പ്രൊജസ്റ്ററോണിൻ്റെ ഇൻഫ്ലുവൻസിൽ മാമറി ആൽവിയോളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അഡ്രിനാലിൻ ഇൻക്രീസസ് പ്യൂപ്പിലറി ഡൈലേഷൻ ആൻഡ് പൈലോഇറക്ഷൻ. അഡ്രിനാലിൻ്റെ ഇഫക്റ്റിൽ പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്യുന്നു, അതുപോലെ മുടികൾ എണീറ്റ് നിൽക്കുന്നു. ഗ്ലൂക്കഗോൺ സ്റ്റിമുലേറ്റ് ഗ്ലൂക്കോനിയോജനസിസ് റിസൾട്ടഡ് ഇൻ ഹൈപ്പർഗ്ലൈസീമിയ. പെപ്റ്റൈഡ് ഹോർമോൺ ആർ ജനറലി മോഡിഫൈഡ് ജീൻ ആക്ഷൻ. ജീൻ ആക്ഷൻസ് മോഡിഫൈ ചെയ്യുന്നത് പെപ്റ്റൈഡ് ഹോർമോൺസ് അല്ല, പിന്നെ ആരാണ്? സ്റ്റിറോയിഡ് ഹോർമോണോ അയഡോ തൈറോണിൻസോ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3, ദാറ്റ് ഈസ് 3 ഓപ്ഷൻസുകൾ അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. സോ ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 29 എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ക്ലിയർ? സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ ആക്ടിവേറ്റഡ് ഇൻ റെസ്പോൺസ് ടു. സെക്കൻഡ് മെസ്സഞ്ചേഴ്സുകൾ ആക്ടിവേറ്റഡ് ആകണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കണ്ടീഷനുണ്ട്. സെക്കൻഡ് മെസ്സഞ്ചർ എന്ന് പറയുമ്പോൾ പെപ്റ്റൈഡ് ഹോർമോൺ അഥവാ അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ഹോർമോൺ, ദാറ്റ് ഈസ് വാട്ടർ സോളുബിൾ ഹോർമോണുകളുടെ ക്യാരക്ടറാണ്. ഇവിടെ വാട്ടർ സോളുബിൾ ആയിട്ട് ഒരേ ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് FSH മാത്രമാണ് അവിടെ പെപ്റ്റൈഡ്. സോ ആൻസർ ഓപ്ഷൻ 3 ആണ്. പ്രൊജസ്റ്ററോണും ആൽഡോസ്റ്ററോണും തൈറോക്സിനും ലിപ്പിഡ് സോളുബിൾ ആണ്. അപ്പോൾ അവർക്ക് ജീൻ ആക്ഷൻ നടത്താനും കഴിവുണ്ട്, സെല്ലിനകത്തോട്ട് കയറാം. സെക്കൻഡ് മെസ്സഞ്ചർ വേണ്ടത് സെല്ലുകളിൽ കയറാൻ പറ്റാത്തവർക്ക്. ഓക്കെ. ഹോർമോൺ ആൻഡ് ടാർഗറ്റ് ടിഷ്യൂ ഇൻകറക്ട്ലി മാച്ച്ഡ് ഇൻ. ഹോർമോണും അവരുടെ ടാർഗറ്റ് ടിഷ്യൂ. സൊമാറ്റോസ്റ്റാറ്റിൻ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എക്സാമ്പിളാണ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. പ്രൊലാക്റ്റിൻ മാമറി ഗ്ലാൻഡ്. പ്രൊലാക്റ്റിൻ്റെ ഇൻഫ്ലുവൻസിലാണ് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. ACTH അഡ്രിനൽ കോർട്ടെക്സ്. ഓക്സിറ്റോസിൻ ഹൈപ്പോതലാമസ്. ഓക്സിറ്റോസിൻ ആക്ട് ചെയ്യുന്നത് സ്മൂത്ത് മസിൽസിലാണ്, അല്ലാതെ ഹൈപ്പോതലാമസിലല്ല. ഹൈപ്പോതലാമസ് ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഓപ്ഷൻ 4. ക്ലിയർ? നെക്സ്റ്റ് വൺ. Which one of the following hormone is not released by the anterior pituitary? താഴെ നൽകിയിരിക്കുന്നതിൽ നിന്ന് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ അല്ലാത്തത് ഏത്? ഓക്കെ, ഏതൊക്കെയാണ് നോക്കാം. ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലേ? LH. ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഷോർട്ട്ലി കോൾഡ് GnRH. റിലീസിങ് ഹോർമോൺ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം hypothalamus. So not from the pituitary, that is ഹൈപ്പോതലാമിക് ഹോർമോണായ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. TSH ഗ്രോത്ത് ഹോർമോൺ, തൈറോയ്ഡ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 32, ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ 2. ദ റിലീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ തൈറോക്സിൻ. താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് എന്താണ്? ദ റിലീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹോർമോൺ ഈസ് ഇൻഹിബിറ്റഡ് ബൈ തൈറോക്സിൻ. തൈറോക്സിൻ്റെ ഇൻഹിബിഷൻ കൊണ്ട് ഇൻഹിബിറ്റഡ് ആവുന്ന ഹോർമോൺ ഏത്? തൈറോയിഡ് പ്രൊഡക്ഷൻ ഓവറായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി TSH പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. ആ കൺട്രോളിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാ? നെഗറ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറയും. അപ്പോൾ ദ റിലീസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻഹിബിറ്റഡ് ബൈ തൈറോക്സിൻ, ദാറ്റ് ഈസ് TSH. കാരണം TSHൻ്റെ റോൾ എന്താണ്? TSHൻ്റെ റോൾ എന്താണ്? തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ TSH വന്ന് തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോക്സിൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചോളൂ.
പക്ഷേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും TSHൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടുതലാണെങ്കിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്താൽ ആ തൈറോക്സിൻ്റെ ഇൻഫ്ലുവൻസിൽ TSHൻ്റെ ലെവൽ വീണ്ടും കുറയും. സോ ഹിയർ ക്വസ്റ്റ്യൻ നമ്പർ 33യുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ 2, ദാറ്റ് ഈസ് TSH. അത് ഓർക്കാൻ എളുപ്പമുണ്ട്. LHും FSHും ഗ്രോത്ത് ഹോർമോണും തമ്മിൽ തൈറോക്സിന് ബന്ധം ഇല്ല. തൈറോക്സിൻ റിലേറ്റ് ചെയ്തിരിക്കുന്നത് TSHുമായിട്ടാണ്. ഇങ്ങനെ ഒരു എൻഡ് പ്രോഡക്റ്റ് അതിൻ്റെ തുടക്ക റിയാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഫീഡ്ബാക്ക് മെക്കാനിസം. അത് ഇൻഹിബിറ്റഡ് ആവുന്നുവെങ്കിൽ അതിനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയും. സോ ആൻസർ ഓപ്ഷൻ 2. Question number 34. Which of the following stimulate the production of progesterone by corpus luteum? കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം? ദാറ്റ് ഈസ് വിചാരിക്കേണ്ട ആൾ LH ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് LH. ക്ലിയർ? നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റിമുലേറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 35. Which of the following hormone is secreted in response to angiotensin 2? Angiotensin 2 എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്ത് വരുന്നത് ആര് എന്നുള്ളതാണ്. Which of the following hormone is secreted in response to angiotensin 2? Angiotensin 2 is a vasoconstrictor as well as they act on the adrenal cortex and they are releasing a hormone named aldosterone. So here answer is option 2, that is aldosterone. And that mechanism is collectively called it as RAS. Full form of RAS is renin angiotensin aldosterone system. Clear? So question number 35 in the answer option 2 ആണ്. Next one. Which statement is not true about steroid hormones? They include hormones such as estrogen. They do not bind to cell surface receptors because they are binding to the intracellular receptor. The hormone receptor complex enter the nucleus. Steroid hormone act faster than peptide hormone. തെറ്റ്. കാരണം സ്റ്റിറോയിഡ് ഹോർമോണുകൾക്ക് ജീൻ എക്സ്പ്രഷനൊക്കെ ചെയ്ത് അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്റ്റ് കുറച്ചുള്ളൂ. മറ്റേ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് ചടയെന്നും പറഞ്ഞ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പോൾ സ്റ്റിറോയിഡ് ഹോർമോണുകളുടെ ആക്ടിവിറ്റി സ്ലോയും മറ്റത് കുറച്ച് ഫാസ്റ്ററുമാണ്. സോ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. Question number 37. Hormone or hormones that regulate urine volume. Urine volume regulate ചെയ്യുന്നത് ആര്? ADH റെഗുലേറ്റ് ചെയ്യും, ആൽഡോസ്റ്റിറോൺ റെഗുലേറ്റ് ചെയ്യും, അഡ്രിനാലിൻ റെഗുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ബോത്ത് 1 and 2. ആൻസർ ഓപ്ഷൻ 4. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത 4 സ്റ്റേറ്റ്മെൻറ്റ് 1 to 4 ആർ ഗിവൺ. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 ആർ ഇൻകറക്റ്റ്. 2 എണ്ണം ഇൻകറക്റ്റ് ആണ്. ആ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ GIP സ്റ്റിമുലേറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി. CCK സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് പാൻക്രിയാറ്റിക് എൻസൈംസ് ആൻഡ് ബൈൽ ജ്യൂസ്. Gastrin stimulate secretion of HCl and pepsinogen. ANF is released by atrial myocytes or fat in response to low BP. High BP വരുമ്പോൾ low BP ലോവർ ചെയ്യാനാണ് ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ തെറ്റിച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ 1 ഉം 4 ഉം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് റിഗാർഡിങ് മെലാറ്റോണിൻ? മെലാനോട്ടോണിനെ കുറിച്ച് ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? മെയിൻറ്റെയിൻ നോർമൽ റിതംസ് ഓഫ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ, സെക്രീറ്റഡ് ബൈ പീനിയൽ ഗ്ലാൻഡ് അപ്പോൺ എക്സ്പോഷർ ടു ലൈറ്റ്. തെറ്റ്. കാരണം പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ലൈറ്റ് എക്സ്പോഷറിസം പാടില്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈറ്റ് ഫോൾ ചെയ്യാത്ത സമയത്താണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് സിന്തസൈസ്ഡ് ഫ്രം സെറോട്ടോണിൻ. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഇതിൽ നിന്ന് ട്രിപ്റ്റോഫാൻ സെറോട്ടോണിനായി മാറും, സെറോട്ടോണിൻ മെലാറ്റോണിനായി മാറും. ഇൻഫ്ലുവൻസ് മെൻസ്ട്രുവൽ സൈക്കിൾ ആസ് വെൽ ആസ് ഡിഫൻസ് കേപ്പബിലിറ്റി കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ തെറ്റിച്ച് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ പീനിയൽ ഗ്ലാൻഡ് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആദ്യം സെറോട്ടോണിനായിട്ട് മാറിയിട്ട് സെറോട്ടോണിനാണ് പിന്നീട് ആരായി മാറുന്നത്? മെലാറ്റോണിനായിട്ട് മാറുന്നത്. ഓക്കെ, അമിനോ ആസിഡ് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദി ട്രിപ്റ്റോഫാൻ ആണ്.
Then which hormone has the greatest effect on metabolism? താഴെ നൽകിയിരിക്കുന്നതിൽ മെറ്റബോളിസത്തിൽ ഗ്രേറ്റസ്റ്റ് ഇഫക്റ്റ് കാണിക്കുന്നത് ആര്? നമുക്കറിയാലോ ബേസൽ മെറ്റബോളിക് റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ആരാണ്? ദറ്റ് ഈസ് ദ തൈറോക്സിൻ ആണ്. സോ ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 40 ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, ദറ്റ് ഈസ് തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന T4. ഓക്കെ. Next question number 41. Which of the following is a storage and releasing center of hypothalamic hormones? Hypothalamic hormonuകൾ സ്റ്റോർ ചെയ്യുകയും റിലീസ് ചെയ്യുന്നതും എവിടെ നിന്നാണ്? ദാറ്റ് ഈസ് റിലീസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഫ്രം ദി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4, ദാറ്റ് ഈസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ക്ലിയർ? നെക്സ്റ്റ് വൺ. A peptide hormone secreted by ovary. ഓവറിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോൺ ഏത്? ഈസ്ട്രോജൻ സ്റ്റിറോയിഡ് ആണ്, പ്രൊജസ്റ്റിറോൺ സ്റ്റിറോയിഡ് ആണ്, ഓക്സിറ്റോസിൻ ഓവറിയിൽ നിന്നല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പെപ്റ്റൈഡ് ആണ് പക്ഷേ ഓവറിയിൽ നിന്നല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറിയിൽ നിന്നും പ്ലാസൻ്റയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന പെപ്റ്റൈഡ് ഹോർമോൺ റിലാക്സിൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. The pituitary is connected with the hypothalamus by a stalk called. പിറ്റ്യൂട്ടറിയും ഹൈപ്പോതലാമസും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോക്ക് അവൈലബിൾ ആണ്. ആ സ്റ്റോക്കിനെ എന്ത് പേര് വിളിക്കുന്നു? ദറ്റ് ഈസ് കോൾഡ് ഇൻഫണ്ടിബുലം. ദറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 3, ഇൻഫണ്ടിബുലം. എ ഹോർമോൺ ദാറ്റ് റൈസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, പ്രൊമോട്ട് ലിവർ ഗ്ലൈക്കോജൻ ഫോർമേഷൻ, റെഡ്യൂസസ് പെയിൻ ആൻഡ് ഗീവ് റെസിസ്റ്റൻസ് ടു സ്ട്രെസ് ഈസ്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? പെയിൻ റിലീഫർ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി അലർജിക് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത് ആരാണ്? കോർട്ടിസോൾ ആണ്. സോ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് സിറ്റുവേഷനൊക്കെ വരുമ്പോൾ കോർട്ടിസോളിൻ്റെ റിലീസ് കൂടുതലായിരിക്കും. അപ്പോൾ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണ് നമ്മുടെ ബോഡി അതിനെതിരെ ഇമ്മ്യൂണിറ്റിക്കെതിരെ ഓവർ ഇമ്മ്യൂൺ റിയാക്ഷൻസിനെതിരെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലേ? ദാറ്റ് ഈസ് കോർട്ടിസോൾ. ഓക്കെ. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓവർ 90% cases of goiter are caused by iodine deficiency. 90% കേസുകളും അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിക്കുന്നത്. അതെ, വളരെ റെയറായിട്ട് മാത്രമേ ഗോയിറ്റർ അല്ലാതെ വരുന്നുള്ളൂ. IP3 ഈസ് എ സെക്കൻഡ് മെസ്സഞ്ചർ യൂസ്ഡ് ബൈ മെനി സ്റ്റിറോയിഡ് ഹോർമോൺസ്. IP3 സ്റ്റിറോയിഡ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ? സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പെപ്റ്റൈഡ് ഹോർമോൺസ്. അപ്പോൾ അത് തെറ്റാ. ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് അനബോളിക് ഇഫക്റ്റ് ഓൺ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. Then glucagon increases the cellular glucose uptake and utilization. അത് ഇൻക്രീസ് ചെയ്താൽ ബ്ലഡിലെ ഷുഗർ ലെവൽ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? 1 ശരിയാണ്, 3 ശരിയാണ്. അപ്പോൾ 1, 3 ശരി എന്ന് പറയുന്ന ഓപ്ഷൻ 4 ആണ്. ദാറ്റ് ഈസ് ആൻസർ ഓപ്ഷൻ 4. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ZEOTS-ൻ്റെ ടോപ്പിക് ഡിസ്കഷൻ ആയിരുന്നു. ZEOTS ടോപ്പിക്കിലെ ചാപ്റ്ററായ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ആൻഡ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നീ 2 ചാപ്റ്റേഴ്സുകളുടെ ഡിസ്കസീവ് മാനറാണ് നമ്മൾ നോക്കിയത്. 45 ക്വസ്റ്റ്യൻ, 20 ക്വസ്റ്റ്യൻസ് ഫ്രം ദി മൈക്രോബ്സ് ആൻഡ് 25 ക്വസ്റ്റ്യൻസ് ഫ്രം ദി ചാപ്റ്റർ വാട്ടർ, ദാറ്റ് ഈസ് ദി കെമിക്കൽ കോർഡിനേഷൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് കാണും. എളുപ്പമായിരുന്നല്ലോ. 2-3 ചോദ്യങ്ങൾ മാത്രമാണ് ഇത്തിരി ചിന്തിച്ച് എഴുതേണ്ടിയിരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നീറ്റ് എക്സാം അടുത്തടുത്ത് വരികയാണ്. വരുന്ന 12-ാം തീയതി അല്ലേ, സെപ്റ്റംബർ 12-ന് എന്താണ് നീറ്റ് എക്സാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി റിവിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി. എല്ലാവരും വളരെ വ്യക്തമായി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി അതെല്ലാം അടുത്ത ZEOTS-കളെല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി തയ്യാറാവുക. ഓക്കെ, ദെൻ ബൈ. താങ്ക് യു. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്നിവിടെ ZEOTS ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നടത്തുന്നത്. അപ്പോൾ നമുക്കിന്ന് 3 ചാപ്റ്റേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: സെൽ സൈക്കിൾ, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ് ആൻഡ് പ്ലാന്റ് റെസ്പിറേഷൻ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is correct? Meiosis involves single cycle of DNA replication but 2 cycles of nuclear and cell division. Second one, meiosis involves 2 cycles of DNA replication and 2 cycles of nuclear and cell division.
Third one, meiosis involve a single cycle of DNA replication, single cycle of nuclear, but 2 cycles of cell divisions. Meiosis involve 2 cycles of DNA replication, 2 cycles of nuclear division, but 1 cycle of cell division. ഇവിടെ നമുക്കറിയാം മിയോസിസിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ മിയോസിസ് നമ്മൾ നോക്കുന്നുവെങ്കിൽ മിയോസിൻ്റെ പാത്ത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് വൺ വരുന്നത് G1 ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് S വരുന്നു, അത് കഴിഞ്ഞിട്ട് G2 വരുന്നു, അത് കഴിഞ്ഞിട്ട് മിയോസിസ് 1ൻ്റെ കാരിയോകൈനസിസ് വരുന്നു, അത് കഴിഞ്ഞിട്ട് മിയോസിസ് 1ൻ്റെ സൈറ്റോകൈനസ് വരുന്നു, അത് കഴിഞ്ഞിട്ട് ഇന്റർകൈനസിസ് വരുന്നു, ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് മിയോസിസ് 2ൻ്റെ കാരിയോകൈനസിസ് വരുന്നു, അത് കഴിഞ്ഞിട്ട് മിയോസിസ് 2ൻ്റെ സൈറ്റോകൈനസിസ് വരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ കാരിയോകൈനസിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുക, സൈറ്റോകൈനസിനെ നമ്മൾ സെൽ ഡിവിഷൻ എന്നാണ് പറയുക. അപ്പോൾ ഇത് ന്യൂക്ലിയർ ഡിവിഷനാണ്, ഇത് സെൽ ഡിവിഷനാണ്. ശരിയാണ്. നമുക്കറിയാം ഇവിടെ എസിൽ വെച്ചിട്ട് ഇത് നടക്കുന്നുണ്ട്, DNA റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അത് മൈറ്റോസായാലും മിയോസായാലും എസിൽ വെച്ചിട്ടാണ് ഇത് നടക്കുക, DNA റെപ്ലിക്കേഷൻ നടക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു DNA റെപ്ലിക്കേഷൻ കാണാൻ പറ്റും, അതേ സ്ഥലത്ത് 2 ന്യൂക്ലിയർ ഡിവിഷൻ കാണാൻ പറ്റും. DNA റെപ്ലിക്കേഷൻ ഒരെണ്ണമാണ്, ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുന്നത് 2 എണ്ണം കാണാൻ പറ്റും. അതേപോലെ തന്നെ സൈറ്റോപ്ലാസം ഡിവിഷൻ എന്ന് പറയുന്നതും 2 എണ്ണം കാണാൻ പറ്റും, ഒരു ഇന്റർകൈനസിസും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്ത് പറയുക, ഈ പാത്തിൽ നിന്നും നമ്മൾ കണ്ടുപിടിക്കുക, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ പാത്ത് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ: G1 S, G2 meiosis 1 karyokinesis, meiosis 1 cytokinesis, interkinesis, meiosis 2 karyokinesis, meiosis 2 cytokinesis. So answer is first option നമുക്ക് കിട്ടും. Meiosis involves single cycle of DNA replication, 2 cycles of nuclear division and 2 cycles of cell division. Okay, next question നോക്കാം. Diploid chromosome number being 10, what will be the number of chromatids in each daughter cells after meiosis 1? After meiosis 1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിയോസൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും 2n ആയിരിക്കും. അത് മിയോസിസ് 1 കഴിയുമ്പോൾ 2 Nകളായിട്ട് മാറും, 2 ഹാപ്ലോയിഡ് സെൽസ് ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ മിയോസിസ് 1ന് ശേഷമുള്ള കണ്ടീഷൻ എടുത്താൽ മതി. ഇവിടെ ഇത് 10 എന്ന് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് 5 ആയിരിക്കും, ഇവിടെയും 5 ആയിരിക്കും. ശരിയാണല്ലോ? പിന്നെ നമുക്ക് പറയാം 5 ക്രോമസോം ഉണ്ട്. ഒരു ക്രോമസോമിന് 1 സെൻട്രോമിയറും 2 ക്രോമാറ്റിഡുമാണ്. അപ്പോൾ 5 ക്രോമസോം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 10 ക്രോമാറ്റിഡും കാണാൻ പറ്റും, അതേപോലെ തന്നെ 5 സെൻട്രോമിയറും കാണാൻ പറ്റും. ഈച്ച് ക്രോമസോം ഹാവ് സിംഗിൾ സെൻട്രോമിയർ ആൻഡ് 2 ക്രോമാറ്റിഡ്സ്. അപ്പോൾ 5 ക്രോമസോം ആണെങ്കിൽ ക്രോമാറ്റിൻ്റെ എണ്ണം 10 ആയിരിക്കും. സോ ആൻസർ ഇസ് 10. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഫോർ മിയോസിസ് DNA റെപ്ലിക്കേഷൻ ഡ്യൂറിങ് മിയോസിസ് ആയിക്കോട്ടെ മൈറ്റോസിസ് ആയിക്കോട്ടെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിൽ വെച്ചിട്ട് തന്നെയാണ്. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസ് ഫേസിൽ വെച്ചിട്ടാണ്, പക്ഷേ ക്രോമസോം നമ്പർ ഡബിൾ ചെയ്യുന്നത് അനാ ഫേസിൽ വെച്ചിട്ടാണ്. നമുക്കറിയാം ഇനി 1 ആണ് എടുക്കുന്നത്, മിയോസിസ് ആണ് എടുക്കുന്നതെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എസിൽ വെച്ചിട്ട് തന്നെ. അതേസമയം സെൻട്രിയോൾ റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെൻട്രിയോൾ ഡിവിഷൻ നടക്കുന്നു, അല്ലെങ്കിൽ സെൻട്രിയോൾ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെൻട്രിയോൾ കഴിഞ്ഞിട്ട് സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന അനാഫേസ് 2ലാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടുണ്ട്? എസ് തന്നെയാണ്, അത് മൈറ്റോസ് എടുത്താലും മിയോസ് എടുത്താലും. അതേസമയം സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് മീൻസ് ക്രോമസോം നമ്പർ ഡബിൾ ചെയ്യുന്നു എന്ന് പറയുന്നത് മൈറ്റോസിസിലാണെങ്കിൽ അനാഫേസിൽ വെച്ചിട്ടാണ്, മിയോസിസിലാണെങ്കിൽ അത് അനാഫേസ് 2ൽ വെച്ചിട്ടാണ്. ഇത്രയും മാത്രം. ഓക്കെ, അപ്പോൾ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഹൗ മെനി ഓർഗാനിസംസ് ലിസ്റ്റഡ് ബിലോ ഷോ ദ സൈഗോട്ടിക് മിയോസിസ്? ഓക്കെ, നമുക്ക് നോക്കാം. ഏതൊരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ സൈഗോട്ട് ഫോർമേഷൻ കാണാൻ പറ്റും. കാരണം മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവും. ഈ സൈഗോട്ട് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിരിക്കും, അത് ഡിപ്ലോയിഡ് ആയിരിക്കും. അത് ഏതൊരു ഓർഗാനിസം എടുത്താലും റീകോമ്പിനൻറ്റും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കറിയാം, ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സൈഗോട്ടിന് മിയോസിസ് സംഭവിക്കാം, അതേപോലെ തന്നെ സൈഗോട്ടിന് മൈറ്റോസിസും സംഭവിക്കാം. സൈഗോട്ടിന് മിയോസിസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന സ്പോസ് ആയിരിക്കും. മൈറ്റോസ് ആണ് സംഭവിക്കുന്നതെങ്കിൽ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറും, മീൻസ് 2n ഇക്വേഷൻ ഡിവിഷൻ, ഇവിടെ n റിഡക്ഷൻ ഡിവിഷൻ. ശരിയല്ലേ? ഇത്തരം ജീവികളെ നമ്മൾ പറയുന്നത് ഹാപ്ലോണ്ടിക് ഓർഗാനിസം എന്നായിരിക്കും.
ഇവരെ നമ്മൾ ഹാപ്ലോ ഡിപ്ലോണ്ടിക് ഓർഗാനിസം എന്നോ ഡിപ്ലോണ്ടിക് ഓർഗാനിസം എന്നോ വിളിക്കും. പ്ലാന്റ്സിൻ്റെ കേസിനകത്താണെങ്കിൽ നമ്മൾ പറയുക ഇത് എന്ന് പറയുന്നത് ആൽഗയും ഫഞ്ചയും ആയിരിക്കും. ഹാപ്ലോണ്ടിക് ഓർഗാനിസം വരിക ആൽഗ ആൻഡ് ഫഞ്ചൈ ആയിരിക്കും. പ്ലാന്റ്സിൻ്റെ കേസിനകത്ത് ഇവിടെ വരിക ബ്രയോഫൈറ്റ വരാം, ടെറഡോഫൈറ്റ വരാം. ഇവർ രണ്ടുപേരും ഹാപ്ലോ ഡിപ്ലോണ്ടിക്കും. പിന്നെ ജിംനോസ്പം ആൻഡ് ആൻജിയോസ്പം എന്ന് പറയുന്ന ഡിപ്ലോണ്ടിക്കും ഗ്രൂപ്പിൽ വരുന്നവരാണ്. അപ്പോൾ സൈഗോട്ടിക് മൈറ്റോസ് സംഭവിക്കുന്നത് ആർക്കൊക്കെ ചോദിച്ചാൽ ബ്രയോഫൈറ്റ് ആവാം, ടെറഡോഫൈറ്റ് ആവാം, ജിംനോസ്പം ആവാം, ആൻജിയോസ്പം ആവാം. സൈഗോട്ടിക് മിയോസ് സംഭവിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആൽഗയും ഫഞ്ചയും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം എൻ ആയിരിക്കും, മീൻസ് ഹാപ്ലോണ്ടിക് ഓർഗാനിസം. അപ്പോൾ ഇതിനകത്ത് ആൻസറിൽ ആൽഗയും ഫഞ്ചയും വരുന്ന ആൾക്കാരെയായിരിക്കും നമ്മൾ മിക്കവാറും കണ്ടുപിടിക്കുക. അപ്പോൾ ക്ലോറല്ല എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്, യൂഡോറിന എന്ന് പറയുന്നത് ഗ്രീൻ ആൽഗയാണ്, അസ്ലാഗോ എന്ന് പറയുന്നത് ഫഞ്ചയാണ്, അൽബഗോ എന്ന് പറയുന്നത് ഫഞ്ചയാണ്, സ്പാഗ്നം എന്ന് പറയുന്നത് ബ്രയോഫൈറ്റയാണ്, ടെറിസ് എന്ന് പറയുന്നത് ടെറഡോഫൈറ്റയാണ്. അപ്പോൾ ക്ലോറല്ല, യൂഡോറിന 2 ആൽഗകളാണ്, അസ്റ്റിലാഗോ, അൽബഗോ 2 ഫഞ്ചയാണ്. അപ്പോൾ അവർ 4 പേരും എന്ത് കാണിക്കാം? സൈഗോട്ടിക് മിയോസ് കാണിക്കാം. സ്പാഗ്നം ബ്രയോഫൈറ്റയാണ് കാണിക്കില്ല, ടെറിസ് എന്ന് പറയുന്ന ടെറഡോഫൈറ്റയാണ് കാണിക്കില്ല. സോ ആൻസർ ഈസ് 4th ഓപ്ഷൻ. ആൽഗെ ഫഞ്ചൈനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 5. ടെട്രാഡ് സ്റ്റേജ് ഈസ് വെരി ക്ലിയർ ഡ്യൂറിങ്. ടെട്രാഡ് സ്റ്റേജ് ഈസ് വെരി ക്ലിയർ ഡ്യൂറിങ്. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ വരുന്നത് സിലബസ് പറഞ്ഞു നീങ്ങിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ വരുന്നു എന്ന് പറയുന്നത് മിയോസിസ് 1-ലെ പ്രോഫേസ് 1-ലെ സബ് ഡിവിഷൻസുകളായിട്ടുള്ള ലിപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കേറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്നു എന്ന് പറയുന്നത് കണ്ടൻസേഷൻ മെയിനായിട്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് ബൊക്കറ്റ് സ്റ്റേജ് എന്ന് പറയുന്ന കണ്ടീഷൻസ്. ഇത് രണ്ടുമാണ് നമുക്ക് ലിപ്റ്റോട്ടിൽ കാണാം. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ ക്രോമാറ്റിൻ ക്രോമസോമായിട്ട്, ബൊക്കറ്റ് സ്റ്റേജ് വെച്ചാൽ സം കേസസ് ദ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ മാനർ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. സൈഗോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈവാലൻ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ സിനാപ്സിസ്, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. അതിൻ്റെ ഫലമായിട്ട് ബൈവാലൻ്റ് ഫോം ചെയ്യും. അപ്പോൾ ബൈവാലൻ്റ്, സിനാപ്സിസ്, സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് സൈഗോട്ടിൻ്റെ ക്യാരക്ടർ. പാക്കേറ്റിൽ വരുമ്പോഴത്തേക്കാണ് ടെട്രാഡ് ഫോം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് റീകോമ്പിനേഷൻ കാണാൻ പറ്റുന്നത്, ക്രോസിംഗ് ഓവർ കാണാൻ പറ്റുന്നത്, അതേപോലെ റീകോമ്പിനേസ് എൻസൈം കാണാൻ പറ്റുന്നത്. ഇതെല്ലാം ആരുടെ കേസാണ്? പാക്കേറ്റിൻ. അപ്പോൾ ക്രോസിംഗ് ഓവർ, അതേപോലെ തന്നെ ക്രോസിംഗ് ഓവർ നടക്കുന്ന സ്ഥലത്ത് തന്നെ റീകോമ്പിനേഷൻ നോഡ്യൂളെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ റീകോമ്പിനൻ്റ് എന്ന് പറയും. ആ റീകോമ്പിനൻ്റ് എന്ന് പറയുന്നത് റീകോമ്പിനേസ് എൻസൈംസിൻ്റെ പ്രസൻസിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ റീകോമ്പിനേസ് എൻസൈം, റീകോമ്പിനൻ്റ്, ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ നോഡ്യൂള്, ടെട്രാഡ്, ഇതെല്ലാം പാക്കേറ്റിനാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ക്രോസിംഗ് ഓവറിന് ശേഷം സിനാപ്റ്റോണിമൽ കോംപ്ലക്സിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫലമായിട്ട് ബൈവാലൻ്റുകൾ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനെ നമ്മൾ ഡിസ്ജങ്ഷൻ എന്ന് പറയും, എക്സെപ്റ്റ് കയാസ്മ. അപ്പോൾ കയാസ്മ ഇത്രയുമാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ എന്ന് പറയും, ട്രാൻസിഷൻ ടു മെറ്റാഫേസ് 1 എന്ന് പറയും. ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ന്യൂക്ലിയർ മെംബ്രെയിൻ പാർഷ്യലി ഡിസപ്പിയർ, ന്യൂക്ലിയോലസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർ. ഇത്രയുമാണ് ഇവിടെ വരിക. അപ്പോൾ നമ്മൾ ഈ 5 പേരുടെയും പോയിന്റ്സുകൾ എഴുതി പഠിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നേക്കുന്ന ടെട്രാഡ്. ടെട്രാഡിൻ ഈസ് ദ ക്യാരക്ടർ ഓഫ് പാക്കേറ്റീൻ. അപ്പോൾ നമുക്ക് പറയാം പാക്കേറ്റീൻ ഇൻ മിയോസിസ് 1. ക്ലിയർ? വിച്ച് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ നോട്ട് അണ്ടർലൈൻ ചെയ്ത് നോക്കുക. there cannot be mitosis without a DNA replication. ഒരു സെൽ ഡിവിഷന് DNA replication ഇല്ലാതെ നടക്കത്തില്ല. ഓക്കെ, അത് ശരി തന്നെയാണ്. മിയോസിസ് മെയിൻറ്റെയിൻ ദ ക്രോമസോം നമ്പർ ഓഫ് സ്പീഷീസ് ത്രൂ ജനറേഷൻ. സ്പീഷീസ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന മിയോസിസിൻ്റെ റിസൾട്ട് തന്നെയാണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. മൈറ്റോസ് ആണെങ്കിലോ ഗ്രോത്ത് ആൻഡ് റിപ്പയർ. ജീൻ റീകോമ്പിനേഷൻ ഈസ് പോസിബിൾ ഇൻ മൈറ്റോസിസ് അൾസോ. തെറ്റല്ലേ? ജീൻ റീകോമ്പിനേഷൻ നടക്കണമെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കണം. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് മിയോസിസിൻ്റെ മാത്രം ക്യാരക്ടറാണ്. അപ്പോൾ ഒരിക്കലും റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് മൈറ്റോസിന് അത് നടക്കില്ല. സോ തേർഡ് ഓപ്ഷൻ ഈസ് റോങ്. Question number 7. Meiosis result reduction in the number of chromosome, production of gametes, introduction of variation. Chromosome number reduce the half-height number, so it is called a reduction division. Meiosis എന്ന് പറയുന്നത് ട്രൂ തന്നെയാണ്. പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമിറ്റോജന സമയത്ത് നടക്കുന്നത് എന്ത് തന്നെയാണ്? മിയോസിസ് തന്നെയാണ്. അല്ല എങ്കിൽ ഹയർ അനിമൽസിനകത്ത് ഗ്യാമിറ്റോജന സമയത്ത് മാത്രമാണ് മിയോസിസ് നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇൻട്രൊഡക്ഷൻ ഓഫ് വേരിയേഷൻ തന്നെയാണ്. മിയോസിൻ്റെ ഫലമായിട്ട് ക്രോസിംഗ് ഓവർ നടക്കും. ആ ക്രോസിംഗ് ഓവറിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സൈഗോട്ട് എന്ന് പറയുന്ന റീകോമ്പിനൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം, അപ്പോൾ ആൻസർ ആൾ ഓഫ് ദി എബവ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ തന്നെയാണ്.
സെൻട്രോമിയർ സ്പ്ലിറ്റ്സ് ഡ്യൂറിങ്. സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മൈറ്റോസിസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നത് G1 പറയുന്നുണ്ട്, S പറയുന്നുണ്ട്, G2 പറയുന്നുണ്ട്, ക്യാരിയോകൈനസ് പറയുന്നുണ്ട്, സൈറ്റോകൈനസ്. ഇവിടെ പ്രോഫേസ് ഉണ്ട്, മെറ്റാഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, ടീലോഫേസ് ഉണ്ട്. ശരി, ഇവിടെ നമ്മൾ നടക്കുന്നത് DNA റെപ്ലിക്കേഷനാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ന്യൂക്ലിയർ ഡിവിഷനാണെന്ന് അറിയാം, ഇത് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനാണെന്ന് അറിയാം. ഇവിടെ നടക്കുന്നത് കണ്ടൻസേഷനാണ്. മെറ്റാഫേസിനകത്ത് എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇക്വറ്റോറിയൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നു, ക്രോമസോം നമ്പർ മാക്സിമം ക്ലാരിറ്റി കാണിക്കുന്നു എന്ന് പറയുന്നു. അനാഫേസിനകത്താണ് സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. ടീലോഫേസിനകത്ത് ഡീകണ്ടൻസേഷൻ നടക്കുന്നുണ്ട്. സൈറ്റോകൈനസിൻ്റെ സൈറ്റോപ്ലാസ്മിക് ഡിവിഷനാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് ഇവിടെയാണ്, സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് അനാഫേസിൽ വെച്ചിട്ടാണ്. ഇനി നമ്മൾ ഇതേ കേസിന് മിയോസിസിലാണ് പറയുന്നതെന്ന് വിചാരിക്കും. മിയോസിലാണെങ്കിൽ നമ്മൾ പറയുന്നത് G1 പറയുന്നു, S പറയുന്നു, G2 പറയുന്നു, അത് കഴിഞ്ഞിട്ട് ക്യാരിയോകൈനസിസ് ഫസ്റ്റ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് സൈറ്റോകൈനസ് ഫസ്റ്റ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് ഇൻ്റർകൈനസ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് ക്യാരിയോകൈനസ് 2 പറയുന്നു, അത് കഴിഞ്ഞിട്ട് സൈറ്റോകൈനസിസ് 2 പറയും. ശരി, ഇവിടെ DNA റെപ്ലിക്കേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. ഇവിടെ നമ്മൾ ആൾറെഡി പറഞ്ഞു ലിപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കേറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഇവിടെ എന്താണ് നടക്കുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാം സെപ്പറേഷൻ ഓഫ് ബൈവാലൻ്റ് ആണ്. ബൈവാലൻ്റ് സെപ്പറേഷനാണ് എവിടെ നടക്കുന്നത്? ക്യാരിയോകൈനസ് 1 അനാഫേസ് 1 നടക്കുന്നത്. അതേസമയം ഇവിടെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫേസ് 2 കാണാൻ പറ്റും, മെറ്റാഫേസ് 2 കാണാൻ പറ്റും, അനാഫേസ് 2 കാണാൻ പറ്റും, ടീലോഫേസ് 2 കാണാൻ പറ്റും. ഈ അനാഫേസ് 2ലാണ് എന്ത് നടക്കുക? സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് നടക്കുക. അപ്പോൾ മിയോസിസിലാണെങ്കിൽ സെൻട്രോമിയർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് അനാഫേസ് 2ലും, മൈറ്റോസിസിലാണെങ്കിൽ നമ്മളത് അനാഫേസിലും പറയണം. അനാഫേസ് 1 എന്താണ് നടക്കുന്നത് ചോദിച്ചാൽ നമ്മൾ സെപ്പറേഷൻ ഓഫ് ബൈവാലൻ്റ്, ദാറ്റ് ഈസ് കാൾഡ് എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സെൻട്രോമിയർ സ്പ്ലിറ്റ്സ് ഡ്യൂറിങ് 2 ആൻസർ വരാം. അനാഫേസും വരാം, അനാഫേസ് 2ഉം വരാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയുള്ളൂ? ടീലോഫേസ് ഉണ്ട്, അനാഫേസ് ഉണ്ട്, അനാഫേസ് 1 ഉണ്ട്, മെറ്റാഫേസ് 1 ഉണ്ട്. അനാഫേസ് മാത്രമേ ആൻസർ ആവുള്ളൂ. അനാഫേസ് 1 നടക്കുന്നത് എന്താണ്? സെപ്പറേഷൻ ഓഫ് എന്താണ് പറയുക, ബൈവാലൻ്റ് ക്രോമസോംസ് ആണ്. ഓക്കെ, റീകോമ്പിനേഷൻ നോഡ്യൂൾ അപ്പിയർ ഡ്യൂറിങ്. റീകോമ്പിനേഷൻ നോഡ്യൂൾ നമുക്കറിയാം, ക്രോമസോംസുകൾ, ഹോമോലോഗസ് ക്രോമസോംസുകൾ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യും, അങ്ങനെ പെയറിംഗ് ആയിട്ട് മാറുകയും ചെയ്യും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ദിസ് പെയറിംഗ് പ്രോസസ് ഈസ് കാൾഡ് സിനാപ്സിസ് ആൻഡ് ദ പെയർഡ് ക്രോമസോംസ് ആർ കാൾഡ് ബൈവാലന്റ്. ശരി, ഈ ബൈവാലൻ്റ് കാണുന്നത് സിനാപ്സിസ് കാണുന്നു എന്നാൽ സിനാപ്സിസ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് സൈഗോട്ടീൻ്റെ ക്യാരക്ടർ. പാക്കറ്റിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? sister chromatids of homologous chromosomes may breaks into segments. Then these segments are rejoining. During the rejoining, the segments are exchanged between non-sister chromatids of homologous chromosomes. That is called crossing over with the help of enzyme called recombinase. The site where recombination takes place is called recombination nodule. ശരി, റിസൾട്ട് എന്ന് പറയുന്നത് റീകോമ്പിനൻ്റ് ഫോർമേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ലീഡ്സ് ടു വേരിയേഷൻ. അപ്പോൾ ടെട്രാഡ്, ക്രോസിംഗ് ഓവർ, റീകോമ്പിനേസ് എൻസൈം, റീകോമ്പിനേഷൻ നോഡ്യൂള്, റീകോമ്പിനൻസ്, അതുപോലെ വേരിയേഷൻ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് പാക്കേറ്റീൻ സ്റ്റേജിനകത്താണ്. സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ, പാക്കേറ്റീൻ. ബൈവാലൻ്റ് ക്രോമസോംസ് അലൈൻ അറ്റ് ഇക്വറ്റോറിയൽ പ്ലേറ്റ്. ഇക്വറ്റോറിയൽ പ്ലേറ്റ് ഫോം ചെയ്യുന്നത് എപ്പോഴും മെറ്റാഫേസിൽ തന്നെയാണ്. പക്ഷേ ബൈവാലൻ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് മിയോസിസ് 1 അപ്പോൾ നമ്മൾ പറയേണ്ടി വരും മെറ്റാഫേസ് 1 എന്താണ്? ദ സ്കാറ്റർഡ് ബൈവാലൻസ് ആർ മൂവ്സ് ടു സെൻറ്റർ ഓഫ് ദ സെൽ ഓർ ഇക്വേറ്റർ ഓഫ് ദ സെൽ ആൻഡ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. ദാറ്റ് ഈസ് കാൾഡ് ഇക്വറ്റോറിയൽ പ്ലേറ്റ് ഓർ മെറ്റാഫേസ് പ്ലേറ്റ്. In meiosis 1, there is a 2 metaphase plates are present in center and each chromosome have a single kinetochore എന്ന് നമ്മൾ പറയും. ശരി, അതേസമയം അനാഫേസിനകത്താണെങ്കിൽ ഒരു സെറ്റ് എന്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ? ഇക്വറ്റോറിയൽ പ്ലേറ്റേ കാണാൻ പറ്റുള്ളൂ. ഓരോ ക്രോമസോമിനകത്തും നമുക്ക് 2 സൈഡിലും പിന്നിൽ വന്ന് അറ്റാച്ച് ചെയ്ത് 2 കൈനറ്റോകോർ ഫോർമേഷനും കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറയാം എന്ത് കാണപ്പെടുന്നത്? ഇക്വറ്റോറിയൽ പ്ലേറ്റ് കാണപ്പെടുന്നത് മെറ്റാഫേസിൽ കാണാം, മെറ്റാഫേസ് 1 കാണാം, അതേപോലെ മെറ്റാഫേസ് 2 കാണാം. മെറ്റാഫേസിലും മെറ്റാഫേസ് 2 കാണപ്പെടുന്നത് സിംഗിൾ ക്രോമസോംസിൻ്റെ ഇക്വറ്റോറിയൽ പ്ലേറ്റ് ആണ്. മെറ്റാഫേസ് 1 കാണപ്പെടുന്നത് ബൈവാലൻ്റ് ക്രോമസോംസിൻ്റെ ഇക്വറ്റോറിയൽ പ്ലേറ്റ് ആണ്. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ബൈവാലൻ്റ് ക്രോമസോം. സോ ആൻസർ ഈസ് മെറ്റാഫേസ് 1.
മോർഫോളജി ഓഫ് ക്രോമസോം ഈസ് മോസ്റ്റ് ഈസിലി സ്റ്റഡീഡ്. നമുക്കറിയാം മാക്സിമം കണ്ടൻസേഷൻ എന്ന് പറയുന്നത്, ക്രോമസോമിൻ്റെ മാക്സിമം കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് മെറ്റാഫേസ്. അപ്പോൾ മെറ്റാഫേസിലാണ് ക്രോമസോമിൻ്റെ നമ്പർ, ബിഹേവിയർ ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈസിലി സ്റ്റഡി സ്റ്റേജ് ഓഫ് ക്രോമസോം എന്ന് പറയുന്നത് നമ്മൾ മെറ്റാഫേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ആൻസർ ഈസ് മെറ്റാഫേസ്. ദ ഗിവൺ ബിലോ സ്റ്റേജസ് ആർ. രണ്ട് ഫിഗറുണ്ട്. ഫസ്റ്റ് ഫിഗർ കണ്ടാൽ തന്നെ നമുക്കറിയാം അത് മെറ്റാഫേസ് ആണ്, കാരണം എന്താണ് ഇക്വറ്റോറിയൽ പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം രണ്ട് കോർണറിലാണ് കാണപ്പെടുന്നത്. ക്രോമസോംസ് ആർ മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾ ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്, ദാറ്റ് ഇസ് ദ ക്യാരക്ടർ ഓഫ് അനാഫേസ്. അപ്പോൾ നമുക്കുള്ളത് ഫസ്റ്റ് മെറ്റാഫേസും രണ്ടാമത്തെ അനാഫേസും ആണ് എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് മെറ്റാഫേസ് ആണോ മെറ്റാഫേസ് 1 ആണോ എന്ന് കണ്ടുപിടി. മെറ്റാഫേസ് 1 ആണെങ്കിൽ നമുക്ക് അറിയാം അവിടെ കാണപ്പെടുന്നത് എന്താണ്, സെൻട്രോമിയർ അല്ലെങ്കിൽ ബൈവാലന്റിൻ്റെ ഇക്വറ്റോറിയൽ പ്ലേറ്റ്. രണ്ട് ഇക്വറ്റോറിയൽ പ്ലേറ്റ് ആണ്, ഇവിടെ സിംഗിൾ ഇക്വറ്റോറിയൽ പ്ലേറ്റേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് മെറ്റാഫേസ് ആണ്, മൈറ്റോട്ടിക് മെറ്റാഫേസ് ആണ് ഫസ്റ്റ് ഫിഗർ. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, സെപ്പറേഷൻ ആണ് അല്ലെങ്കിൽ പോളിലാണ് കാണപ്പെടുന്നത്, അത് അനാഫേസ് ആണെന്ന് അറിയാം. ഇവിടെ സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്യാതെയാണ് അനാഫേസിലോട് രണ്ട് നിൽക്കുക. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിരുന്നു എങ്കിൽ ഫിഗർ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനത്തതാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ബൈവാലൻ്റ് സെപ്പറേഷനാണ് ഈ കാണുന്നത്. സോ ഇറ്റ് ഈസ് എ അനാഫേസ് 1. അപ്പോൾ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് മൈറ്റോട്ടിക് മെറ്റാഫേസും രണ്ടാമത്തത് എന്ന് പറയുന്നത് അനാഫേസ് 1 ആണെന്ന് അറിയാം. അതേസമയം ഒരു അനാഫേസ് ആയിരുന്നു എങ്കിൽ ക്രോമസോംസ് ഇങ്ങനെ ഉണ്ടായിരുന്ന ക്രോമസോം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്രോമാറ്റിനെ വരയ്ക്കാൻ പറ്റും. ഇവിടെ വരച്ചേക്കുന്നത് ഇതാണ്. ഇതിൻ്റെ അർത്ഥം ഇത് ബൈവാലൻ്റ് സെപ്പറേഷൻ ആണെന്ന് അറിയാം. സോ സെക്കൻഡ് ഫിഗർ മിയോസിസ് 1 ആണ്, അനാഫേസ് 1 ആണ്. മിയോസ് 1 അല്ല അനാഫേസ് 1 ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മെറ്റാഫേസ് സ്റ്റേജ്, മൈറ്റോട്ടിക് മെറ്റാഫേസ്. ഓക്കെ, അറേഞ്ച് ദ ഫോളോയിങ് ഈവൻറ്റ്സ് ഇൻ മിയോസിസ് കറക്റ്റ് സീക്വൻസ്. നമ്മൾ പറഞ്ഞു ലിപ്റ്റോഡിൻ, സൈഗോട്ടിൻ, പാക്കേരിയൻ, ഡിപ്ലോഡിൻ, ഡയാകൈനസിസ്. അപ്പോൾ ലിപ്റ്റോഡിൻ, സൈഗോട്ടിൻ, പാക്കേറ്റിൻ, ഡിപ്ലോഡിൻ, ഡയാകൈനസിസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ ഈസ് ദ ഇവിടുത്തെ ക്യാരക്ടർ, പാക്കേറ്റിൻ്റെ ക്യാരക്ടർ. സിനാപ്സിസ് എന്ന് പറയുന്നത് സൈഗോട്ടിൻ. അടുത്ത ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ എന്ന് പറയാം. ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ എന്ന് പറയുന്നത് ഡിപ്ലോഡിൻ്റെ ക്യാരക്ടർ. ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത് ആരുടെ ക്യാരക്ടർ നമുക്ക് പറയാം, ഇതിൻ്റെ തന്നെ ക്യാരക്ടറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത്രയും നോക്കാം. അപ്പോൾ ക്രോസിംഗ് ഓവർ ഉണ്ട്, സിനാപ്സ് ഉണ്ട്, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ ഉണ്ട്, ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാൻ പറ്റുന്ന സിനാപ്സിസ് ആദ്യം വരണം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ആദ്യം എഴുതാം. രണ്ടാമത് നമുക്ക് നടക്കേണ്ടത് ഏതാണ്, ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് പാക്കേറ്റിംഗ് സ്റ്റേജിൽ. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എഴുതാം. മൂന്നാമത്തത് എന്ന് പറയുന്നത് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ എന്ന് പറയുന്നത് നടന്നതിന് ശേഷം തന്നെയായിരിക്കും എന്ത് നടക്കുക, ഇത് രണ്ടും ഒരേ തന്നെ, പക്ഷേ ഇത് നടന്നിട്ടേ ന്യൂക്ലിയർ മെമ്പർ, അപ്പോൾ ഇത് വരും, പിന്നെ 4 വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നടക്കുക സിനാപ്സിസ് ആണ്. സിനാപ്സിന് ശേഷം ക്രോസിംഗ് ഓവർ നടക്കും, അതിനുശേഷം ഡിസ്ജങ്ഷൻ ടെർമിനലൈസേഷൻ നടക്കും, അതിനുശേഷം എന്താ ന്യൂക്ലിയർ മെമ്പറിൻ ഡിസപ്പിയർ. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ്, ഫോർത്ത്. സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ്, ഫോർത്ത്. തേർഡ് ഓപ്ഷൻ ഇസ് ദ ആൻസർ. ഓക്കെ, ഫസ്റ്റ് നടക്കുന്നത് സിനാപ്സിസ്, അതിനുശേഷം ക്രോസിംഗ് ഓവർ, അതിനുശേഷം ഡിസപ്പിയറൻസ് ഓഫ് കയാസ്മ, അതിനുശേഷം ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയർ മെമ്പറിൻ. ഓക്കെ, ഡ്യൂറിങ് സെൽ ഡിവിഷൻ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ഓൺ ടു. സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത് സ്മാൾ ഡിസ്ക് ഷേപ്ഡ് ഹെമിസ്ഫെറിക്കൽ റീജിയൻ ഓഫ് സെൻട്രോമിയർ. ശരിയല്ലേ, സെൻട്രോമിയർ, ദാറ്റ് ഈസ് കാൾഡ് കൈനറ്റോകോർ. അപ്പോൾ കൈനറ്റോകോറിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് ജോയിൻ ചെയ്ത സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേരാണ് കൈനറ്റോകോർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും ഹെമിസ്ഫെറിക്കൽ സ്മാൾ ഡിസ്ക് ഷേപ്ഡ് റീജിയൻ ഓഫ് ദ സെൻട്രോമിയർ, ജനറലി വെയർ ദ ക്രോമസോമൽ ഫൈബേഴ്സ് ഓർ സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ്. അപ്പോൾ നമുക്കറിയാം സ്പിൻഡിൽ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന കൈനറ്റോകോർ ഓഫ് ദ സെൻട്രോമിയർ എന്നായിരിക്കും. അപ്പോൾ കൈനറ്റോസോം തെറ്റാണ്, സെൻട്രോമിയർ ഓഫ് ദ തെറ്റാണ്, കൈനറ്റോകോർ ഓഫ് ദ ക്രോമസോം ശരിയാവാം. സെൻട്രോമിയർ ഇല്ല എങ്കിൽ നമുക്ക് ക്രോമസോം ആയിട്ട് എടുക്കാം. ടിലോമിയർ ഓഫ് ദ ക്രോമസോം തെറ്റാണ്. കറക്റ്റ് ആൻസർ കൈനറ്റോകോർ ഓഫ് ദ സെൻട്രോമിയർ ആണ്. സെൻട്രോമിയർ ഈസ് എ പാർട്ട് ഓഫ് ക്രോമസോം, സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഓക്കെ,
At which stage of meiosis does the genetic constitution of gametes is finally decided? ഇതാണ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ആണ് നടക്കുന്നത്. ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫൈനലി ഡിസൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് അനാഫേസ് 1. അനാഫേസ് 1 വെച്ചിട്ടാണ് ബൈവാലൻറ്റുകൾ റീകോമ്പിനേഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് പോൾസിലോട്ട് പോവുക. ഈ വരുന്ന എല്ലാം കൂടെ ചേർന്നൊരു ഗമീറ്റ് ആയിട്ട് മാറും ഇവിടെ. അപ്പോൾ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനൽ ഡിസിഷൻ നടക്കുന്നു എന്ന് പറയുന്നത് അനാഫേസ് 1 വെച്ചിട്ടായിരിക്കും. സോ ആൻസർ ഈസ് അനാഫേസ് 1. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ. In glycolysis, how many ATP molecules are synthesized directly from one molecule of glucose? ശരിയല്ലേ? നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് ആണ് പറയുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുക, അത് കഴിഞ്ഞിട്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുക, ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുക, DHAP PGL ആയിട്ട് മാറുക, 1,3 DPG ആവുക, 3PG ആവുക, 2PG ആവുക, PEP ആവുക, PA ആവുക, പൈറുവിക് ആസിഡ്. ഇവിടെ 2 സ്ഥലങ്ങളിലാണ് എന്ത് നടക്കുക, ഡീഫോസ്ഫോലേഷൻ നടക്കുക. അത് എന്ന് പറയുന്നത് 1,3 DPG 3PG ആവുന്ന സ്ഥലം 6th സ്റ്റെപ്പ്. അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിനകത്ത് PEP പൈറുവിക് ആസിഡ് ആവുന്ന സ്ഥലത്തും ഡീഫോസ്ഫോലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ടോട്ടലായിട്ട് 4 ATP ആയിരിക്കും ഡയറക്റ്റ് ആയിട്ട് സിന്തസൈസ് ചെയ്യുക. ബാക്കി എന്ന് പറയുന്നത് NADH+H+ എന്ന് പറയുന്നത് ETSന് ശേഷമായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സിന്തസിസ് ഓഫ് ATP എന്ന് പറയുന്നത് ഒരു മോൾ ഗ്ലൂക്കോസ് ആരായിട്ട് മാറുമ്പോൾ പൈറുവിക് ആസിഡായിട്ട് മാറുമ്പോൾ അല്ലെങ്കിൽ ഗ്ലൈക്കോളിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 4 ATP. സോ ആൻസർ ഈസ് 4. ഫോർത്ത് ഓപ്ഷൻ 4 തന്നെയാണ് ആൻസർ. ഓക്കെ. Question number 17. Which of the following is a wrong statement? Wrong statement കണ്ടുപിടിക്കുക. During respiration, carbon-carbon bonds of respiratory substrates are broken. ശരി തന്നെയാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു എക്സർഗോണിക് ആണ്, എൻസൈമാറ്റിക്കലി കൺട്രോൾ ആണ്, ആംഫിബോളിക് പ്രോസസ് ആണ്, വിച്ച് ഇൻവോൾവ്സ് എ സ്റ്റെപ്പ് വൈസ് ഓക്സിഡേറ്റീവ് ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻസൈഡ് ദ ലിവിങ് സെൽ. പ്രോക്യാരിയോട്സിലാണെങ്കിൽ അത് സൈറ്റോപ്ലാസമാണ്, യൂക്യാരിയോട്സിലാണെങ്കിൽ നമ്മളത് മൈറ്റോകോൺട്രിയ എടുക്കണം. ഇങ്ങനെ ഉണ്ടാകുന്ന എനർജീനെ നമ്മൾ എന്തിനു വേണ്ടി, ദിസ് എനർജി റിലീസ്ഡ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ATP. സോ ATP is called എനർജി കറൻസി. ദിസ് ATP is used for other മെറ്റബോളിക് പ്രോസസ്. അപ്പോൾ നമുക്കറിയാം ഒരു കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കാർബണിൻ്റെ ഇടയ്ക്കുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഉണ്ടാകുന്ന എനർജി തന്നെയാണ്. അല്ല എങ്കിൽ ബൈ പ്രോഡക്റ്റുകൾ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, വേറെ മെറ്റബോളിക് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ. ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. സെക്കൻഡ് വൺ നോക്കാം. ATP ആക്ട് ആസ് എ എനർജി കറൻസി ഓഫ് ദ സെൽ. ശരി തന്നെയാണ്. During oxidation of respiratory substrate, energy released and this energy can be directly utilized by the cell. ഒരിക്കലുമില്ല, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. This energy is used for the synthesis of ATP. So ATP is called energy currency. റെസ്പിറേഷൻ വഴി ഉണ്ടാക്കുന്ന എനർജി ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും മെറ്റബോളിസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ എനർജീനെ ATP സിന്തസിന് ഉപയോഗിക്കുകയും ആ ATP ആണ് പിന്നെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ലാസ്റ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്തുണ്ടാകുന്ന എനർജിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും റെസ്പിറേഷൻ വഴി ഉണ്ടാകുന്ന എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെറ്റബോളിസത്തിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. തേർഡ് ഓപ്ഷൻ ഈസ് റോങ്. ഫോർത്ത് ഓപ്ഷൻ നോക്കാം. ഇൻ സം പ്ലാന്റ്സ് ഓർഗാനിക് ആസിഡ്സ് ആക്ട് ആസ് ദ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ശരി തന്നെയാണ്. നമുക്കറിയാം എന്താവാം, കാർബോഹൈഡ്രേറ്റ് ആവാം, ഫാറ്റ് ആവാം, പ്രോട്ടീൻ ആവാം, ഓർഗാനിക് ആസിഡ്സ് ആവാം, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ഇൻടു പൈറുവിക് ആസിഡ് ഈസ് respiration is called EMB pathway. ഗ്ലൈക്കോളിസ് തന്നെയാണ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മോളിക്യൂൾ ഗ്ലൂക്കോസ് എത്ര കാർബൺ കോമ്പൗണ്ട്, 6 കാർബൺ കോമ്പൗണ്ട് ആരായിട്ട് മാറുന്നു, 2 മോളിക്യൂൾ 3 കാർബൺ കോമ്പൗണ്ട് പൈറുവിക് ആസിഡായിട്ട് മാറുന്നു. ശരിയല്ലോ? ഇത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടാണെന്ന് അറിയാം. ഇത് ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെന്ന് നമുക്ക് അറിയാം. അനൈറോബിക് പാത്വേ ആണെന്ന് നമുക്കറിയാം. ഡീകാർബോക്സിഡേഷൻ ആബ്സെൻ്റ് ആണെന്ന് നമുക്കറിയാം. പ്രസൻറ്റ് ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ നമുക്കറിയാം. സോ ഇറ്റ് ഇസ് കാൾഡ് കോമൺ പാത്വേ എന്ന് പറയും. കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്, M10 മെയർഹോഫ് ആൻഡ് പർണസ്. സോ ഇറ്റ് ഇസ് കാൾഡ് EMB പാത്വേ എന്നും പറയാം. അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സോ EMB പാത്വേ ഇസ് അതർ നെയിം ഓഫ് glycolysis because the steps of glycolysis were first traced out by 3 German scientists, Gustav M10, Otto Meyerhof and J. Parnas. So it is called EMB pathway. So answer is first option. Which statements are correct?
നമുക്ക് നോക്കാം. ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടേക്സ് പ്ലേസ്. ശരി തന്നെയാണ്. ഗ്ലൈക്കോൾസ് കോമൺ ആണ്, പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ആ പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനാണ്. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നു. ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ഒന്നിൽ കൂടുതൽ കാർബൺ ആണ് എൻ പ്രോഡക്റ്റ് എങ്കിൽ അത് ഇൻകംപ്ലീറ്റ് തന്നെയാണ്. ഈഥൈൽ ആൽക്കഹോൾ 2 കാർബൺ, സോ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ. രണ്ടാമത്തെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണ്. അവിടെ ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കാർബൺ ഉണ്ട്, അതുകൊണ്ട് ഇതും ഇൻകംപ്ലീറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എടുത്താലും അസിഡിക് ഫെർമെൻറ്റേഷൻ എടുത്താലും കോമൺ ആയിട്ട് പറഞ്ഞാൽ ഫെർമെൻറ്റേഷൻ എടുത്താലും അതൊരു ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. സെക്കൻഡ് വൺ നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ഈസ് ഈഥൈൽ ആൽക്കഹോൾ ഓൺലി. തെറ്റാണ്. പൈറുവിക് ആസിഡ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്, നമുക്കറിയാം. അപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് C2H5OH എന്ന് പറയുന്ന ഈഥൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് വരണം. അപ്പോൾ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഈഥൈൽ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടെ പറഞ്ഞത് ഈഥൈൽ ആൽക്കഹോൾ ഉള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റ്. അടുത്ത ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ NAD is reduced to NADH+H+. തെറ്റാണ്. ഡ്യൂറിങ് ഫെർമെൻറ്റേഷൻ NAD is oxidized. NADH+H+ is oxidized into NAD. അടുത്ത ഇൻ ഹ്യൂമൻ മസിൽ സെൽസ് അണ്ടർ അനൈറോബിക് കണ്ടീഷൻ ലാക്റ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ശരി തന്നെയാണ്, നമുക്ക് അറിയാം. അപ്പോൾ 1 and 4 ആണ് ട്രൂ ആയിട്ട് വരിക. ട്രൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആൻസർ ഫോർത്ത് ഓപ്ഷൻ 1 and 4. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് ഈസ് എ ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് PP. നമുക്കറിയാം ഗ്ലൂക്കോസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആണ് വരിക, അത് കഴിഞ്ഞിട്ട് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് വരുന്നു, അത് കഴിഞ്ഞിട്ട് ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് വരുന്നു, അത് കഴിഞ്ഞിട്ട് DHAP വരുന്നു, അത് കഴിഞ്ഞിട്ട് PGAL വരുന്നു, അത് കഴിഞ്ഞിട്ട് 1,3 ഡൈPGA വരുന്നു, അത് കഴിഞ്ഞിട്ട് 3PGA വരുന്നു, അത് കഴിഞ്ഞിട്ട് 2PGA വരുന്നു, അത് കഴിഞ്ഞിട്ടാണ് PEP വരിക. PEP അത് കഴിഞ്ഞിട്ട് PA. ശരി, ഇവര് 4 പേരെന്ന് പറയുന്നത് 6 കാർബൺ കോമ്പൗണ്ട് ആണ്, ബാക്കിയുള്ളവരെല്ലാം 3 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് പറയാം. അതായത് ഗ്ലൈക്കോളിസിസ് ഫുള്ള് അല്ലെങ്കിൽ ക്രബ് സൈക്കിളും കൂടെ ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ്, DHAP, PGL, 1,3 ഡൈPGA, 3PGA, 2PGA, PEP, PA. അത് കഴിഞ്ഞിട്ട് അസറ്റൈൽ കോയിൻസൈമേ, അത് കഴിഞ്ഞിട്ട് അസറ്റിക് ആസിഡ്, സിസ് അക്വാൻറ്റിക് ആസിഡ്, ഐസോസെറ്റിക് ആസിഡ്, ഓക്സാലോസെക്സിനിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, സക്സിലോ കോയിൻസൈഡ്, സക്സിനിക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സാലോസെറ്റിക് ആസിഡ്. ഇത്രയും പേരുടെയും കാർബൺ സ്കെലിറ്റൺ നമ്മൾ പഠിച്ചു വെച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരാളെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്, ഫോസ്ഫോഈനോൾ പൈറുവിക് ആസിഡ്. സോ ഇറ്റ് ഇസ് എ ആൻസർ 3 കാർബൺ കോമ്പൗണ്ട്. പക്ഷേ ഇത്രയല്ല, നമ്മൾ പറഞ്ഞ ഇത്രയും പേര് അതൊക്കെ വെച്ചാൽ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ്, DHAP, PGL, 1,3 ഡൈPGA, 2PGA, 3PGA, 2PEP, PA. അങ്ങനെ 10 പേര് ഗ്ലൈക്കോളിസ്. അത് കഴിഞ്ഞിട്ട് സെട്രിക് ആസിഡ്, സിസ് അക്വാൻറ്റിക് ആസിഡ്, ഐസോസെട്രിക് ആസിഡ്, ഓക്സാലോസെക്സിനിക് ആസിഡ്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്, സക്സിനോ കോയിൻസൈൻ, സക്സിനിക് ആസിഡ്, ഫ്യൂമറിക് ആസിഡ്, മാലിക് ആസിഡ്, ഓക്സാലോസെറ്റിക് ആസിഡ്. അപ്പോൾ 21 കാർബൺ സ്കെലിറ്റൺ നമ്മൾ പഠിക്കണം. എന്തിനാണെങ്കിൽ റെസ്പിറേഷനിൽ. അതിൽ ഒരാൾ മാത്രമാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. Oxidative decarboxylation of pyruvate formed at the end of glycolysis catalyzed by the enzyme pyruvic dehydrogenase. The coenzyme participate in. നമുക്ക് അറിയാൻ പറ്റും ഗ്ലൈക്കോളിസിൻ്റെ അവസാനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഓക്സിഡേറ്റ് ഡീകാർബോക്സിലേഷൻ കാണുന്നുണ്ട്. അതായത് പൈറുവിക് ആസിഡ് എന്ന് പറയുന്ന ആള് അസറ്റൈൽ കോഎൻസൈം A ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 2 കാർബൺ കോമ്പൗണ്ടിനെ കാണാം. ഇതൊരു 3 കാർബൺ കോമ്പൗണ്ടാണ്. നമുക്കറിയാം ഒരു എൻസൈം പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്ന് പറയുന്ന പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് ആണ്. ശരി, ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക കോൺജുഗേറ്റഡ് എൻസൈമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് അപ്പോ എൻസൈമും കാണാം, കോഫാക്ടറും കാണാം. കോഫാക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്രോസ്തറ്റിക് ഗ്രൂപ്പിനെ കാണാൻ പറ്റും, അതേപോലെ തന്നെ കോ എൻസൈമിനെ കാണാൻ പറ്റും, അതേപോലെ മെറ്റലയോൺസിനെ കാണാൻ പറ്റും. ശരി, അപ്പോൾ ഇവിടുത്തെ എൻസൈമിൻ്റെ പേരാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ കോഫാക്ടറിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോസ്തറ്റിക് ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ മെറ്റലയോൺസും ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന കോ എൻസൈമുകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അസറ്റൈൽ അല്ലെങ്കിൽ കോ എൻസൈം A പങ്കെടുക്കുന്നുണ്ട്, പിന്നെ Mg2+ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോ എൻസൈമാണ്, ഇതെന്ന് പറയുന്നത് മെല്ലയോൺസ് ആണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക്
NAD എന്ന് പറയുന്ന കോഎൻസൈമിനെ കാണാം. അത് ആരായിട്ട് മാറുന്നുണ്ട്? NAD H+. അപ്പോൾ കോഎൻസൈം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2 പേരാണ്. കോഎൻസൈം എയും ആൻഡും NAD. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോഎൻസൈം ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും Mg2+ ആവില്ല. Mg2+ എന്ന് പറയുന്നത് മെറ്റൽ അയോൺസ് ആണ്. അതേസമയം കോഫാക്ടർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആരൊക്കെ ആയേനെ? ഈ NADയും ആയേനെ, Mg2+ഉം ആയേനെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബയോമോളിക്യൂൾസിലെ അവസാനത്തെ പാർട്ട് ഒന്ന് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. എൻസൈമിൻ്റെ പേര് പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ്. കോഎൻസൈമിൻ്റെ പേര് കോഎൻസൈം A ആൻഡ് NAD. അതേസമയം മെറ്റൽ അയോൺസ് ചോദിച്ചാൽ Mg2+. ഇനി കോഫാക്ടറാണ് ചോദിക്കുന്നത് NAD+, കോഎൻസൈം A ആൻഡ് Mg2+. ഓക്കെ, സോ ആൻസർ ഈസ് NAD+. The electron transport system is present in. നമുക്കറിയാം റെസ്പിറേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഗ്ലൈക്കോളിസിസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ഓഫ് പൈറുവിക് ആസിഡ്, അത് കഴിഞ്ഞിട്ട് ക്രബ് സൈക്കിൾ, അത് കഴിഞ്ഞിട്ട് ETS, അത് കഴിഞ്ഞിട്ട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഇനി ഇവർ ഇത്രയും പേരുടെ സൈറ്റുകൾ പറഞ്ഞാൽ ഗ്ലൈക്കോളിസ് നടക്കുന്ന സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പൈറുവിക് ആസിഡ് നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്ത് വെച്ചിട്ടാണ്, ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്ത് വെച്ചിട്ടാണ്, ETS നടക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ വെച്ചിട്ടാണെന്നും പറയുന്നത്. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടക്കുന്നതും ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ETS നടക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. അതായത് ഗ്ലൈക്കോളിസിൻ്റെ സൈറ്റ് പഠിക്കുക, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ പൈറുവിക് ആസിഡിൻ്റെ സൈറ്റ് പഠിക്കുക, ക്രബ് സൈക്കിളിൻ്റെ സൈറ്റ് പഠിക്കുക, ETSൻ്റെ സൈറ്റ് പഠിക്കുക, അതേപോലെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ്റെ സൈറ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇൻ ETS കോംപ്ലക്സ് ഫാസ്റ്റേസ് ETSനെ നമുക്ക് 5 കോംപ്ലക്സിൽ പറയാം. ഫസ്റ്റ് കോംപ്ലക്സിൻ്റെ പേര് NADH ഡീഹൈഡ്രോജനൈസ് റീകോമ്പിനൈസ് എന്ന് തന്നെയാണ്. ഫസ്റ്റ് 5 കോംപ്ലക്സുകളാണുള്ളത്. 5 കോംപ്ലക്സസ് ആർ പ്രസൻറ്റ് ഇൻ ETS. നമ്മൾ പറയും ഫസ്റ്റ് കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഫസ്റ്റ് ഈസ് ആൾസോ കാൾഡ് NAD ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. സെക്കൻഡ് വൺ FADH2 ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്, അല്ല എങ്കിൽ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. തേർഡ് കോംപ്ലക്സിൻ്റെ പേര് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്ന് തന്നെയാണ്. ഫോർത്ത് എന്ന് പറയുന്നത് സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ATPase കോംപ്ലക്സ്. ശരിയാണല്ലോ? അപ്പോൾ 5 എണ്ണമാണ്. ഫസ്റ്റിൻ്റെ പേര് NADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്, സെക്കൻഡ് വണ്ണിൻ്റെ പേര് FADH2 ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. മൂന്നാമത്തെ പേര് സൈറ്റോക്രോം BC1 കോംപ്ലക്സ് എന്നാണ്. നാലാമത്തെ സൈറ്റോക്രോം C അല്ലെങ്കിൽ ഓക്സിഡൈസ് കോംപ്ലക്സ് എന്നാണ്. അഞ്ചാമത്തത് ATPase കോംപ്ലക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സിൻ്റെ പേരാണ് NADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. അറിയേണ്ടത് ഈ 5 കോംപ്ലക്സിലും അറിയേണ്ടത് ആ കോംപ്ലക്സിൻ്റെ വേറൊരു പേര് എന്താണെന്ന് അറിയണം. ആ കോംപ്ലക്സ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്ന് അറിയണം. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റിൻ്റെ മാത്രം പറയുന്നു. എന്താണ് പറയുക? നമ്മൾ പറയുന്ന കോംപ്ലക്സ് ഫസ്റ്റ് ഈസ് ആൾസോ കാൾഡ് NADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് NADH ഡീഹൈഡ്രോജനൈസ് കോംപ്ലക്സ്. ഇറ്റ് ട്രാൻസ്ഫർ എനർജി ഫ്രം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് അറിയാം FMN to FES. അത്രയുള്ളൂ. Which is a wrong statement. In ETS, ATP synthesis, no enzyme is in complex 5. ATPase നടക്കുന്ന സ്ഥലത്ത് കോംപ്ലക്സ് 5 എൻസൈംസിൻ്റെ പ്രസൻസ് ഇല്ല എന്നാണ്. എൻസൈംസിൻ്റെ പ്രസൻസ് ഉണ്ട്. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ATPase. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റോങ് തന്നെയാണ്. സെക്കൻഡ് വൺ, ഓക്സിഡേഷൻ ഓഫ് 1 molecule of FADH2 പ്രൊഡ്യൂസ് 2 molecules of ATP. ശരി തന്നെയാണ്. ഇൻ റെസ്പിറേഷൻ റോൾ ഓഫ് ഓക്സിജൻ ഈസ് ലിമിറ്റഡ് ടു ദ ടെർമിനൽ സ്റ്റേജ്. ശരി തന്നെയാണ്. അവസാനം തന്നെയാണ് ആര് വരിക? ഓക്സിജൻ. സോ ഇറ്റ് ഇസ് കാൾഡ് ടെർമിനൽ ഓക്സിഡേഷൻ. ഇൻ എയ്റോബിക് റെസ്പിറേഷൻ O2 ആക്ട് ആസ് ദ ഫൈനൽ ഹൈഡ്രജൻ ഡോണർ. അതും ശരി തന്നെയാണ്. ശരി, ഫസ്റ്റ് ഓപ്ഷനാണ് റോങ്. അവിടെ എൻസൈം ഉണ്ട്. എൻസൈമിൻ്റെ പേര് ATPase. എൻസൈം എന്നാണ്, അല്ലെങ്കിൽ ATP സിന്തൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ ATP സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈം പങ്കെടുക്കുന്നുണ്ട്. റോള് എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് ATP ആണ്. കോംപ്ലക്സ് 5 ഈസ് ആൾസോ കാൾഡ് ATPase കോംപ്ലക്സ്. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ATPase enzyme or ATP synthase enzyme or ATP synthetase enzyme. ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് ATP. ഓക്കെ, എൻസൈം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്, ബാക്കിയുള്ളതെല്ലാം ട്രൂ ആണ്. ഓക്കെ. In which step of Krebs cycle the molecule of GTP is formed? GTP formation. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അറിയാം. എന്നത് പറയുന്നത് ഓക്സാലോഅസെറ്റിക് ആസിഡ് സിട്രിക് ആസിഡായിട്ട് മാറുക, സിട്രേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ. അത് കഴിഞ്ഞിട്ട് സിസ് അക്വാൻറ്റിക് ആസിഡായിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് ഐസോസിട്രിക് ആസിഡായിട്ട് മാറുന്നു.
അത് കഴിഞ്ഞിട്ട് ഓക്സാലോസാക്സിനിക് ആസിഡായിട്ട് മാറുന്നു, അത് കഴിഞ്ഞിട്ട് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡായിട്ട് മാറുന്നു, അത് കഴിഞ്ഞിട്ട് സക്സിനിൽ കോഎൻസൈം ആയിട്ട് മാറുന്നു, അത് കഴിഞ്ഞിട്ട് സക്സിനിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. സക്സിനൈൽ കോഎൻസൈം എ എന്ന് പറയുന്നത് ആരായിട്ട് മാറുന്നുണ്ട്? സക്സിനിക് ആസിഡായിട്ട് മാറുന്നുണ്ട്. സക്സിനിക് ആസിഡ് ഫ്യൂമറിക് ആസിഡ് ആവുന്നു, ഫ്യൂമറിക് ആസിഡ് മാലിക് ആസിഡ് ആവുന്നു, മാലിക് ആസിഡ് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആവുന്നു. സൈക്കിൾ കംപ്ലീറ്റ് ആണ്. ഈ സക്സിനിലെ കോഎൻസൈം സക്സിനിക് ആസിഡായിട്ട് മാറുമ്പോൾ ഇയാളൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്, ഇയാളൊരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് സക്സിനിലെ കോഎൻസൈം ഈസ് കൺവേർട്സ് ഇൻടു സക്സിനിക് ആസിഡ് ആൻഡ് റിലീസ് coenzyme A and sufficient amount of energy. This energy is utilized by ആരാണെന്ന് പറയുന്നുണ്ട്? GDP and inorganic phosphate to form GTP. ശരിയല്ലേ? അപ്പോൾ ഇവിടെ സക്സിൽ കോഎൻസൈം എ സക്സിനിക് ആസിഡായിട്ട് മാറുമ്പോൾ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം GDP എന്ന് പറയുന്ന ന്യൂക്ലിയോറ്റൈഡും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടെ ചേർന്നുകൊണ്ട് GTP എന്ന് പറയുന്ന ന്യൂക്ലിയോറ്റൈഡായിട്ട് മാറണമെങ്കിൽ ഇവിടെ എനർജി ആവശ്യമാണ്, പിന്നെ എൻസൈം ആവശ്യമാണ്. അപ്പോൾ ഈ എനർജി ഇവിടെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് പറയാം സക്സിനിക് കോഎൻസൈം സക്സിനിക് ആസിഡായിട്ട് മാറുന്ന സ്ഥലത്താണ് GTP ഉണ്ടാകുന്നത്. ഇതിന് ആക്ട് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് സക്സിനിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് എന്നാണ്. പ്രസൻറ്റ് ഇൻ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഓൾ അതേഴ്സ് എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ഇൻ Krebs cycle. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് പറയാം സക്സിനിക് കോഎൻസൈം A is converted into succinic acid. The first product of Krebs cycle, the first stable product of Krebs cycle is stable product Krebs cycle എന്ന് പറയുന്നത് citric acid ആണ്. So it is called citric acid cycle. Citric acid has a 3 carboxylic groups. So it is called tricarboxylic acid cycle or TCA cycle. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആര് തന്നെയാണ്? citric acid തന്നെയാണ്. ഓക്കെ, choose the incorrect statement. Respiration is an exergonic process. എനർജി റിലീസിംഗ് പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റെസ്പിറേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എക്സർഗോണിക് പ്രോസസ് എന്ന് പറയുന്നത്. റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു എക്സർഗോണിക് പ്രോസസ്സിന് എക്സാമ്പിൾ തന്നെയാണ്. പക്ഷേ എക്സർഗോണിക് ആണോ ആംഫിബോളിക് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എക്സർഗോണിക്കുമാണ് ആംഫിബോളിക്കുമാണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഗ്ലൈക്കോളിസിസ് കാൾഡ് ഫോസ്ഫോറിലേഷൻ. തെറ്റാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫോസ്ഫോയിനോൾ പൈറോവിക് ആസിഡ് ആരായിട്ട് മാറുക? പൈറോവിക് ആസിഡായിട്ട് മാറുക. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ADP എന്ന് പറയുന്നത് ATP ആയിട്ട് മാറുന്നത് കാണാം. സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. സോ ഇറ്റ് ഇസ് കാൾഡ് ഡീഫോസ്ഫോറിലേഷൻ സ്റ്റെപ്പാണ്. ഇവിടെ ആക്ട് ചെയ്യുന്നത് ഡീഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. സെക്കൻഡ് ഓപ്ഷൻ റോങ്. ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്സ് ആബ്സെന്റ് ഇൻ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ ആബ്സെന്റ് ആണ്. അനൈറോബിക് പാത്വേ ആണെന്ന് അറിയാം, പിന്നെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണെന്ന് അറിയാം, ലീനിയർ പാത്വേ ആണെന്ന് അറിയാം, 10 സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാം, 10 എൻസൈം ഉണ്ടെന്ന് അറിയാം, പ്രസന്റ് ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് ആണെന്ന് അറിയാം, EMB പാത്വേ എന്ന് വിളിക്കുമെന്ന് അറിയാം. ഗ്ലൈക്കോളിസിന് കുറേ കാര്യങ്ങൾ അറിയാം, അത് ട്രൂ തന്നെയാണ്. ഗ്ലൈക്കോളിസ് അനൈറോബിക് പാത്വേ ശരി തന്നെയാണ്. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. Glycolysis occurs in all cells. ശരിയല്ലേ? അപ്പോൾ അത് എയ്റോബിക് ആയാലും അനൈറോബിക് ആയാലും ഗ്ലൈക്കോളിസ് അടക്കം കോമൺ സ്റ്റെപ്പ് ആണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ ഈസ് കാൾഡ് ഗ്ലൈക്കോളിസിസ്. സോ ഇറ്റ് ഈസ് കാൾഡ് കോമൺ പാത്വേ എന്ന് പറയാറുണ്ട്. അപ്പോൾ എയ്റോബ്സിൽ നടക്കും, അനൈറോബ്സിൽ നടക്കും. അപ്പോൾ എയ്റോബ്സ് ഒള്ളി തെറ്റാണ്, അനൈറോബ്സ് ഒള്ളി തെറ്റാണ്. Aerobes under certain conditions only തെറ്റാണ്. Both aerobes and anaerobes is the answer. Fourth option is the answer. The stage at which ATP produced directly in glycolysis is during of. നമുക്കറിയാം ATP സിന്തസിസ്, ഗ്ലൈക്കോളിസിൻ്റെ ATP സിന്തസിസ് നടക്കുന്നത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് എന്ന് പറയുന്നത് 1,3-DiPGA കൺവേർട്ട് ചെയ്ത് 3PGA ആകുന്ന സ്ഥലത്ത്, ഇത് ഫസ്റ്റ്. 2 എന്ന് പറയുന്നത് ഫോസ്ഫോയിനോൾ പൈറോവിക് ആസിഡ് എന്ന് പറയുന്ന സാധനം പൈറോവിക് ആസിഡായിട്ട് മാറുന്ന സ്ഥലം, ഇത് 2ാമത്തെ സ്ഥലം. അപ്പോൾ ഫോർമേഷൻ ആവാണ് ചോദിക്കുന്നത് 3PGA ആൻഡ് പൈറോവിക് ആസിഡ് വരണം. അപ്പോൾ 1 and 3 is the answer. 3PGA പൈറോവിക് ആസിഡ്. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് പറഞ്ഞിട്ട് പറയുക, അതായിരിക്കും നല്ലത്. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പ്രൊപ്പോസസ് അറ്റ് ATP ഈസ് ഫോംഡ് ബിക്കോസ്. ഓക്കെ, നമുക്കറിയാം കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം. കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ടു എക്സ്പ്ലെയിൻ ATP സിന്തസിസ്, ശരിയല്ലേ? പ്രൊപ്പോസ്ഡ് ബൈ പീറ്റർ മിച്ചൽ based on proton gradient. ശരിയാണല്ലോ.
ആപ്ലിക്കബിൾ ഇൻ ബോത്ത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ ഫോട്ടോസിന്തസിനകത്ത് റെസ്പിറേഷനകത്ത് നമുക്ക് എന്താണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിസ് ആപ്ലിക്കബിൾ ആണ്. ഇനി പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് അത് റെസ്പിറേഷനിലാണെങ്കിൽ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ എന്നാണ് പറയുക. ഫോട്ടോസിന്തസിനകത്താണ് നമ്മളിത് പറയുന്നതെങ്കിൽ തൈലക്കോയിഡ് മെംബ്രെയിനും പറയും. അപ്പോൾ ഇത്രയും കോമൺ ആണ്. ഇനിയാണ് ഡിഫറൻസുകൾ വരിക. അപ്പോൾ നമുക്ക് ഇത്രയും വെച്ചിട്ട് പറയാം. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്? കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് ഓഫ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ പ്രപ്പോസസ് ദാറ്റ് ATP is formed because ശരി തന്നെയാണ്. ഇത് നമുക്ക് റെസ്പിറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് സംഭവിക്കേണ്ടത് ആർക്കാണ്? ഒക്കർ അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. സോ ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. എ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോംസ് അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ കോമൺ നേച്ചർ പറഞ്ഞിട്ട് വേണം ഇനിയാണ് റീസൺ പറയാം. പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള റീസണിൽ മാത്രമാണ് രണ്ട് വലിയ ഡിഫറൻസ് വരിക. അപ്പോൾ നമുക്ക് പറയാം കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് സിന്തസിസ് ATP സിന്തസിസ് ആണ് പറയുന്നത്. പ്രപ്പോസൽ ബൈ പീറ്റർ മിച്ചലാണ്. ബേസ്ഡ് ഓൺ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ആണ്. പിന്നെ നമുക്ക് പറയാം ആപ്ലിക്കബിൾ ഇൻ ബോത്ത് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഒക്കർ അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ ആണ്. ഫോട്ടോസിന്തസിസ് ആണെങ്കിൽ അത് തൈലക്കോയിഡ് മെംബ്രെയിനും വരാറുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ആരായതുകൊണ്ട് റെസ്പിറേഷൻ ആയതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോംസ് ഒക്കർ അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ. തേർഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് നമുക്കറിയാം വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിന് അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ആൾവേസ് നെഗറ്റീവ് ആണെന്നും പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് യൂഷ്വലി പോസിറ്റീവ് ആണെന്നും നമ്മൾ കോമൺ ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ഒരു പ്യുവർ വാട്ടറിലോട്ടോ അല്ലെങ്കിൽ സൊല്യൂഷനിലോട്ടോ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഡിക്രീസ് ചെയ്യുന്ന വാട്ടർ പൊട്ടൻഷ്യലിന് നമ്മൾ പറയുന്ന പേരാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്യുവർ വാട്ടറിനാണെന്നും അത് 0 ആണെന്നും നമുക്കറിയാം. അപ്പോൾ അതിലോട്ട് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ മൈനസിലോട്ട് മാത്രമേ മാറാൻ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയും സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈസ് ആൾവേസ് നെഗറ്റീവ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എനി ഫ്രം ദ ഫോളോയിങ്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഡ്രൈ സൈഡ്സ് ഈസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്ന? അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ ഡ്രൈ സൈഡ്സ് ഈസ് എ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. തെറ്റാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അല്ല, സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. അല്ലെങ്കിൽ അത് ഓസ്മോസിസ് ആണ്, അല്ലെങ്കിൽ അത് ഇംബൈബേഷൻ ആണ്. തെറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ റോങ്. Second one, imbibition cannot be considered as a diffusion. തെറ്റ്. Imbibition can be considered as diffusion. അടുത്ത water potential gradient between the solid and liquid imbibes is not essential. തെറ്റ്. രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? ഇംബൈബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് എ അല്ലെങ്കിൽ പിന്നെ ഹൈഡ്രോകൊളോയിഡൽ സബ്സ്റ്റൻസ് അബ്സോർബ് വാട്ടർ ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് വോളിയം ബട്ട് നോട്ട് ഫോം എ സൊല്യൂഷൻ. ശരി. അവിടെ പങ്കെടുക്കുന്ന സോളിനെ നമ്മൾ ഇംബൈബൻ്റ് എന്നും അവിടെ അബ്സോർബ് ചെയ്യുന്ന വാട്ടറിനെ അല്ലെങ്കിൽ സോൾവെൻ്റ് നമ്മൾ വിളിക്കുന്ന ഇംബൈബേറ്റ് എന്നുമാണ്. അപ്പോൾ ഇംബൈബേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇംബൈബേഷൻ. അതായത് സോളിഡും ലിക്വിഡും തമ്മിൽ റിലേഷൻ ഉണ്ട് എന്നർത്ഥം. തേർഡ് ഓപ്ഷൻ റോങ്. സെൽസിൻ്റെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ നമുക്കറിയാം. പിന്നെ എന്താണ്? ലിവിങ് പ്ലാന്റ് സെൽ ഈസ് പ്ലേസ്ഡ് ഇൻ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. ശരി. എൻഡോസ്മോസിസ് ടേക്സ് പ്ലേസ് ആൻഡ് റിസൾട്ട് the protoplasm become turgid and create a pressure called turgor pressure which act against cell wall called cell wall, that is called turgor pressure. അപ്പോൾ നമുക്ക് പറയാം ഫോർത്ത് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? ട്രൂവും ഫാൾസും. 1, 2, 3 എന്ന് പറയുന്നത് റോങ് ആണ്. 4 ഈസ് കറക്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. Water diffuses into the cell causing the cytoplasm build up a pressure against the wall, that is called നമുക്ക് അറിയാം. when a living plant cell wall ഉള്ള ഒരു സെൽ, when a living plant cell or fungal cell wall ഉള്ള സെൽ, when a living plant cell is placed into a hypotonic solution water enters into the cell, that is called endosmosis. അപ്പോൾ ലിവിങ് പ്ലാന്റ് സെല്ലിനെ നമ്മൾ എടുക്കുന്നു, എവിടെ ഇടുന്നു? ഹൈപ്പോട്ടോണിക്കിൽ ഇടുന്നു. അപ്പോൾ നമുക്ക് അവിടെ എന്താ കാണാൻ പറ്റുന്നത്? പ്രോട്ടോപ്ലാസം എന്ത് ചെയ്യും? സ്വെല്ല് ചെയ്യുന്നതായിട്ട് കാണാം. ശരി. The protoplasm become turgid and create a pressure called a turgor pressure which act against the cell wall. അപ്പോൾ എന്തിൻ്റെ ഫലമായിട്ട്? എൻഡോസ്മോസിൻ്റെ റിസൾട്ടായിട്ട് പ്രോട്ടോപ്ലാസ്റ്റിൽ ഉണ്ടാകുന്ന പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് ടർഗർ പ്രഷർ. അത് ആർക്കെതിരെ കാണിക്കും? സെൽ വാളിനെതിരെ കാണിക്കും. അറ്റ് ദ സെയിം ടൈം സെൽ വാൾ ക്രിയേറ്റ് എ പ്രഷർ ആൻഡ് ആക്ട് അഗെയിൻസ്റ്റ് പ്രോട്ടോപ്ലാസ്റ്റ് ഓർ ടർഗർ പ്രഷർ ഈസ് കാൾഡ് വാൾ പ്രഷർ. ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്?
water diffuses into the cell, causing cytoplasm to build up a pressure. That is called turgor pressure. So answer is second option. Consider the following. The water potential of pure water at a standard temperature, which is not under any pressure, is taken to be 0. ശരി തന്നെയാണ്. ശരി, ഒരു നോർമൽ കണ്ടീഷനിൽ നമ്മളൊരു സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്താൽ അതിൽ വാട്ടർ പൊട്ടൻഷ്യലും സൊല്യൂട്ട് പൊട്ടൻഷ്യലും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ അവിടെ 0 ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. രണ്ടാമത്തത്, ആൾ സൊല്യൂഷൻ ഹാവ് എ ഹയർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ദാൻ പ്യുവർ വാട്ടർ. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ റോങ് തന്നെയാണ്. അത്രയേ ഉള്ളൂ. എന്താണ്? ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അത്ര എടുത്താൽ മതി. മൂന്നാമത് നമുക്ക് നോക്കാം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോവറിംഗ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂട്ട് ഈസ് കാൾഡ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ തന്നെയാണ്. When add എന്താണ് solutes in pure solvent or solution, the water potential decreases. That is called the solute potential. True തന്നെയാണ്. അടുത്ത നാലാമത് നമുക്ക് നോക്കാം. The more the solute molecules, the more negative value of S. ശരി തന്നെയാണ്. നമ്മൾ -2 വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ അത് -3 -4 പോകും. അപ്പോൾ ലെസ് നെഗറ്റീവിൽ നിന്നും മോർ നെഗറ്റീവിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഫോർത്ത് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. If a pressure greater than atmospheric pressure is applied to pure water or a solution, the water potential decreases അല്ല increases. റിവേഴ്സ് ഓസ്മോസിസ് ആണ് നടക്കേണ്ടത്. ശരി, അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ 1, 3, 4 ആർ കറക്റ്റ്, 2 and 5 is wrong എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ is the answer. A plant cell shrinks away from the cell wall, then നമുക്കറിയാം when a living plant cell is placed into hypertonic solution, exosmosis takes place. As a result, the protoplasm becomes shrink and withdraw from the cell wall and accumulates in a corner. ശരി, this process is called plasmolysis. Then നമ്മൾ പറയുന്നത് plasmolysis is എന്താണ്? മെഷറബിൾ ആണ്. ഇൻസിപ്പിയൻറ്റ് പ്ലാസ്മോളിസിസും എവിഡൻറ്റ് പ്ലാസ്മോളിസിസും നമുക്ക് കാണാൻ പറ്റും. ബിഗിനിങ് ഓഫ് പ്ലാസ്മോളിസിസ് ഈസ് കാൾഡ് ഇൻസിപ്പിയൻറ്റ് പ്ലാസ്മോളിസിസ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഈസ് കാൾഡ് എവിഡൻറ്റ് പ്ലാസ്മോളിസിസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ പ്ലാസ്മോളിസിസ് ഈസ് റിവേഴ്സിബിൾ. That means when എന്താണ് plasmolysed cell is placed into hypotonic solution, endosmosis takes place and result the protoplast regain its original condition. That is called deplasmolysis. ഇത്രയും നമുക്കറിയാം. അത് വെച്ചിട്ട് നോക്കാം നമുക്ക്. when a plant cell shrinks away from the cell wall, അപ്പോൾ പ്ലാസ്മോളിസ് നടക്കണം. പ്ലാസ്മോളിസ് നടക്കണമെങ്കിൽ എക്സോസ്മോസ് നടക്കണം. എക്സോസ്മോസ് നടക്കണമെങ്കിൽ ഹൈപ്പർട്ടോണിക്കിൽ ഇടണം. സോ ആൻസർ ഈസ് ഹൈപ്പർട്ടോണിക്. അറിയാലോ, ഒരു ലിവിംഗ് സെല്ലിനെ എടുത്ത് നമ്മൾ ഹൈപ്പർട്ടോണിക്കിൽ ഇട്ടാൽ എക്സോസ്മോസ് നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് പ്രോട്ടോപ്ലാസ്റ്റ് ഷ്രിങ്ക് ചെയ്ത് അക്യുമുലേറ്റ്സ് ഇൻ എ കോർണർ, വിഡ്രാ ഫ്രം ദ സെൽ വാൾ ആൻഡ് അക്യുമുലേറ്റ്സ് ഇൻ എ കോർണർ. ദിസ് ഈസ് കാൾഡ് plasmolysis. The beginning stage of the plasmolysis is called incipient plasmolysis and the final stage is called evident plasmolysis. So plasmolysis is measurable. അതിനുശേഷം നമ്മൾ പറയുന്നത് പിന്നെ പ്ലാസ്മോളൈസ്ഡ് സെൽ അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് എവിഡൻറ്റ് പ്ലാസ്മോളിസിസ് ലീഡ്സ് ടു ഡെത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാസ്മോളൈസ്ഡ് സെല്ലിനെ പ്ലേസ് ഇൻറ്റു ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. വാട്ടർ എൻറ്റേഴ്സ് ഇൻറ്റു ദ സെൽ. ദാറ്റ് മീൻസ് എൻഡോസ്മോസിസ് ടേക്സ് പ്ലേസ്. റിസൾട്ട് ദ പ്രോട്ടോപ്ലാസ്റ്റ് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ കണ്ടീഷൻ ഓർ നോർമൽ കണ്ടീഷൻ. ദീസ് ആർ കാൾഡ് ഡീപ്ലാസ്മോളിസിസ്. സോ പ്ലാസ്മോളിസിസ് റിവേഴ്സിബിൾ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഹൈപ്പർട്ടോണിക്. ഓക്കെ, പ്ലാസ്മോളിസിസ് ക്യാൻ ബി റിവേഴ്സൽ. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത് റിവേഴ്സലാണ്. കാരണം പ്ലാസ്മോളൈസ്ഡ് സെല്ലിനെ നമ്മളെടുത്ത് ഹൈപ്പോട്ടോണിക്കിലിട്ടാൽ അവിടെ എൻഡോസ്മോസ് കാണുകയും അങ്ങനെ പ്ലാസ്മോളൈസ്ഡ് സെൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ തിരികെ പിടിച്ചുകൊണ്ട് നോർമൽ കണ്ടീഷനിലോട്ട് വരികയും ചെയ്യും. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീപ്ലാസ്മോളിസിസ്. ഡീപ്ലാസ്മോളിസിസ് പ്രൂവ്സ് ദാറ്റ് പ്ലാസ്മോളിസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ് എന്ന് തന്നെയാണ്. മെഷറബിൾ എന്ന് പറയാറുണ്ട്. കാരണം ബിഗിനിങ് സ്റ്റേജ് ഓഫ് ദ പ്ലാസ്മോളിസിസ് കാൾഡ് ഇൻസിപ്പിയൻറ്റ് പ്ലാസ്മോളിസിസ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ഈസ് കാൾഡ് എവിഡൻറ്റ് പ്ലാസ്മോളിസിസ്. എവിഡൻറ്റ് പ്ലാസ്മോളിസിസ് ലീഡ്സ് ടു ഡെത്ത് തന്നെയാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ സൈലം ആർ. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സിനകത്ത് 2 ടൈപ്പ് ട്രാൻസ്പോർട്ടാണുള്ളത്. ഒന്ന് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്, രണ്ടാമത്തെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ വിത്തിൻ എ സെൽ ആവാം, അഡ്ജസ്റ്റന്റ് സെൽസ് ആവാം, സെൽസിനെ ടിഷ്യൂ ആവാം. അവിടെ നടക്കുന്നത് സൈറ്റോപ്ലാസം സ്ട്രീമിംഗ് ഒരു ബൈ മീൻസ് ആവാം, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ആവാം. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ആവാം, ഫെസിലേറ്റ് ഡിഫ്യൂഷൻ ആവാം, ഓസ്മോസിസ് ആവാം, ഇംബൈബിഷൻ ആവാം, അല്ലെങ്കിൽ മീൻസ് അവസാനത്തതായിട്ട് ആക്റ്റീവ് ട്രാൻസ്ഫർ. ശരി, ഡിഫ്യൂഷനകത്ത് 4 പേര്: സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലേറ്റ് ഡിഫ്യൂഷൻ, ഓസ്മോസ്, ഇംബൈബിഷൻ. അത് ആക്റ്റീവിനെയാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയാം.
ഇനി ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടിൻ്റെ വേറൊരു പേരായിട്ടാണ് നമ്മൾ ട്രാൻസ്ലൊക്കേഷൻ പറയുക. അവിടെ നമുക്ക് 5 ക്യാരക്ടർ പറയാം. 1 എന്ന് പറയുന്നത് ത്രൂ വാസ്കുലാർ ടിഷ്യൂ, അവിടെ സൈലോം ഫ്ലോയും പങ്കെടുത്തേ പറ്റുള്ളൂ. 2 എന്ന് പറയുന്നത് എൻ മാസ് ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ മാസ് ഫ്ലോ ആയിട്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ. 3 എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയൻ്റ് പ്രോസസ്സ് ആയിരിക്കും. ഹൈ ടി പി ടു ലോ ടി പി, അല്ലെ ഓസ്മോട്ടിക് പ്രഷർ ടു പറയാൻ പറ്റും. പിന്നെ 4 എന്ന് പറയുന്നത് അവിടെ നമുക്ക് പറയാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ സോഴ്സ് ടു സിങ്കിലോട്ട് മാത്രമാണ് നടക്കുക. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് 5 ക്യാരക്ടർ നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ പറയാൻ പറ്റും. ഇനി സൈലത്തിനകത്താണ് പറയുന്നതെങ്കിൽ സൈലം നമ്മൾ പറയാം അത് യൂണി ഡയറക്ഷനിലാണെന്ന് പറയും. 2 എന്ന് പറയുന്നത് അപ്വേഡ് ആണെന്ന് പറയും. ഫ്രം റൂട്ട് ടു ആൾ പാർട്സ് ആണെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് സൈലത്തിലൂടെ എന്തൊക്കെ പോകുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം വാട്ടർ പോകുന്നുണ്ട്, മിനറൽസ് പോകുന്നുണ്ട്, ഓർഗാനിക് നൈട്രജൻ പോകുന്നുണ്ട്, ഇനോർഗാനിക് നൈട്രജൻ പോകുന്നുണ്ട്, സ്മാൾ എമൗണ്ട് ഓഫ് സൾഫർ ആൻഡ് ഫോസ്ഫറസ് പോകുന്നുണ്ട്, ഹോർമോൺസ് പോകുന്നുണ്ട്, അമിനോ ആസിഡ്സ് പോകുന്നുണ്ട്. അങ്ങനെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4th ഓപ്ഷൻ ആൻസറായിട്ട് എടുക്കാം. പക്ഷേ അത്രയൊന്നുമല്ല. വാട്ടർ, മിനറൽസ്, ഓർഗാനിക് നൈട്രജൻ, ഓർഗാനിക് നൈട്രജൻ മോർ, ഇനോർഗാനിക് നൈട്രജൻ, സ്മാൾ എമൗണ്ട് ഓഫ് സൾഫർ ആൻഡ് ഫോസ്ഫറസ്, അമിനോ ആസിഡ്സ്, ഹോർമോൺസ്. അങ്ങനെ 7 പേരാണ് പോവുക. അതിൽ മാക്സിമം ഉള്ളത് എന്ന് പറയുന്നത് 4th ഓപ്ഷൻ. സോ ആൻസർ ഈസ് 4th ഓപ്ഷൻ. മാസ് ഫ്ലോ ഈസ്, നമുക്കറിയാം വാസ്കുലാർ ടിഷ്യൂ വഴി മാത്രമേ ട്രാൻസ്ലൊക്കേഷൻ നടക്കുള്ളൂ. വാസ്കുലാർ ടിഷ്യൂ സൈലോം ഫ്ലോയും പങ്കെടുക്കും. 2 എന്ന് പറയുന്ന പ്രഷർ ഗ്രേഡിയൻറ്റ് ഹൈ ടി പി ടു ലോ ടി പിയിലോട്ടായിരിക്കും പോവുക. 3 എന്ന് പറയുന്നത് സാപ്പ് ഫോമിലേ പോവുള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകില്ല, വാട്ടറിൽ സോൾബിൾ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. സൈലം വഴി പോയ സൈലൻ സാപ്പ്, ഫ്ലോയം വഴി പോയ ഫ്ലോയം സാപ്പ്. 4 എന്ന് പറയുന്നത് എൻ മാസ് ആയിട്ടേ പോകുള്ളൂ, മാസ് ഫ്ലോ ആയിട്ടേ നടക്കുള്ളൂ. 5 എന്ന് പറയുന്നത് സോഴ്സ് ടു സിങ്ക്, ഫ്രമിനെ സോഴ്സ് എന്നും 2നെ നമ്മൾ സിങ്ക് എന്നും വിളിക്കും. ഇനി നമുക്ക് നോക്കാം ആ മാസ് ഫ്ലോ ത്രൂ ക്യാരിയസ്. അത് കഴിഞ്ഞിട്ട് ക്യാരിയസ് മീൻസ് പ്രോട്ടീൻസ്, പങ്കെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിഫറൻറ്റ് സബ്സ്റ്റൻസസ് മൂവ്സ് ഇൻഡിപെൻഡൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദെയർ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അല്ല, പ്രഷർ ഗ്രേഡിയൻ്റ് ആണ് വരേണ്ടത്. കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ഡിഫ്യൂഷനാണ്. മൂവ്മെൻറ്റ് ഓഫ് ആസ് പെർ പ്രഷർ ഗ്രേഡിയൻ്റ് ശരിയാണ്. ട്രാൻസ്ലൊക്കേഷൻ നടക്കണമെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ്റ്. 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ത്രൂ വാസ്കുലാർ ടിഷ്യൂ, 2 സാപ്പ് ഫോം, സൈലൻ സാപ്പ്, ഫ്ലോയം സാപ്പ്. അടുത്തെന്ന് പറഞ്ഞാൽ പ്രഷർ ത്രൂ പ്രഷർ ഗ്രേഡിയൻ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ എൻ മാസ്. അടുത്തെന്ന് പറഞ്ഞാൽ സോഴ്സ് ടു സിങ്ക്. അതിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3rd ഓപ്ഷൻ ആൻസറായിട്ട് കൊണ്ടുവരാം. ട്രാൻസ്പോർട്ട് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടീൻ മോളിക്യൂൾസ് പങ്കെടുക്കണം. സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, ഓസ്മോസിസ് ഉണ്ട്, ഇംബൈബിഷൻ ഉണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എവിടെയൊക്കെയാണ് പ്രോട്ടീൻ മോളിക്യൂൾസ് പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനകത്ത് വേണം, ഓസ്മോസിസിൽ വേണ്ട, ഇംബൈബിഷനകത്ത് വേണ്ട, ഇവിടെ വേണം. അപ്പോൾ ഇവിടെ ഈ 2 സ്ഥലങ്ങളിലാണ് എന്താ പ്രോട്ടീൻ മോളിക്യൂൾസ് പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇവിടെയാണ് എന്ത് വരിക എന്ന് പറയുക, ഈ പറയുന്ന ഇത് വരിക. അപ്പോൾ നമുക്ക് പറയാം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ബോത്ത് 1 and 2 is the answer. Which is correct about symbiote? നമുക്കറിയാം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ്റെ 3 ടൈപ്പുകളാണിത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ അതാണ് യൂണിപോർട്ട് എന്ന് പറയുക, ആൻറ്റി പോർട്ട് എന്ന് പറയുക, സിംപോർട്ട് എന്ന് പറയുക. ഇത് സിംഗിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ സിംഗിൾ ടൈപ്പ് മോളിക്യൂൾസ് 1 ഡയറക്ഷനിൽ പോകുന്നു. മറ്റേതാണെങ്കിലോ 2 ടൈപ്സ് ഡിഫറൻറ്റ് ഡയറക്ഷനിൽ പോവുക. ഫിഗർ വരച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണെങ്കിലോ 2 ടൈപ്സ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ. ശരിയല്ലേ? Single types in single direction is called uniport, 2 types in different or opposite direction is called antiport, 2 types in single direction is called symbiote. അപ്പോൾ ഇവിടെ സിംപോർട്ട് ആണ്. ദേ ക്യാൻ സാച്ചുറേറ്റ്, ശരി തന്നെയാണ്. പ്രോട്ടീൻ മോളിക്യൂൾസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ സാച്ചുറേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ശരി തന്നെയാണ്. ഫസ്റ്റ് വൺ ട്രൂ. സെക്കൻഡ്, ദേ ആർ പാസീവ് ചാനൽസ്, ശരിയാണ്. ഡിഫ്യൂഷൻ ആണ് പാസീവ്. ഡിഫ്യൂഷൻ എന്ന് വാക്ക് പറഞ്ഞാൽ പാസീവ് തന്നെയാണ്. അടുത്ത ദേ അലോ ഇഫ് ഓൺലി 2 ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് മൂവ് ടുഗദർ തന്നെയാണ്. മൂവ് ടുഗദർ എന്നൊക്കെ വരെ ഓക്കെയാണ്. ഈ മൂവ് ടുഗദർ എന്ന് പറയുന്നത് ഏതിനൊക്കെയാണ്? ആൻറ്റിപോർട്ടിനും സിംപോർട്ടിനും ഈക്വൽ ആണ്. പക്ഷേ ഡയറക്ഷൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റിപോർട്ട് ആവും, പിന്നെ സെയിം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സിംപോർട്ട് ആവും. ഇവിടെ രണ്ടും പറയാത്തത് കൊണ്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 3യും ശരി തന്നെയാണ്. അതായത് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആൻറ്റിപോർട്ടിനും, ഇതെല്ലാം സിംപോർട്ടിനും ആൻറ്റിപോർട്ടിനും ക്ലിയർ ആണെന്ന് അർത്ഥം. ഓക്കെ. ഫ്ലോയം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രോസസ് തന്നെയാണ്. നമുക്കറിയാം ഫ്ലോയം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയല്ലേ? അപ്പോൾ ഇത് ലീഫാണ്. ലീഫിനകത്ത് ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നു ഫോട്ടോസിന്തസിസ് വഴിയിട്ട്. അതിന് തന്നെ സൂക്രോസ് ആക്കി മാറ്റുന്നു. ഈ സൂക്രോസ് എൻ്റർ ഇൻ ദ ഫസ്റ്റ് സീവ് ട്യൂബ് ബൈ ആക്റ്റീവ്. അപ്പോൾ ഫ്ലോയം ട്രാൻസ്പോർട്ട് ഈസ് ആക്റ്റീവ്.
പാസീവ് തെറ്റാണ്, അപ്പോപ്ലാസ്റ്റ് തെറ്റാണ്. അപ്പോപ്ലാസ്റ്റ് സിംപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റൂട്ട് ഹെയറിൽ നിന്നും സൈലം വരെ എത്താനുള്ള ട്രാൻസ്പോർട്ടേഷനെ പറയുന്ന പേരാണ് അപ്പോപ്ലാസ്റ്റ് സിംപ്ലാസ്റ്റ്. ഇത് പറഞ്ഞേക്കുന്നത് ഫ്ലോയം ട്രാൻസ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ അത് എന്ത് തന്നെയാണ്? ആക്റ്റീവ് തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. Find the incorrect statement. Mostly minerals of soil enter the root by simple diffusion. Water always moves across passively. 2 ശരി തന്നെയാണ്. 3 എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ ഈസ് ദ മെയിൻ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ് എ പാസീവ് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻ്റ് ഇൻ സൈലം തന്നെയാണ്. സൈലം ഫ്ലോയം വഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം പ്രഷർ ഗ്രേഡിയൻ്റ് തന്നെയാണ്. ഓസ്മോസിസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ഗ്രേഡിയൻ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ശരി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ്ലി മിനറൽസ് ഓഫ് ദ സോയിൽ എൻ്റർ ദ റൂട്ട് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ തെറ്റാണ്. ബയോമോളിക്യൂൾസിൽ നമ്മൾ പറയുന്നുണ്ട് ബോത്ത് എന്താണ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് മെറ്റീരിയൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെയിം എലമെൻറ്റ്സ് ബട്ട് റേഷ്യോ റിലേഷൻ ഈസ് വേരിയബിൾ. മോസ്റ്റ്ലി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് ആർ മോസ്റ്റ്ലി പ്രസൻറ്റ് ഇൻ ലിവിങ് ദാൻ നോൺ ലിവിങ്. ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഉണ്ടാക്കുന്ന സെയിം എലമെൻറ്റ്സ് കൊണ്ടാണെന്നും അപ്പോൾ റൂട്ട് എന്ന് പറയുന്ന ലിവിങ്ങും സോയിൽ എന്ന് പറയുന്ന നോൺ ലിവിങ്ങും എടുത്തു കഴിഞ്ഞാൽ രണ്ടിലും ഉള്ളത് സെയിം എലമെൻറ്റ്സ് ആണെന്ന് ക്ലിയർ ആണ്. പക്ഷേ അവരുടെ റേഷ്യോ റിലേഷൻ ഡിഫറൻ്റ് ആണ്. കൂടുതൽ എലമെൻറ്റ്സും കൂടുതലുള്ളത് ലിവിങ്ങിലാണ്. അപ്പോൾ റൂട്ടിനകത്താണ് കൂടുതൽ എലമെൻറ്റ്സും കൂടുതലുള്ളത്, അപ്പോൾ സോയിലിൽ കുറവാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അനുസരിച്ചിട്ടാണ് അവർ കയറേണ്ടത്. അപ്പോൾ സോയിലിൽ നിന്നും കൂടുതൽ എലമെൻറ്റ്സും റൂട്ടിനകത്തോട്ട് കയറുന്നു എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ഗ്രേഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ്. ദാറ്റ് മീൻസ് ആക്റ്റീവാണ്. ഇവിടെ പറഞ്ഞേക്കുന്ന സിമ്പിൾ ഡിഫ്യൂഷൻ ഇസ് എ പാസീവ്. അതുകൊണ്ട് റോങ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. Which is incorrect. Water can move from a parenchyma to sieve tube by passively. വാട്ടർ ഏത് സെല്ലിൽ നിന്ന് എങ്ങോട്ട് പോയാലും പാസീവ് തന്നെയാണ്, ബൈ ഓസ്മോസിസ് തന്നെയാണ്. വാട്ടർ ക്യാൻ മൂവ് ഫ്രം ഫ്ലോയം ടു സൈലം പാസീവ്ലി. സൈലത്ത് നിന്ന് ഫ്ലോയത്തിൽ പോയാലും ഫ്ലോയത്തിൽ നിന്ന് സൈലം പോയാലും എങ്ങോട്ട് പോയാലും വാട്ടറാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം അത് പാസീവാണ്. കാരണം വാട്ടർ എപ്പോഴും മൂവ് ഫ്രം ഇറ്റ്സ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോ വാട്ടർ പൊട്ടൻഷ്യൽ. ഫ്ലോയം സാപ്പ് ഡസ് നോട്ട് കണ്ടെയ്ൻ അബ്സോർബ്ഡ് വാട്ടർ. ശരി തന്നെയാണ്. ഫ്ലോയത്തിനകത്ത് ഒരിക്കലും വാട്ടറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ല, സാപ്പ് ഫോമിലേ പോകാൻ പറ്റുള്ളൂ. ഫ്ലോയം സാപ്പ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഇനോർഗാനിക് ന്യൂട്രിയൻസ്. തെറ്റ്. ഫ്ലോയത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ സൂക്രോസ് ഈസ് ദ മെയിൻ. രണ്ടാമത് പറയുന്നത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ പറയുന്ന ഹോർമോൺസ്. നാലാമത് നമ്മൾ പറയുന്ന അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ ഓർഗാനിക്കും പോവും ഇനോർഗാനിക്കും പോകുന്നുണ്ട്. ഫ്ലോയം സാപ്പ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഇനോർഗാനിക് തെറ്റാണ്. ഓർഗാനിക്കും ഉണ്ട് ഇനോർഗാനിക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ റോങ്. ട്രാൻസ്ലൊക്കേഷൻ ഇൻ സൈലം ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ്. ട്രാൻസ്ലൊക്കേഷൻ ഇൻ സൈലം അപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടാണ് പറയുക, ഇത് റൂട്ടം, ഇവിടെ നമ്മൾ ലീഫ് എടുക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കാണിക്കുന്നത്, ഇതിനെ നമ്മൾ പോസിറ്റീവായിട്ടും അതേസമയം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവായിട്ടുമാണ് പറയുക. അകത്തോട്ടാണ് നെഗറ്റീവാണ്. ഇതിനെ നമ്മൾ പറയുക പുഷ് എന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പുഷ്, ഇത് ഇങ്ങോട്ട് പുള്ളാണ്. ഇതെന്ന് പറയുന്നത് റൂട്ട് പ്രഷറിൻ്റെ ഫലമായിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പിറേഷനാണ്. അപ്പോൾ നമ്മൾ പറയും മുകളിൽ നടക്കുന്ന ട്രാൻസ്പിറേഷൻ പുള്ളാണ്, താഴെ നടക്കുന്ന റൂട്ട് പ്രഷറിൻ്റെ പുഷാണ്. മുകളിൽ നിന്ന് നടക്കുന്നത് നെഗറ്റീവാണ്, താഴെ നടക്കുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇതുവഴിയുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിരിക്കും. ഇവിടുന്ന് പോസിറ്റീവ്, ഇവിടുന്ന് നെഗറ്റീവ്. അപ്പോൾ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്രഷർ പൊട്ടൻഷ്യലാണ് ട്രാൻസ്പോർട്ടേഷനെ സഹായിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ആൻഡ് ദ സോഴ്സ് പോയിന്റ് ഓഫ് ഫ്ലോയം. സോഴ്സ് പോയിന്റ് അപ്പോൾ നമുക്കറിയാം എവിടെ നിന്നാണോ വരുന്നത് അത് സോഴ്സ്. അപ്പോൾ ഇത് സോഴ്സാണ്, ഇത് സിങ്ക് ആണ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ ലീഫുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് സീവ് ട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സിങ്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് സീവ് ട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് ആക്റ്റീവാണ്, ഇത് ആക്റ്റീവാണ് ആണല്ലോ. നമുക്ക് നോക്കാം. ഷുഗർ enters the sieve tube which evenly create the high osmotic pressure and turgor pressure. നോക്കാം. അപ്പോൾ ലീഫിൽ നിന്നും സൂക്രോസ് ഇവിടെ വരുന്നു. സൂക്രോസ് ഇവിടെ വരുമ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹൈപ്പറായിട്ട് മാറും. ശരിയല്ലേ? അങ്ങനെ ഹൈപ്പറായിട്ട് മാറുമ്പോൾ അഡ്ജസ്റ്റൻ്റ് സൈലത്തിൽ നിന്നും വാട്ടർ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടുത്തെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുകയും അപ്പോൾ ഇവിടുത്തെ TP ആൻഡ് OP എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്. ഷുഗർ വരുന്നതിൻ്റെ ഫലമായിട്ട് ആക്റ്റീവായിട്ട് ഷുഗർ enters the sieve tube ആക്റ്റീവ്ലി, അതിൻ്റെ ഫലമായിട്ട് ഇത് ഹൈപ്പറായിട്ട് മാറുകയും അഡ്ജസ്റ്റൻ്റ് സൈലത്തിൽ നിന്നും വാട്ടർ അപ്പോൾ എങ്ങോട്ട് കയറി ഫസ്റ്റ് സീവ് ട്യൂബിലോട്ട് വരികയും അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ TPയും ഓസ്മോട്ടിക് പ്രഷറും കൂടുകയും ചെയ്യും. ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ തന്നെയാണ്.
അടുത്ത ഷുഗർ enters the sieve tube which eventually creates the flow of water from phloem to xylem. തെറ്റ്. വാട്ടർ ഫ്രം phloem to xylem അല്ല, xylem to phloem. xylem to phloemത്തിലോട്ടാണ് വരേണ്ടത്, phloem to xylem അല്ല. ഷുഗർ leaves the phloem which eventually creates a high TP. ഷുഗർ പോയി കഴിഞ്ഞാൽ TP കുറയുകയാണ് ചെയ്യേണ്ടത്, കൂടുകയല്ല. അടുത്ത ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പോളിസാക്കറൈഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പോളിസാക്കറൈഡ് ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയല്ല നടക്കേണ്ട, ലീഫിൽ നടക്കേണ്ട പ്രോസസ്സാണ്. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻറ്റു സൂക്രോസ് എന്ന് പറയുന്നത് ലീഫിൽ നടക്കേണ്ടതാണ്. ഫോർത്ത് ഓപ്ഷൻ റോങ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ. ഷുഗർ എൻ്റർ ചെയ്യുമ്പോൾ അത് ഹൈപ്പർ ആവുകയും അപ്പോൾ അഡ്ജസൻ്റ് സൈലത്തിൽ നിന്നും വാട്ടർ ഫ്ലോയത്തിലോട്ട് ഫസ്റ്റ് സീവ് ട്യൂബിലോട്ട് എൻ്റർ ചെയ്യുകയും TP ആൻഡ് OP ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ട്രൂ. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ ഷുഗർ enters the sieve tube which eventually create a flow of water from phloem to xylem. ഷുഗർ എൻ്റർ ചെയ്യുമ്പോൾ phloem to xylem അല്ല, xylem to phloem ആണ് വരേണ്ടത്. സെക്കൻഡ് ഓപ്ഷൻ റോങ്. തേർഡ് വൺ ഷുഗർ ലീവ്സ് ദ phloem which eventually create the high TP. ഷുഗർ ലീവ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ TP ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് ഓപ്ഷൻ റോങ് തന്നെയാണ്. ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു പോളിസാക്കറൈഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടഡ്. അത് ലീഫിൽ നടക്കേണ്ട പ്രോസസ്സാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ സോഴ്സ് പോയിന്റിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമുക്ക് പറയാം, ഇതിനകത്ത് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ, താങ്ക് യു.